Hello, good evening all. Yes, നോക്കൂ ഇന്ന് നമ്മുടെ 10-day ചാലഞ്ചിൻ്റെ അവസാന ദിവസമാണ്. നമുക്ക് ഫിസിക്സ് ഇന്ന് ഗംഭീരമാക്കണം. ഓക്കെ, വേവ് ഓപ്റ്റിക്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. +2 നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും കൺസെപ്ച്വലായിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വേവ് ഓപ്റ്റിക്സ് ആണ്. പക്ഷേ എൻട്രൻസ് എക്സാം എഴുതുന്ന ഒരു കുട്ടിയും വേവ് ഓപ്റ്റിക്സിനെ പേടിക്കേണ്ടതില്ല. എൻട്രൻസ് എക്സാമിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കിതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പലതും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതിന് നമ്മൾ ഒന്നും കൂടെ ഒന്ന് റിഫൈൻ ചെയ്ത് ഒന്ന് മോൾഡ് ചെയ്തിട്ട് നിങ്ങളെ നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാനുള്ളതാണ്. നമുക്ക് ഉഷാറായിട്ട് നാളെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മാരത്തോൺ ലൈവിലേക്ക് നമുക്ക് കിടക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വേവ് ഓപ്റ്റിക്സിലേക്ക് കിടക്കുകയാണ്. കാരണം നമുക്ക് തീരെ സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഓക്കെ ആണല്ലോ, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ എന്നെ നന്നായിട്ട് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ യെസ്. അപ്പോൾ അതുകൊണ്ട് നോക്കൂ, ഞാൻ ഈ ചാപ്റ്റർ എങ്ങനെയാണ് ഈ ടോപ്പിക്കിൽ നിങ്ങൾ എൻട്രൻസിന് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറിയിലേക്ക് പോകാൻ നമുക്ക് അവസരമില്ല. അപ്പോൾ ഇക്വേഷൻസിന് വെച്ചിട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് എക്സാമിന് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും നമ്മൾ കാര്യമായിട്ട് ചെയ്യാം. ഓക്കെ റെഡി. താങ്ക് യു. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കി, ഈ വേവ് ഓപ്റ്റിക്സിൽ കഴിഞ്ഞ എക്സാമുകളിലേക്ക് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ധാരണ ഉണ്ടാവും. പക്ഷേ ഒന്നുകൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, 2022 നമുക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിളാണ്. അന്ന് റീനീറ്റ് രണ്ടാമതൊരു എക്സാം നടത്തിയിട്ടുണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. UAE നടന്ന എക്സാമിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എക്സാം നടന്ന അതേ സമയത്ത് UAE എക്സാം നടന്നുണ്ട്. ഓക്കെ, ദെൻ നോക്കൂ, ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ എക്സാമിൽ 1 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്, 1 ക്വസ്റ്റ്യൻ. ദെൻ നോക്കൂ, 2021 എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 1 ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. ഓക്കെ, 2020 വീണ്ടും 2 ക്വസ്റ്റ്യൻ, 2020 രണ്ടാമത്തെ എക്സാമിന് 1 ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിച്ചേക്കാം. 2 ക്വസ്റ്റ്യൻസ് വരെ എന്ന് വെച്ചാൽ 8 മാർക്ക് നമ്മുടെ കയ്യിലാവാനുള്ളതാണ് കേട്ടോ. ഓക്കെ, യെസ്. നോക്കൂ, ചാപ്റ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വേവ് ഫ്രണ്ട്. എന്താണ് വേവ് ഫ്രണ്ട്? വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പോയിൻറ്റ്സിനെയും കൂടെ നിങ്ങൾ യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുക, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വേവ് ഫ്രണ്ട്. വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റിന് മാത്രമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് വാട്ടർ സർഫസിൽ വേവ് ഫ്രണ്ട് പറയാം. ഏറ്റവും എക്സാമ്പിൾ, വളരെ കാമായിട്ടുള്ളൊരു പോണ്ടിലേക്ക് നിങ്ങൾ ഒരു കല്ലിട്ടാൽ എന്താ സംഭവിക്കുക? ആ കല്ല് വാട്ടർ സർഫസിലൊരു ഡിസ്റ്റർബൻസ് ആണ്. അത് റിപ്പിൾസിൻ്റെ ഫോമിൽ ഓളങ്ങളായിട്ട് അവിടെ ആ ഡിസ്റ്റർബൻസ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും. ഇട്ട പോയിന്റിൽ ഡിസ്റ്റർബൻസ് എവിടെയാണ് ഉള്ളത്, ആ പോയിന്റിൽ നിന്ന് സേർട്ടൺ ഡിസ്റ്റൻസ് അകലെ അവിടെ നോക്കൂ ഒരു ക്രസ്റ്റാണ് ഫോം ചെയ്തതെങ്കിൽ നോക്കൂ, അതേ ഡിസ്റ്റൻസിൽ ഇവിടെയും ക്രസ്റ്റല്ലേ ഉണ്ടാവുക, അല്ലേ? ഇങ്ങോട്ട് ക്രസ്റ്റല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ പോയിന്റുകളൊക്കെ ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആ പോയിൻറ്റ്സിനെ എല്ലാം കൂടെ നിങ്ങൾ ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ വേവ് ഫ്രണ്ട്. അപ്പം നോർമലി വാട്ടർ സർഫസിൽ ഫോം ചെയ്യുന്ന വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്താ? സർക്കുലാർ. ഇറ്റ് ഈസ് സർക്കുലാർ വേവ് ഫ്രണ്ട്. പക്ഷെ നമുക്ക് ലൈറ്റിൻ്റെ വേവ് ഫ്രണ്ടിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 2 പോയിന്റുകളാണ് ഇവിടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒന്ന്, ഇവിടെ സെയിം ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ്. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും നോക്കുക സംസാരിച്ചത്. എ വേവ് ഫ്രണ്ട് ഈസ് എ സർഫസ് ഓഫ് കോൺസ്റ്റൻറ്റ് ഫേസ്. ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റ്സുകളെ കംപ്ലീറ്റ് യോജിപ്പിച്ചതാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, വേവ് ഫ്രണ്ടും ലൈറ്റ് റേസും എപ്പോഴും പെർപെൻഡിക്കുലറാണ്. ഇത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. വേവ് ഫ്രണ്ടും ലൈറ്റ് റേസും എപ്പോഴും പെർപെൻഡിക്കുലറാണ്. ക്ലിയർ ആണോ? ഓക്കെ യെസ്. അപ്പോൾ ഈ പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഒരു പോയിന്റ് ലൈറ്റ് സോഴ്സ്, ഇതാണ് ഒരു പോയിന്റ് ലൈറ്റ് സോഴ്സ്. പോയിന്റ് ലൈറ്റ് സോഴ്സിൻ്റെ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്താ? സ്ഫെരിക്കൽ, നോട്ട് സർക്കുലാർ. കാരണം ഇത് 3 ഡയമെൻഷനല്ല. ലൈറ്റ് വേവ്സ് അങ്ങോട്ട് പോകുന്നുണ്ട്, റെഡി അല്ലേ? അപ്പോൾ അതിനെല്ലാം കൂടെ യോജിപ്പിച്ചാൽ യു വിൽ ഗെറ്റ് എ സ്ഫിയർ. നിങ്ങൾക്കൊരു സ്ഫെരിക്കൽ വേവ് ഫ്രണ്ടാണ് കിട്ടുക. അതാണ് നോക്കുക, ഇവിടെ യു ക്യാൻ സി ഇറ്റ്സ് എ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. ആർക്ക്? പോയിന്റ് ലൈറ്റ് സോഴ്സിന്. എന്നാൽ ലീനിയർ ലൈറ്റ് സോഴ്സിൻ്റെ വേവ് ഫ്രണ്ട് ഷേപ്പ് എന്താ? സിലിണ്ട്രിക്കൽ. നോക്കൂ, നിങ്ങൾ കാണുന്നുണ്ട്, ഡയഗ്രാം കാണുന്നുണ്ടല്ലോ. ഓക്കെ, സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. ഇനി ലീനിയർ ആവട്ടെ, പോയിന്റ് ലൈറ്റ് സോഴ്സ് ആവട്ടെ, സോഴ്സ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എങ്ങനെ ഉണ്ടാവുക? കമോൺ, ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് എങ്ങനെയാണ് ഉണ്ടാവുക? പാരലൽ അല്ലേ? പാരലൽ ലൈറ്റ് റേസ് അല്ലേ ഇൻഫിനിറ്റിയിൽ നിന്ന് വരിക, അല്ലേ? അപ്പോൾ ഒബ്വിയസ്ലി നോക്കൂ, പാരലൽ ലൈറ്റ് റേസ് ആണ് വരുന്നതെങ്കിൽ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആവണം. അങ്ങനെ ആവുകയാണെങ്കിൽ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? പ്ലെയിൻ ആയിരിക്കും.
ഓക്കെ ഓക്കെ നോക്കൂ. അപ്പോൾ സോഴ്സ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ അത് ഏത് സോഴ്സ് ആണെങ്കിലും ശരി, വേവ് ഫ്രണ്ട് ഈസ് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഏതുപോലെ നോക്കൂ, ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ നോക്കൂ. ലൈറ്റ് റേസ് ആണ് വരുന്നത്, അതിനിടയിൽ നോക്കൂ പെർപെൻഡിക്കുലർലി കണ്ട വേവ് ഫ്രണ്ടുകൾ പ്ലെയിൻ വേവ് ഫ്രണ്ടാണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുക. വെരി ഗുഡ് ഓക്കെ. അപ്പോൾ ഇനി നോക്കൂ, അവിടെ നമുക്ക് അറിയേണ്ടത് ഹൈജൻസ് പ്രിൻസിപ്പിളാണ്. ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്തിനാ? അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ കാര്യമൊന്നും നമ്മൾ പഠിച്ചേക്കേണ്ട ആവശ്യമില്ല. ഒരു ഗിവൺ വേവ് ഫ്രണ്ടിൽ നിന്ന് ആഫ്റ്റർ സെർട്ടൻ ടൈം അടുത്ത വേവ് ഫ്രണ്ടിനെ എങ്ങനെ ജിയോമെട്രിക്കലി കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നതിൻ്റെ ഗൈഡ് ലൈനാണ് ഹൈജൻസ് പ്രിൻസിപ്പിൾ തരുന്നത്. എന്നുവെച്ചാൽ ഞാൻ പരിഗണിക്കുന്ന ആദ്യത്തെ വേവ് ഫ്രണ്ടിനെ ഞാൻ എന്താ വിളിക്കുക? പ്രൈമറി വേവ് ഫ്രണ്ട്. ഇപ്പോൾ ലൈറ്റ് റേ വരികയാണെങ്കിൽ ഒരു ലൈറ്റ് റേ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ലൈറ്റ് റേ അവിടെ തന്നെ ഉണ്ടാവുക, അത് മുന്നോട്ട് അങ്ങനെ പോവല്ലേ? അതുപോലെ തന്നെ വേവ് ഫ്രണ്ട്, ഞാനൊരു വേവ് ഫ്രണ്ടിനെ ഇവിടെ കണ്ടു പറഞ്ഞാൽ വേവ് ഫ്രണ്ട് അല്ലെങ്കിൽ പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ വേവ് ഫ്രണ്ട് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ, കാരണം ഇമാജിനറി കോൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ്ലി നമ്മൾ സംസാരിക്കുന്നത് അബ്സ്ട്രാക്റ്റ് ഐഡിയ ആണ്, കോൺക്രീറ്റ് ഐഡിയ അല്ല. ഓക്കെ എനിവേ, അപ്പോൾ നമുക്ക് ഒരു ഗിവൺ വേവ് ഫ്രണ്ട് ഞാൻ അതിനെ പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നു, അത് അവിടെ തന്നെ ഉണ്ടാവുക, അല്ല അതങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു വേവ് ഫ്രണ്ട് നമ്മൾ ആദ്യം പരിഗണിച്ച വേവ് ഫ്രണ്ട് ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി വേവ് ഫ്രണ്ട് ടി സമയത്തിന് ശേഷം അവിടെ ഉണ്ടാവുമോ? ഇല്ല, അത് വേറെ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്ത്. അപ്പോൾ അത് ഗിവൺ വേവ് ഫ്രണ്ടിൽ നിന്ന് അടുത്ത വേവ് ഫ്രണ്ട് എങ്ങനെ വരക്കാം എന്നതിൻ്റെ ഗൈഡ് ലൈനാണ് ആര് നമുക്ക് തരുന്നത്? ഹൈജൻ നമുക്ക് തരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ 2 പോയിന്റുകൾ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കതറിയാം. ഓക്കെ, നോക്കാം. നോക്കൂ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി എല്ലാവരും ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കട്ടോ, മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകല്ലേ, കാരണം നമ്മുടെ അത്ര ഗൗരവത്തിൽ നമുക്ക് പോകാനുള്ള കാര്യമാണ്. നമ്മുടെ എക്സാം വളരെ അടുത്തുണ്ട്, നമുക്ക് ആകെ 3 days ആണ് നമ്മുടെ കയ്യിലുള്ളത്, ശരിയല്ലേ? ഇന്ന് നോക്കൂ, വെനസ്ഡേ ആണ്, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ നമ്മൾ ഇതുവരെ അല്ലേ വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ആ ദിവസം സൺഡേ May 7th നമ്മൾ മുമ്പിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് നല്ല ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ ആ ഗൗരവത്തിൽ വേഗം ആൻസർ പറഞ്ഞോ. വേവ് ഫ്രണ്ട് ഈസ് ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് വെർ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് വിത്ത് ദ സെയിം ഫേസ്. എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ്. ഓ വെരി ഗുഡ്. ഓക്കെ, അടുത്ത് നോക്കൂ. The wavefront of a distant source of unknown shape. ഡിസ്റ്റൻറ്റ് സോഴ്സ് ആണെങ്കിൽ പിന്നെ ഒന്നും പറയല്ല. എന്താ ആൻസർ? ഡിസ്റ്റൻറ്റ് സോഴ്സ് ആണെങ്കിൽ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്താ? യെസ്, പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഓക്കെ, പേടിക്കാനല്ല ഞാൻ പറഞ്ഞു. എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു പേടിയും പേടിക്കണ്ട, വളരെ ധൈര്യസമേതം എല്ലാവരും, പിന്നെ ഇന്ത്യ രാജ്യത്തുള്ള ഒട്ടുമിക്ക നീറ്റ് ആസ്പിരൻസും പേടിയില്ല. നിങ്ങൾക്ക് പേടിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്. നിങ്ങളും പേടിയാണെന്നാണോ പറയുന്നത്? പേടിക്കരുത് കേട്ടാ, നിങ്ങൾ പേടിക്കരുത്, പേടിയേ പാടില്ല. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. യെസ്, നോക്കൂ, വീണ്ടും വേവ് ഫ്രണ്ട്. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്ക്. എ പോയിന്റ് സോഴ്സ് ദാറ്റ് എമിറ്റ്സ് വേവ്സ് യൂണിഫോംലി ഇൻ ഓൾ ഡിറക്ഷൻസ് പ്രൊഡ്യൂസ് വേവ് ഫ്രണ്ട്സ് ദാറ്റ് ആർ. ഓക്കെ, എന്താണ് എ പോയിന്റ് സോഴ്സ്? എന്താണ് വേവ് ഫ്രണ്ട്? എന്താ? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. ഓക്കെ റെഡി. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. നോക്കൂ, ഇതെന്താ ക്വസ്റ്റ്യൻ? അക്കോർഡിംഗ് ടു ഹൈജൻസ് പ്രിൻസിപ്പിൾ ദ സർഫസ് ഓഫ് കോൺസ്റ്റൻറ്റ് ഫേസ്. എന്താണ് അതിന് പറയാം? വേവ് ഫ്രണ്ട് യു നോ. യെസ്, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ്. ഗുഡ്. ഓക്കെ, എന്നാൽ അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഇതും കൂടി ശരിയാക്കിയാൽ ഇതിനേക്കാൾ ഡിഫിക്കൽട്ട് മീൻസ് എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യനാണ് വേവ് ഫ്രണ്ട് ആയിട്ട് ചോദിക്കുന്നത്, പക്ഷേ ഇതും കൂടി റെഡി ആയാൽ പെർഫെക്റ്റ് ആയി. നോക്കൂ, സൂക്ഷിക്കണേ. സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്സ് എമനേറ്റിംഗ് ഫ്രം എ പോയിന്റ് സോഴ്സ്. സംശയമൊന്നുമില്ല, കാരണം പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട് എന്താ? സ്ഫെരിക്കലാണ്. അത് നമുക്കറിയാം. സ്ട്രൈക്സ് എ പ്ലെയിൻ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഒരു മിററിൽ ഇൻസിഡൻറ്റ് ചെയ്തു. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ ടു ദീസ് വേവ് ഫ്രണ്ട്സ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ റിഫ്ലക്ഷൻ? മനസ്സിലായോ? റെഡി? യെസ്, നോക്കൂ, എന്താ ക്വസ്റ്റ്യൻ? അത് ഞാൻ ഒന്നുകൂടെ വൃത്തിയായിട്ട് പറയാതെ. നോക്കൂ, ഇതൊരു പോയിന്റ് സോഴ്സ്, അതിൽ നിന്ന് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് നോക്കൂ വന്നു. ആ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഒരു മിററിൽ ഇൻസിഡൻറ്റ് ചെയ്തു, ലൈക്ക് ദിസ്. നോക്കൂ, മിററിൽ ഇൻസിഡൻറ്റ് ചെയ്തു. ദിസ് ഈസ് എ മിറർ. ഇത് മിററാണ്.
റെഡി? അത് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവുക നോക്കൂ. ഓൾറെഡി ഇതിവിടെ തട്ടി, ഇനി ഇതിവിടെ തട്ടുമ്പോഴേക്കും ഇയാൾ കുറേ മുന്നോട്ട് വന്നിട്ടുണ്ടാവില്ലേ? ഇതിവിടെ ഇൻസിഡൻറ്റ് ചെയ്തല്ലോ. നോക്കൂ, ഈ പോർഷൻ ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്തു, അതിപ്പോൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴും ഇയാൾക്ക് ഇനി ഇവിടെ എത്തിയിട്ട് വേണം. അപ്പോൾ ഇത് ശരിക്കും റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് എങ്ങനെ ഉണ്ടാവുക? റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് നോക്കൂ, ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇതല്ലേ ഷേപ്പ്? മക്കളെ ക്ലിയർ അല്ലേ? അത് ഹൈജൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് വളരെ ബ്യൂട്ടിഫുള്ളി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. കാരണം ഇവിടെ നിന്നുള്ള സെക്കൻഡറി വേവ്ലെറ്റ് ഇങ്ങോട്ട് എത്തുന്ന സമയം കൊണ്ട് ഇവിടെയുള്ള സെക്കൻഡറി വേവ്ലെറ്റ് മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് അവരിവിടെ എത്തിയിട്ടുണ്ടാവും. മനസ്സിലായോ? ഓക്കെ. അങ്ങനെ ഓരോ പോയിന്റ് നോക്കൂ. ഇവിടെ നോക്കൂ, അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും കിട്ടുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതേ കർവേച്ചർ തന്നെയാണ് ഇതിനുള്ളത്. പക്ഷേ എന്താ, ഒരാൾ അങ്ങോട്ടാണ് കർവേച്ചർ എങ്കിൽ മറ്റേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കർവേച്ചർ ഉള്ളത്. ഇസിൻ്റ് ഇറ്റ്? റെഡി? അങ്ങനെയെങ്കിൽ ഏതാ ആൻസർ നോക്കൂ. ദേ വിൽ റിമെയിൻ സ്ഫെരിക്കൽ വിത്ത് സെയിം കർവേച്ചർ. കറക്റ്റ്. ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സൈൻ. നോ, മാഗ്നിറ്റ്യൂഡ് ഓക്കെ, സൈൻ ഓപ്പോസിറ്റ് ആണ്. ഒരാൾ അങ്ങോട്ടാണെങ്കിൽ മറ്റാൾ ഇങ്ങോട്ടാണ്. ദേ വിൽ ബിക്കം പ്ലെയിൻ. തെറ്റ്. ദേ വിൽ റിമെയിൻ സ്ഫെരിക്കൽ വിത്ത് സെയിം കർവേച്ചർ ബട്ട് സൈൻ ഓഫ് കർവേച്ചർ ഈസ് റിവേഴ്സ്ഡ്. ദിസ് ഈസ് ഓക്കെ. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. യെസ്. വെരി ഗുഡ്. സിമ്പിൾ കാര്യങ്ങളല്ലേ അത്? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അടുത്ത പോയിന്റിലേക്കാണ്. അടുത്ത പോയിന്റ് നോക്കൂ, ഒരു ഗംഭീര പോയിന്റ്. 99% ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചാടി വീണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാര്യം ഇതാണ്, ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റ്. ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റ്. എന്താ ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റ്? നോക്കൂ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, അതൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം അത് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സൗണ്ടിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? വെനെവർ ദർ ഈസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ ഒബ്സർവർ, നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസിയിൽ ആക്ച്വൽ ഫ്രീക്വൻസി അല്ല, നമുക്ക് അപ്പാരൻറ്റ് ഫ്രീക്വൻസിയാണ് കിട്ടുക. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 99% നിങ്ങളോട് ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യം ഈ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ജെഇക്കും നീറ്റിനും ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 99% ഇത് വെച്ചിട്ടാണ് ചോദിച്ചത്. ഇനി ഹൗ ടു യൂസ് ദിസ് ഇക്വേഷൻ ഐ വിൽ എക്സ്പ്ലെയിൻ. നോക്കൂ, ഡെൽറ്റ ലാംഡ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വേവ് ലെങ്ത് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ സി. നോക്കാം നമുക്ക്. ഐ വിൽ എക്സ്പ്ലെയിൻ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോക്കി വെക്കണം. വി ബൈ സി. റെഡിയല്ലേ? ഇതെല്ലാവർക്കും റെഡിയാണല്ലോ? ഓക്കെ. നോക്കൂ, ഇത് അത്ര ഗംഭീരമായിട്ട് നമുക്ക് ആ പ്രോബ്ലംസ് ചെയ്യാൻ കഴിയും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്. എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഫസ്റ്റ് വൺ ഒക്കെ പ്രീവിയസ് ലാസ്റ്റ് ക്വസ്റ്റൻ ആട്ടോ ചെയ്യുന്നത്. ലൈറ്റ് ഫ്രം എ ഗാലക്സി ഹാവിംഗ് വേവ് ലെങ്ത് 6000 ആങ്സ്ട്രോം ഈസ് ഫൗണ്ട് ടു ബി ഷിഫ്റ്റഡ് ടുവേർഡ്സ് റെഡ് ബൈ 50 ആങ്സ്ട്രോം. ദ വെലോസിറ്റി ഓഫ് റിസഷൻ ഓഫ് ദ ഗാലക്സി. ആ സോഴ്സ് ഏത് വെലോസിറ്റിയിലാണ് പോകുന്നത്? അപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ഞാൻ നോക്കൂ, വളരെ സ്ലോയിൽ ഒന്നുകൂടി വായിക്കാം. ലൈറ്റ് ഫ്രം എ ഗാലക്സി ഹാവിങ് വേവ് ലെങ്ത് ഇത്ര. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ഫൗണ്ട് ടു ബി ഷിഫ്റ്റഡ് ടുവേർഡ്സ് റെഡ് ബൈ ഇത്ര എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ വേവ് ലെങ്ത് ഇതാണ്, അത് 50 ആങ്സ്ട്രോം ചേഞ്ച് ചെയ്തു എന്ന് വെച്ചാൽ ഇതാരാ? ഇത് എന്ന് വെച്ചാൽ പുതിയ വേവ് ലെങ്ത് എത്ര ആയിരിക്കും ഉണ്ടാവുക? പുതിയ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 6050. ആ ചേഞ്ച് ചെയ്തത് എത്രയെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. കറക്റ്റ് ഡെൽറ്റ ലാംഡ തന്നിട്ടുണ്ട്, വെലോസിറ്റിയാണ് ചോദിച്ചത്. നോക്കുക, ആ ഇക്വേഷൻ നേരെ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈക്വൽ ടു വി ബൈ സി. ഡെൽറ്റ ലാംഡ 50, ആങ്സ്ട്രോം കട്ട് ചെയ്ത് പോവും. കണ്ടോ? ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ 3 × 10⁸. അപ്പോൾ നോക്കൂ, വി is equal to നമുക്ക് എന്താ കിട്ടുക? 50 × 3 × 10⁸ ഡിവൈഡഡ് ബൈ 6000. നോക്കൂ, ഒരു സീറോ കട്ട്. 2 0 കട്ട്. അപ്പോൾ 6 ആയി. 3ഉം 6ഉം കട്ട്. ഇവിടെ 2 ആയി. 5/2 എത്രയാണ്? 5/2 എന്ന് പറഞ്ഞാൽ 2.5 അല്ലേ? 2.5 × 10⁶ m/s ഉണ്ടോ? ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓ ഗ്രേറ്റ്, ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. കറക്റ്റ്. വെരി ഗുഡ്. ഇതേ ആവശ്യത്തോടു കൂടി നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. നോക്കൂ, ഇനി ഏതെങ്കിലും കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ
അവർ നിർബന്ധമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. നിർബന്ധമാണ് കേട്ടോ. നോക്ക്, എർത്ത് ഈസ് മൂവിങ് ടുവേർഡ്സ് എ ഫിക്സ്ഡ് സ്റ്റാർ വിത്ത് എ വെലോസിറ്റി 30 km/s. അപ്പോൾ സ്റ്റാറിൻ്റെ വെലോസിറ്റി v തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ കേട്ടോ. എൻ ഒബ്സർവർ ഓൺ ദി എർത്ത് ഒബ്സർവ്സ് എ ഷിഫ്റ്റ് ഓഫ് ഷിഫ്റ്റും തന്നിട്ടുണ്ട്, വേവ് ലെങ്ത്തിലെ ചേഞ്ച്, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ സ്റ്റാർ. ആക്ച്വൽ വേവ് ലെങ്ത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. വീണ്ടും നോക്കൂ, സെയിം ഇക്വേഷൻ അല്ലേ, എല്ലാ ഡാറ്റയും അവിടെ ഉണ്ട്. നോക്കൂ, ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈക്വൽ ടു v/c. അപ്പോൾ ലാംഡ ഈക്വൽ ടു ഡെൽറ്റ ലാംഡ ഇൻറ്റു c/v. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ലാംഡ എത്ര? 58. ആങ്സ്ട്രോമിനെ മാറ്റേണ്ടതില്ല, കാരണം ആങ്സ്ട്രോമിൽ തന്നെയാണ് ആൻസർ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. 3 × 10⁸ ഡിവൈഡഡ് ബൈ v എത്ര? 30 km/s. ഞാൻ m/s ആക്കി. ഓക്കെ, കഴിഞ്ഞു നോക്കൂ. 3 കട്ട് ചെയ്തു, ഇവിടെ ഒരു 10 ഉണ്ട്. അപ്പോൾ 10⁴ ഇവിടെ കട്ട് ചെയ്തു, അപ്പോൾ ഇവിടെ 4 കിട്ടി. അപ്പോൾ 5.8 × 10⁵ ഉണ്ടോ? ഉണ്ട്. നോക്കൂ, എന്ന് വെച്ചാൽ എത്ര? അത്രയും എന്താണിത്? അത്രയും ആങ്സ്ട്രോം എന്നാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ അത് എത്ര? ഇത് 5800 ആയാൽ എത്രയായി? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ. നോക്കൂ, ഡെൽറ്റ 0.58 ആണ്. അപ്പോൾ ആ ഡെസിമൽ പ്ലേസിൻ്റെ മിസ്സിങ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കണ്ടോ, 0.58 ആണത്. ഇറ്റ് ഈസ് 0.58. അപ്പോൾ ക്ലിയറായി. അപ്പോൾ നമുക്ക് 2 ഡെസിമൽ പ്ലേസ് മാറ്റുമ്പോൾ യെസ് നൗ ഇറ്റ്സ് ഓക്കെ. മറ്റേ നമുക്ക് ഒരു 10 മിസ്സായി ഉണ്ട് അവിടെ. ഓക്കെ നൗ ഇറ്റ്സ് ഓൾ റൈറ്റ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? 58 പിന്നെ 2 0 ആങ്സ്ട്രോം കറക്റ്റാണ്. കാരണം ഇവിടെ 2 ഡെസിമൽ പ്ലേസ് വന്നു. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് 10⁻² ആയി. പിന്നെ 2 0 കൂടി വന്നാൽ പിന്നെ അത് പോയി 10⁻0 വന്ന്. മനസ്സിലായല്ലോ? കുഴപ്പമില്ലല്ലോ? യെസ്, ഓക്കെ. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ടു സീ ദാറ്റ്. ഓക്കെ യെസ്. ഒരൊറ്റ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടുന്ന് ചെയ്യുന്നുള്ളൂ. ഇനി നോക്കൂ, നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. റെഡി? യെസ്. എന്താണത്? കോഹിരൻ്റ് ആൻഡ് ഇൻകോഹിരൻ്റ് സോഴ്സസ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെങ്ങാനും നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാഞ്ഞാൽ വളരെ മോശമല്ലേ? ഓക്കെ, നിഹാൽ ചോദിക്കേണ്ടത് ഇത് മാത്രം നോക്കിയാൽ മതിയോ ഈ ചാപ്റ്ററിന്? നിഹാലേ, കുറേ കാലമായിട്ട് എത്ര കുട്ടികൾ എത്ര വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഈ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ അതെല്ലാം കൂടി ഇങ്ങോട്ട് കീഴടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചില പിന്നെ പരിമിതികളില്ലേ? അപ്പോൾ ഈ 1 മണിക്കൂർ മാത്രമല്ല പിന്നെ ഈ ക്ലാസ് ഈ ടോപ്പിക്ക് സംസാരിക്കാനുണ്ടാവുക. പക്ഷേ നമ്മൾ എല്ലാ ഭാഗവും ഞാൻ ടച്ച് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ ഇത് മാത്രം മതി എന്ന് ഒരിക്കലും പറയാൻ ഞാൻ ആളല്ല. ഓക്കെ, യെസ്, കം ബാക്ക്. കോഹിരൻ്റ് ആൻഡ് ഇൻകോഹിരൻ്റ് സോഴ്സസ്. 2 ലൈറ്റ് സോഴ്സുകൾ കോഹിരൻ്റ് എന്ന് പറയില്ല എപ്പോഴാണ്? ലൈറ്റ് സോഴ്സുകൾ കോഹിരൻ്റ് ആവണമെങ്കിൽ അവ എമിറ്റ് ചെയ്യുന്ന, എൻ്റെ അടുത്ത് ശ്രദ്ധിച്ചോണേ, അവ എമിറ്റ് ചെയ്യുന്ന ലൈറ്റുകൾക്ക് ഒരേ വേവ് ലെങ്ത് ആയിരിക്കണം. ഒരേ വേവ് ലെങ്ത് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരേ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ പറഞ്ഞാൽ മതി. അപ്പോൾ ദേ ഷുഡ് എമിറ്റ് ലൈറ്റ് വേവ്സ് ഓഫ് സെയിം ഫ്രീക്വൻസി. ക്ലിയർ അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ വേവ് ലെങ്ത്. കഴിഞ്ഞില്ല, ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ദേ മസ്റ്റ് ബി ഇൻ ദ സെയിം ഫേസ്. ഒരേ ഫേസിലായിരിക്കണം. അതും നിർബന്ധമില്ല. അവിടെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് കരുതൂ. ഉള്ള ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആയാൽ മതി. എന്ന് വെച്ചാൽ ഇവിടെ ക്രസ്റ്റ് ഫോം ചെയ്യുമ്പോൾ ഇവിടെ ട്രഫാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ദർ ഈസ് ഫേസ് ഡിഫറൻസ്. പക്ഷേ ആഫ്റ്റർ സർട്ടൻ ടൈം നമ്മൾ വന്ന് നോക്കിയാലും ഇവിടെ ക്രസ്റ്റ് ഫോം ചെയ്യുമ്പോൾ ഇവിടെ ട്രഫ് തന്നെ ആയിരിക്കണം. ഉള്ള ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ അത് 2 കണ്ടീഷനായും പറഞ്ഞത്. ദേ മസ്റ്റ് ഹാവ് സെയിം വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി. അതായത് ഒന്ന് പറഞ്ഞാൽ തന്നെ റെഡിയായി. 2 അവർക്ക് ഒരേ ഫേസ് ഡിഫറൻസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ദേ മസ്റ്റ് ബി ഇൻ ദ സെയിം ഫേസ്. ഓക്കെ, ഇനി അത്ഭുതം എന്താണെന്നറിയോ? നോ 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് എവർ ബി കോഹിരൻറ്റ്. 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകൾ ഒരിക്കലും കോഹിരൻ്റ് ആവില്ല. എനിക്ക് നോക്കുക, എൻ്റെ അടുത്ത് 2 ബൾബുകൾ, 2 ലൈറ്റ് സോഴ്സുകളുണ്ട്. 2 ഒരേ വേവ് ലെങ്ത് ആണ്, ഒരേ ഫ്രീക്വൻസി, ഇതൊക്കെ ആക്കാൻ പറ്റും. പക്ഷേ 2നും ഒരേ ഫേസ് ഡിഫറൻസ്, കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്, അത് പോസിബിൾ അല്ല. ഒരേ ഫേസ് ഡിഫറൻസ് അല്ല, കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് കേട്ടോ.
കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ അതുകൊണ്ട് തന്നെ നോക്കൂ, നമുക്ക് ഇൻ്റർഫറൻസ് സെറ്റപ്പിലൊക്കെ ഇവിടെ ഒരു സോഡിയം ലാമ്പ് ഇവിടെ സോഡിയം ലാമ്പ് രണ്ടിനും ഒരേ വേവ് ലെങ്ത് ആണ്. പക്ഷേ യു കനോട്ട് എക്സ്പെക്റ്റ് ഇൻ്റർഫറൻസ് പാറ്റേൺ ഓവർ ഹിയർ. ഇൻ്റർഫറൻസ് പാറ്റേൺ നിങ്ങൾക്ക് കിട്ടൂല. ക്ലിയർ അല്ലേ? ഓക്കെ, വാ. ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ്. ഇൻ്റർഫറൻസ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ആൾമോസ്റ്റ് 50% ശരിക്കും ഇൻ്റർഫറൻസാണ്. ഇൻ്റർഫറൻസ് റെഡി ആയി കഴിഞ്ഞാൽ ഈ സംഭവം ഏകദേശം റെഡിയായി. ഇവിടെ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ പറയാനുണ്ട്. ഓക്കെ നോക്കാം നമുക്ക്. ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ്, ഇൻ്റർഫറൻസ് പാറ്റേൺ. ഈ ഭാഗം ശരിക്കും പഠിക്കാത്ത പല സ്കൂളുകളിലും ഈ വർഷം +2 കഴിഞ്ഞ കുട്ടികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കേരള ബോർഡിലുള്ള പല കുട്ടികൾക്കും ഇത് സ്കൂളിൽ എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. ചില ഭാഗങ്ങളൊക്കെ ഇതിൽ സ്കിപ്പ് ചെയ്തതാണ്. CBSEക്കാർക്കും ചിലത് ഡിലീറ്റഡ് പോർഷനാണ്. പക്ഷേ അവർക്ക് പോലും ഇതിൽ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ, നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ആൻസർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ. ഓക്കെ നോക്കാം. ഇൻ്റർഫറൻസിൽ സംഭവിക്കുന്നത് നോക്കൂ, 2 ലൈറ്റ് സോഴ്സുകൾ. ഇപ്പോൾ നോക്കൂ, ഇത് സോഴ്സ് 1, ഇത് സോഴ്സ് 2 എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ലൈറ്റ് വേവ്സ് വരും, ഇവിടുന്ന് ലൈറ്റ് വേവ്സ് വരും. അങ്ങനെ സ്ക്രീനിൽ നോക്കൂ, സെൻറ്ററിൽ നമുക്കൊരു ബ്രൈറ്റ് സ്പോട്ട് കാണും, അതിൻ്റെ അപ്പുറത്തൊരു ഡാർക്ക് സ്പോട്ട് ഉണ്ടാവും. റെഡി? പിന്നെ വീണ്ടും ബ്രൈറ്റ് ഡാർക്ക്, ഇങ്ങനെ ഓൾട്ടർനേറ്റഡ് ബ്രൈറ്റ് ഡാർക്ക് ബാൻഡുകൾ ഫോം ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് ബാൻഡ്സ് എന്ന് നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് പാറ്റേൺ എന്നൊക്കെ പറയുന്നത്. സ്ക്രീനിലുള്ള ഈ ബ്രൈറ്റ് ബാൻഡ്, ബ്രൈറ്റ് ഇതിനെയാണ് വിളിക്കുന്നത്. ഓക്കെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ S1ഉം S2 എന്തായിരിക്കണം? നേരത്തെ നമ്മൾ പറഞ്ഞ കൊഹിരൻ്റ് സോഴ്സുകളായിരിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സിൽ നിന്ന് 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകൾ ഒരിക്കലും കൊഹിരൻ്റ് ആവില്ല. അപ്പോൾ കൊഹിരൻ്റ് ആക്കാൻ എന്താ ചെയ്യുക? ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് വെക്കും, ഒരു ലൈറ്റ് സോഴ്സ്. അതിൽ നിന്ന് തുല്യ ദൂരം അകലെയാണ് ഈ S1 S2 2 ഹോള്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടുത്തെ അതേ ഫേസ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഫേസ് ഡിഫറൻസ് 0 ആകും. ഓക്കെ. ഇനി അതിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ഇപ്പോൾ പോകണ്ട കേട്ടോ. ഇപ്പോൾ നീയോട് ശ്രദ്ധിക്കൂ, ഇവിടെ ചില ഇക്വേഷൻസ് നമുക്ക് അതീവ ഗൗരവമുണ്ട് മക്കളെ. അത് നിങ്ങൾ പഠിക്കൽ നിർബന്ധം. അത് മാത്രമല്ല, അത് വേവ്സിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേവ്സിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ, 2 കൊഹിരൻ്റ് ലൈറ്റ് സോഴ്സുകൾ ഞാൻ പറഞ്ഞല്ലോ, 2 കൊഹിരൻ്റ് ലൈറ്റ് സോഴ്സുകൾ പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ y1 = a sin ωt ആണ് ഒരു സോഴ്സ് ഓഫ് ലൈറ്റിൻ്റെ ഇക്വേഷൻ എങ്കിൽ, അതുപോലെ y2 = b sin ωt ആണെങ്കിൽ മക്കളെ, ഞാൻ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇത് അത്യാവശ്യമാണ്. നോക്കൂ, ഞാൻ പറയുന്നത് ഈ ഇക്വേഷനെ കുറിച്ചല്ല. ഈ 2 ഇക്വേഷനും കൂടെ സൂപ്പർപോസ് ചെയ്താൽ, ഈ 2 ഇക്വേഷനും കൂടെ സൂപ്പർപോസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, S1 S2 സ്ലിറ്റുകൾ ഇവിടെ സ്ക്രീന് അങ്ങനെ വരുന്ന സമയത്ത് നോക്കൂ, ഇവിടുന്ന് ലൈറ്റ് വേവ്സ് നോക്കൂ, ഈ രൂപത്തിൽ ലൈറ്റ് വേവ്സ് വരും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ വേവ്സ് വരുന്നതിൻ്റെ ഈ ഭാഗമായിട്ടാണ് നമുക്ക് ബ്രൈറ്റ് ബാൻഡ് ഡാർക്ക് ബാൻഡ് കിട്ടുന്നതെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അതിൽ ഈ വേവിൻ്റെയും ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയത്. അത് ഇവിടെ എത്തുമ്പോൾ സൂപ്പർപോസ് ചെയ്താൽ നമുക്ക് പുതിയൊരു വേവാണ് കിട്ടുക. അപ്പോൾ ആ പുതിയ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയണം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ്. ഇതറിയാത്തവരുണ്ടാവരുത്. ഇത് പഠിക്കാനാണെങ്കിലോ വളരെ സുഖമാണ്. R = √(a² + b² + 2ab cos ∅. മനസ്സിലായോ? യെസ്, ഇതാണ് റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ. റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ R = √(a² + b² + 2ab cos ∅. See, what is R? What is A? Amplitude of the first. What is B? Amplitude of the second wave. നോക്കൂ, ആരാ ഫൈ എന്ന് പറഞ്ഞത്? ഫേസ് ഡിഫറൻസ്. നോക്കൂ, ഇവിടെ ωt + ∅ ഞാൻ കൊടുത്തു, ωt + ∅. അപ്പോൾ ഇവിടുത്തെ ഫേസ് ഇവിടെ ωt ആണെങ്കിൽ ഇവിടെ ωt + ∅. ഡിഫറൻസ് എത്ര? ∅ ആണ്. ഫേസ് ഡിഫറൻസ് ആണ് ∅. ഓക്കെ, ഇതറിയില്ലേ നിങ്ങൾ? നിർബന്ധമാണ് കേട്ടോ. ഇതിലൊരു കോംപ്രമൈസും ഇല്ലേ? നോക്കൂ, ഈ R എപ്പോഴാണ് മാക്സിമം ആവുക? Rmax = cos ∅ വാല്യൂ മാക്സിമം ആവുക. അപ്പോൾ A + B എന്നാണ് കിട്ടുക. സിമിലർലി Rmin എത്രയാണ്? ഇത് ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന കേട്ടോ.
പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യൂ സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കൂ, തീർച്ചയായിട്ടും എന്താ സംശയം, എന്താ നമ്മൾ ഈ സംസാരിച്ചതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതുവരെ സംസാരിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഇനി വരാനിരിക്കുന്നതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസും NCERT ക്വസ്റ്റ്യൻസും ആണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആർ മാക്സ് കിട്ടി. പലപ്പോഴും ചോദിക്കലാണ് ഇതിൻ്റെ റേഷ്യോ എന്താണ്, ആർ മാക്സ് ബൈ ആർ മിൻ എന്താണെന്ന് ചോദിക്കും. എന്താണത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് A plus B divided by A minus B, A plus B divided by A minus B. അതുപോലെ പലതവണ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ ഇൻറ്റൻസിറ്റി? ലൈറ്റ് നന്നായിട്ട് വരുമ്പോഴേ ഇൻറ്റൻസിറ്റി ഉണ്ടാവുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നമ്മൾ വാളിലേക്ക് ഒരു ടോർച്ച് അടിച്ചു. അപ്പോൾ ആ ടോർച്ച് അടിച്ച സ്ഥലത്ത് വാളിലുള്ള മൈന്യൂട്ട് കുത്തും പുള്ളിയൊക്കെ നമ്മൾ കാണൂലേ? 2 ടോർച്ച് അടിച്ചാലോ അപ്പം നല്ല ബ്രൈറ്റ്നസ്സിൽ കാണും. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടാൻ, ബ്രൈറ്റ്നസ് കൂടാൻ എന്താ ചെയ്ത്? 2 ടോർച്ച് അടിച്ച്. എന്ന് വെച്ചാൽ എന്താ? കൂടുതൽ നമ്പർ ഓഫ് ലൈറ്റ് റേസ് റേ ഓപ്റ്റിക്സിലാണെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റ് വേവ്സ് അവിടെ ഇൻസിഡൻറ്റ് ചെയ്തു. അപ്പോൾ ലൈറ്റ് വേവ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ അവ കൺസ്ട്രക്റ്റീവ്ലി ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടും. അത് ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി. ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിനാണ് ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ. അങ്ങനെയെങ്കിൽ നോക്കൂ, ഒന്നാമത്തെ വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്താ എഴുതുക? I1 പ്രൊപ്പോർഷണൽ ടു A സ്ക്വയർ, ഒന്നാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ആൻഡ് I2 പ്രൊപ്പോർഷണൽ ടു B സ്ക്വയർ, I2 പ്രൊപ്പോർഷണൽ ടു B സ്ക്വയർ. മക്കളെ ശരിയല്ലേ? ഓക്കെ, ദെർഫോർ I1 ബൈ I2 എന്താ കിട്ടുക? A സ്ക്വയർ ഡിവൈഡഡ് ബൈ B സ്ക്വയർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നോക്കൂ, ഞാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, അതുമായി ബന്ധപ്പെട്ട, അപ്പം ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് റെഡി ആയിരിക്കണം കേട്ടോ. ഈ ഹൈലൈറ്റ് ചെയ്ത ഇക്വേഷൻ നിങ്ങൾക്ക് റെഡി ആവൽ നിർബന്ധമാണ്. 1 2 3 കഴിഞ്ഞിട്ടില്ല. നോക്കൂ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. നോക്കൂ, അതുപോലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊക്കെ നോക്കൂ, ഓർഡറിൽ പഠിക്കാൻ നല്ല സൗകര്യമാണ്. പക്ഷേ ഓരോന്ന് എവിടുന്ന വന്നതെന്ന് കാണിക്കാൻ ഇപ്പോൾ സമയമില്ല. അപ്പോൾ ഇത് നോക്കൂ, റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഞാൻ പറഞ്ഞല്ലോ, 2 സ്ലിറ്റ്. ഇപ്പോൾ YDSലൊക്കെ അല്ലേ S1 S2, ഇതിൽ ഒന്നാമത്തേൻ്റെ ഇൻറ്റൻസിറ്റി I1, രണ്ടാമത്തേൻ്റെ I2. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്താ? I1 + I2 + 2 √I1 √I2 cos 5. I1 + I2 + 2 √I1 √I2 cos 5. മനസ്സിലായോ? ഇതിൽ ഈ അവസാനത്തെ ടേം എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയാം. നോക്കൂ, 2 സ്ലിറ്റ്, S1 S2, ഇത് സ്ക്രീന്. അപ്പോൾ സ്ക്രീനിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിൻ്റെ ഇക്വേഷനാണ് ഈ കണ്ടത്. കണ്ടാ, ഇയാൾ ഇൻറ്റൻസിറ്റി I1ഉം ഇയാളത് I2 ആണെങ്കിൽ ഇതൊരു പോയിന്റിൽ സൂപ്പർ പോസ് ചെയ്താൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷനാണത്. ഇത് കൊഹിരൻ്റ് സോഴ്സസ് ആണെങ്കിലാണ് ഈ ഇക്വേഷൻ. ഇൻകൊഹിരൻ്റ് ആണെങ്കിൽ ഈ ലാസ്റ്റ് ടേം ഉണ്ടാവില്ല. ഇൻകൊഹിരൻ്റ് ആണെങ്കിൽ ഈ ലാസ്റ്റ് ടേം ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വിളിക്കൽ ഇൻ്റർഫറൻസ് ടേം എന്നാണ്. അപ്പോൾ ഇത് I1 I2 ഇൻകൊഹിരൻ്റ് ലൈറ്റ് സോഴ്സ് ആണെങ്കിൽ സ്ക്രീനിലെ ഏത് പോയിന്റ് നിങ്ങൾ എടുത്താലും അവിടുത്തെ ഇൻറ്റൻസിറ്റി എത്ര ആയിരിക്കും ഉണ്ടാവുക? I1 + I2, I1 + I2 ആണ് നമുക്ക് കിട്ടുക. മനസ്സിലായോ? റെഡിയല്ലേ? യെസ്. ഇനി നോക്ക്, ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കണം. കാരണം ഇത് ഉണ്ടായത് ഇവിടുന്ന് ഐക്ക് I മാത്സ് ആവലെപ്പോഴാണ്? cos 5ൻ്റെ വാല്യൂ മാക്സിമം ആകുമ്പോൾ. എന്ന് വെച്ചാൽ അപ്പോൾ എന്താ കിട്ടുക? I1 √I1 + √I2 the whole square. I min എന്താ? cos 5ൻ്റെ വാല്യൂ മിനിമം ആവുക. അത് മിനിമം ആകുമ്പോൾ എന്താ കിട്ടുക? √I1 - √I2 the whole square. മനസ്സിലായോ? ഓക്കെ, അതുപോലെ നോക്കൂ, I പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ ആണ്. അപ്പോൾ I മാത്സ് പ്രൊപ്പോർഷണൽ ടു എന്താ? R മാത്സ് സ്ക്വയർ, R മാത്സ് സ്ക്വയർ. നോക്കൂ, I min എന്താണ്? R മീൻസ് പ്രൊപ്പോർഷണൽ ടു R മീൻ സ്ക്വയർ. R min എന്താ? A - B. അപ്പോൾ ഇതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഇക്വേഷനാണ്. മനസ്സിലായോ? ഇനി ഒരു കണ്ടീഷനും കൂടി പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഈ ഇക്വേഷനിൽ ഇവിടെ I1ന് ഒരു ഇൻറ്റൻസിറ്റി, I2ന് വേറെ ഇൻറ്റൻസിറ്റി, അങ്ങനെയാണ് നമ്മളിവിടെ കാണിച്ചത്. അത് രണ്ടും ഒന്നാണെങ്കിൽ, അതായത് വെൻ I1 = I2 = I0 ആണെങ്കിൽ, എന്ന് വെച്ചാൽ രണ്ടിനും ഒരേ ഇൻറ്റൻസിറ്റി, അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. ടെക്സ്റ്റ് ബുക്ക് വളരെ പ്രസക്തിയോട് കൂടി പറഞ്ഞൊരു ഇക്വേഷനാണത്.
I is equal to 4I0 cos square 5 by 2. I is equal to 4I0 cos square 5 by 2. കേട്ടോ. അപ്പോൾ അതും കൂടെ അത് ശരിക്ക് ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ കണ്ടീഷൻ ഇതിൽ കൊടുത്താൽ യു വിൽ അറൈവ് അറ്റ് ദിസ് കൺക്ലൂഷൻ. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. നോക്കുക, എന്നാൽ അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എല്ലാവരും ചെയ്യണേ, എല്ലാവരും. ഞാനിതൊക്കെ എത്ര കണ്ടതാന്നുള്ള രൂപത്തിലല്ല കേട്ടോ. കാരണം ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. വേഗം മത്സരിച്ച് ചെയ്തോ. ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ടു വേവ്സ് എത്രടാ? 9:1. അതെന്താണ്? അത് I1/I2. That is equal to 9/1. They are producing interference. അങ്ങനെയാണെങ്കിൽ Imax divided by Imin എന്താണെന്നാണ് ചോദ്യം. Imax by Imin. Imaxൻ്റെ ഇക്വേഷൻ എന്താ? √I1 plus √I2 the whole square divided by √I1 minus √I2 the whole square. ഇതാണ് വേണ്ടത്. നോക്കൂ, I1/I2 എന്ന് പറഞ്ഞത് എന്താണ്? 9/1 ആണ്. അപ്പോൾ √I1 നമുക്കിത് റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ എഴുതാം. എങ്ങനെ? 3 + 1 the whole square divided by 3 - 1 the whole square. 4 square divided by 2 square. 16/4. 4:1 is the right answer. 4:1 is the right answer. Very good, very good, very good. ഓക്കെ ഫൈൻ. യെസ്. പ്രയാസമുണ്ടോ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്കത്? ഈസി അല്ലേ ഇത്? പ്രീവിയസ് ആസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഭയങ്കര സംഭവമൊന്നുമല്ല. വേവ് ഒപ്റ്റിക്സ് സംഭവമാണ്, വേവ് ഒപ്റ്റിക്സ് സംഭവമാണ്. പക്ഷേ എൻട്രൻസിൽ വേവ് ഒപ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യൽ അത്ര വലിയ സംഭവമല്ല. ഈ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഹൈലി കൺസെപ്ച്വലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിന് മാത്രമേ നമുക്ക് പ്രയാസം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? എല്ലാവരും അല്ലേ അറ്റൻറ്റീവായിട്ട്? എല്ലാവരും ഓക്കെ ആണല്ലോ? നിങ്ങൾ വേറെ ക്രോസ് ടോക്കിങ്ങിന് പോവല്ല കേട്ടോ. നിങ്ങൾ വേറെ ക്രോസ് ടോക്കിങ്ങിന് പോകരുത്. ഓക്കെ, എല്ലാവരും ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, യെസ്. താങ്ക് യു. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. 2 coherent monochromatic light beams of intensity I and 4I are superposed. നോക്കൂ, ഒരാൾ ഇൻറ്റൻസിറ്റി ആയി, മറ്റേത് 4I. ദ മാക്സിമം ആൻഡ് മിനിമം പോസിബിൾ ഇൻറ്റൻസിറ്റീസ് ഇൻ ദ റിസൾട്ടിങ് ബീം. യെസ്. അപ്പോൾ നോക്കൂ, ചോദ്യം എന്താണ്? ഒന്ന് Imax, പിന്നെന്താണ്? Imin. സെയിം സാധനം. ഒരാൾ I ആണ്, മറ്റാൾ 4I ആണ്. അപ്പോൾ Imax എന്താ? √I plus √4I the whole square. ശരിയല്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ അതെന്താ? √I plus 2√I the whole square അല്ലേ? എന്ന് വെച്ചാൽ ആകെ എത്ര √I ഉണ്ട്? 3 √I the whole square. അപ്പോൾ ഇത് എത്രയാണ്? ഇത് 9I ആണ്. അവിടെ കേട്ടെ. അപ്പോൾ തന്നെ നമുക്ക് നോക്കൂ, ഇത് രണ്ടുമല്ല എന്ന് കൺഫേം ആയി. ഇത് 9I ഓക്കെയാണ്, 9I ഓക്കെ. ഇനി Imin നോക്കൂ, അതെങ്ങനെ? 4I അല്ലെങ്കിൽ I തന്നെ കൊടുക്കാം. മൈനസിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ പ്രശ്നമില്ലല്ലോ. I minus √4I the whole square. That is equal to √I minus 2√I the whole square. അതെത്ര കിട്ടുക? മൈനസ് √I the whole square എന്ന് വെച്ചാൽ എത്ര? I. അപ്പോൾ ഏതാ ആൻസർ? ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഗ്രേറ്റ്. നന്നായി ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. വെരി ഗുഡ്. അടുത്തതിലേക്ക് പോവാം. 2 sources of waves are called coherent. എപ്പോഴാണ് coherent എന്ന് പറയാം? പറ. ബോത്ത് ഹാവ് സെയിം ആംപ്ലിറ്റ്യൂഡ് കണ്ടീഷൻ ഉണ്ടോ? ഇല്ല. ബോത്ത് പ്രൊഡ്യൂസ് വേവ്സ് ഓഫ് സെയിം വേവ് ലെങ്ത്. തീർച്ചയായിട്ടും അത് കണ്ടീഷനാണ്. പക്ഷെ അത് മതിയോ? പോരാ. ബോത്ത് പ്രൊഡ്യൂസ് വേവ്സ് ഓഫ് സെയിം വേവ് ലെങ്ത് ഹാവിങ് കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. അപ്പോഴല്ലേ ശരിയാവുക? വീണ്ടും സി അല്ലേ? വീണ്ടും സി ആണ് കറക്റ്റ് ആൻസർ കേട്ടാ. ഓക്കെ, റെഡി. എന്നാൽ അടുത്തതിലേക്ക് നീങ്ങാൻ പോകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 waves having intensity ratio 25:4 produce interference. The ratio of the maximum to minimum intensity is. Yes, നോക്കൂ, 2 waves having intensity ratio നോക്കൂ, ആ ഒരേ സാധനമല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്. നോക്ക്, I1 divided by I2. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എത്രത്തോളമാണ് ചോദിക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ അതൊക്കെ എടുത്തത്.
നോക്കൂ റെഡി അല്ലേ? ഓക്കെ, മിനിമം അപ്പോൾ നമ്മളോട് ചോദിച്ചത് മാക്സിമം മിനിമം. therefore again the same thing, exactly same, I max by I min equal to root I1 എത്ര? ഇവിടെ 5 കൊടുക്കാം. 5 plus 2 the whole square. മനസ്സിലായോ? റൂട്ട് 25 റൂട്ട് 4 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നോക്കൂ 7 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ 49 ബൈ 9 ആൻസർ ഉണ്ടോ? യെസ്. അഗെയിൻ സി റെഡി? യെസ്. ഗ്രേറ്റ്. ഓക്കെ ഫൈൻ, താങ്ക് യു. യെസ്, നോക്കി ഈ ഭാഗത്ത് നിന്ന് അവസാനത്തെ ക്വസ്റ്റ്യൻ. എന്നിട്ട് നമ്മൾ ഇൻ്റർഫറൻസിൻ്റെ ഡീറ്റെയിലേക്ക് പോകണം. YDSയിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ. ഇഫ് ടു വേവ്സ് റെപ്രസെൻറ്റ് ബൈ Y1 ഈക്വൽ ടു സോ ആൻഡ് സോ, Y2 ഈസ് ഈക്വൽ ടു സോ ആൻഡ് സോ, interfere at a point, the amplitude of the resulting wave will be about. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടിംഗ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? നോക്കൂ, R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB cos 5. ഓർമ്മയില്ലേ? ഓക്കെ, ദാറ്റ് ഈസ് എ ആരാണ്? 4, ബി ആരാ? 3. അപ്പോൾ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു ഇവിടെ ഒമേഗ ടി പ്ലസ് പൈ ബൈ 3. അപ്പോൾ എത്ര ഉണ്ടാവുക? കോസ് പൈ ബൈ 3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് 9 പ്ലസ് 24 ഇൻറ്റു കോസ് പൈ ബൈ 3. കോസ് 60 എത്ര? 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 പ്ലസ് 12. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 37. റൂട്ട് 37 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എന്ത് തന്നെയാണ്? 6 അല്ലടാ. 6ൻ്റെ സ്ക്വയർ അല്ലേ 36? ഓക്കെ, യെസ്. നോക്കൂ, നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. അടുത്ത് നോക്കൂ, YDSയിലെ സ്ക്രീനിൽ ഉള്ള ചില കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മെയിൻ സോഴ്സ്, അതിൽ നിന്ന് ലൈറ്റ് വരുന്നു, ഇവിടെ 2 സ്ലിറ്റുകളുണ്ട്. അപ്പോൾ ഈ സ്ലിറ്റിൽ നിന്ന് വേവ്സ് വരുന്നു, ഇവിടുന്ന് വേവ്സ് വരുന്നു, അങ്ങനെ അത് സൂപ്പർപോസ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഫൈനലി നമുക്ക് നോക്കൂ, സ്ക്രീനിൽ നമുക്കിവിടെ ഒരു ബ്രൈറ്റ് ബാൻഡ് കിട്ടി, ദെൻ ഡാർക്ക് ബാൻഡ്, ദെൻ വീണ്ടും ബ്രൈറ്റ് ബാൻഡ്. കണ്ടോ? ദാ ഈ രൂപത്തിൽ, ലൈക്ക് ദിസ്, വീണ്ടും ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ഡാർക്ക് ബാൻഡ്സ് നമുക്ക് സ്ക്രീനിൽ കിട്ടും. അപ്പോൾ സ്ക്രീനിലെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഞാൻ സെലക്ട് ചെയ്താൽ അവിടെ ബ്രൈറ്റ് ബാൻഡ് ആണോ ഡാർക്ക് ബാൻഡ് ആണോ കിട്ടുക എന്നതിന് നമുക്കൊരു കണ്ടീഷനുണ്ട്. അത് നമ്മൾ പാത്ത് ഡിഫറൻസ് എന്നാ. നോക്കൂ, ഇവിടുന്ന് ഇപ്പോൾ സ്ക്രീനിൽ ഞാനൊരു പോയിന്റ് എടുത്തു, നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇതാണ് ആ പോയിന്റ് എന്ന് വിചാരിക്കാം. ദിസ് ഈസ് ദ പോയിന്റ്. ഇത് നമ്മളെ S1, ഇത് S2, ഇത് നമ്മുടെ P എന്നുള്ള പോയിന്റ്. അപ്പോൾ ഇതിൽ നിന്ന് വേവ്സ് വന്നു, ഇതിൽ നിന്ന് വന്നു. അപ്പോൾ ഇവിടുന്നുള്ള നോക്കൂ, ഇവിടുന്നുള്ള ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിലുള്ള ഡിഫറൻസ്, അതാണ് നമ്മുടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ പാത്ത് ഡിഫറൻസ് ഇതാണ് പാത്ത് ഡിഫറൻസ് n lambda ആണെങ്കിൽ, വേർ n is equal to 0, 1, 2 etc., you can expect constructive interference എന്ന് വെച്ചാൽ ബ്രൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ബ്രൈറ്റ് ഫ്രിഞ്ച് മനസ്സിലായോ? നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസിലെ പാത്തിലുള്ള വ്യത്യാസം എത്രയാണോ ആ ഡിഫറൻസ് ഏകദേശം എത്ര ഉണ്ടാവുക? ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ അപ്രോക്സിമേറ്റ്ലി ആ ഡിഫറൻസ് n ലാംഡൻ്റെ ഓർഡറിലാണ് വരുമെങ്കിൽ ഈ പോയിന്റിൽ എന്തായിരിക്കും ഉണ്ടാവുക? ബ്രൈറ്റ് ബാൻഡ്. നേരെ മറിച്ച് ഇനി ഫേസ് ഡിഫറൻസിൻ്റെ കണ്ടീഷനോ? phi is equal to 2n pi, n is equal to 0, 1, 2 etc. n is equal to 0, 1, 2 etc. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഒരു പ്രശ്നമില്ല. ഇത് നിർബന്ധമാണ് ബൈ ഹാർട്ടാക്കൽ. നിങ്ങൾക്കിത് ഓർക്കൽ മസ്റ്റ് കേട്ടോ, ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാവരും പഠിച്ചോ? പഠിച്ചോ, ഈ പോയിന്റ്സ് പഠിച്ചോ? ഇപ്പം തന്നെ എഴുത് എടാ, എഴുത്. നിങ്ങൾ നോക്കൂ, phi is equal to 2n pi, where n is equal to 0, 1, 2, 3. Delta h is equal to n lambda, n equal to 0, 1, 2, 3 etc. എന്തിനത്? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, ബ്രൈറ്റ് ബാൻഡ്, ബ്രൈറ്റ് ഫ്രിഞ്ച് സ്ക്രീനിൽ ഒരു പോയിന്റിൽ ഫോം ചെയ്യാൻ വേണ്ട കണ്ടീഷനാണ്. ക്ലിയർ?
ഇനി സ്ക്രീനിൽ ആ പോയിന്റിൽ ഡാർക്ക് ബാൻഡ് ഫോം ചെയ്യണമെങ്കിൽ അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, n = 0, 1, 2, 3 ആണ്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ അല്ലേ ഉണ്ടാക്കുകയാണ്, ബ്രൈറ്റ് കൂടുതൽ ഇൻറ്റൻസിറ്റി, ഇതിനെന്തൊക്കെ പറയുന്നതല്ലോ, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, ബ്രൈറ്റ് ബാൻഡ്, ബ്രൈറ്റ് ഫ്രിഞ്ച്, മാക്സിമ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി മാക്സിമം എന്നാണ് ഉദ്ദേശിക്കുന്നത്, മാക്സിമ. അവിടെയൊക്കെ n = 0, 1, 2, 3 എന്ന് നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. n = 0, 1, 2, 3. ഇനി ഡാർക്ക് ബാൻഡിലേക്ക് വരുമ്പോൾ നോക്കൂ കണ്ടീഷൻ. അപ്പോൾ ഇത് ആദ്യത്തെ നിങ്ങളെ മനസ്സിൽ ഉറച്ചെന്ന് വിചാരിക്കുന്നു. ഡാർക്ക് ബാൻഡിലേക്ക് വരുമ്പോൾ ഫേസ് ഡിഫറൻസ് നോക്കൂ, phi is equal to 2n - 1 pi. നോക്കൂ ഇവിടെ ശ്രദ്ധിക്കണം, n = 1, 2, 3 etc. ഞാൻ 0 ഒഴിവാക്കി. ഇവിടെ നിങ്ങൾ പ്ലസ് ഇട്ടാൽ ഇതേ ആൻസർ കിട്ടും, ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കണം. പക്ഷേ അത് തൽക്കാലം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, അത് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. എല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമ്മളെ സമയം അനുവദിക്കുന്നില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ, അതുപോലെ പാത്ത് ഡിഫറൻസ് ഈ കേസിൽ നോക്കൂ, ബൈ ഹാർട്ട് ഐ ഗോ 2n - 1 λ/2. നോ കോംപ്രമൈസ്. നിർബന്ധമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതിൽ ഒരു ഇളവും ഒരാൾക്കുമില്ല, അത് പഠിച്ചേ മതിയാകും. സ്ക്രീനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡാർക്ക് ബാൻഡ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ, ഒന്നുകിൽ അവിടെ എത്തുമ്പോഴുള്ള ഫേസ് ഡിഫറൻസ് ഇത്ര ആയിരിക്കണം, n = 1, 2, 3. ഡാർക്കിനൊക്കെ 1, 2, 3, ബ്രൈറ്റിനൊക്കെ n = 0, 1, 2, 3. ഇൻ്റർഫറൻസിൽ, ഡിഫ്രാക്ഷനിലല്ല കേട്ടോ, അവിടെ വേറെ കണ്ടീഷൻ വരാൻ പോവുക, അവിടെ വേറെ കണ്ടീഷൻ. മക്കൾ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ, ഞാൻ കാണട്ടെ. ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ സെറ്റ് ആണെങ്കിൽ ഒന്ന് പറയൂ, എന്നിട്ട് വേണം എനിക്ക് അതിൻ്റെ പ്രോബ്ലംസിലേക്ക് കിടക്കാൻ. വേഗം പറ. നിങ്ങൾ ആ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് അല്ലേ? ബ്രൈറ്റ് ബാൻഡിന് ഡാർക്ക് ബാൻഡിനുള്ള ഈ കണ്ടീഷൻസ്, ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് നിങ്ങൾക്ക് പെർഫെക്റ്റ് അല്ലേ? പറ. ഓക്കെ, യെസ്, താങ്ക് യു. റെഡി. അങ്ങനെയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഗ്രേറ്റ്. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. യെസ്, ഓക്കെ. പ്രോബ്ലം ചെയ്യുന്നിടത്ത് ഇതേ ആവേശം കാണിക്കണം കേട്ടോ. ഓൺലി 3 days to go. മറക്കല്ലേ. ക്ഷീണം വരുന്നുണ്ടെങ്കിൽ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോളൂ കേട്ടോ. ഓൺലി 3 days to go. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗംഭീരമായിട്ട് നമുക്ക് ഉറങ്ങാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൂർ പോവാം. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കേണ്ട, എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഉഷാറാക്കണം. ഓക്കെ, നോക്കുന്നാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഫിഗർ ഷോസ് ദാറ്റ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് P and Q ആർ സ്ലിറ്റ്, പാത്ത് ഡിഫറൻസ് PX QX. ഓക്കെ, അത് ആ ലെങ്ത്ത് തന്നിട്ടുണ്ട്, അത് n λ ആണ്. PX എന്ന് പറഞ്ഞത് n λ, QX എന്ന് പറഞ്ഞത് n+2 λ. അങ്ങനെയാണെങ്കിൽ n is an whole number, λ. ഓക്കെ, taking the central fringe as 0, what is formed at x? Ready. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താണ്, ബ്രൈറ്റ് ബാൻഡ് ആണോ ഡാർക്ക് ബാൻഡ് ആണോ? ഈ പാത്ത് ലെങ്ത്തും തന്നിന്, നമ്മൾ പാത്ത് ഡിഫറൻസ് കണ്ടുനോക്കുക. അപ്പോൾ പാത്ത് ഡിഫറൻസ് ΔX = എന്താ കിട്ടുക? n+2 λ - n λ. ശരിയല്ലേ? ആ നീളത്തിൻ്റെ ഡിഫറൻസ് എടുക്കുക. നോക്കൂ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? n λ + 2 λ - n λ. n λ കട്ട് ചെയ്തു, ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് 2 λ. പാത്ത് ഡിഫറൻസ് 2 λ എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഫോമുല? ΔX = n λ ഫോമല്ലേ മക്കളെ? ആണല്ലോ. ഓക്കെ, പാത്ത് ഡിഫറൻസ് n λ എന്നുള്ളത് ഏത് കണ്ടീഷനായിരുന്നു? ബ്രൈറ്റിൻ്റെ കണ്ടീഷനല്ലേ? ഓക്കെ, എന്നിൻ്റെ വാല്യൂ എത്ര? 2 ആണ്. അപ്പോൾ എന്താ അവിടെ ഫോം ചെയ്യുക? അവിടെ ഫസ്റ്റ് ബ്രൈറ്റ് ആണോ? അല്ല. അവിടെ ഡാർക്ക് ആണോ? അല്ല. അവിടെ സെക്കൻഡ് ബ്രൈറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. എത്ര സിമ്പിളാണ്, എത്ര ബ്യൂട്ടിഫുൾ ആണ് ക്വസ്റ്റ്യൻ അല്ലേ? ക്യാൻ യു എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ ക്വസ്റ്റ്യൻ? പറ്റുന്നില്ലേ? യെസ്, സിമ്പിൾ ബട്ട് എലഗൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് നീങ്ങാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൈറ്റ് വേവ്സ് റീച്ചിങ് തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫ്രം ദ സെൻട്രൽ ഫ്രിഞ്ച് വിൽ ബി. നോക്കൂ,
ഫേസ് ഡിഫറൻസ് ആരുടേതാണ്? തേർഡ് ഫ്രിഞ്ചിൻ്റെ, തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ. അപ്പോൾ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ ഫേസ് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്താ? phi is equal to 2n pi where n is equal to 0, 1, 2 etc. Okay, that is equal to n എത്ര? തേർഡ്, n is equal to 3 ആണ്. അപ്പോൾ 2 into 3 into pi, that is equal to 6 pi is the right answer. 6 pi is the right answer. കിട്ടിയടാ? കിട്ടിയോ? കിട്ടി. ഗുഡ് ഗുഡ് ഗുഡ്, വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോവാം. ഇതും നിങ്ങൾക്ക് കിട്ടും. നോക്കൂ, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൈറ്റ് വേവ്സ് റീച്ചിങ് തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫ്രം സെൻട്രൽ ഫ്രിഞ്ച് വിൽ ബി. പാത്ത് ഡിഫറൻസ് ആണ്, ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എന്താ? എൻ ലാംഡ. അപ്പോൾ എൻ എത്ര? 3 ഇൻറ്റു ലാംഡ എത്ര? ഓ എത്ര സിമ്പിളാണോ! ഹോ 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 ഹോ, എത്ര? കമോൺ, 18,000 ആങ്സ്ട്രോങ്. വെറുതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, നിങ്ങൾ പ്രീവിയസ്ലി എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. എന്താ നിങ്ങൾക്ക് ഡൗട്ട്? ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും. തീർച്ചയായിട്ടും 2021 ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു അറിയാം നിങ്ങൾക്ക്? ഏത് വിബ്ജിയോറിൽ വേവ് ലെങ്ത് കൂടുതലുള്ളത് ആർക്കാണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, വളരെ ഈസി ആയിട്ട് അല്ലേ? റെഡിനല്ലേ വേവ് ലെങ്ത് കൂടുതൽ, വയലറ്റിന് വേവ് ലെങ്ത് കുറവല്ലേ? ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻ അങ്ങനെയാണല്ലോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യനും ടഫായി കൊണ്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമോ? ഇല്ല. എല്ലാ ക്വസ്റ്റ്യനും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമോ? അതും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തുക. ഓക്കെ, നോക്കൂ, പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷനാണത്. പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷനാണ് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു വൈ ഡി ബൈ ക്യാപിറ്റൽ ഡി. യു നോ, സി വാട്ട് ഈസ് വൈ? വൈ ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ സെൻട്രൽ മാക്സിമം. Clear? And capital D is the screen distance. Capital D is screen distance and small d slit separation. നേരത്തെ നമ്മൾ പറഞ്ഞ പാത്ത് ഡിഫറൻസ് ഈക്വൽ എൻ ലാംഡ എന്ന് പറഞ്ഞത് പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷനല്ല, കണ്ടീഷനാണ്. പാത്ത് ഡിഫറൻസ് എൻ ലാംഡ ആയാൽ ബ്രൈറ്റ് ബാൻഡ് ഫോം ചെയ്യും. പാത്ത് ഡിഫറൻസ് 2n-1 ലാംഡ ബൈ 2 ആയാൽ ഡാർക്ക് ബാൻഡ് ഫോം ചെയ്യും. മനസ്സിലായ? അതിൻ്റെ അർത്ഥം പാത്ത് ഡിഫറൻസ് പറഞ്ഞത് എൻ ലാംഡ ആണെന്നാണോ? അല്ല, പാത്ത് ഡിഫറൻസിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, നോക്കൂ, ഇവിടെ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഇത് മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ സപ്പോസ് നോക്കൂ, ഇത് നമ്മളെ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ദാ തേർഡ് ബ്രൈറ്റ് ബാൻഡിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് സെൻട്രൽ മാക്സിമത്തിൽ നിന്ന്. അങ്ങനെ ചോദിച്ചാൽ yn ഈസ് ഈക്വൽ ടു ദ ആൻസർ എൻ ഡി ലാംഡ ബൈ സ്മോൾ ഡി. ഇത് ബ്രൈറ്റ് ബാൻഡ് ആയതുകൊണ്ട് n ഈസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. ക്ലിയർ? റെഡിയാണോ? ഓക്കെ അല്ലേ? പഠിച്ചോ മക്കളെ? ഓക്കെ ആണോ? യെസ്, ഓക്കെ ആവണം. കാരണം ബ്രൈറ്റ് ബാൻഡ് nth ബ്രൈറ്റ് ബാൻഡിലേക്ക് ഡിസ്റ്റൻസ് ഫ്രം സെൻട്രൽ മാക്സിമം ഇൻ YDSC. ഓക്കെ, ഇതേ സാധനം ഡാർക്ക് ബാൻഡിലേക്കോ? yn ഈസ് ഈക്വൽ ടു 2n-1 മൈനസുള്ള ഇക്വേഷനാണ് പിന്നെ ഉണ്ടാവുക ആർക്ക്? ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ഡാർക്ക് ബാൻഡ്. 2n-1 capital D lambda divided by 2D, n is equal to 1, 2, 3 etc. ഡാർക്ക് ബാൻഡ് ആണെങ്കിൽ n is equal to 1, 2, 3 ഇൻഡിഫറൻസിൽ. ഡിഫ്രാക്ഷനിൽ എന്താ ചെയ്യുക? എല്ലാ എന്നും 1, 2, 3 അവിടെ 0 ഉള്ള കേസില്ല. അതിൻ്റെയൊക്കെ കാരണം നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പോൾ സമയമില്ല. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ആൾസോ എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. നോക്കൂ, ഇൻ്റർഫറൻസ് നമ്മൾ വിടാൻ പോവാണ്. ഇതിൽ നോക്കൂ, പാത്ത് ഡിഫറൻസ് പിന്നെ ബാൻഡ് വിഡ്ത്ത്. ഇൻ്റർഫറൻസിലെ ബാൻഡ് വിഡ്ത്ത് ഡാർക്ക് ബാൻഡിനും ബ്രൈറ്റ് ബാൻഡിനും ഒക്കെ ഒരേ വിഡ്ത്താണ്. എന്താ വിഡ്ത്ത്? ക്യാപിറ്റൽ ഡി ലാംഡ ബൈ സ്മോൾ ഡി. ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. ക്യാപിറ്റൽ ഡി ലാംഡ ബൈ സ്മോൾ ഡി. മനസ്സിലായോ? ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ബൈ ഹാർട്ട് കമ്പൽസറി. ഓക്കെ, നോക്കൂ, ഇവിടെ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അതുപോലെ നോക്കൂ, ഇത് ഓർക്കാൻ ഭയങ്കര ഈസിയാണ്. നോക്കൂ, YDSC എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് മക്കളെ ശ്രദ്ധിക്കട്ടോ. YDSC എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമ്മൾ വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു മീഡിയത്തിൽ കണ്ട് ഇമ്മേഴ്സ് ചെയ്തു മുക്കി. ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n. അങ്ങനെയാണെങ്കിൽ പുതിയ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞത് പഴയ ബാൻഡ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
പുതിയ ബാൻഡ് വിഡ്ത്താണ് പഴയ ബാൻഡ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ. അതുപോലെ ഈ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാ പോയിന്റും ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ നിങ്ങൾ ചോദിച്ചു ഇത് പഠിച്ചാൽ മതിയോ? ആ പരമാവധി എല്ലാ പോയിന്റുകളെയും ടച്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് അനുവദിച്ച സമയം കുറച്ചുകൂടെ ഉള്ളൂ. ഓക്കെ, നോക്കൂ. ഇൻസ്റ്റഡ് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ്, വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് YDSCയിൽ S1 S2 സ്ലിറ്റ് പറഞ്ഞില്ലേ, S1 S2, അതിന് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് എന്തായിരിക്കണം? മോണോക്രോമാറ്റിക്. ക്രോം എന്ന് പറഞ്ഞാൽ കളർ, മോണോക്രോം എന്ന് പറഞ്ഞാൽ സിംഗിൾ കളർ, ദാറ്റ് മീൻസ് സിംഗിൾ വേവ് ലെങ്ത്. അതിന് പകരം വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇൻസ്റ്റഡ് ഓഫ് ഗെറ്റിംഗ് ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ്, യു വിൽ ഗെറ്റ് കളേർഡ് ബാൻഡ്സ് വിത്ത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് വൈറ്റ് ഇൻ കളർ. മനസ്സിലായോ? സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് വൈറ്റ് ഇൻ കളർ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഡ് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് വെൻ വൈറ്റ് ലൈറ്റ് ഈസ് യൂസ്ഡ്, കളേർഡ് ബാൻഡ്സ് ആർ ഫോംഡ് വിത്ത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് വൈറ്റ് ഇൻ കളർ. പിന്നെ ആ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൻ്റെ തൊട്ട് അപ്പുറം ആരുണ്ടാവുക? നോക്കൂ, അത് NCERT പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദ ഫ്രിഞ്ച് ക്ലോസസ്റ്റ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ സെൻട്രൽ വൈറ്റ് ഫ്രിഞ്ച് ഈസ് റെഡ് ആൻഡ് ഫാർത്തസ്റ്റ് വിൽ അപ്പിയർ ബ്ലൂ. സെൻട്രൽ ബാൻഡിൻ്റെ തൊട്ടടുത്താരാണ്? അത് റെഡ്. പിന്നെ ഏറ്റവും അകലാരാണ്? അത് ബ്ലൂ. മനസ്സിലായോ? അപ്പോൾ തൊട്ടടുത്ത് റെഡ് ഉണ്ടാവുക എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് പ്രത്യേകം വേണം. ഓക്കെ വാ. അതുപോലെ ഒറ്റ കാര്യം കൂടെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അല്ലേ, നല്ല വെയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സോപ്പ് ബബിളിലേക്കൊക്കെ ലൈറ്റ് വരുമ്പോൾ കളേർഡ് ബാൻഡ്സ് കാണില്ലേ? പെട്രോൾ അല്ലെങ്കിൽ ഓയിലൊക്കെ വാട്ടർ സർഫസിലുണ്ടെങ്കിൽ, അതിൻ്റെ ലെയർ ഉണ്ടെങ്കിൽ, അത് ലൈറ്റ് അടിക്കുന്ന സമയത്ത് അവിടെയും നിങ്ങൾ കളേർഡ് ബാൻഡ്സ് കണ്ടിട്ടില്ലേ? ഈ കളേർഡ് ബാൻഡ്സ് അതെന്താ? അതും ഇൻ്റർഫറൻസ് ആണ്. ആ ഇൻ്റർഫറൻസിൻ്റെ പേര് തിൻ ഫിലിം ഇൻ്റർഫറൻസ് എന്നാണ്. എന്താ പേര്? തിൻ ഫിലിം ഇൻ്റർഫറൻസ്. തിൻ ഫിലിം ഇൻ്റർഫറൻസ്, അത് നമ്മൾ തിൻ ഫിലിം ഇൻ്റർഫറൻസ് എന്ന് പറയാം. അപ്പോൾ അത് ഇൻ്റർഫറൻസ് കൊണ്ടാണ് എന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവണം. ഓക്കെ, അത്രേ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ ഇൻ്റർഫറൻസ് നോക്കുക, എല്ലാ ബ്രൈറ്റ് ബാൻഡിനും ഒരേ ഇൻറ്റൻസിറ്റിയാണ്, എല്ലാവർക്കും ഒരേ വിടുത്താണ്. അതിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. അതുപോലെ ഈ ഫ്രിഞ്ചസിൻ്റെ ശരിക്കുള്ള ഷേപ്പ് നോക്കുക, ഹൈപ്പർബോളയാണ്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ എടുത്താണ് കേട്ടോ. നോക്കുക, NCERT പറയുന്നു ഫ്രിഞ്ച് പാറ്റേൺ വിൽ സ്ട്രിക്റ്റ്ലി ബി എ ഹൈപ്പർബോള. ഹൗവർ ഇഫ് ദ ഡിസ്റ്റൻസ് D ഈസ് വെരി ലാർജ്, ആ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് അത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യും എന്ന പോയിന്റ്. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ഷേപ്പ് എന്താ? ഹൈപ്പർബോള എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നമുക്ക് ഈ ഭാഗത്തുനിന്ന് 1-2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് നീങ്ങാം. മോണോക്രോമാറ്റിക് ഗ്രീൻ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് എത്രയാണ്? വേവ് ലെങ്ത് 5 × 10⁻⁷ മീറ്റർ ഇല്ലുമിനേറ്റ്സ് എ പെയർ ഓഫ് സ്ലിറ്റ് 1 millimeter apart. ഓക്കെ, ദ സെപ്പറേഷൻ ഓഫ് ബ്രൈറ്റ് ലൈൻസ് ഓൺ ദ ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോംഡ് 2 meter away. നോക്കൂ, സെപ്പറേഷൻ എന്താ പോയിന്റ്? സെപ്പറേഷൻ, വാട്ട് ഈസ് ദിസ്? ഓക്കെ, സെപ്പറേഷൻ ഓഫ് ബ്രൈറ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്തുള്ള 2 ബ്രൈറ്റ് ബാൻഡുകൾക്കിടയിലുള്ള ദൂരം എന്താണ്? അതിൻ്റെ പേരാണെന്ത്? ബാൻഡ് വിഡ്ത്ത്. അതെന്താ? d(λ/d). ബീറ്റ ഈസ് ഈക്വൽ ടു d(λ/d). ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാ? ക്യാപിറ്റൽ D 2 meter, ആരാ? ലാംഡ 5 × 10⁻⁷ ഡിവൈഡഡ് ബൈ സ്മോൾ d ആരാ? 10⁻³ 1 millimeter. അപ്പോൾ 2 5 10, അപ്പോൾ 10⁻⁻6 മേലെ ഡിവൈഡഡ് ബൈ 10⁻⁻3, അപ്പോൾ 10⁻⁻3 മീറ്റർ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ആരാ? 1 millimeter ഈസ് ദ കറക്റ്റ് ആൻസർ. 1 millimeter ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. In Young's double slit interference experiment, the slit separation is made threefold. Slit separation threefold ഇതും എന്ന് വെച്ചാൽ സ്ലിറ്റ് സെപ്പറേഷൻ D' is equal to 3D ആക്കി. അങ്ങനെയാണ് ഫ്രിഞ്ച് വിഡ്ത്ത് എന്താവുന്നത്? ബീറ്റ is equal to d(λ/d) ആണ്. ഓക്കെ, അപ്പോൾ β' is equal to d(λ) divided by 3D വരൂലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു β/3i എന്ന് വെച്ചാൽ 1/3 ടൈംസ് അല്ലേ? ഓക്കെ, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ക്വസ്റ്റൻ അല്ലേ? അത്ര സിമ്പിൾ അല്ലേ അത്? യെസ്. അടുത്ത് നോക്കൂ, ഇവിടെ എന്താ പറഞ്ഞത്? ഇൻ എ certain ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ്, എല്ലാവരും എന്നേക്കാൾ ഫാസ്റ്റായിട്ട് ചെയ്യണ്ട. ഓക്കെ, അറേഞ്ച്മെൻറ്റ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഓഫ് വിഡ്ത്ത് 1 millimeter are observed when light of wavelength 5000 angstrom is used. അപ്പോൾ അത് വിഡ്ത്ത് 1 millimeter ആയപ്പോൾ ലാംഡ
തന്നിട്ടുണ്ട്. arrangement interference of width interference fringe width ആണ് 1 millimeter. ഓക്കെ കീപ്പിംഗ് ദ സെറ്റപ്പ് അൺആൾട്ടേർഡ് എന്ത് പറഞ്ഞു ദ സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ വേവ് ലെങ്ത് നോക്കൂ മാറ്റി പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് എന്താണ് ഓക്കെ നോക്കൂ ബീറ്റ ഈസ് ഈക്വൽ ടു ഡി ലാംഡ ബൈ സ്മോൾ ഡി ഇവിടെ ആരാ മാറിയത് ലാംഡ മാത്രം അപ്പോൾ ബീറ്റ പ്രൊപ്പോർഷണൽ ടു ലാംഡ ഓർ ബീറ്റ 1 ബൈ ബീറ്റ 2 എന്താ കിട്ടുക ലാംഡ 1 ബൈ ലാംഡ 2 ശരിയല്ലേ ആരാ ലാംഡ 1 5000 ഡിവൈഡഡ് ബൈ 6000 അപ്പോൾ 5/6 എന്ന് കിട്ടി അപ്പോൾ ലാംഡ 2 ആരാണ് ലാംഡ 2 അങ്ങോട്ട് കൊണ്ടുപോയി 6 ലാംഡ 1/5 ആരാ ലാംഡ 1 അയ്യോ ഓക്കെ ആരാ ലാംഡ 1 6 ഇൻറ്റു 5000 ആങ്സ്ട്രോം ഡിവൈഡഡ് ബൈ 5 ശരിയല്ലേ അപ്പോൾ 5 കട്ട് ചെയ്തു അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക ഇവിടെ 1000 therefore the answer is 6000 വേവ് ലെങ്ത് തന്നിട്ടുണ്ടല്ലോ ഓക്കെ സോറി ഞാൻ ഐ എം സോറി ബാൻഡ് വിഡ്ത്താണ് ബാൻഡ് വിഡ്ത്ത് റെഡി ഓക്കെ നോക്കൂ ബാൻഡ് വിഡ്ത്ത് അപ്പോൾ നോക്കൂ ബീറ്റ 2 ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക ബീറ്റ 2 അങ്ങോട്ട് പോയി അപ്പോൾ ഇവിടെ ബീറ്റ 1 ഇൻറ്റു 5/6 ദാറ്റ് ഈസ് ബീറ്റ 2 ഈസ് ഈക്വൽ ടു ബീറ്റ 1 millimeter ആണ് ഇൻറ്റു 5/6 ശരിയല്ലേ ഇൻറ്റു 5/6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക 1 millimeter അത്രയും മില്ലിമീറ്റർ എന്നാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 6 5 എത്ര ഉണ്ടാവും നമുക്ക് മിസ്സിങ് പറ്റി ഇതാ നമ്മൾ ആൾട്ടർ ചെയ്ത് കൊടുത്ത് മാറിയിട്ടുണ്ട് സോറി നോക്കൂ ഇവിടെ 5/6 തിരിച്ചല്ലേ വരിക 5/6 നമുക്ക് തിരിച്ചല്ലേ 6/5 എന്നല്ലേ വരിക അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ 1 ഇൻറ്റു 6/5 അപ്പോൾ റെഡി 1.2 millimeter ഈസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഐ എം സോറി റീഅറേഞ്ച്മെൻറ്റ് നോക്ക് അതെ 6/5 ആണ് 6/5 ഓക്കെ അല്ലേ യെസ് ഓക്കെ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം അടുത്തത് ഡിഫ്രാക്ഷനിലേക്ക് പോവാണ് ഡിഫ്രാക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഡിഫ്രാക്ഷനിൽ ഞാൻ 2 കാര്യങ്ങൾ ആദ്യമേ പറയാം ഞാൻ അതിൻ്റെ ഇക്വേഷൻസ് പെട്ടെന്ന് കാണിച്ചു പോകും അപ്പോൾ അതിൽ 2 കാര്യങ്ങൾ ഇൻ്റർഫറൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ തറോ ആക്കുക എന്നിട്ട് ഡിഫ്രാക്ഷനിലേക്ക് പോകാവൂ ഇൻ്റർഫറൻസിൽ നമ്മൾ എന്താ പഠിച്ചത് എല്ലാ കൺസ്ട്രക്റ്റീവിൽ കംപ്ലീറ്റ് പോസിറ്റീവും ഡിസ്ട്രക്റ്റീവ് ഡാർക്ക് ബാൻഡിൽ നെഗറ്റീവുള്ള ഇക്വേഷൻസ് ആയിരുന്നു കൺസ്ട്രക്റ്റീവിൽ n = 0 1 2 3 പറ്റില്ല അതുകൊണ്ട് മുമ്പേ സെപ്പറേറ്റ് ചെയ്താണ് മൂന്നാമത്തെ പോയിന്റ് അവിടെ ഡാർക്ക് ബാൻഡിന് കിട്ടിയ കണ്ടീഷനാണ് ഇവിടെ ബ്രൈറ്റ് ബാൻഡിന് ഉദാഹരണത്തിന് ഇൻ്റർഫറൻസിൽ ബ്രൈറ്റ് ബാൻഡ് കിട്ടാൻ പാത്ത് ഡിഫറൻസ് എന്തായിരിക്കണം n ലാംഡ ഇവിടെ പാത്ത് ഡിഫറൻസ് n ലാംഡ ആണെങ്കിൽ ബ്രൈറ്റ് അല്ല ഡാർക്കാണ് ഇവിടെ ബ്രൈറ്റ് അല്ല ഡാർക്കാണ് റെഡി സ്റ്റെക്കൊന്നുമില്ലല്ലോ സ്റ്റെക്കുണ്ടോ ഓക്കെ അപ്പോൾ നോക്കൂ റെഡി ഓക്കെ റെഡി നോക്കൂ അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ d sin θn അല്ലെങ്കിൽ a sin θn ആരാ എ എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് വിഡ്ത്ത് ഒരു സ്ലിറ്റിൻ്റെ ആ ഗ്യാപ്പ് എത്രയാണ് അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ d എന്ന് റെപ്രസെൻ്റ് ചെയ്തത് കേട്ടോ നിങ്ങൾക്ക് ഇൻ്റർഫറൻസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ മക്കളെ പെട്ടെന്ന് നോക്കൂ ഇവിടെ നോക്കൂ പാത്ത് ഡിഫറൻസിൻ്റെ സെക്കൻഡറി മിനിമൻ്റെ ജനറൽ പേര് ഇവിടെ സെക്കൻഡറി മിനിമ പറഞ്ഞാൽ ഡാർക്ക് ബാൻഡ് അപ്പോൾ നോക്കൂ ഇവിടെ n ലാംഡയാണ് ഡാർക്ക് ബാൻഡിന് കിട്ടി തലതിരിഞ്ഞ് n = 1 2 3 കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക പിന്നെ തീറ്റനെ പറയാനോ സൈൻ തീറ്റ n = n λ/d അപ്പോൾ തീറ്റ എങ്ങനെ കിട്ടും ഇതൊന്നും വേണ്ട ഇത് മതി ഇതിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാം തീറ്റ പറ്റ ചെറുതാണെങ്കിലോ അപ്പോൾ സൈൻ തീറ്റ = തീറ്റ എന്ന് നമുക്ക് കൊടുക്കാം ഓക്കെ ഇനി നോക്കൂ അതിൻ്റെ ഡാർക്ക് ബാൻഡിൻ്റെ കണ്ടീഷൻ ബ്രൈറ്റ് ബാൻഡിൻ്റെ കണ്ടീഷൻ d sin θ n = 2n + 1 ലാംഡ വിറ്റു ഞാൻ പറഞ്ഞു മൈനസുള്ള ഇക്വേഷൻ ഇവിടെ ഇല്ല എല്ലാ എന്നുകളും 1 2 3 ആണ് ഇത് മതി അതുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അത് പ്രശ്നമില്ല അത് പ്രശ്നമാക്കണ്ട കേട്ടോ ഓക്കെ അത് കണ്ട് ടെൻഷൻ ആവട്ടെ കാരണം അതൊക്കെ കാണുമ്പോൾ എന്തോ ആണെന്ന് വിചാരിക്കും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല ഓക്കെ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് നോക്കൂ യെസ്
ഇവിടെ സെൻട്രൽ മാക്സിമത്തിൻ്റെ വിടുത്ത് ഇതെല്ലാം കൂടി കണ്ട് പേടിക്കണ്ട, ഒന്നുമില്ല, ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് നമുക്ക് ഇത് മാത്രം മതി. ഇതാ സെൻട്രൽ മാക്സിമത്തിൻ്റെ വിടുത്ത് ഇവിടെ ഡി ലാംഡ ബൈ ഡി അല്ല, ഡി ലാംഡ ബൈ ഡി ഇൻറ്റു 2 ഡി ലാംഡ. ബാക്കി ബാൻഡുകളുടെ ഒക്കെ വിടുത്ത് ഡി ലാംഡ ബൈ ഡി. ഇവിടെ സ്മോൾ ഡി ഡിഫ്രാക്ഷനിൽ സ്മോൾ ഡി അല്ലെങ്കിൽ സ്മോൾ എ എന്ന് പറഞ്ഞാൽ ആ സ്ലിറ്റ് വിടുത്ത്, സ്ലിറ്റിൻ്റെ വിടുത്ത് കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡി കൊടുത്തത്. ഇൻ്റർഫറൻസിൽ ഡി പറഞ്ഞാൽ എന്താ, സ്ലിറ്റ് സെപ്പറേഷനാണ്, രണ്ട് സ്ലിറ്റുകൾക്കിടയിലുള്ള ഗ്യാപ്പാണ്. ഓക്കെ, അപ്പോൾ ലീനിയർ വിടുത്ത് ബീറ്റ ഇസിക്കൽ ബാക്കി ബാൻഡുകളുടെ ഡബിൾ വിടുത്താണ് ആർക്കുള്ളത്, സെൻട്രൽ ബ്രൈറ്റ് ബാൻഡുള്ളത്. സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൻ്റെ വിടുത്ത് ബാക്കിയുള്ളതിൻ്റെ ഡബിളാണ്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, കണ്ടോ ഈ പോയിൻ്റ് അതാണ്. അത് മതി. ഇനി നോക്കൂ, nth സെക്കൻഡറി മാക്സിമ, nth ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം, അതിനൊന്നും ഇതൊന്നും വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒക്കെ പ്ലസ് ഇക്വേഷൻ, ഇവിടെ n = 1 2 3 ഫുള്ള്, പിന്നെ ബ്രൈറ്റിൻ്റെത് ഡാർക്കിന്, ഡാർക്കിൻ്റെ ബ്രൈറ്റിന്. ഇൻ്റർഫറൻസ് പഠിക്കുക, ഇങ്ങോട്ട് ഇതിനെ കമ്പയർ ചെയ്യുക, അല്ല ഇത് നേരിട്ട് കാണാൻ പഠിക്കാൻ പോകരുത് കേട്ടോ, അത് പഠിച്ചിട്ടേ ഇങ്ങോട്ട് വരാകൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. A beam of light of wavelength 600 nanometer from a distant source falls on single slit 1 millimeter. Okay, observed screen itre. The distance between first dark fringes on either side of central bright band. എന്താ സാധനം മക്കളെ നോക്കൂ, ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് എവിടെ ഉണ്ടാകുക, സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് ഇത്. അതിന് ശേഷം ഇവിടെ ഡാർക്ക്, ഇത് വീണ്ടും അടുത്ത ബ്രൈറ്റ്, ഇവിടെയും ബ്രൈറ്റ്. കണ്ടോ, ഇവർക്കിടയിലുള്ള ദൂരം എത്രയാണെന്ന് വെച്ചാൽ, ഇവർക്കിടയിലുള്ള ദൂരത്തിൻ്റെ പേരാണ് എന്ത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൻ്റെ വിടുത്ത് എന്നാണ്. അപ്പോൾ സെൻട്രൽ ബാൻഡിൻ്റെ വിടുത്ത് എന്ത് എന്നാണ് ആ ചോദ്യം. കണ്ടോ, 2 d lambda by small d, that is equal to 2 into capital D 2 lambda 600 nanometer divided by small d slit separation 10 raised to minus 3. 10 raised to minus 3 cancel ചെയ്തു, 10 raised to minus 6 കിട്ടി, 2 0 cancel ചെയ്തു, 10 raised to minus 4 ആയി, 2 4 4 24. അപ്പോൾ 2.4 ഇൻറ്റു 10 raised to minus 3 അല്ലേ, 2.4 ഇൻറ്റു എന്ന് വെച്ചാൽ 10 raised to minus 3 മീറ്റർ എന്ന മില്ലിമീറ്റർ എന്ന് വെച്ചാൽ ആൻസർ എത്ര, 2.4 മില്ലിമീറ്റർ. 2.4 മില്ലിമീറ്റർ. ഓക്കെ ആണല്ലോ, റെഡി. ഓക്കെ, റെഡി, യെസ്. അപ്പോൾ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും, കൺഫ്യൂഷനൊന്നുമില്ല. ഇനി നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നോക്കൂ, വാലിഡിറ്റി ഓഫ് റേ ഓപ്റ്റിക്സ് അല്ലെങ്കിൽ ഫ്രണൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതെന്താ സംഭവം എന്നറിയോ, നമ്മളോട് ചോദിക്കും ഏത് ഡിസ്റ്റൻസ് വരെയാണ് റേ ഓപ്റ്റിക്സ് വാലിഡ് ആയിട്ടുള്ളത്, അവിടുന്ന് അങ്ങോട്ട് പിന്നെ റേ ഓപ്റ്റിക്സ് വാലിഡ് അല്ലല്ലോ, ആ കണ്ടീഷനാണ്. അപ്പോൾ ആ പോയിൻ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗിവൺ സ്ലിറ്റ് വിടുത്ത് ആൻഡ് ഫോർ എ ഗിവൺ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് വാട്ട് ഈസ് അല്ലെങ്കിൽ അപ് ടു വാട്ട് ഡിസ്റ്റൻസ് റേ ഓപ്റ്റിക്സ് ഈസ് വാലിഡ് ആൻഡ് ബിയോണ്ട് വിച്ച് വേവ് ഓപ്റ്റിക്സ് കം ഇൻ ടു പിക്ചർ. ഇത് നമ്മളോട് ചോദിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പ്രത്യേകം നോക്കിയാൽ കാണാം കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 375 നോക്കിക്കഴിഞ്ഞാൽ കാണത്. 76 ഒരു സോൾഡ് എക്സാമ്പിൾ ഉണ്ടാവും, നല്ല എക്സാമ്പിളാണ്. ആ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചു നോക്ക്. ഫോർ വാട്ട് ഡിസ്റ്റൻസ് റേ ഓപ്റ്റിക്സ് ഈസ് എ ഗുഡ് അപ്രോക്സിമേഷൻ വെൻ അപ്പർച്ചർ നമ്മളെ സ്ലിറ്റ് 4 millimeter wide and wavelength 500 nanometer എന്ന് വെച്ചാൽ ZF is equal to D square അല്ലെങ്കിൽ A square by lambda. എത്ര 4 into 10 raised to minus 3 the whole square divided by lambda എത്ര 500 into 10 raised to minus 9. That is അപ്പോൾ എത്ര കിട്ടി 4 4 16 into 10 raised to minus 6 divided by 5 into 10 raised to minus 7. റെഡി അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 160 ഡിവൈഡഡ് ബൈ 5. ശരിയല്ലേ, അപ്പോൾ 16 3 ബാക്കി 10 2 32 മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. 32 മീറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ഫൈൻ. ഒരുപാട് പേര് ആൻസർ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ, യെസ്. നോക്കി നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. യെസ്, ഇവിടെ നോക്കൂ, റിസോൾവിങ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ്. ഇത് പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നതാണ്. ഇവിടെ ഏത് ഒന്ന് ഫോളോ ചെയ്യട്ടോ. റിസോൾവിങ് പവർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ്റെ റെസിപ്രോക്കലാണ്. റിസോൾവിങ് പവർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ്റെ റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ ഇക്വേഷൻ എന്താ പറയുക, 2n sin θ/n. നേരെ ബൈ ഹാർട്ട് ആക്കല്ലേ, വേറെ നിവൃത്തില്ല. ഐ എം സോറി,
ഐ എം സോറി ബൈ ഹാർട്ട് അല്ലേ? ഓക്കെ, ഇതിൽ ആരാ നോക്ക്, മൈക്രോസ്കോപ്പ് നോക്കൂ. മൈക്രോസ്കോപ്പിൽ നമ്മളിങ്ങനെ നോക്കുന്നു, ഇവിടെ ഒബ്ജക്റ്റിൻ്റെ അടുത്ത് ഒബ്ജക്റ്റീവ് ലെൻസ്, ഇതാണ് ഒബ്ജക്റ്റ്, ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. എൻ എന്ന് പറഞ്ഞാൽ ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ്. മക്കളെ ശ്രദ്ധിക്കടാ, ശ്രദ്ധിക്കേ. ലെൻസിൻ്റെയും ഒബ്ജക്റ്റീവിൻ്റെയും ഇടയിലുള്ള മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എൻ. N is the refractive index of the medium between object and the objective. മനസ്സിലായോ? റെഡി. ഓക്കെ, നോക്കൂ. ഇനി തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് ലെൻസിലേക്ക് വരുന്നതിൻ്റെ ആ ഹാഫ് ആംഗിൾ, ദിസ് ഹാഫ് ആംഗിൾ. എടാ പ്രിയപ്പെട്ടവരെ, മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞത് മറക്കണ്ട, നമ്മൾ എക്സാമിൻ്റെ പ്രോക്സിമിറ്റിയിലാണുള്ളത് കേട്ടോ, നന്നായി ശ്രദ്ധിച്ചോ. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറഞ്ഞ സാധനം ഓയിൽ ഇമ്മേഴ്ഷൻ ഒബ്ജക്റ്റീവ്. ഇതൊക്കെ നിങ്ങൾ കണ്ടണോ? പേജ് നമ്പർ 375 പോയി നോക്കിയാൽ അവിടെ ഇങ്ങനെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ടാവും ഓയിൽ ഇമ്മേഴ്ഷൻ ഒബ്ജക്റ്റീവ്, NCERT. ഓയിൽ ഇമ്മേഴ്ഷൻ എന്താ സംഭവം എന്ന് അറിയാം? ഇവിടെ നോക്കൂ, ഒരു തിക്ക് ലിക്വിഡ് വരിക, ഇവിടെ ലിക്വിഡ് വന്നാൽ ന്യൂമറേറ്റർ വലുതായി റിസോൾവിങ് പവർ കൂടി, ഇതാണ് സംഭവം. ഓക്കെ, അതുപോലെ തന്നെ നോക്കൂ, ടെലിസ്കോപ്പിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. അവിടെ ക്യാപിറ്റൽ D ഡിവൈഡഡ് ബൈ 1.22 ലാംഡ. ക്യാപിറ്റൽ D ആരാണ്? ക്യാപിറ്റൽ D ഡയമീറ്റർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഡയമീറ്റർ. Now the last part of the session, that is polarization. 1.22 ആണ്, 1.22 ഓക്കെ, 1.22 ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അക്കോർഡിംഗ് ടു NCERT there is 1.22. അവിടെ ഒരു 1.22 കൊടുക്കണം കേട്ടോ, അത് കറക്റ്റാണ്. ഒരു 1.22 കൂടി അവിടെ വേണം, അക്കോർഡിംഗ് ടു NCERT 1.22 വേണം. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു. യെസ്, ഓക്കെ. നോക്കൂ, പോളറൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? സൗണ്ടിനെയും ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസും ഒക്കെ ലൈറ്റിന് മാത്രമല്ല സൗണ്ടിനുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനുണ്ട്, ട്രാൻസ്വേഴ്സ് വേവ്സിനുണ്ട്. പക്ഷേ ഓൺലി ട്രാൻസ്വേഴ്സ് വേവ്സ് ക്യാൻ ബി പോളറൈസ്ഡ്. ട്രാൻസ്വേഴ്സ് വേവ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോളറൈസ് ചെയ്യാൻ കഴിയുള്ളൂ. റെഡി? ഓക്കെ, ഇതെന്താ സംഭവം നോക്കൂ, മാലസ് ലോ ഞാൻ പറയാം. നോക്കൂ, ഇങ്ങോട്ട് നോക്കുന്നതിന് മുമ്പ് ഇവിടെ ശ്രദ്ധിക്കും. അൺപോളറൈസ്ഡ് ലൈറ്റ് പോളറൈസറിലൂടെ കടത്തിവിട്ടാൽ അത് നോക്കൂ, കാരണം അൺപോളറൈസ്ഡ് ലൈറ്റിന് ഇവിടെ സെൻറ്ററിൽ ഒരാളുണ്ട്, കണ്ടാ? ഇതിൽ ഇങ്ങനെ വൈബ്രേഷനുണ്ട്, അതുപോലെ തന്നെ അതിന് പെർപെൻഡിക്കുലർ ഡിറക്ഷനിലെ വൈബ്രേഷനുണ്ട്. അപ്പോൾ ഈ പാസ് ആക്സിസ് ഇതാണ്, അതിന് പാരലായിട്ടുള്ള വൈബ്രേഷൻസിന് മാത്രമേ ഇത് കടത്തിവിടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി 2I0 ആണെങ്കിൽ ഇവിടെ അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയും അതേ ഇൻറ്റൻസിറ്റി ഉണ്ടാവും, കാരണം ഇതും പാരലായതുകൊണ്ട് ഇവിടെയുള്ള അതേ ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, എന്നാൽ ഇവിടെ നോക്കൂ, 2I0 ഇൻറ്റൻസിറ്റി, അപ്പോൾ ഇവിടെ എത്ര? I0. ഇവിടെ നോ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി 0 എന്നാണ്. എന്താ കാരണം എന്നറിയോ? അതിനാണ് മാലസ് ലോ പറയണത് I is equal to I0 cos square theta. ആരാ തീറ്റ? ആംഗിൾ ബിറ്റ്വീൻ അനലൈസർ ആൻഡ് പോളറൈസർ. ആംഗിൾ ബിറ്റ്വീൻ അനലൈസർ ആൻഡ് ഈ രണ്ടും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ഇവിടെ എത്ര വരെ അറിയോ? I0 cos square 90. ഇത് 90 ആണ്. ഒരാൾ ഇങ്ങനെയും മറ്റേ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ I ഈക്വൽ ടു I0 cos square 0. അതുകൊണ്ടാണ് ആ മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടിയത്. അതുകൊണ്ടാണ്. ഓക്കെ, റെഡി? നോക്കൂ, ഈ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെങ്ങനെ ചോദിച്ചാൽ, കാരണം കോസ് സ്ക്വയർ തീറ്റൻ്റെ ഗ്രാഫ് ഇൻറ്റൻസിറ്റിയും തീറ്റയും തമ്മിലുള്ള ഗ്രാഫ്. ലാസ്റ്റ് പോയിന്റ് നോക്കൂ, ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് ടേംസ്, പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ, പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. നോക്ക്, അൺപോളറൈസ്ഡ് ലൈറ്റ് നിങ്ങളടുത്തേക്ക് വരുമ്പോൾ അതിൽ ഇങ്ങനെയും വൈബ്രേഷൻ ഉണ്ട്, ഇങ്ങനെയും വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ പോളറൈസറിലൂടെ ഒന്നുകൂടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് ലൈറ്റ് വരുന്നതെങ്കിൽ ഈ രൂപത്തിലും വൈബ്രേഷൻ ഉണ്ട്, ഇതിലും വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ പോളറൈസറിലൂടെ കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു വൈബ്രേഷൻ ഇല്ലാതാവും. അപ്പോൾ ഒരു സിംഗിൾ പ്ലെയിനിലെ പിന്നെ വൈബ്രേഷൻ ഉണ്ടാവുള്ളൂ. ആ വൈബ്രേഷൻ ഉള്ള പ്ലെയിനിൻ്റെ പേരാണ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. ഏത് പ്ലെയിനിലെ വൈബ്രേഷനാണോ അബ്സോർബ് ചെയ്തു പോയത് ആ പ്ലെയിനിൻ്റെ പേരാണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. യു ഗോട്ട് ഇറ്റ്?
Unpolarized when passed through a polarizer. എന്താ സംഭവിക്കുക? ആ പോളറൈസറിൻ്റെ പാസ് ആക്സിസിന് പാരലലായ വൈബ്രേഷൻസിനെ കടത്തിവിടും, പെർപെൻഡിക്കുലർ ആയത് ബ്ലോക്ക് ആക്കും. ഏതാണോ ബ്ലോക്ക് ആക്കിയത് അതിൻ്റെ പേര് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. ഏതിലാണോ ഇപ്പോൾ വൈബ്രേഷൻ നിലനിൽക്കുന്നത് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. സ്വാഭാവികമായിട്ടും അവർക്കിടയിലുള്ള ആംഗിൾ എത്ര ഉണ്ടാകുക? 180. ഇതൊരു എക്സാമ്പിൾ ചോദിച്ചാൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ആൻഡ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ എന്ന്. ഓക്കെ, ഇനി നോക്കൂ, പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്താ നോക്കൂ, ഒരു ട്രാൻസ്പാരൻറ്റ് മീഡിയത്തിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ, കീപ് ഇറ്റ് ഇൻ മൈൻഡ്, ട്രാൻസ്പാരൻറ്റ് മീഡിയത്തിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്യും, ഒരു വലിയൊരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു പോകും. At a particular angle, the reflected light is found to be partially polarized. By adjusting the angle of incidence, it is found that at a particular angle of incidence, the reflected light is completely polarized. And that particular angle is called angle of polarization, polarizing angle or Brewster's angle. And it can be easily shown that n is equal to tan IP. n is equal to tan IP. Okay. അപ്പോൾ നോക്കൂ, നമ്മുടെ ക്ലാസ് 8:30 നമുക്ക് അവസാനിപ്പിക്കും ഈ സെഷൻ. എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്, നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ടീച്ചേഴ്സ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമ്മൾ അവസാനിപ്പിക്കും. യെസ്, വി ആർ ലെഫ്റ്റ് വിത്ത് 4 or 5 problems. The polarizing angle of glass is 57 degree. A ray of light which is incident at an angle will have an angle of refraction. നോക്കാം, ഡയഗ്രം എന്ന് വരച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. നോക്കൂ, റേ ഓഫ് ലൈറ്റ് ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്തു. ഏത് ആംഗിളിലാണ് ഇൻസിഡൻറ്റ് ചെയ്ത്? ദിസ് ഈസ് 57 ഡിഗ്രി. അപ്പോൾ അതിൽ ഒരു പാർട്ട് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്തു, വേറൊരു പാർട്ട് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു, ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതെത്ര ആംഗിൾ? ഇതും 57. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ചോദ്യം ഈ ആംഗിളാണ്, ആംഗിൾ ഓഫ് യെസ്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക, ഇത് 90 ഡിഗ്രി എപ്പോഴും. ആംഗിൾ ഓഫ് റിഫ്രാക്റ്റഡ് റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ ആംഗിൾ 90. അപ്പോൾ ഈ ആംഗിൾ 90 ആണ് ഇത്. അപ്പോൾ ആറിൻ്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്തൂടെ? അപ്പോൾ R ഈസ് ഈക്വൽ എത്ര? ഇത് മൊത്തത്തിൽ എത്ര? 180. അപ്പോൾ 180 മൈനസ് 90 മൈനസ് 57, that is 90 minus 57, that is equal to 33 degrees, the right answer. You got it? Okay അല്ലേ? ഓക്കെ, യെസ്. കിട്ടിയല്ലോ, എല്ലാവർക്കും കിട്ടിയില്ല? അത് എല്ലാവർക്കും കിട്ടിയോ? ഗുഡ് 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 ഗുഡ്, ഫൈൻ ഫൈൻ ഫൈൻ. യെസ്, അടുത്തതിലേക്ക് പോകാം. അടുത്ത്, the fact that transverse property of a wave can be easily explained by, come on, polarization അല്ലേ? യെസ്, polarization. അടുത്ത നോക്കൂ, എ ബീം ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. എ ബീം ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി I0 ഈസ് പാസ്ഡ് ത്രൂ എ പോളറോയിഡ് എ. അപ്പോൾ നോക്കൂ, അൺപോളറൈസ്ഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി I0 എയിലൂടെ കടത്തി വിട്ടു. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നേരെ പകുതിയായി. പിന്നെ അനദർ പോളറൈഡ് ബിയിലൂടെ വിച്ച് ഈസ് ഓറിയൻറ്റഡ് സോ ദാറ്റ് ഇറ്റ്സ് പ്രിൻസിപ്പൽ ആക്സിസ് മേക്ക് ആംഗിൾ 45 ഡിഗ്രി. അവിടെ തീറ്റ 45 ഡിഗ്രിയാണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ കടന്നു പോലെ മാലസ് ലോ അപ്ലൈ ചെയ്തോ. I is equal to I0 ഇവിടെ എത്ര? I0/2 cos square 45, that is equal to I0/2 into cos 45 1/√2 അതിൻ്റെ സ്ക്വയർ 1/2. The answer is I0/4. I0/4 is the right answer. എത്ര സിമ്പിളാടാ. റെഡി? ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത് ദ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. Unpolarized light falls on 2 polarizing sheet placed one on the top of the other. അപ്പോൾ 2 പോളറൈസർ ഉണ്ട്. If the intensity of transmitted light is 1/4 of the incident light, the angle between them. ഇത് ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. നോക്കൂ, ആദ്യത്തെ പോളറൈസറിലൂടെ കടത്തിവിട്ടു,
അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണെന്ന് വിചാരിക്കാം. എയിലൂടെ കടത്തി വിട്ടു. എന്നിട്ട് ബി അതിൻ്റെ മേലെ വെച്ചത്. പക്ഷേ അവർ തമ്മിൽ ഇതാ ഇങ്ങനെയല്ലേ വെച്ചത്, ഇങ്ങനെ ചെറിയൊരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ എത്രയെന്ന് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ ആംഗിൾ എത്രയെന്നാണ് കണ്ടെത്തേണ്ടത് നോക്കാം. നോക്കണ്ടോ, ഒന്നിൻ്റെ മുകളിൽ അടുത്ത് വെച്ചു. എന്നിട്ട് പക്ഷേ അവർ തമ്മിലൊരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളാണ് കണ്ടെത്തേണ്ടത്. എന്നിട്ട് ബിയിലൂടെ കടന്ന് പോയതിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് I0/4 ആണ്. ഇത് കറക്റ്റ് നേരത്തെ ക്വസ്റ്റ്യൻ്റെ സംഭവമായില്ലേ. അപ്പോൾ നോക്കൂ, ഇതിൽ അതിൻ്റെ മീനിങ് എന്താ? മീനിങ് ഇത് എത്രയെന്ന് കണ്ടെത്തണം. ഇത് എത്രയെന്ന് കണ്ടെത്തണമെങ്കിൽ ഇതാ നോക്കൂ, ഇതെത്ര ഇപ്പോൾ ഇത് I0/2 ആണ്. ഇവിടെ തീറ്റയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? അപ്പോൾ അതിന് നേരെ ഇക്വേഷനിൽ കൊടുക്കുക. നമ്മുടെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? I0. ഞാൻ ഇക്വേഷൻ എഴുതിയാൽ കൺഫ്യൂഷൻ ആവും. കാരണം ഇവിടെ ഇത് I0/2. അപ്പം നമ്മുടെ I0 ആരപ്പോൾ I0/2 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. എന്നിട്ട് I ആരാ I0/4. ഇനി ഇത് സോൾവ് ചെയ്താൽ ആൻസറായി. I0 കട്ട് ചെയ്തു. 2 ഇവിടെ വന്നാൽ 1/2 ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/√2. തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ഈസ് ദ റൈറ്റ് ആൻസർ. 45 ഡിഗ്രി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്, അതുവരെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. ലാസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് നോക്കൂ. When the angle of incidence on a material is 60 degree, angle of incidence is 60 ആവുക. The reflected light is completely polarized. അപ്പോൾ angle of incidence എന്ന് പറഞ്ഞത് IP ആണ്. കാരണം reflected light completely polarized. Velocity of refracted ray inside the material എന്താണ്? ഓക്കെ, നോക്കൂ, N is equal to C/V ആണ്. പക്ഷേ ആ N കണ്ടെത്താൻ നമുക്ക് ആര് മതി? പിന്നെ അതിന് V കണ്ടെത്താം. അപ്പോൾ N എന്ന് പറഞ്ഞാൽ ആരാ? tan IP ആണ്. tan IP ആരാ? tan 60 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? √3. ദെർഫോർ V ഈക്വൽ ടു C/N. C ആരാ? 3 × 10⁻⁸ ഡിവൈഡഡ് ബൈ N ആരാ? √3. ദാറ്റ് ഈസ് √3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ C ഈസ് കറക്റ്റ്. Very good. Now the last question from wave optics. The angle between plane of vibration and plane of polarization is? Angle between plane of vibration and plane of polarization is? Okay, angle between. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പ്ലെയിൻ ഓഫ് വൈബ്രേഷനും പ്ലെയിൻ ഓഫ് പോളറൈസേഷനും തമ്മിലുള്ള ആംഗിൾ എന്താണ്? പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ആൻഡ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻസ് തമ്മിലുള്ള ആംഗിൾ എന്താ? കമോൺ, വാട്ട്സ് ദ ആംഗിൾ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 90 ഡിഗ്രി ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ ഓക്കെ അല്ലേ? 90 ഡിഗ്രി അല്ലേ കറക്റ്റ് ആൻസർ? 90 ഡിഗ്രി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നോക്കൂ, വേവ് ഓപ്റ്റിക്സ് നമ്മൾ അവസാനിപ്പിച്ചു. വേവ് ഓപ്റ്റിക്സ് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ അടുത്ത സെഷനുമായിട്ട് ആദിൽ സാർ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ഫിസിക്സ് സെഷനുമായിട്ട് ആദിൽ സാർ ഇരിക്കുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതാൻ കഴിയും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. Okay. Good evening. Yes. Okay. കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ഇത് സമയമില്ല, നമുക്ക് വേഗം ടോപ്പിക്കിലേക്ക് കടക്കാം. ചൂടുവെള്ളം.
ഓക്കെ ഗൈസ്, അഡ്മിറ്റ് കാർഡ് വന്നോ? അഡ്മിറ്റ് കാർഡ് ഇതുവരെ വന്നോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവനൊന്ന് റെസ്പോൺസ് കൊടുക്കൂ. ഓക്കെ, വന്നിട്ടില്ല. ഓക്കെ, റൈറ്റ്. ഹായ് ഓൾ. റൈറ്റ്, ഷവർമ. റൈറ്റ്, ഇന്നലെ രാത്രി ഞാൻ അവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഷവർമ കഴിക്കാൻ പോയായിരുന്നു. അതൊക്കെ ജാബിർ സാർ പറഞ്ഞല്ലേ നിങ്ങളോട്? ഓക്കെ റൈറ്റ്. ഓക്കെ ലിസൺ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂക്ലിയസിൽ നിന്ന് എപ്പോഴും ഒരു 3 ചോദ്യങ്ങളെങ്കിലും മിനിമം ഉണ്ടാവാറുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. ഈ പറയുന്ന പോയിന്റുകൾ നന്നായി ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് വേഗം പോയിന്റുകൾ പറഞ്ഞു പോകണം. നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂക്ലിയർ കോമ്പോസിഷനാണ് പറയുന്നത്. സോ ഒരു എലമെൻറ്റ് നിങ്ങൾക്ക് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ Z എന്നും ഇവിടെ A എന്നും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. വേറെ Z എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതെന്താണ് മക്കളെ? അറ്റോമിക് നമ്പർ. Z മീൻസ് അറ്റോമിക് നമ്പറും അതേപോലെ നിങ്ങൾക്കറിയാം എന്ത് A മീൻസ് എന്താ? A എന്ന് പറഞ്ഞാൽ മാസ് നമ്പറുമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. റൈറ്റ്. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കണം, ഇവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ എണ്ണം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക അറിയോ? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, A മൈനസ് Z ആണ്. ഇവിടെ Z മീൻസ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ യെസ്, കേൾക്കുന്നുണ്ടല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ റൈറ്റ്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ A മൈനസ് Z ആണ്. സോ നമ്പർ ഓഫ് ന്യൂട്രോൺസും നമ്പർ ഓഫ് Zും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുക? A കിട്ടുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ ഇവിടുത്തെ എക്സാമ്പിൾ നോക്ക്. സോഡിയം 1123 എന്ന് എഴുതുമ്പോൾ ഇതിൻ്റെ അറ്റോമിക് നമ്പർ Z എന്ന് പറഞ്ഞാൽ 11 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ 23 മൈനസ് 11 എത്രയാണ്? 12 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് എ ബേസിക് ക്വസ്റ്റ്യൻ. ദെൻ അങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. A nucleus is represented by a symbol XAZ has എത്ര പ്രോട്ടോൺസ് എത്ര ന്യൂട്രോൺസ്? എങ്ങനെയാണ് ചോദ്യം നോക്കിയിട്ട് വേഗം ആൻസർ പറഞ്ഞേ. യെസ്, ഒന്ന് ആൻസർ പറയുമോ നിങ്ങൾ വേഗം? നിങ്ങൾ ഇതിൽ ചാറ്റ് ബോക്സിൽ പഠിക്കാനാണ് വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ചാറ്റ് ബോക്സിൽ മാറിപ്പോവരുത്, ടോപ്പിക്കിൽ ശ്രദ്ധിക്കുക, അത് റെസ്പോണ്ട് ചെയ്യുക. നമുക്ക് ചാറ്റിങ്ങിനുള്ള സമയം ഇനിയും ഉണ്ട്. എക്സാം കഴിഞ്ഞോട്ടെ, കുറച്ച് ദിവസം കൂടി എക്സാം ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നമുക്ക് വരിക. ആ ഒരു കണ്ടീഷൻ വെച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പഠിക്കുന്നവർക്ക് കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്ത് വർക്ക് ചെയ്യുക. ഓക്കെ റൈറ്റ്. അപ്പോൾ ലിസൺ, ആൻസർ എന്താ വരിക? എല്ലാവരും ആൻസർ മാർക്ക് ചെയ്യുന്നത് എന്താ വരുന്നത്? എത്ര പ്രോട്ടോൺസാണ്? Z പ്രോട്ടോൺസും അതേപോലെ A മൈനസ് Z ന്യൂട്രോൺസും ആയിരിക്കും കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ, ഇൻ ദ ന്യൂക്ലിയസ് സോഡിയം 1123 ഇൻ ദ ന്യൂക്ലിയസ് എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. ന്യൂക്ലിയസ് ഓഫ് സോഡിയം ഇൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഇലക്ട്രോൺസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇൻ ദ ന്യൂക്ലിയസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ത് ചോദിച്ചിട്ടുണ്ട്? ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ അകത്ത് മക്കളെ, ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇലക്ട്രോൺസ് എവിടെയുള്ളത്? ന്യൂക്ലിയസിൻ്റെ പുറത്ത് ഓർബിറ്റിലല്ലേ കടന്ന് കറങ്ങുന്നത്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺസ് ഇല്ല. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 0 ആയിരിക്കും. ന്യൂക്ലിയസിൻ്റെ അകത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം, ന്യൂക്ലിയസിൻ്റെ അകത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഓർത്ത് വെക്കുക കേട്ടോ, അത് പഠിച്ചു വെക്കണേ. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് 11 ആയിരിക്കും. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 23 മൈനസ് 11 ദാറ്റ് വിൽ ഗിവ് 12. സോ പ്രോട്ടോൺ 11 ആണ്, ന്യൂട്രോൺ 12 ആണ്, ഇലക്ട്രോൺസ് എത്രയാണ്? 0 ആണ്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ അല്ലേ വരിക? 11, 12, 0 എന്ന് കിട്ടും. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ യെസ് എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. ഇനി അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ആ ഒരു രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ, ന്യൂക്ലിയർ റേഡിയസ്. അതായത് ഇതിൻ്റെ റേഡിയസ് ന്യൂക്ലിയർ വോളിയം ന്യൂക്ലിയർ ഡെൻസിറ്റിയാണ്. ന്യൂക്ലിയർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ. ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ് ന്യൂക്ലിയർ വോളിയം. അപ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്ത്? റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു a raised to 1/3. മാസ് നമ്പറിൻ്റെ all raised to 1/3 ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ R is equal to R0 into a raised to 1/3. ദിസ് ഈസ് ദ റിലേഷൻ. R is equal to R0 into a raised to 1/3. ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. ആ ചോദ്യം നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. റൈറ്റ്. ഓക്കെ,
നെക്സ്റ്റ് വൺ ന്യൂക്ലിയർ ഡെൻസിറ്റി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഇതൊന്നും ഈ ഒരു 3 പോയിന്റ്, അതായത് ഈ 3 പോയിന്റ് ന്യൂക്ലിയർ റേഡിയസും ന്യൂക്ലിയർ ഡെൻസിറ്റി, ഇതൊന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എ, അതായത് ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A⁻²0. എ മാസ് നമ്പറിന് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എ ആണ്. ഇത് എല്ലാവർക്കും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വാല്യൂ ബൈ ഹാർട്ട് പഠിക്കുക. എന്താണ് ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ്, ഡി എന്നോ കൊടുക്കുക അല്ലെങ്കിൽ റോ എന്നോ കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക. റോ is equal to 2.3 into 10⁻17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മക്കളെ ഈ 3 വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെച്ചേ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ പോസിട്രോൺ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ അതൊക്കെ വരാൻ പോകുന്നുള്ളൂ. ബീറ്റാ ഡീക്കൽ നമ്മൾ പറയുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A⁻1/3 ആണ്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എ ആണ്. ഈ വോളിയത്തിൽ നിന്നാണ് നമ്മളത് എ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡെൻസിറ്റി ഈസ് ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ. അത് എല്ലാവർക്കും സെയിം ആയിരിക്കും. അതിൻ്റെ വാല്യൂ ബൈ ഹാർട്ട് പഠിക്കുക. അതിൻ്റെ വാല്യൂ എത്ര മക്കളെ പറയും, മനസ്സിൽ പറയും. അത് ചോദിച്ചിട്ടുണ്ട്, ആ വാല്യൂ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ബൈ ഹാർട്ട് പഠിക്കുക. എന്താണ് 2.3 into 10⁻17 എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക എല്ലാവരും. ദ റേഷ്യോ ഓഫ് മാസ് ഡെൻസിറ്റീസ് ഓഫ് ന്യൂക്ലിയസ്, റേഷ്യോ ഓഫ് മാസ് ഡെൻസിറ്റീസ് ഓഫ് ന്യൂക്ലിയസ് ഓഫ് കാൽഷ്യം ആൻഡ് ഓക്സിജൻ ഈസ് ക്ലോസ് ടു. എടാ മക്കളെ നമുക്കറിയാം, രണ്ടാൾക്കാരുടെയും മാസ് ഡെൻസിറ്റീസ് എന്തായിരിക്കും, സെയിം അല്ലേ വരിക. രണ്ടാൾക്കാരുടെയും മാസ് ഡെൻസിറ്റീസ് സെയിം ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ രണ്ടാൾക്കാരുടെയും മാസ് ഡെൻസിറ്റീസ് സെയിം ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ റേഷ്യോ എന്തായിരിക്കടാ 1 ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാൾക്കാരുടെയും മാസ് ഡെൻസിറ്റീസ് സെയിം ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും 1 ആയിരിക്കും എന്നുള്ള കാര്യം. സെയിം ഡിവൈഡ് ബൈ സെയിം, ദ വാല്യൂ വിൽ ബി 1. അതിൽ സംശയമൊന്നും വേണ്ടല്ലോ. യെസ്, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഫസ്റ്റ് പഠിച്ചു ന്യൂക്ലിയർ ഡെൻസിറ്റിൻ്റെ പ്രോബ്ലം കണ്ടു. ഇനി ന്യൂക്ലിയർ റേഡിയസിൻ്റെ. ന്യൂക്ലിയർ റേഡിയസ് ചോദിച്ചിരിക്കുന്നത് അലൂമിനിയം ഉണ്ട്, അലൂമിനിയത്തിൻ്റെ മാസ് നമ്പർ 27 ആണ്. ടെലൂറിയം ഉണ്ട്, അതിൻ്റെ മാസ് നമ്പർ 125 ആണ്. വുഡ് ഹാവ് ദ റേഡിയസ്. അലൂമിനിയത്തിൻ്റെ റേഡിയസ് എത്രയാണ് മക്കളെ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അലൂമിനിയത്തിൻ്റെ റേഡിയസ് 3.6 ഫെർമിയാണ്, ഫെംറ്റോമീറ്റർ. റേഡിയസ് ഒക്കെ പറയാം ഫെംറ്റോമീറ്ററിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ദെൻ ടെലൂറിയത്തിനാണ് ചോദിച്ചിരിക്കുന്നത്, എങ്ങനെ കണ്ടുപിടിക്കും? വി നോ ദാറ്റ് ദർ ഇസ് എ റിലേഷൻ. R is directly proportional to A⁻1/3. So radius of aluminium divided by radius of Te is equal to mass number of aluminium divided by mass number of Te all raised to 1/3 എന്നല്ലേ പറയാം. അതിൽ സംശയമുണ്ടോ? അനീസ്ക ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു, റൈറ്റ്. ഓക്കെ, ഒന്ന് വേഗം ചെയ്യുമോ? നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ്റെ മുകളൊന്നും ഇരിക്കും മക്കളെ. ഹാൾ ടിക്കറ്റ് ഒക്കെ വരും, വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേഷൻ എന്തായാലും നമ്മുടെ ചാനലിൽ വരും. അത് കണ്ടിട്ട് നിങ്ങൾ അപ്പോൾ ചെയ്യാം കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് ഒരേ ഒരു കാര്യം, പഠിക്കൂ. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, പഠിക്കൂ. നമ്മൾ ആഗ്രഹിച്ച നമ്മളെ നല്ല കോളേജിലേക്ക് എത്താൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനുവേണ്ടി വർക്ക് ചെയ്യും. വെറുതെ സംസാരിച്ചിരിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഒഴിവാക്കി വേഗം പഠിക്കും. യെസ്, ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്യും, റൈറ്റ്. അപ്പോൾ ലിസൺ, നിങ്ങൾ പറ റേഡിയസ് ഓഫ് അലൂമിനിയം എന്ന് പറഞ്ഞാൽ 3.6 ആണ്. റേഡിയസ് ഓഫ് ടെലൂറിയമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. മാസ് നമ്പർ ഓഫ് അലൂമിനിയം 27 ആണ്. ടീൻ്റെത് 125 ഓൾ റേസ് ടു 1/3 അല്ലേ. ക്യൂബ് റൂട്ട് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഹായ് റൈറ്റ്. സോ 3.6 ഡിവൈഡ് ബൈ R is equal to 27ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 3 ആണ്. 125ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 5 ആണ്. അടുത്ത സ്റ്റെപ്പിൽ R is equal to 3.6 into 5 divided by 3 ആണ്. 3.6 into 5 divided by 3 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ 3.6ൽ അത് 1.2 ടൈംസ് ആയിരിക്കും. 12 into 5 60 ആണ്. 1.2 into 5 എത്രയാണ്? 6 ഫെംറ്റോമീറ്റർ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി. യെസ്, ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ചെയ്തു പോയ മോഡൽ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മാസ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ഡെൻസിറ്റിൻ്റെ വാല്യൂ എപ്പോഴും എല്ലാവരും ഒന്ന് പറഞ്ഞ വാല്യൂ, വാട്ട് ഇസ് വാല്യൂ ഓഫ് ഡെൻസിറ്റി? 2.3 into 10⁻17 എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. 2.3 into 10⁻17 എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ ഈസ് മാസ് ഡിഫക്റ്റ്. ക്യൂബ് റൂട്ട് എങ്ങനെയാണ് എടുക്കുക സാറിനോ? 3ൻ്റെ ക്യൂബ് 27 ആണ്. 5ൻ്റെ ക്യൂബ് 125 ആണ്. അപ്പോൾ അതിൻ്റെ ക്യൂബ് റൂട്ട് തിരിച്ചെടുക്കുക. യെസ്, റൈറ്റ്. മാസ് ഡിഫക്റ്റ്, നിങ്ങൾ എന്നെ തളർത്തരുത്. റൈറ്റ്, മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പ്രോട്ടോണും ന്യൂട്രോണും. അപ്പോൾ ഞാൻ പറയുകയാണ്, 2 ആൾക്കാർ ന്യൂക്ലിയോൺസ് ചേർന്ന് ന്യൂക്ലിയസ് ആവാമെന്ന് വിചാരിക്കും. അപ്പോൾ ന്യൂക്ലിയോൺസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോണും ന്യൂട്രോൺസും ഒക്കെ ചേർന്ന് ന്യൂക്ലിയസ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക,
പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺ ആവുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, രണ്ടാൾക്കാർ കൂടിച്ചേരുന്നു. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. രണ്ടാൾക്കാർ കൂടിച്ചേരുന്ന സമയത്ത് കുറച്ച് എനർജി ആ കൂടിച്ചേരാൻ വേണ്ടി കൊടുക്കേണ്ടി വരില്ലേ? കുറച്ച് നേരം എന്തായിരിക്കും? ഓക്കെ, അൽഫിത പറഞ്ഞത് കറക്റ്റാണ്. ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പ്രോട്ടോണും ന്യൂട്രോണും രണ്ടാൾക്കാരും ഓക്കെ, രണ്ടാൾക്കാർ കൂടിച്ചേരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്തായാലും കുറച്ച് എനർജി ഈ കൂടിച്ചേരാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ടി വരും. നിങ്ങൾ ആലോചിച്ചാൽ മതി, രണ്ടാൾക്കാർ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന രണ്ടാൾക്കാർ തമ്മിൽ കൂടിച്ചേരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മൾ ചിലവ് നടത്തണ്ടേ? വെറുതെ ഇങ്ങനെ നോക്കുന്ന രണ്ടാൾക്കാർ അങ്ങോട്ട് കൂടിച്ചേരും ഇല്ലല്ലോ. അപ്പോൾ രണ്ടാൾക്കാർ കൂടിച്ചേരുന്ന സമയത്ത് കുറച്ച് എനർജി വേണ്ടി വരും. അത് എങ്ങനെയാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്? അതിന് വിളിക്കുന്ന പേരാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയും. എന്താ പറയുക? മാസ് ഡിഫക്റ്റ്. അതായത് ഇവർ രണ്ടാൾക്കാരുടെ മാസ് കൂടിച്ചേരുമ്പോൾ ഇവിടെ ഇയാളെ മാസ് എപ്പോഴും എന്തായിരിക്കും? ഇവൻ്റെ രണ്ടാൾക്കാരുടെ മാസ് കൂടി ചേരുമ്പോൾ കുറച്ച് മാസ് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കും? കുറച്ച് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കും. എന്തിനു വേണ്ടി ഉപയോഗിക്കും? കുറച്ച് എനർജി എന്തിനു വേണ്ടി ഉപയോഗിക്കും? നിങ്ങളെൻ്റെ ക്ലാസ് ഇവിടെ നിന്ന് ശ്രദ്ധിക്കും, മിണ്ടാകുന്ന എല്ലാവരും. റൈറ്റ്, ഓക്കെ, റൈറ്റ്. അപ്പോൾ ലിസൺ, രണ്ടാൾക്കാർ കൂടി ചേരുന്ന സമയത്ത് കുറച്ച് മാസ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഇത് കൂടി ചേരാൻ വേണ്ടി നമ്മൾ കുറച്ച് മാസ് എനർജീൻ്റെ ഫോമിൽ കൊടുക്കും. നമുക്കറിയാം ഐൻസ്റ്റീൻ മാസ് എനർജി റിലേഷൻ പ്രകാരം E=mc². കുറച്ച് മാസ് എനർജി ആയിട്ടും കുറച്ച് എനർജി മാസിൻ്റെ ഫോമിലും മാസ് എനർജിൻ്റെ ഫോമിലും നമുക്ക് പറയാൻ പറ്റുന്നതാണ് മൂപ്പരാൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കണം, പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേരുമ്പോൾ കുറച്ച് എനർജി ഇതിൻ്റെ മാസ് കുറച്ച് എന്ത് ചെയ്യും? ന്യൂക്ലിയോൺസ് ചേരുമ്പോൾ കുറച്ച് മാസിൻ്റെ ഫോമിൽ എനർജി നഷ്ടപ്പെടും. ഇതിനെ വിളിക്കുന്ന പേരാണ് മാസ് ഡിഫക്റ്റ്. അപ്പോൾ എപ്പോഴും നിങ്ങളെ മനസ്സിൽ വേണം മാസ് ഓഫ് ന്യൂക്ലിയസ്. എന്താണ് മാസ് ഓഫ് ന്യൂക്ലിയസ്? രണ്ടാൾക്കാർ കൂടി ചേർന്നുണ്ടാകുന്ന മാസ് ഓഫ് ന്യൂക്ലിയസ് എപ്പോഴും എന്തായിരിക്കും? റിയാക്റ്റൻസിൻ്റെ മാസിനെക്കാട്ടി കുറവായിരിക്കും. മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോണ് പകരം മാസ് ഓഫ് റിയാക്റ്റൻറ്റ് എഴുതിയിട്ടുണ്ടോ? രണ്ടാൾക്കാരുടെയും മാസ് ഓഫ് റിയാക്റ്റൻറ്റിനെക്കാട്ടി കുറവായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. മാസ് ഓഫ് ന്യൂക്ലിയസ് എപ്പോഴും എന്തായിരിക്കും? ഉണ്ടാവുന്ന ആളെ മാസ് ഇവരുണ്ടാക്കാൻ വേണ്ടി കുറച്ച് എനർജി നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അതിനെക്കാട്ടി എന്തായിരിക്കും? കുറവായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിലോ, അപ്പോൾ എങ്ങനെ ചെയ്യാം നമ്മൾ? വി നോ ദാറ്റ് മാസ് ഓഫ് ന്യൂക്ലിയസ് എം എന്താണെന്ന് വിചാരിക്കുക. എന്താണ് മാസ് ഓഫ് ന്യൂക്ലിയസ്? എം ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. സോ മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ZMP, മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അറ്റോമിക് നമ്പർ ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ ചെയ്താൽ നമുക്ക് മാസ് ഓഫ് പ്രോട്ടോൺ കിട്ടും. ഇനി മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ A-Z ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് ന്യൂട്രോൺ കിട്ടും. ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് ന്യൂട്രോൺ കിട്ടും. ഇൻറ്റു ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോണും ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോണും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? മാസ് ഓഫ് ന്യൂക്ലിയസ് കുറച്ചാൽ അവിടെ ഉണ്ടായ നഷ്ടം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കണേ. ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത എടാ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആറ്റംസ് ന്യൂക്ലിയേ എന്ന് എപ്പോഴും ചോദ്യം ഉണ്ടാവും. എന്തായാലും ചോദ്യം ഉണ്ടാവും. ചെറിയ ചാപ്റ്റർ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുക ΔM ZMP + A-Z × Mn - മാസ് ഓഫ് ന്യൂക്ലിയസ്. മാസ് ഓഫ് ന്യൂക്ലിയസ് എപ്പോഴും ഓർത്ത് വെക്കുക. മാസ് ഓഫ് ന്യൂക്ലിയസ് ഇസ് ലെസ് ദാൻ മാസ് ഓഫ് റിയാക്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ ഈസ് ബൈൻഡിങ് എനർജി. ഓക്കെ, ബൈൻഡിങ് എനർജി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ ΔM × C². ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ΔM. ഈ മാസ് ഡിഫക്റ്റ് കാരണം ഉണ്ടാകുന്ന എനർജി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്ത് ചെയ്താൽ മതി? ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ΔM × C². ഇനി ബൈൻഡിങ് എനർജി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അറ്റോമിക് മാസ് യൂണിറ്റിലാണെങ്കിൽ, എന്തിനാണ്? അറ്റോമിക് മാസ് യൂണിറ്റിലാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുകയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ വാല്യൂവിനെ ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ചോദ്യങ്ങളാണ് ഇത്. 2 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. 2021 ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ ഗ്രാമിൻ്റെ ഫോമിലാണെങ്കിൽ, അത് മാസ് 2 ഗ്രാമിൻ്റെ ബൈൻഡിങ് എനർജി എത്ര ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമിൻ്റെ ഫോമിലാണ് നമ്മൾ ΔM C² യൂസ് ചെയ്യുക. ഇൻ കേസ് ചോദിച്ചിരിക്കുന്നത് അറ്റോമിക് മാസിൻ്റെ യൂണിറ്റിലാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? 931 MeV ആണ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് നമ്മൾ പറഞ്ഞ പോയിൻ്റാണ്, മാസ് ഓഫ് റിയാക്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും. മാസ് ഓഫ് റിയാക്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ 2 റിലേഷൻസ് ഓർത്ത് വെക്കണേ. എങ്ങനെയാണ് വന്നതെന്നുള്ള ചോദ്യത്തിലേക്ക് ഞാൻ ഉത്തരത്തിന് വരുന്നില്ല. നമ്മൾ ആ റിസൾട്ട് മാത്രം പഠിക്കാം. ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഒന്ന് ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻറ്റും മാസ് ഓഫ് റിയാക്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? റിലീസ് ചെയ്യുന്ന എനർജി കണ്ടുപിടിക്കുക. ഇവിടെ Q എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന എനർജിയാണ്. ആ ഉണ്ടാവുന്ന എനർജി കണ്ടുപിടിക്കുക. ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻറ്റ്. ഓക്കെ,
അല്ല മക്കളെ, ഞാൻ ഇത് ആർക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്? നിങ്ങളൊന്ന് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ ക്ലാസ് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ. ആഫ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ക്ലാസ് കഴിയുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എക്സാം കഴിഞ്ഞതിന് ശേഷമല്ലേ ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചിരുന്ന എല്ലാവരും. യെസ്. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്ക്, 2020 നീറ്റ് എക്സാമിൻ്റെ ചോദ്യം. 2020 നീറ്റ് എക്സാമിൻ്റെ ചോദ്യം. ഈ ക്വസ്റ്റ്യൻ നോക്കണം നിങ്ങൾ. The energy required to break one bond in DNA is 10⁻⁻20 joule. This value in electron volt is nearly. റൈറ്റ്. കേൾക്കുന്ന കുറേ പേരുണ്ട്. എനിക്ക് ഈ ചാറ്റിൽ ചെയ്യുന്നവരെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾ കേൾക്കാതിരിക്കുകയെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ റൈറ്റ്. അപ്പോൾ നിങ്ങൾ നോക്ക്, 2020 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം നോക്ക്. ഒരാളെ എനർജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻20 ജൂളാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഇലക്ട്രോൺ വോൾട്ടിൽ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എടാ, ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന സമയത്ത് ഇലക്ട്രോൺ വോൾട്ട് ആരെ യൂണിറ്റാണ്? എനർജീൻ്റെ വേറെ യൂണിറ്റ് ആണ് എന്ത്? ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ ലിസൺ, 2020 ചോദിച്ച ചോദ്യമാണ്. ഈ ഈക്വൽ ടു 10⁻⁻20 ജൂൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. 10⁻⁻20 ജൂളിനെ എന്താക്കി മാറ്റാൻ? ഇലക്ട്രോൺ വോൾട്ട് ആക്കി മാറ്റാൻ. അപ്പോൾ ഞാൻ നോക്കുകയാണ്, ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 1.6 × 10⁻⁻19 ജൂൾ. 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ, ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് ജൂൾ. 1.6 × 10⁻⁹. ക്യൂ മീൻസ് റിലീസ് ചെയ്യുന്ന എനർജി ആട്ടോ. ക്യൂ ആരൊരാൾ ചോദിച്ചു. ക്യൂ 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 1.6 × 10⁻⁻19 ജൂൾ. റൈറ്റ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ എന്താ ചെയ്യുക? ജൂൾ ഫോമിൽ തരുന്ന സാധനത്തിന് ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ നമുക്കറിയാം. ഇപ്പോൾ 2 ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ എന്താ ചെയ്യുക? 2 × 1.6 × 10⁻⁻19 ചെയ്താൽ നമുക്ക് അതിനെ ജൂളിൻ്റെ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ഫോമിനെ ജൂളിൻ്റെ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളായി മാറ്റാൻ 2 × 1.6 ചെയ്താൽ മതി. ഇനി ജൂളിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 ചെയ്യണം. ജൂളിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 ആയിരിക്കണം. ഓക്കെ, 1.6 × 10⁻⁻19 ആയിരിക്കണം. സോ എടാ മക്കളെ, നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഇവിടെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുക. എക്സാം എടുത്തിട്ടുണ്ട്. ഇനി ചാറ്റ് ചെയ്യുന്ന ആരെയും കണ്ടാൽ ഞാൻ ഇതിനടുത്ത് ഒഴിവാക്കും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ വന്നിരിക്കുക, ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യടാ. ഓക്കെ റിസൾട്ട് ഈസ് ഈക്വൽ ടു 10⁻⁻20 ഇൻറ്റു ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണം. എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 ഇലക്ട്രോൺ വോൾട്ട് എന്നാക്കാം. 1 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള ഫോമിലേക്ക് മാറ്റുക. സോ നമുക്ക് എന്താ കിട്ടുക? 10⁻⁻90 ഇൻറ്റു 10⁻⁻19 മുകളിൽ പോയാൽ +19 വരും. ഈ ഡിവൈഡഡ് ബൈ 1.6 വരും. ഡിവൈഡഡ് ബൈ 1.6 വരും. എടാ, നമ്മൾ പഠിക്കുന്നുണ്ട് 1 ഡിവൈഡഡ് ബൈ 1.6ൻ്റെ വാല്യൂ ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 കൂളോം ഓഫ് ചാർജിൽ പഠിച്ചാൽ എത്രയാണ്? 0.625 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0.625. 1 ഡിവൈഡഡ് ബൈ 1.6 = 0.625 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ നമുക്കറിയാം അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഏതാണ് എന്താ കിട്ടുക? 1 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻20 + 9 എന്ന് പറയുമ്പോൾ എത്രയാണ്? -1 വരിക. 1 ഡിവൈഡഡ് ബൈ 1.6 എന്ന് പറഞ്ഞാൽ 0.625 ഇൻറ്റു 10⁻⁻1 അപ്പോൾ 0.06 വെച്ചിട്ടുള്ള ആൻസർ വരും. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആണ് കിട്ടുക. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഏറ്റവും ബേസിക് ആയുള്ള ഒരു കാര്യമാണ്. ഇതറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. അത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ. റൈറ്റ്. ഓക്കെ റൈറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2020 നീറ്റ് എക്സാമിന് അതേ മോഡൽ ചോദ്യം. ഒന്ന് ഒഡീഷയിലാണ്, ഒന്ന് നമ്മുടെ നോർമൽ എക്സാം ആയിരുന്നു. ഇനി എനർജി ഇക്വലൻ്റ് ഓഫ് 0.5 ഗ്രാം. എടാ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എനർജി ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് അറ്റോമിക് മാസ് യൂണിറ്റ് ആണെങ്കിൽ ഏത് ഇക്വേഷൻ, AMUയിലാണെങ്കിൽ ഏത് ഇക്വേഷൻ, അറ്റോമിക് മാസ് യൂണിറ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ എന്താ? ഈസ് ഈക്വൽ ടു mc². ഈസ് ഈക്വൽ ടു mc². വാട്ട് ഇസ് വാല്യൂ ഓഫ് m? 0.5. 5നെ നമുക്ക് എന്ത് ചെയ്യാം? 0.5 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ ഇൻറ്റു 10⁻⁻3. വാട്ട് ഇസ് വാല്യൂ ഓഫ് c? c എന്ന് പറഞ്ഞാൽ 3 × 10⁻⁸ ഹോൾ സ്ക്വയർ അല്ലേ? 3 × 10⁻⁸ ഹോൾ സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ 0.5 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? 1/2 × 10⁻⁻3 ഇൻറ്റു 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. 10⁻⁸ സ്ക്വയർ എത്രയാണ്? 10⁻16. എടാ, ഈ 2 9ൽ കട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 9/2 4.5 ഇൻറ്റു 10⁻16ഉം 10⁻⁻3 മൾട്ടിപ്ലൈ എത്ര കിട്ടുക? 10⁻13 ജൂൾ എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി അല്ലേ കിട്ടുക? ഓപ്ഷൻ ബി.
4.5 × 10⁻13 ജൂൾ എന്ന് കിട്ടും. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു മോഡൽ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇതേ മോഡൽ അടുത്തൊരു ചോദ്യം നോക്ക്. ദ എനർജി ഈക്വലൻ്റ് ഓഫ് 1 അറ്റോമിക് മാസ് യൂണിറ്റ് AMUലാണെങ്കിൽ വി നോ ദാറ്റ് ഈസ് ഈക്വൽ ടു ΔM × 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ പഠിച്ചു. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇൻ അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് മാസ് യൂണിറ്റ് 1 ആണെങ്കിൽ ഈസ് ഈക്വൽ ടു 1 × 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ആൻസർ വിൽ ബി എന്തായിരിക്കൂടാ? പറയടാ ആൻസർ എന്താണെന്ന് വരിക, വേഗം പറയും. എന്താ ആൻസർ? വേഗം വരിക, പറയും. എന്താ വരിക? വേഗം പറയും. 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. എന്താ വരിക? 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ ആണല്ലോ. ഈ ഒരു മോഡലിൽ നിന്ന് ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട 2-3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? ബൈൻഡിങ് എനർജി ഇൻക്രീസസ് ദ ന്യൂക്ലിയസ് ആസ് ബിക്കം മോർ സ്റ്റേബിൾ. ബൈൻഡിങ് എനർജി കൂടാന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി കൂടാനാണ് ഏത് ന്യൂക്ലിയസും ശ്രമിക്കുക. എന്തുകൊണ്ട് വെച്ചാൽ ബൈൻഡിങ് എനർജി കൂടുമ്പോൾ എന്ത് കൂടും? സ്റ്റെബിലിറ്റി കൂടുക ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകും, നമ്മുടെ NCERT ഒരു ഗ്രാഫ് പറയുന്നുണ്ട്. ആ ഗ്രാഫ് ബേസ്ഡ് ഓൺ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്നാണ്. ന്യൂക്ലിയോൺസ് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി ഡിവൈഡ് ബൈ മാസ് നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കാം. സാർ നാളെ ഫുൾ ക്വസ്റ്റ്യൻസ് ആണോ ചെയ്യുന്നത്? നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളും അതോ ആ ടിപ്പിക്കൽ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കഷൻ ഉണ്ടാവുക തോന്നുന്നു. ഓക്കെ, പോസ്റ്റ് പോൺ ചെയ്യുമോ? എന്തിനാണ് പോസ്റ്റ് പോൺ ചെയ്യുന്നത്? നീറ്റ് എക്സാമൊക്കെ പോസ്റ്റ് പോൺ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ മാസ് നമ്പർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുന്ന അടുത്ത പോയിന്റ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുമ്പോൾ അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി ഇവിടെ റിലേഷൻ ഉണ്ട്, അത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്താണ് നമുക്ക് യൂസ് ചെയ്യുക. വി നോ ദാറ്റ് ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻ്റ് ആണ് റിലീസ് ചെയ്യുന്ന എനർജി. Q മീൻസ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ സ്റ്റെപ്പ് ഉണ്ട്. എടാ നമ്മൾ ബൈൻഡിങ് എനർജി ഓഫ് ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പാണ് Q ഈക്വൽ ടു ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻ്റ് എന്നല്ല പറയുക. ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക റൈറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ബൈൻഡിങ് എനർജി കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? മാസ് നമ്പർ ഇൻറ്റു ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇതേ ഇൻറ്റു ഇത് ചെയ്താലല്ലേ നമുക്ക് ബൈൻഡിങ് എനർജി കിട്ടുക. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻറ്റു മാസ് നമ്പർ ആണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ഫിഗർ നോക്ക് എല്ലാവരും. ഈ ഫിഗറിൽ നോക്ക് നിങ്ങൾ റൈറ്റ്. ഇതിൻ്റെ ബൈൻഡിങ് എനർജി A4 ആണ്. ഇതിൻ്റെ മാസ് നമ്പർ A4 ആണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ED ആണ്. ഇത് A3 ആണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ EC ആണ്. ഇത് A2 ആണ്. ഇതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ EB ആണ്. ദിസ് ഇസ് A1, ദിസ് ഇസ് AA. സോ നിങ്ങൾ നോക്കുന്ന പോയിന്റ് നോക്കുക. ഫസ്റ്റ് ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻ്റ് ആണ് റിലീസ് ചെയ്യുന്ന എനർജി. സോ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 2 പ്രൊഡക്റ്റുകളുണ്ട്. 2 പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് പറ, ഇവനൊരു ബൈൻഡിങ് എനർജി ഉണ്ട്, ഇവനൊരു ബൈൻഡിങ് എനർജി ഉണ്ട്. രണ്ടും കൂട്ടണ്ടേ? അപ്പോൾ എങ്ങനെയാണ് കിട്ടുക? മാസ് നമ്പറും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും ആണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? നോക്കടാ. A4 × ED പ്ലസ് A3 × EC. ഇതാണ് ബൈൻഡിങ് എനർജി ഓഫ് ടോട്ടൽ പ്രോഡക്റ്റ്. ഇവൻ്റെ ബൈൻഡിങ് എനർജി, ഇവൻ്റെ ബൈൻഡിങ് എനർജി. എന്ത് ചെയ്താൽ മതി? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൊണ്ട് അതിൻ്റെ മാസ് നമ്പർ മൾട്ടിപ്പിൾ മാത്രം ചെയ്യാം. ഇനി കഴിഞ്ഞോ? ഇല്ല. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം മക്കളെ? പറയടാ. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? പ്രോഡക്റ്റിൻ്റെ ബൈൻഡിങ് എനർജി മൈനസ് ചെയ്യണം. എങ്ങനെയാണ് പ്രോഡക്റ്റ് കിട്ടുക? ബ്രാക്കറ്റ് ഇടുക. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കൂ. EC × A3 പ്ലസ് ED × A4 മൈനസ് ബ്രാക്കറ്റ് ഇട്ടിട്ട് EA × A1 പ്ലസ് EB × A2. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളത് മൈനസ് ചെയ്യുക റൈറ്റ്. സോ ഇങ്ങനെയാണ് നിങ്ങൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത നമ്മുടെ നീറ്റ് എക്സാം എത്താൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സമയം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പറയാൻ പറ്റുമല്ലോ. വളരെ കുറച്ച് ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. നമ്മൾ പഠിച്ചത് മാത്രമേ വരുള്ളൂ എന്നാണ് നമ്മളെ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് കീപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ടോപ്പിക്കുകളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുക. ക്ലാസ് കാണുന്ന സമയത്ത് പഠിക്കുക, വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്, അയ്യോ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ജീവിതകാലം മൊത്തം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കുക എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക.
ഓക്കെ, നമ്മുടെ ഹോപ്പ് അടിപൊളിയായിരിക്കണം. ഓക്കെ, മോട്ടിവേഷൻ ആണോ ഇതെന്ന്? മോട്ടിവേഷനോ? ഇങ്ങനെയാണോ മോട്ടിവേറ്റ് ചെയ്യുക മിസ്റ്റർ ആദിൽ ജിയു? ഞാൻ പെട്ടെന്ന് എനിക്കൊരു കാര്യം പറയണ്ടെന്നപ്പോൾ പറഞ്ഞതാണ്. ആദിൽ ജിയുവിനെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ മറ്റേ CR സാറിൻ്റെ ആളല്ലേ? റൈറ്റ്. ലിസാണ് എടാ, ഇങ്ങനൊരു ബൈൻഡിങ് എനർജി കർവ് ഉണ്ട്. അത്ര ക്ലിയർ അല്ലേ ഫിഗർ? ബൈൻഡിങ് എനർജി കർവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നോക്കണേ. ഓക്കെ ലിസൺ, ബൈൻഡിങ് എനർജി കർവ് ഇതാ ഏകദേശം ഇങ്ങനെയാണ് ബൈൻഡിങ് എനർജി കർവ് പോകുന്നത്. ആ ഫിഗർ അത്ര ക്ലാരിറ്റി ഇതാ ഏകദേശം ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ബൈൻഡിങ് എനർജി കർവ് പോകുന്നത്. ഇത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും ഇത് മാസ് നമ്പറുമാണ്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, മാസ് നമ്പർ കൂടുമ്പോൾ ബൈൻഡിങ് എനർജിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ആദ്യം കൂടുന്നു. ബൈൻഡിങ് എനർജിൻ്റെ വാല്യൂ ആദ്യം കൂടുന്നു, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ദാറ്റ് മീൻസ് മാസ് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ബൈൻഡിങ് എനർജിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ആദ്യം കൂടുന്നു, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? ആദ്യം കൂടുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഏറ്റവും മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ ആർക്കാണുള്ളത്? മാസ് നമ്പർ 56 ഉള്ള ആളാണ്. മാസ് നമ്പർ 56 ഉള്ള ആളാരാ മക്കളെ? വേഗം പറഞ്ഞേ. മാസ് നമ്പർ 56 ഉള്ള ആളാ എത്രയാ? അതിൻ്റെ വാല്യൂ 8.75 MeV. 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മാക്സിമം ഉള്ള ആൾ. അയാളെ മാസ് നമ്പർ 56 ആണ്. അതെന്ന് പറഞ്ഞാൽ ആരാ? അയൺ ആണ്. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഏറ്റവും മാക്സിമം ഉള്ള ആൾ അയൺ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതിൻ്റെ മാസ് നമ്പർ 56 ആണ്. ഇനി നമുക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഇതാ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു വാല്യൂ വരെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 30ൻ്റെയും 170ൻ്റെയും ഇടയിലാണ് അവിടെ ഉണ്ടാകുന്ന ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത്. 30നും 170ൻ്റെ ഇടയിലാണ് അത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി. ഇനി 30ന് താഴെ ഉള്ള ആൾക്കാരെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവായിരിക്കും. 170ൻ്റെ മുകളിലുള്ള ആൾക്കാരെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവായിരിക്കും. കുറവാവുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർ അൺസ്റ്റേബിൾ ആയിരിക്കും. കുറവാവുക എന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. എടാ മക്കളെ, അവർ കുറവാവുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. അൺസ്റ്റേബിൾ ആയ ആൾക്കാർ എന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കുക? സ്റ്റേബിൾ ആവാൻ വേണ്ടി നോക്കും. എങ്ങനെ സ്റ്റേബിൾ ആവുക? ബൈൻഡിങ് എനർജി കൂട്ടിയിട്ടാണ് സ്റ്റേബിൾ ആവുക. അപ്പോൾ ലൈറ്റ് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട്, മാസ് നമ്പർ കുറഞ്ഞ ആൾക്കാർ കമ്പൈൻ ചെയ്തിട്ട് സ്റ്റേബിൾ ആവും. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ. അതായത് പിന്നെ ബൈൻഡിങ് എനർജി കുറവുള്ള 170നെക്കാട്ടി കൂടിയ ഹെവി ന്യൂക്ലിയസ് എന്താ ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ബൈൻഡിങ് സ്റ്റേബിൾ ആവാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഫിഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ ഈസ് ലോവർ ഫോർ ബോത്ത് ലൈറ്റ് ന്യൂക്ലിയെ. ദാറ്റ് മീൻസ് 30നെക്കാട്ടി കുറവുള്ള ആൾക്കാർക്കും ഹെവി ന്യൂക്ലിയസിനും എന്തായിരിക്കും? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കുറവായിരിക്കും. കുറവുള്ള ആൾക്കാർ അത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഫിഷനും ഫ്യൂഷനും നടത്തും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. യെസ്, ഓർമ്മ വരും. എക്സാമുകൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. മക്കളെ, ഇതിൻ്റെ ആൻസർ പറയും, വേഗം പറയും. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് മാക്സിമം ഇൻ കേസ് ഓഫ്, പറയടാ, ആരാ വരിക? മാക്സിമം ആർക്കാ വരിക? അയൺ. മാക്സിമം ആർക്കാ വരിക? അയൺ. 56 മാസ് നമ്പർ 56 ഉള്ള ആൾക്കാർക്കായിരിക്കും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മാക്സിമം ഉണ്ടാവുക. ബൈൻഡിങ് എനർജി കർവിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണ് എങ്ങനെ വാരി ചെയ്യുന്നു? മാസ് നമ്പർ കൂടുമ്പോൾ എങ്ങനെ വാരി ചെയ്യുന്നു? അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ പോയിട്ട് ഒരു വാരിയേഷൻ ഉണ്ട്. എങ്ങനെ പോവുക ചെയ്യുന്നത്? ആദ്യം ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. മാസ് നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ എന്താ അതിന് ആൻസർ വരിക? മാസ് നമ്പർ കൂടുമ്പോൾ ആദ്യം ബൈൻഡിങ് എനർജി കൂടുന്നു, മാസ് നമ്പർ കൂടുമ്പോൾ പിന്നെ ബൈൻഡിങ് എനർജി കുറയുന്നു. ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മാസ് നമ്പർ. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡീകേ ലോ ആണ്, റേഡിയോ ആക്ടിവിറ്റിയാണ്. മനസ്സിലാക്കി വെക്കുക, പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ സാമ്പിൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ മനസ്സിലാവുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അതായത് ഓരോ ഇൻസ്റ്റൻറ്റിലും ഉണ്ടാകുന്ന പുറത്തേക്ക് പോകുന്ന റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ എനർജി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അയാളെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കാൻ ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. ആ എലമെൻറ്റിന് റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ അളവ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇപ്പമുള്ള അളവിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പുറത്തേക്ക് പോകുന്ന അളവിൻ്റെ റേറ്റ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്.
dN/dt എന്നുള്ള സാധനം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്കിയുള്ളതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്, ബാക്കിയുള്ളതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ നിങ്ങൾ പഠിക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ dN/dt ഈസ് ഈക്വൽ ടു -λN. dN/dt ഈസ് ഈക്വൽ ടു -λN. ഇതാണ് പഠിക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ. dN/dt ഈസ് ഈക്വൽ ടു -λN. ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. വേഗം പഠിച്ച്. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ടേ. സാറൊന്ന് ചുരുക്കിയോ പോടുന്നു. റൈറ്റ്. dN/dt ഈസ് ഈക്വൽ ടു -λN. dN/dt ഈസ് ഈക്വൽ ടു -λN. dN/dt ഈസ് ഈക്വൽ ടു -λN. അതിലെ ബി മർജാന എല്ലാം കൺഫ്യൂഷനാണെന്നു. ഓക്കെ, മർജാനൊക്കെ എന്തോ ഹായ് കൊടുത്തിട്ട് ഓൾ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു. dN/dt ഈസ് ഈക്വൽ ടു -λN ആൻഡ് ഓൾസോ റിമെമ്പർ ദ റിലേഷൻ n ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു e റേസ് ടു -λt. n ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു e റേസ് ടു -λt. ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷൻ കേട്ടോ. റൈറ്റ്. അപ്പോൾ dN/dt ഈസ് ഈക്വൽ ടു -λN ആൻഡ് n എന്ന് പറഞ്ഞാൽ എന്താ, ബാക്കിയുള്ളതാ, അൺഡീക്കേഡ് എന്ന് പറഞ്ഞാൽ പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിച്ചു കേട്ടോളാം. എന്ന് പറഞ്ഞാൽ എന്താ, ബാക്കിയുള്ളതാ, അൺഡീക്കേഡ്. ബാക്കിയുള്ള സാധനമാണ് n എന്ന് പറഞ്ഞാൽ എന്താ, അൺഡീക്കേഡ്. അപ്പോൾ ഞാൻ ചോദിക്കും സാർ അപ്പോൾ n0 എന്ന് പറഞ്ഞാലോ, n0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഉണ്ടായ അളവ്, ഇനീഷ്യലി ഉണ്ടായ എമൗണ്ട് ആണ് എന്ത്, n0. n എന്ന് പറഞ്ഞാൽ എന്താ, ബാക്കിയുള്ളത്. ലാംഡ എന്ന് പറഞ്ഞാൽ ഡി കെ കോൺസ്റ്റൻറ്റ്. ലാംഡ എന്ന് പറഞ്ഞാൽ ഡി കെ കോൺസ്റ്റൻറ്റ്. എടാ മക്കളെ, ഇതിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രോബ്ലം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക എ ഈസ് ഈക്വൽ ടു ലാംഡ എൻ ഓൾസോ ഇല്ലേ, എ ഈസ് ഈക്വൽ ടു ലാംഡ എൻ. ദാറ്റ് ഇസ് ആക്ടിവിറ്റി. അവിടേക്ക് പോവാണ്. മോഹനൻ ചോദിച്ചു, മോഹനൻ പുലുക്കു റൈറ്റ്. എൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം എന്താ പറയുന്നത് എന്നുള്ളത്. ക്വസ്റ്റ്യനിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വെച്ചുള്ള പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നോക്കടാ. റൈറ്റ്. ഓക്കെ, നോക്കണേ. 2 radioactive material x1 and x2 have decay constant 10 lambda and lambda respectively. Initially they have the same number of nuclei. The ratio of number of nuclei x1 and x2 will be 1/e after a time. 1/e വാല്യൂ എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്. റൈറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മോഡൽ ഞാൻ ചെയ്യും. ഇതേ മോഡലിൽ ക്വസ്റ്റ്യൻ അടുത്ത് ഞാൻ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ എനിക്ക് ചെയ്ത് കാണിച്ചു തന്നാൽ മതി. അതിൻ്റെ ആൻസർ നിങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഈ മോഡൽ ഞാൻ ചെയ്യാം. ശ്രദ്ധിച്ച് കേട്ടണേ. കുറേ ആൾക്കാർ ആൻസർ ഓൾറെഡി പറഞ്ഞു, കുറേ ആൾക്കാർ ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്, 2 റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് 1 ആണ്, ഒന്ന് 2 ആണ് എടുക്കാം. സോ n1 എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് n0 ഇൻറ്റു e റേസ് ടു -λt. ഇതാണ് നമ്മുടെ നോർമൽ ഇക്വേഷൻ. എന്താ, n is equal to n0 e റേസ് ടു -λt അല്ലേ നമ്മുടെ നോർമൽ ഇക്വേഷൻ. ഈ നോർമൽ ഇക്വേഷൻ എടുക്കുക. ഫസ്റ്റത്തെ ആൾ n1, n0, രണ്ട് ആൾക്കാരുടെയും ഇനീഷ്യൽ നമ്പർ n0ൻ്റെ വാല്യൂ സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇത് ഒരു പ്രാവശ്യം ചെയ്ത് പഠിച്ച കുട്ടിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ പഠിച്ച കുട്ടികളായിരിക്കും ഇതിൻ്റെ ആൻസർ വേഗം പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ്, ഞാൻ പറയുന്നതിന് മുന്നേ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. വെരി ഗുഡ്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റിൻ്റെ ഡി കെ കോൺസ്റ്റൻറ്റ് 10 ലാംഡ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ e റേസ് ടു -10 λt എന്ന് എടുക്കാം. 10 λt, e റേസ് ടു -10 λt. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ആൾ ഇക്വേഷൻ n0 സെയിം ആണ്, e റേസ് ടു -λt. അവിടെ 10 ഇല്ല, അവിടെ വെറും ലാംഡയാണ്. ഇങ്ങനെ എഴുതുന്നതിൽ എന്തേ പ്രശ്നമുണ്ടോ? ഈ പറഞ്ഞ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പറഞ്ഞ സ്റ്റെപ്പ് മനസ്സിലായോ? ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ പറ. ഈ രണ്ടാൾക്കാരുടെ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ന്യൂക്ലിയ x1 and x2 ആഫ്റ്റർ കുറച്ച് നേരം കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരുടെ റേഷ്യോ 1/e ആവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് n1/n2. അപ്പോൾ നമ്മൾ റേഷ്യോ എടുത്ത് എന്താ വരിക? n1/n2 is equal to n0 into e raised to -10 λt divided by n0 into e raised to -λt എന്ന് വരും. റൈറ്റ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് n1/n2 എന്ന് പറഞ്ഞാൽ 1/e ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ n0 കട്ട് ചെയ്യാം. n1/n2 നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? 1/e കൊടുക്കുക. n1/n2 എന്ത് കൊടുക്കുക? 1/e എന്ന് കൊടുക്കുക. e raised to -10 λt divided by e raised to -λt എന്നുള്ള രീതിയിൽ എഴുതി കൂടെ. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ നോക്കുക. അടുത്ത സ്റ്റെപ്പിൽ 1/e എന്ന് പറഞ്ഞാൽ e raised to -1 ആണ്. 1/e എന്ന് പറഞ്ഞാൽ എന്താ? e raised to -1. എടാ e raised to -λt മുകളിലേക്ക് പോയാൽ എന്താ കിട്ടുക? +λt അല്ലേ. അപ്പോൾ e raised to -10 λt ഇൻറ്റു e raised to +λt.
ഇത് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ x raised to m into x raised to n ഇത് x raised to m plus n കിട്ടില്ലേ? അപ്പോൾ x plus n അടിക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? പ്ലസ് ലാംഡ ടി എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ e raised to minus 1 is equal to e raised to minus ലാംഡ ടി എന്ന് കിട്ടും. e raised to minus ലാംഡ ടി. ഓക്കെ, സോ രണ്ട് സെയിം ഫങ്ഷൻസിൻ്റെയും പവർ സെയിം ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? -1 ക്യാൻ ബി ഇക്വേറ്റഡ് ടു -9 ലാംഡ ടി. ഈ മൈനസും കട്ട് ചെയ്താൽ ടി ഈസ് ഈക്വൽ ടു 1/9 ലാംഡ. ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ ഇതിൻ്റെ ആൻസർ ഓൾറെഡി മാർക്ക് ചെയ്തായിരുന്നു. ടി ഈസ് ഈക്വൽ ടു 1/9 ലാംഡ. ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാൾക്കാരുടെയും ഇക്വേഷൻസ് എഴുതാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞ റേഷ്യോ എടുക്കുക, വാല്യൂ കൊടുക്കുക, ഈൻ്റെ പവർ ഒരുമിച്ച് ചെയ്താൽ ഈൻ്റെ പവർ എഴുതുക, എന്നിട്ട് ഈൻ്റെ പവേഴ്സ് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യാം. ഇതേ മോഡലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടി ചെയ്യട്ടെ. എടാ കോയിച്ചാറ്റ് നടത്തിക്കൊണ്ട് നിൽക്കുന്നവനെ ഒന്നും എടുത്ത് വയ്ക്കുക. റൈറ്റ്, ഇനി 5 ലാംഡ ആൻഡ് 2 ലാംഡ അറ്റ് റെസ്പെക്റ്റീവ്ലി സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണോ വേഗം ചെയ്ത് നോക്കിക്കേ. നീറ്റ് എക്സാമിന് തീരെ സമയമില്ല, അപ്പോഴാണ് നമുക്ക് നാട്ടുവിശേഷങ്ങളൊക്കെ അറിയേണ്ട സമയം. റൈറ്റ്, 5 ലാംഡ ആൻഡ് ലാംഡ റെസ്പെക്റ്റീവ്ലി അറ്റ് t is equal to 0 a sample has the same number of 2 nuclei. The time taken for the ratio of number of nuclei to 1/e square. ഇപ്പോൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. n1 divided by n1 divided by n2 എന്ന് പറഞ്ഞാൽ 1/e whole square എന്ന് പറഞ്ഞാൽ 1/e square ആണ്. 1/e square, റൈറ്റ്, 1/e square. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വരിക? ഫസ്റ്റ് ഇക്വേഷൻ എല്ലാവരും പറയും. n1 is equal to n0 into e raised to minus 5 ലാംഡ ടി. n2 is equal to n0 into e raised to minus ലാംഡ ടി. ഈ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? n1/n2. അടുത്ത സ്റ്റെപ്പ് ഒറ്റയടിക്ക് എഴുതി പഠിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ n0 കട്ട് ചെയ്തൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കി എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ e raised to minus 5 ലാംഡ ടി ഡിവൈഡ് ബൈ e raised to minus ലാംഡ ടി. അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് ലാംഡ ടി മുകളിൽ വരുമ്പോൾ പ്ലസ് ലാംഡ ടി വരും. n1/n2ന് 1/e സ്ക്വയർ കൊടുക്കുക. e raised to minus 5 ലാംഡ ടി പ്ലസ് ലാംഡ ടി എന്ന് വരും. ഇതിനെ e raised to minus 2 എഴുതാം, ഇതിനെ e raised to minus 4 ലാംഡ ടി എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ വി ക്യാൻ യൂസ് -2 is equal to -4 ലാംഡ ടി. മൈനസ് കട്ട് ചെയ്യുക. t is equal to 2/4 ലാംഡ. സോ ദ വാല്യൂ വിൽ ബി 1/2 ലാംഡ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മക്കളെ, ഈ ഒരു മോഡൽ വന്നാൽ നിങ്ങൾ ചെയ്യുമല്ലോ. റൈറ്റ്, റോങ് ബോയ് ഈ വാങ്ങി തരണം എന്തായാലും. ഡോക്ടർ ആവുകയാണെങ്കിലല്ല, ആവണം. നീ അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നീ ആയേ പറ്റുള്ളൂ. ചൂടുവെള്ളമായിരുന്നു, ആരും ആവേശത്തിനെടുത്ത് കുടിക്കുകയും ചെയ്ത് കണ്ണെന്ന് പൊന്നിച്ച് പാറി. റൈറ്റ്, ലിസൺ. നെക്സ്റ്റ് വൺ ഈസ് ആക്ടിവിറ്റി. ഇത് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നതുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്ത് പഠിക്കാം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡീകേ റേറ്റ് ആണ്. It is the total decay rate, which means the number of nuclei disintegrating per unit time. A is equal to minus dn by dt. A is equal to minus dn by dt. We know that dn by dt is equal to minus lambda n. So minus of minus lambda n will give plus lambda n. This is the relation between activity and number of nuclei present undecayed into decay constant. A is equal to lambda n. അതേപോലെ നിങ്ങൾ നേരത്തെ പഠിച്ച റിലേഷനാണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു dn by dt വിളിക്കുന്ന പേരാണ് ആക്ടിവിറ്റി. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന റേറ്റ് കേട്ടോ. അപ്പോൾ A is equal to A0 into e raised to minus lambda t. ഇതാണ് അടുത്ത റിലേഷൻ. A is equal to A0 into e raised to minus lambda t. ഓക്കെ, ഈ റിലേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. ആക്ടിവിറ്റിയും ഡീകേ കോൺസ്റ്റൻറ്റും എന്നും തമ്മിലുള്ള റിലേഷൻ. A is equal to lambda n. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം പഠിപ്പിക്കുന്നത് ഷോർട്ട് കട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഈ ഡീകേ ചെയ്യപ്പെടുന്ന ആൾ ഒരു റിലേഷൻ പഠിപ്പിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടുള്ള ഹാഫ് ലൈഫ് പറയാൻ പോകുന്നത്. എന്താണ് ഹാഫ് ലൈഫ്? എന്താ മക്കളെ പറയാൻ പോകുന്നത്? ഹാഫ് ലൈഫാണ്. ഇനീഷ്യലി ഒരാൾ n0 ആണെന്ന് വിചാരിക്കും. ഇതിനെ ടി ഹാഫ് എന്ന് പറയും. ഇതാണ് ഹാഫ് ലൈഫ്. ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ അത് പകുതിയാവും. n0/2 ആവുന്നതിനെ പകുതി ആവുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹാഫ് ലൈഫ്. പകുതി ആവാൻ എടുക്കുന്ന സമയത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഹാഫ് ലൈഫ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന പോയിന്റ് നോക്കിക്കേ.
N0 ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ അത് N0/2 ആവും, പകുതിയായി. N0 ഒരു ഹാഫ് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? N0/2 ആവും. അടുത്തൊരു ഹാഫ് ലൈഫ് കഴിഞ്ഞാലോ, അടുത്തൊരു T ഹാഫ് കഴിഞ്ഞാലോ പകുതിൻ്റെ പകുതി ആവില്ലേ? ഓൾറെഡി പകുതിയാണ്, അടുത്ത ഹാഫ് കഴിയുമ്പോഴോ അതിൻ്റെ പകുതി കൂടി ആവും. സോ N0/2 × 2 1/2 അല്ലേ വരിക? N0/2ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ? 1/2. ഇനി അടുത്ത സ്റ്റെപ്പിൽ അടുത്ത ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ എന്താ മക്കളെ വരിക? N0/2 × 2നെ ഞാൻ ഒറ്റ സ്റ്റെപ്പിന് എഴുതാൻ പോകുന്ന നോക്കിക്കേ. 2 × 2നെ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതാൻ പോയത് 2 × 2നെ 2 സ്ക്വയർ എഴുതി. 2 × 2നെ എന്ത് എഴുതി? 2 സ്ക്വയർ എഴുതി. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. അടുത്ത സ്റ്റെപ്പിൽ 2 × 2 × 2 എന്നല്ലേ വരിക? 2 × 2 × 2 റൈറ്റ്. സംശയം ഉണ്ടോ? ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2നെ എനിക്ക് എങ്ങനെ എഴുതാം? 2³ എന്ന് എഴുതി കൂടെ? അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പറയാൻ പറ്റും അടുത്ത T ഹാഫിൽ N0 എന്താ വരിക മക്കളെ? N0/2 എത്രയായിരിക്കും? 2⁴ ആയിരിക്കും. ഈ ഒരു ഓർഡറിലാണ് ഇത് പോവുക. ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് ഇത് പോവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ദർ ഇസ് എ റിലേഷൻ. ബാക്കിയുള്ള ആൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ അൺഡീക്കേഡ് എന്നുള്ള ആൾ N0/2n ആയിരിക്കും. എടാ മക്കളെ ഇത് ബൈ ഹാർഡ് ആയിട്ട് പഠിച്ചോളൂ കേട്ടോ. ഇവിടുന്ന് ചോദ്യം ഉറപ്പാണ്, ഈ ഒരു സെഷനിൽ ചോദ്യം ഉറപ്പാണ്. n = N0/2n വേർ n എന്ന് പറഞ്ഞാൽ T/T². n എന്ന് പറഞ്ഞാൽ എന്താ? T/T². n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹാഫ് ലൈഫ് ആണ്. എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞു? n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഹാഫ് ലൈഫ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. റൈറ്റ്. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഒരു ന്യൂക്ലിയസിൻ്റെ ഹാഫ് ലൈഫ് 4 മിനിറ്റാണ്. ഒരു ന്യൂക്ലിയസിൻ്റെ ഹാഫ് ലൈഫ് 4 മിനിറ്റാണ്. T ഹാഫ് ഈസ് ഗിവൺ. ഒരു ന്യൂക്ലിയസിൻ്റെ ഹാഫ് ലൈഫ് 4 മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ 12 മിനിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ന്യൂക്ലിയസിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? ഉണ്ടാവുന്ന ബാക്കിയുള്ള ന്യൂക്ലിയസ് എത്രയാണെന്ന് ചോദിക്കും. 12 മിനിറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത്. അപ്പോൾ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? n = T/T½ അല്ലേ? സ്മോൾ ലെറ്റർ n = T/T². T എത്രയാ? 12. ഹാഫ് ലൈഫ് 4 അല്ലേ? ദാറ്റ് മീൻസ് 3 ഹാഫ് ലൈഫ് കഴിഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 ഹാഫ് ലൈഫ് കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. സോ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ആളെ അളവ് എത്രയാണെന്നല്ലേ? ബാക്കിയുള്ള ആളെ അളവ് എത്രയാ? n = N0/2n. 2n എന്ന് പറഞ്ഞാൽ 2⁵. 2⁵ എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? എത്രയാ? N0/8. സിമ്പിൾ അല്ലേ ഈ പഠിപ്പിച്ച കാര്യം? ഈ പഠിപ്പിച്ച കാര്യം മനസ്സിലായോ? ഈ പഠിപ്പിച്ച കാര്യം ക്ലിയർ അല്ലേ? യെസ്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നോക്കണേ. ഡീകേ ചെയ്തു, അൺഡീകേ ചെയ്തു. ക്വസ്റ്റ്യൻ അൺഡീക്കേഡ് ബാക്കിയുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുന്നത് നന്നായി ശ്രദ്ധിക്കണം. ഞാൻ പറയുകയാണ് N0/2 ഡീകേ ചെയ്താൽ ബാക്കി എത്രയാ? N0/2 ബാക്കി ഉണ്ടാവുക. N0/2 ഡീകേ ചെയ്താൽ N0/2 ബാക്കി ഉണ്ടാവുക. അപ്പോൾ എത്രയാ? ഒരു T ഹാഫ്. എടാ 3N0/4 ഡീകേ ചെയ്തു. എന്താണ്? 3N0/4 ഡീകേ ചെയ്തു. 3N0/4 ഡീകേ ചെയ്താൽ ബാക്കി എത്രയാ? 3/4 ഭാഗം ഡീകേ ചെയ്തു പോയി. 3/4 ഭാഗം ഡീകേ ചെയ്തു പോയാൽ ബാക്കിയുള്ള എത്രയാ? 1/4 ഭാഗമല്ലേ? 3N0/4 പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എത്രയാ? N0/4 ആയിരിക്കും. എടാ മക്കളെ എനിക്കൊരു കാര്യം അറിയാം. 3N0/4 ഡീകേ ചെയ്താൽ ബാക്കിയുള്ളത് N0/4 ആണ്. ഈ N0/4നെ എങ്ങനെ എഴുതാം? N0/4നെ N0/2² എഴുതിക്കൂടെ? N0/2² എഴുതിക്കൂടെ? നമുക്കറിയാം ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതിനെ N0/2n വിളിക്കാം. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതിനെ N0/2n എഴുതിക്കൂടെ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ വരുന്ന n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹാഫ് ലൈഫ് അല്ലേ? അപ്പോൾ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞു? 2 ഹാഫ് ലൈഫ് കഴിഞ്ഞെന്ന് മനസ്സിലാക്കിക്കൂടെ? 2 ഹാഫ് ലൈഫ് കഴിഞ്ഞെന്ന് മനസ്സിലാക്കിക്കൂടെ? 2T ഹാഫ്. ഇനി ഞാൻ പറയുകയാണ് 7N0/8 ഡീകേ ചെയ്തു. ഞാൻ വെറുതെ ചോദിക്കുകയാണ്, 7N0/8 ഡീകേ ചെയ്താൽ ബാക്കിയുള്ളത് എത്രയായിരിക്കും? 7N0/8 ഡീകേ ചെയ്താൽ മക്കളെ പറയടാ ബാക്കിയുള്ളത് എത്രയായിരിക്കും? N0/8 അല്ലേ ബാക്കി ഉണ്ടാവുക? ഇതാണ് അൺഡീക്കേഡ് ആയിട്ടുണ്ടാവുക. ഈ അൺഡീക്കേഡ് ആയിട്ടുള്ളതിന് നമുക്ക് എന്ത് ചെയ്താം? N0/2ൻ്റെ പവറിൽ എഴുതാൻ പറ്റുമോ നോക്കുക. 2ൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 2³ അല്ലേ? ദാറ്റ് മീൻസ് ഈ 2ൻ്റെ പവറിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇതാണ് നമ്പർ ഓഫ് ഹാഫ് ലൈഫ്. ദാറ്റ് മീൻസ് ഇത് 3 ഹാഫ് ലൈഫ് എടുത്തിട്ടുണ്ടാവും. 3T ഹാഫ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. 3T ഹാഫ്. ഓക്കെ. n = 2 ഹാഫ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, 3N0/4 ആണെങ്കിൽ ബാക്കിയുള്ളത് N0/4. അതിനെ ഈ 4നെ 2ൻ്റെ പവറിൽ എഴുതാം. 2ൻ്റെ പവറിൽ എഴുതാൻ പറയുമ്പോൾ എത്രയാ? 2⁵2. 2⁵2. 2ൻ്റെ പവർ എന്താണോ അതാണ് ഹാഫ് ലൈഫ്. 2 എന്ന് കിട്ടും. അപ്പോൾ 2 ഹാഫ് ലൈഫ്.
ഇനി 7n0/8 ആണെങ്കിൽ ബാക്കിയുള്ളത് n0/8. 8ന് നമുക്ക് 2 ക്യൂബ് എഴുതാം. ക്യൂബായിട്ട് വരുന്ന 3 അതാണ് എന്ത് നമ്പർ ഓഫ് ഹാഫ് ലൈഫ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് അടക്കം അപ്പോഴാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഒരു റേഡിയോ സബ്സ്റ്റൻസിൻ്റെ ഹാഫ് ലൈഫ് 60 days ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗിവൺ ദാറ്റ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു 60 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ടൈം ടേക്കൺ ഫോർ 7/8 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ മാസ് ടു ഡിസൻറ്റഗ്രേറ്റ് വിൽ ബി. എത്ര ദിവസം കൊണ്ടാണ് 7/8 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ മാസ് ടു 7/8 ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് പോവാൻ എത്ര ദിവസം എടുക്കുന്ന ചോദിച്ചിരിക്കുന്നത്. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം. 7/8 ടോട്ടൽ ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ n0ൻ്റെ 7/8 ഡീകേ ചെയ്ത് പോയാൽ നമ്മളിപ്പോൾ ഇതേ മോഡലാണ് പ്രാക്ടീസ് ചെയ്ത് 7/8 n0 ഡീകേ ചെയ്ത് പോയാൽ ബാക്കിയുള്ളത് എത്രയാണ്? n0/8 അല്ലേ? നിങ്ങൾ ഒറ്റയടിക്ക് പറയണം എനിക്ക് ആൻസർ എന്താ വരിക? n0/8 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. n0/2 ക്യൂബ് എന്ന് എഴുതി കൂടെ. n0/2 ക്യൂബ്. അപ്പോൾ 2 ക്യൂബിൻ്റെ ഫോമിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ എത്ര ഹാഫ് ലൈഫാണ്? 3 ഹാഫ് ലൈഫ്. എത്ര ആൻസറാണ്? 3t ഹാഫ് അല്ലേ? 3t ഹാഫ് അല്ലേ ആയിട്ടുണ്ടാവുക? 3t ഹാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കടാ, ടി ഹാഫിൻ്റെ വാല്യൂ എത്രയാണ്? 60 അല്ലേ? ദാറ്റ് മീൻസ് 3 × 60. 3 × 60 മീൻസ് 180. ആൻസർ കിടക്കുന്നുണ്ടോ? 180 എന്നുള്ള ആൻസർ കിടക്കുന്നുണ്ടോ? യെസ്, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോടാ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? യെസ്. എന്നാൽ അതൊന്ന് പറയും. If the half-life of any sample of radioactive substance is 4 days. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഹാഫ് ലൈഫ് നിങ്ങൾ നോട്ട് ചെയ്യുക. എത്രയാണ്? 4 ആണ്. ഫ്രാക്ഷൻ ഓഫ് സാമ്പിൾ വിൽ റിമെയിൻ അൺഡീക്കേഡ് ആഫ്റ്റർ 2 days. 2 ദിവസം കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫ്രാക്ഷൻ ഓഫ് സാമ്പിൾ, ബാക്കിയുള്ളതിൻ്റെ ഫ്രാക്ഷൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ ബാക്കിയുള്ളതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് സാമ്പിൾ വിൽ റിമെയിൻ അൺഡീക്കേഡ് എന്ന് പറഞ്ഞാൽ n/n0 ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? n/n0. n/n0. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. n/n0 എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഞാനിപ്പോൾ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു തന്നായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. n is equal to n0/2 എന്നൊരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടില്ലായിരുന്നു. n is equal to n0/2 ആ ഇക്വേഷനിൽ n0 ഇങ്ങോട്ട് വന്നാൽ എന്താ കിട്ടുക? n/n0 is equal to 1/2 എന്ന് കിട്ടും. n/n0 is equal to 1/2. ഇനി എൻ്റെ ചോദ്യം, വാട്ട് ഈസ് n? n എന്ന് പറഞ്ഞാൽ എത്ര സമയം ഡിവൈഡഡ് ബൈ ടി ഹാഫ്. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? t/t ഹാഫ്. ഹാഫ് ലൈഫ് എത്രയാണ് മക്കളെ? 4. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടത്? 2 ദിവസം. സോ 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. സോ അവിടെ n-ന് 1/2 എനിക്കൊരു കാര്യം അറിയാം. 1/2 എന്ന് പറഞ്ഞാൽ മക്കളെ √2 അല്ലേ? സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ഞാൻ നോക്കുമ്പോഴേക്ക് ഏകദേശം എല്ലാവരും മാർക്ക് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ 4 ആണെന്നുള്ളത്. വെരി ഗുഡ്. റൈറ്റ്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ്. ഇനി വേറൊരു മോഡൽ. ഹാഫ് ലൈഫ് ഓഫ് റേഡിയോആക്റ്റീവ് സബ്സ്റ്റൻസ് എ ആൻഡ് ബി ആർ 20 and 40. സോ എൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 20 ആണ്. ബീൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 40 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, നമ്മൾ ഓക്കെയാണ്. ഇനീഷ്യലി ദ സാമ്പിൾ ഓഫ് എ ആൻഡ് ബി ഹാവ് ദ ഈക്വൽ നമ്പർ ഓഫ് ന്യൂക്ലിയർ. ദാറ്റ് മീൻസ് n0 രണ്ടാക്കും സെയിം ആണ്. ആഫ്റ്റർ 80 minutes ദ റേഷ്യോ ഓഫ് റിമൈനിങ് നമ്പർ ഓഫ് എ ആൻഡ് ബി ആ ചോദിച്ചിരിക്കുന്നത്. ഇതും ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. 80 മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടാൾക്കാരുടെ റേഷ്യോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് n/a is equal to n0/2. ഫസ്റ്റത്തെ ആളെ n എന്ന് പറഞ്ഞാൽ t/t ഹാഫ്. ടി എത്രയാണ്? ടി എന്ന് പറഞ്ഞാൽ 80 മിനിറ്റ് ആണ്. ടി ഹാഫ് എത്രയാണ്? ഫസ്റ്റത്തെ ആൾ ടി ഹാഫ് 20 ആണ്. സോ 80/20 എന്ന് പറഞ്ഞാൽ 4 ആണ് കിട്ടുക. 80/24 ആണ് കിട്ടുക. സോ ഇക്വേഷനിൽ n/a is equal to n0/2. 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? n0/16. n/a is equal to n0/16. ഡയറക്റ്റ് കിട്ടും. ഈ ഒരു മോഡൽ ചിലപ്പോൾ ഈ ഒരു മോഡലായിരിക്കാം ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. റൈറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക. അടുത്തത് n/b എന്ന് പറഞ്ഞാൽ എന്താ? n0/2. n എന്ന് പറഞ്ഞാൽ 80/2 രണ്ടാമത്തെ ആളത് 40 ആണ്. ദാറ്റ് വിൽ ഗീവ് 2. സോ n0/2 സ്ക്വയർ ദാറ്റ് വിൽ ഗീവ് n0/4.
സോ NA/NB അല്ലേ ചോദിച്ചിരിക്കുന്നത്. NA എത്രയാണ്? N0/16 ഡിവൈഡഡ് ബൈ N0/4 റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ കാരണം 4/N0 എന്ന് എഴുതി കൂടെ. N0 കട്ട് ചെയ്യുക, 4/16 ദ വാല്യൂ വിൽ ബി 1/4. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 1:4. ഏകദേശം എല്ലാവരും ചെയ്ത് കഴിഞ്ഞു. വെരി ഗുഡ്. എല്ലാവരും ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇനി സിമിലർ ക്വസ്റ്റ്യൻ വേഗം ചെയ്യും. റൈറ്റ്. ദ ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ സബ്സ്റ്റൻസ് ഈസ് 48 hours. ഒറ്റയടിക്ക് സ്റ്റെപ്പ് ചെയ്ത വേഗം ചെയ്ത് എല്ലാവരുടെ കൂടെ ചെയ്ത T12 is equal to 48 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ഡിസൻറ്റഗ്രേറ്റ് ടു 1/16th പാർട്ട്? എടാ നമ്മൾ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കുക. 1/16th പാർട്ട് ആവാൻ എന്താണ് 1/16 ഡിസൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ബാക്കി 1/16 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. നേരത്തെ 7/8 ഡിസൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിസൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ബാക്കി എത്രയേ വരാൻ പറ്റുള്ളൂ? 1/16 വരാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്താ ആലോചിക്കുക? ഒറ്റ സ്റ്റെപ്പിൽ N is equal to N0/16 എന്ന് എഴുതാം. N0/16 2⁴ എന്ന് എഴുതാം. 4 T12 എന്നല്ല ആൻസർ കിട്ടുക. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയോ? അതാണ് നിങ്ങളെ കഴിവ്. അത് മനസ്സിലാക്കി വെക്കുക. അതാണ് നമുക്ക് വേണ്ടത്. 4 T12 എന്ന് പറയുമ്പോൾ 4 × 48 റൈറ്റ്. 8 4 32. ലാസ്റ്റ് 2 വരുന്ന 2 ഓപ്ഷൻസ്. 48 × 4 എന്തായാലും 192 ആണ്. 12 എന്തായാലും വരില്ല. ദാറ്റ്സ് എ ലോജിക്. ഞാൻ മൾട്ടിപ്പിൾ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. ഞാൻ നേരെ നോക്കി. 4 × 8 32 അവസാനം വരും. 2 വരിക. 2 വരുന്ന എത്ര ഓപ്ഷൻസ്? 2 ഓപ്ഷൻസ്. 48 × 4 എന്തായാലും 12 വരില്ലല്ലോ. നേരെ ഓപ്ഷൻ സി മാർക്ക് ചെയ്ത്. ഞാൻ ചെയ്ത് നോക്കിയില്ല. വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ബേസിക് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? എടാ മക്കളെ ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് റിലേഷൻ. ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ T12 ആൻഡ് dk കോൺസ്റ്റൻറ്റ്. T12 is equal to 0.693/λ or ln 2/λ. T12 എന്ന് പറഞ്ഞാൽ ln 2/λ. ln 2ൻ്റെ വാല്യൂ ആണ് 0.693/λ. ഇത് പഠിച്ചു വെക്കണം. T12 is equal to ln 2/λ or 0.693/λ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. യെസ്. ഓക്കെ. ഇനി ഇവിടുന്ന് ചോദിക്കുന്ന ഒരു മോഡലും കൂടി ഉണ്ട്. നോക്കണേ. അതായത് ഒരാൾ ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുക. എ എന്നുള്ള ന്യൂക്ലിയസ് ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുക. 20% ഡീക്കേ ആവാൻ T1 സമയമെടുത്തു. 80% ഡീക്കേ ആവാൻ T2 സമയമെടുത്തു. എന്താ പറഞ്ഞിരിക്കുന്നത്? 4 T12 എങ്ങനെയാണ് കിട്ടിയെന്നോ? അതിലെവിടെയുള്ളത്? 16 അല്ലേ? 2⁴. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2⁴ എന്ന് പറഞ്ഞാൽ 2N0/2n ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹാഫ് ലൈഫാണ്. ഈ ഒരു n-ൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന 4 ആണ്. ദാറ്റ് മീൻസ് 4 T12. അതിലൊക്കെ മനസ്സിലായോ? അതിൽ നോക്കണേ. ആ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യണേ. ഇനി എ എന്നുള്ള ആൾ 20% ഡീക്കേ ചെയ്താൽ, 20% ഡീക്കേ ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാവുക? 80% ബാക്കി ഉണ്ടാവും. ആലോചിക്കണേ. 80% ഡീക്കേ ആവാനെടുത്ത സമയം T2 ആണ്. 80% ഡീക്കേ ചെയ്താൽ ബാക്കി എത്രയാണ്? 20%. 100% ഉള്ള ആളിൽ നിന്ന് അയാൾ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. 20% ഡീക്കേ ചെയ്താൽ 80% ബാക്കി ഉണ്ടാവും. 80% ഡീക്കേ ചെയ്താൽ അയാൾ 20% ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള അളവ് 80 and 20. സോ ദർ ഇസ് എ റിലേഷൻ. അപ്പോൾ ചോദിക്കാറ് ഇവ തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ചോദ്യം വന്നാൽ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ T1 - T2 is equal to ln 1/λ ln n1/n2. 1/λ ln n1/n2. ഈ ഒരു സംഭവം പഠിക്കണേ. T1 - T2 is equal to 1/λ ln n1/n2. ഇതിൻ്റെ പ്രോബ്ലം ഞാൻ ചെയ്തിട്ട് നിങ്ങളെ പഠിപ്പിക്കും. നോക്കിക്കോളുക. അപ്പോൾ T1 ടൈം കൊണ്ട് അൺഡീക്കേഡ് ഉള്ളതും T2 സമയം കൊണ്ട് ബാക്കിയുള്ളതും വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ പ്രോബ്ലം ചെയ്യുക. അതായത് എ എന്നുള്ള ആൾ 20% നഷ്ടപ്പെട്ടപ്പോൾ ബാക്കിയുള്ളത് 80%. 20% നഷ്ടപ്പെടുന്ന എടുത്ത സമയം T1 ആണ്. 80% നഷ്ടപ്പെടാൻ വേണ്ടി എടുത്ത സമയം T2 ആണെങ്കിൽ ഈ രണ്ട് സമയങ്ങൾ കൂടി എടുക്കുന്ന സമയത്തിന് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1/λ × ln n1/n2 ആണ്. ലോണിനെ നമ്മൾ ലോഗിൻ്റെ ഫോമിലേക്ക് മാറ്റുമ്പോൾ 2.303 വരും എന്നുള്ള കാര്യമാണ്. ജോ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ജോ എന്ന് പറഞ്ഞ ആളത് കേട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, റൈറ്റ്. ക്വസ്റ്റ്യൻ നോക്കടാ. റൈറ്റ്. ലിസൺ, ഒരു ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്യാട്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കുക എല്ലാവരും. ദ ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോആക്റ്റീവ് സബ്സ്റ്റൻസ് ഈസ് 30 minutes. ഹാഫ് ലൈഫ് ഓഫ് റേഡിയോആക്റ്റീവ് സബ്സ്റ്റൻസ് എത്രയാണ്? 30 minutes ആണ്. 30 minute ആണ് ഹാഫ് ലൈഫ്.
ടൈം ടേക്കൺ ബിറ്റ്വീൻ 40% ഡീകെ 85% ഡീകെ ഓഫ് ദ സെയിം റേഡിയോ സബ്സ്റ്റൻസ്. സെയിം ആൾക്കാർ, ഒരാൾ ഹാഫ് ലൈഫ് ടി ഹാഫ് ഈസ് ഗിവൺ 30 മിനിറ്റ്. ഇതിൻ്റെ പ്രോബ്ലം നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ടി ഹാഫ് 30 മിനിറ്റാണ്. ഞാൻ ഒരു മോഡലേ ചെയ്യിക്കുന്നത്. അപ്പോൾ 40% ഡീകെ ചെയ്തെന്ന് പറഞ്ഞാൽ അതിൽ ബാക്കിയുള്ളത് 60%. അതെനിക്കറിയാം. 40% ഡീകെ ചെയ്തെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് 60%. ദർ ഇസ് നോ ഡൗട്ട്. 85% ഡീകെ ചെയ്തെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് 85 - 50 എന്ന് പറഞ്ഞാൽ 15%. സോ N2ൻ്റെ വാല്യൂ 15 വരിക. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ T1 - T2 അല്ലേ ചെയ്യുന്നത്? കോക്കോമെലൺ റൈംസ്. സർ പ്ലീസ് റിപ്ലൈ മീ. കോക്കോമെലൺ എനിക്ക് നന്നായിട്ട് അറിയാം. പറയൂ കോക്കോമെലൺ. T1 - T2 എന്ന് പറഞ്ഞാൽ എന്താ? 1/λ. എടാ ഈ കോക്കോ ചോദിച്ചാൽ എന്താണെന്ന് കയറില്ല. ആരതി പറഞ്ഞിട്ടുണ്ട് ആപ്പിളുണ്ടെന്ന്. 1/λ ഇൻറ്റു ലോൺ N1 / N2 അല്ലേ? എടാ മക്കളെ, ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ശ്രദ്ധിച്ച് കേട്ടെ. 1/λ ഇൻറ്റു ലോൺ N1 എന്ന് പറഞ്ഞാൽ 60, N2 എന്ന് പറഞ്ഞാൽ 15. അടുത്ത സ്റ്റെപ്പ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നോക്കിക്കോ. 15/16 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? 15/16 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 അല്ലേ? വാട്ട് ഈസ് 4? 4 എന്ന് പറഞ്ഞാൽ 2² അല്ലേ? എടാ നമ്മൾ പഠിക്കുന്നുണ്ടൊരു ഐഡിയ. ലോൺ A⁻x എന്ന് പറഞ്ഞാൽ എക്സ് ലോൺ എ ആട്ടോ. ഇത് അറിയാത്തതുകൊണ്ട് നോട്ട് ചെയ്യണേ. ലോൺ A⁻x എന്ന് പറഞ്ഞാൽ എക്സ് ലോൺ എ ആണ്. ലോൺ A⁻x എന്ന് പറഞ്ഞാൽ എക്സ് ലോൺ എ ആണ്. അപ്പോൾ നമുക്ക് ലോൺ 2² എന്ന് പറഞ്ഞാൽ 2⁻2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2 × ലോൺ 2/λ എന്ന് എഴുതിക്കൂടെ? 2 × ലോൺ 2/λ. എടാ മക്കളെ, ലോൺ 2/λ എവിടെയോ കണ്ടിട്ടില്ലേ? ലോൺ 2/λ എവിടെയാണ് കണ്ടത്? എന്താ ലോൺ 2/λ? ടി ഹാഫ് ഇസ് ഈക്വൽ ടു ലോൺ 2/λ. സോ 2 × ലോൺ 2/λക്ക് ടി ഹാഫ് കൊടുക്കുക. 2 × ടി ഹാഫ് ഈസ് 30. 2 × 30 ഈസ് 60. സോ ദ ആൻസർ വിൽ ബി 60. അപ്പോൾ എടാ മക്കളെ, ഈ ഒരു ചോദ്യം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങളെ തലയിൽ നിൽക്കത്തുള്ളൂ. അത് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് ചെയ്ത് പഠിക്കുക. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് പഠിക്കുക. ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ ഈസ് മീൻ ലൈഫ്. ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ മീൻ. ലോണും ലോഗും സെയിം ആണോ? അല്ല. ലോൺ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗാണ്. ലോൺ ബേസ് ഇ ആവുന്ന കണ്ടീഷൻ. ബേസ് 10 ആകുമ്പോഴാണ് ലോഗ് എന്ന് പറയാം. യാസീൻ അറിയേണ്ടത് ഇനി റിപ്പീറ്റേഴ്സ് ഈ ക്ലാസ് കാണുന്നുണ്ടോ എന്നാണ്. റൈറ്റ്. എടാ മീൻ ലൈഫ് എന്താ? മീൻ ലൈഫ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ N0/2 പകുതി ആവുന്നതാണ് ഹാഫ് ലൈഫ്. മീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ N0/E. N0/E ആവാൻ എടുക്കുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹാഫ് ലൈഫ്. ഇറ്റ് ഇസ് എ ടൈം ടേക്കൺ ഫോർ ദ റേഡിയേറ്റഡ് സാമ്പിൾ ടു ഡിസിൻറ്റഗ്രേറ്റ് ടു 1/E ടൈംസ് ദ ഇനീഷ്യൽ എമൗണ്ട്. ഇനീഷ്യൽ എമൗണ്ടിൻ്റെ 1/E ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് വിളിക്കുന്ന പേരാണ് മീൻ ലൈഫ്. ഇനി N0/E ഈ റിലേഷൻസ് പഠിക്കുക. ഞാൻ ഈ പറയുന്ന റിലേഷൻസ് പഠിക്കുക. മീൻ ലൈഫിൻ്റെ റെപ്രസെൻറ്റേഷൻ ടോ മീൻസ് മീൻ ലൈഫ്. ടോ ഇസ് ഈക്വൽ ടു 1/λ. ഇത് ഒരു റിസൾട്ടാണ്. ബൈ ഹാർട്ട് പഠിക്കുക. ടോ ഇസ് ഈക്വൽ ടു 1/λ. എടാ നമുക്കറിയാം ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/λ അല്ലേ? അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ നമുക്ക് 1/ടോ എന്ന് കൊടുത്തൂടെ? അല്ലേ? 1/λക്ക് നമുക്ക് ടോ എന്ന് കൊടുത്തൂടെ? നോക്കുക, 1/λക്ക് നമുക്ക് ടോ കൊടുത്താൽ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 × ടോ. എടാ ഇതാണ് മീൻ ലൈഫും ഹാഫ് ലൈഫും തമ്മിലുള്ള റിലേഷൻ. ഹാഫ് ലൈഫ് ഇസ് ഈക്വൽ ടു 0.693 × ടോ. ഹാഫ് ലൈഫ് ഇസ് ഈക്വൽ ടു 0.693 × ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഹാഫ് ലൈഫ് ഇസ് ഈക്വൽ ടു 0.693 ടോ. ഓക്കെ. എടാ നിങ്ങൾ പറഞ്ഞേ, ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. മീൻ ലൈഫ് എന്താ? മീൻ ടു. ഞാൻ റിപ്പീറ്റാണ്. റിപ്പീറ്റേഴ്സ് ഉണ്ട്. അപ്ല സീനും ഞാനുണ്ട്. ഓക്കെ റൈറ്റ്. മീൻ ലൈഫ് ഓഫ് എ റേഡിയേറ്റീവ് സാമ്പിൾ ഈസ് 100 സെക്കൻഡ്. എടാ മീൻസ് ലൈഫ് ഈസ് ഗിവൺ. മീൻ ലൈഫ് എത്രയാണ്? ടോ ഇസ് ഈക്വൽ ടു 100 സെക്കൻഡ്. ദെൻ ഈസ് ഹാഫ് ലൈഫ് അല്ലേ? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ലൈഫ് ഇസ് ഈക്വൽ ടു 0.693 × ടോ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 0.693 × ടോ എന്ന് പറഞ്ഞാൽ 100 എന്ന് കിട്ടും. 0.693 × 100. 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 69.3. എത്ര ഇവിടെ? 69. GL സാർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഷോർട്ട് കട്ട് ഇല്ലേ? ആ ഷോർട്ട് കട്ട് നമുക്ക് ആ ഒരു റിലേഷൻ അത് ആ ഓർഡറിൽ പഠിച്ച് വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ആ ഷോർട്ട് കട്ടിൽ എല്ലാ കേസുകളും ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. 4 കേസുകളുണ്ട്, 3-4 കേസുകളുണ്ട്. അത് ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും.
അതിനാലും ഒരു കേസ് ചെയ്യാൻ പഠിച്ചാൽ എല്ലാ കേസും വന്നാലും ചെയ്യാൻ പറ്റണം. ഒരു 10 സെക്കൻഡ് പണിയല്ലേ ഉള്ളൂ. 69.3 സെക്കൻഡ്. എടാ ഓപ്ഷൻ നോക്കുമ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ഈ പഠിച്ച പ്രകാരം നമ്മൾ 69.3 ഒക്കെ എടുത്ത് പോയപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇല്ല. ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ മിനിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് സെക്കൻഡിലല്ലേ. സോ മിനിറ്റിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 60 ചെയ്യണം. 69.3 ഡിവൈഡ് ബൈ 60 ആണ്. 69 60 ഒരു പ്രാവശ്യം പോവാം. 1 പോയിന്റ് വെച്ച് വരുന്ന എത്ര ഓപ്ഷൻസ്? ഒറ്റ ഓപ്ഷൻ 1.155 എന്ന് ആൻസർ മാർക്ക് ചെയ്യുക. ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. അല്ലാതെ 69.3 ഡിവൈഡ് ബൈ 60 പോയി ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. 69 60 ഒരു പ്രാവശ്യം പോവുക. 1 പോയിന്റ് വെച്ച് വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ആൻസറിലേക്ക് എത്തുക. യെസ്, ചോദിച്ചിരിക്കുന്ന മിനിറ്റിലാണ്, നമ്മൾ വിട്ടുപോകരുത്. നെക്സ്റ്റ് വൺ ഈസ് ആൽഫ ഡി കെ. എന്താ ആൽഫ ഡി കെ? ഒരു എലമെൻറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? മാസ് നമ്പർ മീൻസ് എ എന്ന് എഴുതാം അല്ലേ. എ ഡിക്രീസസ് ബൈ 2. സോറി, ഡിക്രീസസിൻ്റെ സ്പെല്ലിംഗ് മാറിപ്പോയല്ലോ. എ ഡിക്രീസസ് ബൈ 4 ആൻഡ് അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 2. ഇത് പഠിച്ചു വെക്കണേ. ആൽഫ ഡി കെ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിൽ നിന്ന് ആൽഫ ഡി കെ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഡിക്രീസസ് ബൈ 4 ആണ്. അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 2 ആണ്. ഇനി പുറത്തേക്ക് പോയ നമ്പർ ഓഫ് ആൽഫ ഡി കെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ മൈനസ് എ ഡാഷ് ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. എ മൈനസ് എ ഡാഷ് ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. അതായത് ഇങ്ങനെ ആലോചിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു എലമെൻറ്റ് എക്സ് എന്നുള്ള എലമെൻറ്റ് മാസ് നമ്പർ എ ആണ്. ഒരു ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് പോയപ്പോൾ എത്രയോ ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് പോയപ്പോൾ അത് എ ഡാഷ് ആയെന്ന് വിചാരിക്കുക. അതിൻ്റെ മാസ് നമ്പർ എ ഡാഷ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ കണ്ടുപിടിക്കാൻ എ മൈനസ് എ ഡാഷ് ബൈ 4 ചെയ്താൽ മതി. എ മൈനസ് എ ഡാഷ് ബൈ 4. സിമ്പിളാണേ. ഇനി നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ പറയുകയാണ്, ഒരാളെ എലമെൻറ്റ് എത്രയാണ്? ഒരാളെ മാസ് നമ്പർ 232 ആണ്. ഇത് y ആയിട്ട് മാറി, ഇത് 200 ആയിട്ട് മാറി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ? വേഗം പറയും. അപ്പോൾ എന്താ ചെയ്യുക? 232 മൈനസ് 200/4. ഇത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് കണ്ടിരിക്കുക. 32/4 8അല്ലേ വരിക? നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ബീറ്റ മൈനസും ബീറ്റ ഡി കെയും. നോർമലി ബീറ്റ ഡി കെ എന്ന് പറഞ്ഞാൽ ബീറ്റ മൈനസ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ്, ബീറ്റ മൈനസ് മീൻസ് അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. Z ഇൻക്രീസസ് ബൈ 1. അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. ബീറ്റ പ്ലസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 1. ഇങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ബീറ്റ മൈനസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. ബീറ്റ പ്ലസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 1. അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1 ആൻഡ് അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 1. മാസ് നമ്പറിൽ ഒരു ചേഞ്ച്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ മാസ് നമ്പർ എന്ന് പഠിച്ചു വെക്കുക. ഇനി ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് ബീറ്റ മൈനസ് ഡി കെയിൽ എന്താ സംഭവിക്കുന്നത് പറയാൻ നോക്കണം കേട്ടോ. ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു പ്രോട്ടോണും ഒരു ബീറ്റ മൈനസും ഒരു ആൻറ്റി ന്യൂട്രിനും ഉണ്ടാവും. ഇത് പഠിക്കണേ. ഒരു ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു പ്രോട്ടോണും ഒരു ബീറ്റ മൈനസും ഒരു ആൻറ്റി ന്യൂട്രിനും ഉണ്ടാവും. ഇനി ബീറ്റ പ്ലസ് ഡി കെയിലാണെങ്കിലോ, ഇത് ബീറ്റ മൈനസ് ഡി കെ. ബീറ്റ പ്ലസ് ഡി കെയിലാണെങ്കിൽ പ്രോട്ടോൺ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ന്യൂട്രോണും ഒരു ബീറ്റ പ്ലസ്, ഇതിനെയാണ് പോസിട്രോൺ എന്ന് വിളിക്കുക, പ്ലസ് ഒരു ന്യൂട്രിനോ ഉണ്ടാവും, ഒരു ന്യൂട്രിനോ. ഓക്കെ, ബീറ്റ പ്ലസും ഒരു ന്യൂട്രിനോ ഉണ്ടാവും. സോ അത് മനസ്സിലാക്കി വെക്കുക. എന്താ വരിക? ബീറ്റ പ്ലസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ സ്പ്ലിറ്റ് ചെയ്തിട്ട് ന്യൂട്രോൺ പ്ലസ് ബീറ്റ പ്ലസ് ന്യൂട്രിനോ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ദെൻ അപ്പോൾ നിങ്ങൾ ഓർക്കുക, ബീറ്റ മൈനസ്, നോർമലി ബീറ്റ ഡി കെ എന്ന് പറയുമ്പോൾ ബീറ്റ മൈനസ് ആണ്, അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1 ആണ്. ബീറ്റ പ്ലസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 1 ആണ്. ഈ ന്യൂട്രിനോ ആൻറ്റി ന്യൂട്രിനോ എവിടെ സംഭവിക്കാൻ നോക്കണം. ബീറ്റ പ്ലസ്സിലാണ് ന്യൂട്രിനോ ഉള്ളത്, ബീറ്റ മൈനസിലാണ് ആൻറ്റി ന്യൂട്രിനോ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ബീറ്റ പ്ലസ്സിലാണ് ന്യൂട്രിനോ, ബീറ്റ മൈനസിലാണ് ആൻറ്റി ന്യൂട്രിനോ. ഇനി ഗാമ ഡി കെ ആണെങ്കിൽ നോ ചേഞ്ച് ഇൻ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ഗാമ ഡി കെ ആണെങ്കിൽ ഒരു ചേഞ്ചും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഗാമ ഡി കെ ആണെങ്കിൽ ഒരു ചേഞ്ചും ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഗാമ ഡി കെ ആണെങ്കിൽ ഒരു ചേഞ്ചും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ റൈറ്റ്. ഇനി ഞാൻ NCERTയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ.
ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബീറ്റ മൈനസ് ഡി കെ ഇസ് അക്കമ്പൈൻഡ് ബൈ എമിഷൻ ഓഫ് ആൻറ്റി ന്യൂട്രിനോ. ബീറ്റ മൈനസിൽ ആൻറ്റി ന്യൂട്രിനോ ഉള്ളത്, ബീറ്റ പ്ലസ്സിൽ ന്യൂട്രിനോ ആണുള്ളത്. ന്യൂട്രിനോസ് ആർ ന്യൂട്രൽ പാർട്ടിക്കിൾസ്. ന്യൂട്രിനോ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രൽ പാർട്ടിക്കിൾ വിത്ത് വെരി സ്മോൾ മാസ് കമ്പയർഡ് ടു ഇലക്ട്രോൺ. വളരെ ചെറിയ മാസാണ്. ദേ ഹാവ് ഓൺലി വീക്ക് ഇൻട്രാക്ഷൻ വിത്ത് അതർ പാർട്ടിക്കിൾ. വേറെ പാർട്ടിക്കിൾസുമായിട്ട് ന്യൂട്രിനോക്കും ആൻറ്റി ന്യൂട്രിനോക്കും ഒരു ഇൻട്രാക്ഷനും ഇല്ല. ദെയർഫോർ വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട്. വളരെ ഡിഫിക്കൽട്ടാണ് ഇത് ഡിറ്റക്ട് ചെയ്യാൻ. ഇറ്റ് ക്യാൻ പെനട്രേറ്റ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ വിത്തൗട്ട് എനി ഇൻട്രാക്ഷൻ. ഇതിന് വളരെ സ്ഥലത്ത് എന്ത് ചെയ്യുക, പെനട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ദെൻ എടാ ഈ ചോദ്യം നോക്കൂ. ഇൻ ദിസ് റിയാക്ഷൻ ന്യൂട്രിനോ ആൻറ്റി ന്യൂട്രിനോയുടെ മാസ് വളരെ കുറവാണ്. അത് ആ NCERT സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിച്ചാൽ മതി. ആ സ്ലൈഡിലിട്ട് NCERT സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ മതി. ഇവിടെ നമ്പർ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ പാർട്ടികളല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ അടുത്ത നിങ്ങൾ നോക്കുക. എ എന്ന് പറഞ്ഞാൽ 222 എന്തായിട്ട് മാറി? B210 ആയി എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ആൽഫ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ 222 മൈനസ് 210 ഡിവൈഡ് ബൈ 4. 210 12 ഡിവൈഡ് ബൈ 4. 12 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 3 അല്ലേ കിട്ടുക. അപ്പോൾ 3 ആൽഫ പാർട്ടികളാണ് പോയിരിക്കുന്നത്. എടാ 3 ആൽഫ പാർട്ടിക്കിൾ പോയാൽ എന്താണ്? 3 ആൽഫ പാർട്ടിക്കിൾ പോയാൽ നമുക്കറിയാം ഇതിൻ്റെ മാസ് അറ്റോമിക് നമ്പർ 86ആണ്. 3 ആൽഫ പാർട്ടിക്കിൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മാസ് നമ്പർ എന്തായിട്ട് മാറും? മാസ് നമ്പർ 210 ആവും. അറ്റോമിക് നമ്പർ എത്രയാവും? അറ്റോമിക് നമ്പർ എത്രയാവും? അറ്റോമിക് നമ്പർ എത്രയാവും? 3 എണ്ണം പോയി കഴിഞ്ഞാൽ 6 കുറയല്ലേ ചെയ്യുക. ഒരാൾ പോയാൽ 2 ആണ്. ഒരാൾ പോയാൽ എത്രയാണ്? 2 ആണ്. 3 ആൾക്കാർ പോയാൽ 6 കുറയും. 6 കുറയും എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 8 അല്ലേ വരിക. ഒരാൾ കുറയും. ഒരാൾ പോകുമ്പോൾ എത്രയാണ് വരിക? 80 വരിക. എത്ര വരിക? 80. റൈറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 6 കുറഞ്ഞു. ഇനി നമുക്ക് കിട്ടിയ ആളിൽ എത്രയാണുള്ളത്? 84 ഉണ്ട് എന്നല്ലേ പറയുന്നത്. 84 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 4 വരണം. അറ്റോമിക് നമ്പർ 4 കൂടണമെങ്കിൽ ആര് പോകണം? 4 ബീറ്റ മൈനസ് പോകണ്ടേ. സോ ദ ആൻസർ വിൽ ബി എന്തായിരിക്കും? 3 ആൽഫയും 4 ബീറ്റയും ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 3 ആൽഫയും 4 ബീറ്റയും. യെസ്. എടാ മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ ആണല്ലോ. വെറുതെ ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റ മൈനസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. യെസ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കണേ. In radioactive, listen, in radioactive okay, right, in radioactive decay thorium is equal to 232 and 90 ആണെന്ന് പറയുന്നുണ്ട്. At the end there are 6 alpha particles. 6 alpha particle പോയിട്ടുണ്ട്. 6 ആൽഫ പാർട്ടികൾ പോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? 6 ആൽഫ പാർട്ടികൾ പോയി കഴിഞ്ഞാൽ 6 × 4 24 മാസ് നമ്പർ കുറയും. അതേപോലെ 6 × 2 12 അറ്റോമിക് നമ്പർ കുറയും. ഇതാണ് ലോജിക്ക്. 6 ആൽഫ പാർട്ടികൾ എന്ന് പറയുന്ന സമയത്ത് 6 × 4 ചെയ്താൽ 24 മാസ് നമ്പർ കുറയും, 12 അറ്റോമിക് നമ്പർ കുറയും. അപ്പോൾ 232 മൈനസ് 24 എന്ന് പറയുമ്പോൾ 204 അല്ലേ? 204 അല്ല, 204 അല്ലല്ലോ. 24 എന്ന് പറയുമ്പോൾ 208 അല്ലേ വരിക? 208. 90 മൈനസ് 12 എന്ന് പറയുമ്പോൾ 78 അല്ലേ? എടാ ഇനി 4 ബീറ്റ മൈനസ് പോകുമ്പോൾ നമുക്കറിയാം ഈ ഒരു എലമെൻറ്റിൻ്റെ മാസ് നമ്പറിൽ ഒരു ചേഞ്ചും ഇല്ല. കാരണം ബീറ്റ പാർട്ടിക്കിൾ പോകുമ്പോൾ മാസ് നമ്പർ മാറുന്നില്ല. എന്താ മാറുന്നത്? അറ്റോമിക് നമ്പറാണ് പോകുന്നത്. 4 ബീറ്റ മൈനസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 4. 78/4 എത്രയായിട്ടാ? 82. സോ മാസ് നമ്പർ അറ്റോമിക് നമ്പർ 82, മാസ് നമ്പർ 208 ആയിരിക്കും കിട്ടുക. ഇങ്ങനൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. യെസ്, ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ്റെ റിയാക്ഷൻ പറഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷനും ഉണ്ട്. ഈ പറയുന്ന പോയിന്റുകളൊന്ന് ഓടിച്ച് വായിക്കുക. ന്യൂക്ലിയർ ഫിഷനുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ യുറേനിയം 235 അടിക്കുമ്പോൾ അത് 236 98 ആയിട്ട് മാറും. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബേരിയം 144ഉം ക്രിപ്റ്റോൺ 89ഉം അതേപോലെ 3 ന്യൂട്രോൺസുമായിട്ടാണ് ഈ റിയാക്ഷൻ ഉണ്ടാകുക. ഈ റിയാക്ഷൻ മക്കൾ ഓർത്ത് വെക്കണം. ഇനി ന്യൂക്ലിയർ റിയാക്ടറിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഉണ്ട്. ഇതാണ് ക്രിട്ടിക്കൽ കണ്ടീഷൻ. K=1. ഓരോ ന്യൂട്രോൺ ഇങ്ങനെ ഇടിച്ചിടിച്ച് ഇത് വലിയ എക്സ്പ്ലോഷൻ ഇല്ലാതെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഉപയോഗിക്കുക. ഇവിടുത്തെ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ വാട്ടർ, ഹെവി വാട്ടർ, ഗ്രാഫൈറ്റ്, ബെർലിയമാണ്. കൺട്രോൾ സോഴ്സ് ബോറോൺ, കാഡ്മിയം ആണ്. കൂളൻ്റ് CO2, വാട്ടർ, നൈട്രജൻ ആണ്.
ന്യൂക്ലിയർ ഫ്യൂഷൻ ലാസ്റ്റ് ടോപ്പിക് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ടീച്ചർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ന്യൂക്ലിയർ ഫ്യൂഷനിൽ 4 ഹൈഡ്രജനും കയറുന്ന സമയത്ത് അത് ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറും. 26.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ത് ചെയ്യും, റിലീസ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കി. 4 ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ടു ഫോം ഓൺ helium 42 with atom with the release of 26.7 mega electron volt of energy achieved at a very high temperature in order to overcome electrostatic repulsion. Electrostatic repulsion overcome ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹൈ ടെമ്പറേച്ചറിലാണ് ഈ കാര്യം നടത്തുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത ടീച്ചറിനെ വിളിക്കാം. ഓക്കെ ആണല്ലോ. ബീറ്റ ഡി കെയിലാണ്, ബീറ്റ പ്ലസ് ഡി കെയിൽ പോസിട്രോണാണ് പോകുന്നത്, പോസിറ്റീവ് ചാർജാണ് പോകുന്നത്. അതിനാണ് ബീറ്റ പ്ലസ് ആണ് പോസിട്രോൺ. ഓക്കെ, ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സെറ്റാക്കുക. നമ്മുടെ സുദർശൻ സാറാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാറിന് നിങ്ങൾ ആ സപ്പോർട്ട് കൊടുത്ത് ഓക്കെ ബൈ. താങ്ക് യു അദിൽ സാർ, താങ്ക്സ് എ ലോട്ട്. മക്കളെ എല്ലാവരും റെഡിയാണോ? ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണല്ലോ കാണുന്നത് അല്ലേ, സാധാരണ ഈ സമയമല്ല. സാധാരണ നമ്മൾ നല്ല ലേറ്റ് ആയിട്ടാണ് കാണാറ്. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ്. കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. കാര്യം നമുക്ക് 3 ചാപ്റ്റേഴ്സ് ഉണ്ട് തീർക്കാനായിട്ട്. 3 ഈസി ചാപ്റ്റേഴ്സാണ് കമ്പാരിറ്റീവ്ലി, പക്ഷേ 3 വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ് കേട്ടോ മക്കളെ. 3 ഈസി ചാപ്റ്റേഴ്സാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ്. ഒരു മിനിറ്റ്, കേട്ടോ മക്കളെ. ഇതൊന്ന് അയക്കാനായിട്ട് എയർ ഡ്രോപ്പ് ചെയ്തോ. ഒരു മിനിറ്റ് മക്കളെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇത് കാണില്ലല്ലോ, ഇവിടേക്ക് വന്നില്ലല്ലോ. ചെക്ക് ചെയ്യോ? മക്കളെ ഒരു മിനിറ്റ്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം മക്കളെ. ഈ സ്ലൈഡ്സ് ഒന്ന് അയച്ചോട്ടെ, പോവല്ലേ എവിടേക്കും. എന്നുള്ള കാണിക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും റെഡിയാണോ? റെഡിയാണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ മക്കളെ. സുദർശൻ സാർ പവർ വരട്ടെ. പവർ ഞാൻ കാണിക്കാം. നല്ല പവർ ഉണ്ട് മക്കളെ, നല്ല പവർ ഉണ്ട്. 3 ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട്. നന്നായിട്ട് ഞാൻ ഗീ റൈസ് ഒക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പവറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താണ് അവസ്ഥ? എന്തായാലും നല്ല പവർ ഉണ്ടാവും 3 ചാപ്റ്റേഴ്സിനും. ഓക്കെ, കാണില്ല. ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ ഒരു സാറേ? ഒരു മിനിറ്റ് അല്ല മക്കൾ, ഒരു മിനിറ്റ്. എയർ ഡ്രോപ്പ് ഓൺ ആണോ? ഒരു മിനിറ്റ് അല്ല മക്കളെ, ഒരേ ഒരു മിനിറ്റ് മക്കളെ. ഒന്ന് വെയിറ്റ് ചെയ്യണേ എൻ്റെ പൊന്നു മക്കളെ, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതെന്താടാ ഒന്ന് നോക്കിയേ, ഡ്രോപ്പ് ആവണല്ലോ.
മക്കളെ ഒരു മിനിറ്റ്, പോലെ യെസ്, സെറ്റ് ന്യൂ ഡോക്യുമെൻ്റ് അല്ലേ, ന്യൂ ഡോക്യുമെൻറ്റ്സ് ഇട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. എല്ലാവരും ഓണാണോ, സെറ്റാണോ? കാണാലോ? എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് അടിച്ച മക്കളെ. ഇവിടെ സ്ലൈഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. 3 ചാപ്റ്ററിൻ്റെ സ്ലൈഡ് നല്ല കില്ലറായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് മക്കളെ. എല്ലാവരും ഒരു തംസപ്പ് അടിച്ച മക്കളെ, ഒരു തംസപ്പ് അടിച്ചേ. ഡിന്നർ കഴിച്ചു, പവർ ആക്കാം. ഡോക്ടർ സ്ട്രേഞ്ച്, ഡോണ്ട് വറി. മാർവലൊക്കെ കഥാപാത്രങ്ങളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം മക്കളെ. നമ്മളിന്ന് 3 ചാപ്റ്റേഴ്സാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അമീൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സും സോളിഡ് സ്റ്റേറ്റും. ഓക്കെ, 3 ഇമ്പോർട്ടൻറ്റ് അടിപൊളി ഈസി ചാപ്റ്റേഴ്സ്. സോ ഫസ്റ്റ് അമീൻസിലോട്ട് നമുക്ക് കിടക്കാം മക്കളെ. അതിൽ തന്നെ നമ്മൾ ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത് MOP ആണ്. MOP എന്താ മക്കളെ? മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്. മക്കളെ ഞാൻ ഈ സ്ലൈഡ് തയ്യാറാക്കിയപ്പോഴേ കുറച്ച് റൈറ്റിങ്സ് ഉണ്ട് ഇവിടെ. ഈ റൈറ്റിങ്സ്, ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന റൈറ്റിങ്സ് ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ആദ്യം പോകരുത്. ആ റൈറ്റിങ്സ് വെച്ചാൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാനാണ്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ എന്താണ് എഴുതുന്നത് അവിടേക്ക് ഫോക്കസ് ചെയ്യുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ എന്താണ് എഴുതുന്നത് അവിടേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ മക്കളെ, ഞാൻ എന്താണ് എഴുതുന്നത് അവിടേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ ഫൈൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം കുറച്ച് അമീൻസിനെ. അമീൻസ് പ്രിപ്പറേഷനിൽ ഫസ്റ്റ് വരുന്നത് എല്ലാവരും നോക്കുക, ഒരു നൈട്രോ കോമ്പൗണ്ടിനെ റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ് ടു അമീൻസ്. നൈട്രോ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? NO2. ഈ NO2-ലെ ഈ 2 ഓക്സിജനെയും അങ്ങോട്ട് റെഡ്യൂസ് ചെയ്ത് 2 ഹൈഡ്രജൻ കൊണ്ടുവന്നാൽ പോരെ മക്കളെ. അപ്പോൾ ബേസിക്കലി നമുക്ക് വേണ്ടത് റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലേ. ആ റെഡ്യൂസിങ് ഏജൻറ്റ് ഏതൊക്കെയാണ് മക്കളെ? എല്ലാവരും നോക്കുക. ആ റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിക്കാൻ പറ്റിയത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഞാനൊരു ലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നതാണ്, ഒരു ലിസ്റ്റ്. ആ ലിസ്റ്റ് എവിടെ കണ്ടാലും നൈട്രോ കോമ്പൗണ്ട് റെഡ്യൂസ് ആയി NH2 ആവും. എല്ലാവരും നോക്കുക. H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ഓർ പലേഡിയം. H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ഓർ പലേഡിയം. രണ്ടാമത് വരുന്നത് LiAlH4. മൂന്നാമത് വരുന്നത് ടിൻ ഇൻ പ്രസൻസ് ഓഫ് HCl. നാലാമത് വരുന്നത് Fe ഇൻ പ്രസൻസ് ഓഫ് HCl. അഞ്ചാമത് ആരും വന്നില്ലല്ലോ, സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl. മക്കളെ ഇത് ഏതെങ്കിലും ഒരു തന്നെ കിട്ടിയാൽ മതി. NO2-നെ പിടിച്ച് NH2 ആക്കാൻ പറ്റും. NO2-നെ റെഡ്യൂസ് ചെയ്ത് NH2 ആക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കൂ, നൈട്രോബെൻസീൻ എടുക്കുകയാണ്, H2 പലേഡിയം ഇൻ എത്തനോൾ സോൾവെൻറ്റ് മാത്രമാണ് കേട്ടോ. എത്തനോൾ അവിടെ ബേസിക്കലി അധികം ഒന്നും ചെയ്യുന്നില്ല. NO2 മാറി NH2 ആക്കും. ഇവിടെ നോക്കൂ, NO2 ഇൻ പ്രസൻസ് ഓഫ് ടിൻ ആൻഡ് HCl. ടിൻ ആൻഡ് HCl ഓർ Fe ആൻഡ് HCl ഗിവ്സ് യു NH2. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ആക്ച്വലി കിട്ടുന്നത് പ്രൈമറി അമീൻസ് ആട്ടോ. പ്രൈമറി അമീൻസ് ആട്ടോ കിട്ടുന്നത്. അപ്പോൾ അതൊരു എക്സ്ട്രാ പോയിന്റ് ആണ് മക്കളെ, എൻ്റെ മക്കൾ മറക്കരുത്. പ്രൈമറി അമീൻസ് ആണ് കിട്ടുക. ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. മക്കളെ നിങ്ങൾക്കറിയാം, ഒരു അമോണിയനെ പിടിച്ച് ഇത് ഈ റൈറ്റിംഗിലേക്ക് ഫോക്കസ് ചെയ്യല്ലേ കേട്ടോ മക്കളെ. ഈ റൈറ്റിംഗ് തൽക്കാലം ഞാൻ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. ആ റൈറ്റിംഗിൽ എന്തൊക്കെയുണ്ടോ അതിൽ കൂടുതൽ പോയിന്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ഫോക്കസ് ഓൺ മൈ എക്സ്പ്ലനേഷൻ ഫസ്റ്റ് ആൻഡ് ദെൻ റൈറ്റിംഗ് ബാക്കി PDF കിട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ NH3 ഞാനൊരു ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം NH3 എന്ന് പറഞ്ഞ ഈ വിദഗ്ധൻ ഇസ് എ ന്യൂക്ലിയോഫൈൽ. അത് നേരെ R-നെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, X പുറത്തേക്ക് പോവും. നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ് മക്കളെ? നമുക്ക് കിട്ടാൻ പോകുന്നത് RNH3+ ആണ് കിട്ടാൻ പോകുന്നത്. കാര്യം എന്താണ്? നൈട്രജൻ സ്വന്തം ലോൺ പെയർ ഉപയോഗിച്ചിട്ടാണ് ഈ റിയാക്ഷൻ നടത്തുന്നത്. ഓക്കെ, എന്നിട്ട് ഈ പുറത്തുപോയ X- അവിടെ ഉണ്ടാവും. ഓക്കെ, ഒരു അയണിക് കോമ്പൗണ്ട് പോലെ. അത് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ്ലി HX പുറത്തേക്ക് പോവും. ഒരു H+ഉം X- പുറത്തേക്ക് പോവും. ബാക്കി എന്താ വരുന്നത്? ബാക്കി വരുന്ന ആശാനാണ് പ്രൈമറി അമീൻ.
ബാക്കി വരുന്ന ആശാനാണ് പ്രൈമറി അമീൻ. സോ ബേസിക്കലി അമോണിയനെ പിടിച്ച് ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റ് ചെയ്താൽ നമുക്ക് പ്രൈമറി അമീൻ കിട്ടും. പക്ഷേ ഈ റിയാക്ഷനൊരു പ്രശ്നമുണ്ട്. ഈ റിയാക്ഷൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ റിയാക്ഷൻ്റെ പ്രശ്നം എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈമറി അമീൻ ഉണ്ടല്ലോ, ഈ പ്രൈമറി അമീൻ ഫോം ചെയ്തത് വേറൊരു ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യും. ഈ റിയാക്ഷൻ ഇവിടെ നിൽക്കുന്നില്ല. വേറൊരു ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യും. ഈ ലോൺ പെയർ വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യും, എക്സ് പുറത്തേക്ക് പോവും, സെക്കൻഡറി അമീൻ കിട്ടും. അത് കഴിഞ്ഞ് ഈ സെക്കൻഡറി അമീൻ വേറൊരു ആൽക്കൈൽ ഹാലൈഡിനെ അറ്റാക്ക് ചെയ്യും, എക്സ് മൈനസ് പുറത്തേക്ക് പോവും, ടേർഷറി അമീൻ കിട്ടും. അത് കഴിഞ്ഞ് ടേർഷറി അമീൻ വേറൊരു ആൽക്കൈൽ ഹാലൈഡിനെ അറ്റാക്ക് ചെയ്യും, എക്സ് മൈനസ് പുറത്തേക്ക് പോവും, ക്വാട്ടനറി അമോണിയം സോൾട്ട്. ക്വാട്ടനറി അമോണിയം സോൾട്ട് എന്ന് പറയുമ്പോൾ ആർ 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 പ്ലസ് എക്സ് മൈനസ് ഇത് കിട്ടും. സോ ബേസിക്കലി ഇസ് ഇറ്റ് എ ഗുഡ് മെത്തേഡ് ടു പ്രിപ്പയർ പ്രൈമറി അമീൻസ്? അല്ല. ഇസ് ഇറ്റ് എ ഗുഡ് മെത്തേഡ് ടു പ്രിപ്പയർ പ്രൈമറി അമീൻസ്? അല്ല മക്കളെ. ഒരു പോയിന്റ് ഞാൻ ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, മുമ്പത്തെ പ്രാവശ്യത്ത് ജെയിൽ ചോദിച്ചതാണ്, ഇപ്രാവശ്യം ഈസി ആയിട്ട് നീറ്റിലും ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ടു ഇൻക്രീസ് yield ഓഫ് പ്രൈമറി അമീൻസ്, ടു ഇൻക്രീസ് yield ഓഫ് പ്രൈമറി അമീൻസ് ഒരു ട്രിക്ക് ഉണ്ട്. പ്രൈമറി അമീൻസിൻ്റെ ഈൽഡ് കൂട്ടാനായിട്ട് യു ക്യാൻ യൂസ് എക്സസ് ഓഫ് അമോണിയ. എക്സസ് ഓഫ് അമോണിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി അമീൻ്റെ ഈൽഡ് കൂട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് സാറേ, അതെങ്ങനെ എക്സസ് ഓഫ് അമോണിയ യൂസ് ചെയ്താൽ പ്രൈമറി അമീൻ്റെ ഈൽഡ് കൂടുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം മക്കളെ. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കുമ്പോൾ അമോണിയ ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് പ്രൈമറി അമീൻ തരുന്നു. ആ പ്രൈമറി അമീൻ പോയിട്ട് അടുത്ത ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആ പ്രൈമറി അമീൻ പോയിട്ട് അടുത്ത ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതിന് പകരം നമ്മൾ കുറേ അമോണിയ കൊണ്ട് നിറയ്ക്കുകയാണെങ്കിൽ ഈ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അമോണിയ ആയിട്ടായിരിക്കും. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം മക്കളെ. നമ്മൾ ആദ്യം പ്രൈമറി അമീൻ ഫോം ചെയ്തത് നെക്സ്റ്റ് ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് സെക്കൻഡറി അമീൻ ഫോം ചെയ്യുന്നത്, ടേർഷറി ഫോം ചെയ്യുന്നത്, ക്വാട്ടനറി ഫോം ചെയ്യുന്നത്. നേരെ മറിച്ച് ആ ആൽക്കൈൽ ഹാലൈഡ് വലത്തോട്ട് ഇരിഞ്ഞാലും ഇടത്തോട്ട് ഇരിഞ്ഞാലും നേരെ നോക്കിയാലും ബാക്കിലേക്ക് നോക്കിയാലും അമോണിയ മാത്രമാണെങ്കിലോ, അല്ലെങ്കിൽ അമോണിയാണ് മെയിൻ ആയിട്ടുണ്ടെങ്കിലോ, ആ ആൽക്കൈൽ ഹാലൈഡ് മെയിനായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്ന അമോണിയ മാത്രമായിട്ടായിരിക്കും. ഫോം ചെയ്ത വരി ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഇവിടെ സ്റ്റക്കാണല്ലോ, എനിക്ക് കാണില്ലല്ലോ. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് ഒന്നും കൂടി കാര്യങ്ങൾ പറയാം. അമോണിയ പ്ലസ് ആൽക്കൈൽ ഹാലൈഡ് നമുക്ക് തരുന്നത് പ്രൈമറി അമീനാണ്. പക്ഷെ ആ പ്രൈമറി അമീൻ സിന്തസൈസ് ചെയ്യാനുള്ളൊരു നല്ലൊരു മെത്തേഡല്ല ഇത്. ആ പ്രൈമറി അമീൻ സിന്തസൈസ് ചെയ്യാനുള്ള നല്ല മെത്തേഡല്ല. കാര്യം എന്താ, പ്രൈമറി അമീൻ പിന്നെ പോയിട്ട് സെക്കൻഡറി അമീൻ ഫോം ചെയ്യും, സെക്കൻഡറി ടേർഷറി ഫോം ചെയ്യും, ടേർഷറി ക്വാട്ടനറി ഫോം ചെയ്യും. ഇനി പ്രൈമറി അമീൻ മാത്രം ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്കുള്ളൊരു മെത്തേഡാണ് ടു ഇൻക്രീസ് yield ഓഫ് പ്രൈമറി അമീൻസ് എക്സസ് ഓഫ് അമോണിയ യൂസ് ചെയ്യണം. കാര്യം എന്താണ്, നമ്മൾ അമോണിയ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടെയ്നറിൽ കുറേ അമോണിയ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അമോണിയ ആയിട്ടായിരിക്കും അല്ലേ. ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി അമീനായിട്ട് റിയാക്ട് ചെയ്താലാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ കുറേ അമോണിയ കൊണ്ട് കണ്ടെയ്നറിൽ ചെമ്പിൽ കൊണ്ട് ഇടുക, ബിരിയാണി ചെമ്പിൽ കുറേ അമോണിയ കൊണ്ട് ഇടുക. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സ് മെയിനായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്ന അമോണിയ ആയിട്ടായിരിക്കും. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ മനസ്സിൽ വെക്കണം, ഡോണ്ട് ഫർഗെറ്റ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് എല്ലാവരും നോക്കുക, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ പ്രോഡക്റ്റ് ഫോംഡ് വെൻ ബെൻസൈൽ ക്ലോറൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് എക്സസ് ഓഫ് അമോണിയ ഫോളോഡ് ബൈ റിയാക്ഷൻ വിത്ത് 2 moles ഓഫ് ക്ലോറോമീഥെയിൻ. നെയിം ദ പ്രോഡക്റ്റ് ഫോംഡ് വെൻ ബെൻസൈൽ ക്ലോറൈഡ്. ശരി, ബെൻസൈൽ ക്ലോറൈഡ് ഉണ്ടല്ലോ സാറേ. ബെൻസൈൽ ക്ലോറൈഡ് എന്താണ് സാറേ? ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2Cl. ഓക്കെ, ഇയാൾ എക്സസ് ഓഫ് അമോണിയ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എക്സസ് ഉണ്ട് കേട്ടോ മക്കളെ, ഇവിടെ എക്സസ് ഓഫ് അമോണിയ ഉണ്ട്. എക്സസ് ഓഫ് അമോണിയ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പ്രൈമറി അമീനായിരിക്കും മെയിനായിട്ട് വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക്, പ്രൈമറി അമീനായിരിക്കും മെയിനായിട്ട് വരാൻ പോകുന്നത്. സോ ബേസിക്കലി ഇവിടെ ഫോം ചെയ്യുന്നത് എന്താണ്? CH2NH2 ഫോം ചെയ്യും. എന്നിട്ട് ഈ പ്രൈമറി അമീനെ പിടിച്ചിട്ട് 2 മോൾ ഓഫ് ക്ലോറോമീഥെയിൻ, ആദ്യത്തെ മോൾ ഓഫ് ക്ലോറോമീഥെയിൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? പ്രൈമറി അമീനിലെ ഈ NH2, ദിസ് ഇസ് എ ന്യൂക്ലിയോഫൈൽ, ഇത് നേരെ വന്ന് CH3നെ തട്ടും, Cl പുറത്തേക്കാവും. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് CH2NH CH3, ഒരു CH3 അതിലേക്ക് ജോയിൻ ആവും.
ബേസിക്കലി നമുക്കൊരു സെക്കൻഡറി അമീൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു CH3Cl കൂടി അറ്റാക്ക് ചെയ്താൽ ദേ അടുത്ത ലോൺ പെയർ, നൈട്രജനിൽ ഇപ്പോഴും ലോൺ പെയർ ഉണ്ട്, അത് വന്ന് അറ്റാക്ക് ചെയ്ത് ക്ലോറിനെ വീണ്ടും പുറത്തേക്ക് തട്ടി നമുക്ക് കിട്ടാൻ പോകുന്നത് എല്ലാവരും ഒന്ന് നോക്കിയേ, CH2N CH3. സോ ബേസിക്കലി നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? N, ഡൈമീഥൈൽ. N, നൈട്രജനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഫീനൈൽ മെത്തനാമൈൻ. N, ഡൈമീഥൈൽ ഫീനൈൽ മെത്തനാമൈൻ. N, ഡൈമീഥൈൽ ഫീനൈൽ മെത്തനാമൈൻ. എല്ലാവരും നോക്കിയേ, നൈട്രജനിൽ 2 മീഥൈൽ ഗ്രൂപ്പ്, അപ്പോൾ N, ഓക്കെ, ഡൈമീഥൈൽ ഫീനൈൽ മെത്തനാമൈൻ CH2N. ഓക്കെ, സോ ബേസിക്കലി 4th one ആണ് ആൻസർ വരാൻ പോകുന്നത്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ ട്രിക്ക് മനസ്സിലാക്കണം. ഏത് ട്രിക്ക്? അമോണിയ കൊണ്ട് ചെമ്പിൽ കൊണ്ട് ചാമ്പിയാൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് പ്രൈമറി അമീൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ട്രിക്ക് അറിഞ്ഞാലേ ഇത് മനസ്സിലാവുള്ളൂ. കാര്യം എന്താണ്? ഇവിടുത്തെ ഈ സ്റ്റെപ്പ് എക്സസ് ഓഫ് അമോണിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി അമീനാണ് കിട്ടുക എന്നുള്ളത് മനസ്സിൽ വെക്കണം. ഓക്കെ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്. നിങ്ങൾക്കറിയാം നൈട്രൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൈട്രൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഞങ്ങൾക്കറിയാം, സാറ് പഠിപ്പിച്ചു തരുമൊന്നും വേണ്ട. നൈട്രൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ നൈട്രൈലിനെ പിടിച്ച് CH2NH2 ആക്കണമെങ്കിൽ അതാണ് നമ്മുടെ ടാസ്ക്. ആ ടാസ്ക് നിറവേറ്റാനായിട്ട് നമുക്ക് കുറേ പണിക്കാരുണ്ട്. ഒന്നില്ലെങ്കിൽ H2 ഇൻ പ്രസൻസ് ഓഫ് റാണേ നിക്കൽ യൂസ് ചെയ്യാം, ഹൈഡ്രജനേഷൻ, ഓക്കെ, യൂസിങ് നിക്കൽ കാറ്റലിസ്റ്റ്. അല്ലെങ്കിൽ LiAlH4 യൂസ് ചെയ്യാം. LiAlH4 മിക്ക സ്ഥലത്തും ഉണ്ട്. ഓക്കെ, ഭയങ്കര അടിപൊളി ഐറ്റമാണ്. മൂന്നാമത് നമുക്ക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് C2H5OH യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഈ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് എത്തനോൾ എന്തുകൊണ്ടാണ് റിഡക്ഷൻ യൂസ് ചെയ്യുന്നത്? മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സോഡിയം ഇസ് എ മെറ്റൽ, എത്തനോൾ ഇസ് എൻ ആൽക്കഹോൾ. സോഡിയം എന്ന് പറഞ്ഞ മെറ്റൽ എത്തനോളായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വിടുമല്ലോ. നെയ്സൻ ഹൈഡ്രജൻ പുറത്തേക്ക് വിടാനായിട്ട് സാധിക്കും. ഹൈഡ്രജൻ ഗ്യാസ് പിന്നെയാണ് വരുന്നത് നെയ്സൻ ഹൈഡ്രജൻ. ബേസിക്കലി ഹൈഡ്രജനെ തട്ടി പുറത്തേക്ക് ഇടാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, സോഡിയം റിയാക്ട്സ് വിത്ത് ആൽക്കഹോൾ ടു ജനറേറ്റ് ഹൈഡ്രജൻ, അല്ലേ, ടു ഇവോൾവ് ഹൈഡ്രജൻ. അപ്പോൾ ആ ഹൈഡ്രജൻ ഇസ് യൂസ് ഫോർ റിഡക്ഷൻ. അത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സോഡിയം എത്തനോളും എന്താണ് യൂസ് ചെയ്യുന്നത്? സോഡിയം എത്തനോളായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജനെ തട്ടി പുറത്തേക്കാക്കും. ആ ഹൈഡ്രജനാണ് ഇവിടെ റിഡക്ഷന് വരുന്നത്. സോ ബേസിക്കലി എല്ലാവരും നോക്കൂ, നൈട്രൈൽ ഗ്രൂപ്പ് H2Ni ഓർ Na മെർക്യൂറി. സോഡിയം മെർക്യൂറി അമാൽഗം ആണ് കേട്ടോ യൂസ് ചെയ്യുക. സോഡിയം മെർക്യൂറി അമാൽഗം, അതാണ് ബ്രാക്കറ്റിൽ HG എന്ന് ഇട്ടിരിക്കുന്നത്. വിൽ ഗിവ് യു RCH2NH2. പക്ഷേ അറ്റ് ദ സെയിം ടൈം LiLH4 യൂസ് ചെയ്യാം. അതാണ് ഞാൻ തരുന്ന എക്സ്ട്രാ പോയിന്റ് ഇവിടെ. LiLH4 യൂസ് ചെയ്യാം. അപ്പോൾ LiLH4ൻ്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ പറയരുത്, അയ്യോ സാറേ ഇത് LiLH4 യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് വരുന്നത് എന്താണ് മക്കളെ? നെക്സ്റ്റ് വരുന്നത് റിഡക്ഷൻ ഓഫ് അമൈഡ്സ്. നിങ്ങൾക്കറിയാം RCONH2. ഇത് ഞാൻ അമൈൻ ആക്കണമെങ്കിൽ RCH2NH2 ഇട്ടാൽ മതിയല്ലോ. അതായത് ഈ C ഡബിൾ ബോണ്ടോനെ ആ കാർബണിൽ ഗ്രൂപ്പിനെ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യണം. അത് റെഡ്യൂസ് ചെയ്യാനുള്ള കുറച്ച് പണിക്കാർ എൻ്റെ കയ്യിലുണ്ട്. LiAlH4 ആൻഡ് H2O യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത് സോഡിയം ആൻഡ് C2H5OH. ഇനി മക്കൾ ബൈ ഹാർട്ട് പഠിക്കുമോ? ഇല്ല. കാര്യം സാറ് പറഞ്ഞു, സോഡിയവും എത്തനോളും ഇട്ടാൽ ഹൈഡ്രജൻ പുറത്തേക്ക് വരും. ആ ഹൈഡ്രജനാണ് റിഡക്ഷൻ യൂസ് ചെയ്യുന്നത്. ഡണ്ടനാടൻ. ഓക്കെ, അതാണ് ട്രിക്ക്. സോ ബേസിക്കലി ഈ റെഡ്യൂസിങ് ഏജൻസിനെ ഓർത്തിരിക്കുക. നോക്കുക, RCONH2 അമൈഡിനെ റെഡ്യൂസ് ചെയ്തപ്പോൾ ഈ C ഡബിൾ ബോണ്ടോ, ആ ട്രിക്ക് മനസ്സിലാക്കുക. ആ C ഡബിൾ ബോണ്ടോ റെഡ്യൂസ് ചെയ്ത് RCH2NH2 ആക്കും. ഡണ്ടനാടൻ, കഴിഞ്ഞു. നെക്സ്റ്റ്, ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. പേര് കേട്ടാൽ ഏതോ വലിയ ഒരാളെ പോലെയുണ്ട്, വലിയ ആൾ തന്നെയാണ്. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൽ എന്താണ് പറ്റുന്നത്? താലിമൈഡിനെ എടുക്കുക. നമ്മൾ താലിമൈഡിനെ എടുക്കുന്നു. ഇതാണ് താലിമൈഡ്. അതിനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലെ OH-, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ജീവിതത്തിൽ ഒരു പണിയുള്ളൂ, OH- തരിക. ആ OH- പോയിട്ട് ഈ H+ എടുത്തുകൊണ്ട് വരും. ആ H+ അങ്ങോട്ട് ചൂണ്ടിപ്പോവും.
ആ ചൂണ്ടിപ്പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇവിടെ N മൈനസ് എന്ന് വരും അല്ലേ? H പ്ലസിനെ ചൂണ്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്നത് എന്താണത്? ഈ വരുന്നൊരു ആനയോണെ കിട്ടും, N മൈനസ് എന്ന ആനയോണെ കിട്ടും. ആ N മൈനസ് എന്ന ആനയോൺ K പ്ലസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് ഈ സോൾട്ട് ഫോം ചെയ്യും അല്ലേ? ഈ ഒരു സോൾട്ട് ഫോം ചെയ്യും, ഇതൊരു സോൾട്ട് ഫോം ചെയ്യും അല്ലേ? K പ്ലസ് N മൈനസ്. പക്ഷേ ഈ സോൾട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ സോൾട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കളർ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, N മൈനസ് വരെയുള്ള ഭാഗം ഇസ് എ ന്യൂക്ലിയോഫൈൽ. അതൊരു ന്യൂക്ലിയോഫൈലാണ്. അപ്പോൾ അത് ഞാനൊരു ആൽക്കൈൽ ഹാലൈഡായിട്ട് ട്രീറ്റ് ചെയ്താൽ ഈ ന്യൂക്ലിയോഫൈൽ N മൈനസ് വന്ന് ആറിനെ തട്ടും, എക്സിനെ പുറത്തേക്ക് ചാമ്പും. N മൈനസ് വന്ന് ആറിനെ തട്ടും, എക്സിനെ പുറത്തേക്ക് ചാമ്പും. നമുക്ക് കിട്ടുന്നതാണ് N ആൽക്കൈൽ താലിമൈഡ്. അതായത് N ആൽക്കൈൽ, നൈട്രജനിലെ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ്. ആ N ആൽക്കൈൽ താലിമൈഡിനെ ഞാൻ അക്വസ് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നതാണ് മക്കളെ സോഡിയം സോൾട്ട് ഓഫ് താലിക് ആസിഡ്. ഇതാണ് സോഡിയം സോൾട്ട് ഓഫ് താലിക് ആസിഡ് മക്കളെ, സോഡിയം സോൾട്ട് ഓഫ് താലിക് ആസിഡ് ആൻഡ് പ്രൈമറി അമീൻ. അപ്പോൾ ഫൈനലി ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിംഗ് റിയാക്റ്റൻ്റ് എന്താണ്? താലിമൈഡ്. സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് എന്താണ്? ഈ ന്യൂക്ലിയോഫൈൽ. റിയാക്ഷൻ മെക്കാനിസം മെയിനായിട്ട് എന്താണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ബേസിക്കലി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. കാര്യം എന്താണ്? ഈ ഒരു ന്യൂക്ലിയോഫൈൽ ഫോം ചെയ്യും, അവൻ RX ആയിട്ട് തട്ടി പുറത്തേക്ക് വരും. ട്രിക്ക് എന്താണ്? വളരെ സിമ്പിൾ. ഏത് ആൽക്കൈൽ ഹാലൈഡ് ആണോ യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CH3Cl ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് CH3NH2 ആണ്. C2H5Cl ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് C2H5NH2 ആണ്. ഓക്കെ, അപ്പോൾ ഏത് ആൽക്കൈൽ ഹാലൈഡ് ആണോ യൂസ് ചെയ്യണത് അതിൻ്റെ കറസ്പോണ്ടിങ് അമീൻ കിട്ടും. അതാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം, ദിസ് ഈസ് യൂസ് ഫോർ ദ സിന്തസിസ് ഓഫ് പ്രൈമറി അമീൻസിൻ്റെ സിന്തസിസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. വേറെ ഒരു അമീനും ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം പലരും ചോദിക്കുന്ന ചോദ്യമാണ്, അരൈൽ അമീൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? The answer is no. That is because നിങ്ങൾക്കറിയാം ഇവിടെ ഈ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പ് കണ്ടോ? ഈ ന്യൂക്ലിയോഫൈൽ ഈ RXനെ അറ്റാക്ക് ചെയ്യുന്നു. എനിക്കിപ്പോൾ അനിലീൻ പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുക. അനിലീൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു അരൈൽ ഹാലൈഡ് ആയിരിക്കണം. ഈ RX ബേസിക്കലി ക്ലോറോ ബെൻസീനോ ബ്രോമോ ബെൻസീനോ അങ്ങനെ അരൈൽ ഹാലൈഡ് ആയിരിക്കണം. പക്ഷേ അരൈൽ ഹാലൈഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് തയ്യാറാവുമോ? ഇല്ല. ഇവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് ബേസിക്കലി നടക്കുന്നത്. അരൈൽ ഹാലൈഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തയ്യാറാവില്ല. ദേ ഡോണ്ട് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ അരൈൽ ഹാലൈഡ്സിനെ കൺവേർട്ട് ചെയ്ത് അനിലീനാക്കാൻ പറ്റില്ല ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് വെച്ചിട്ട്. ഓക്കെ ഫൈൻ. സാധാ പ്രൈമറി അമീൻസിനെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അനിലീനെ ഉണ്ടാക്കാൻ പറ്റില്ല. സാധാ പ്രൈമറി അമീൻസിനെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be prepared by Gabriel thalamide synthesis? നോക്കിയിട്ട് പറയൂ മക്കളെ, സൂക്ഷിച്ച് നോക്കൂ, ആ മുഖത്തോട്ടൊന്ന് നോക്കിയേ, എന്നിട്ട് പറയൂ ഏതാണ് ആൻസർ എന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be prepared? മെത്തനാമൈൻ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഈസ് എ നോർമൽ പ്രൈമറി അമീൻ, CH3NH2. ഓക്കെ, ആനിലീൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. N-methyl ethanamine എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? N-methyl ethanamine എന്ന് പറഞ്ഞാൽ ഇതാണ്. ദിസ് ഈസ് N-methyl ethanamine. നൈട്രജനിലെ ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ethanamine. ഓക്കെ, ഇതൊരു സെക്കൻഡറി അമീനാണ്. സെക്കൻഡറി അമീൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? സെക്കൻഡറി അമീൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. സോ ബേസിക്കലി 4 ആണ് ആൻസർ. ഓക്കെ, കാര്യം 2ഉം 3യും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കനോട്ട് ബി പ്രിപ്പയർഡ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2ഉം 3യും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. 4 വിൽ ബി ദി ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ സാറ് പഠിപ്പിച്ചിറങ്ങിയല്ലേ ഉള്ളൂ, പക്ഷേ ഇത് ഓർത്തിരിക്കണം. അപ്പോൾ എക്സാമിന് ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഓർത്തിരുന്നാലേ കാര്യമുള്ളൂ കേട്ടോ മക്കളെ. നെക്സ്റ്റ് ഇത് നോക്ക്. അരോമാറ്റിക് പ്രൈമറി അമീൻസ് cannot be prepared by Gabriel thalamide synthesis. അതാണ് അസേർഷൻ. റീസൺ എന്താണ്? അരൈൽ ഹാലൈഡ്സ് ഡു നോട്ട് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് ദി ആനയോൺ ഫോംഡ് ബൈ ദ താലിമൈഡ്. എന്തായിരിക്കും കറക്റ്റ് മക്കളെ? അരോമാറ്റിക് പ്രൈമറി അമീൻസ് cannot be prepared by Gabriel thalamide synthesis. ഞാനിപ്പോൾ പറഞ്ഞ നാവെടുത്തുള്ളൂ. അരോമാറ്റിക് പ്രൈമറി അമീൻസ് cannot be prepared by Gabriel thalamide synthesis. Absolutely correct. അസേർഷൻ കറക്റ്റാണ്. അരൈൽ ഹാലൈഡ്സ് ഡു നോട്ട് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് ദി ആനയോൺ ഫോംഡ് ബൈ താലിമൈഡ്. എന്ത് ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ ആണ് നോക്കിയേ.
എന്ത് ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ, കറക്റ്റ് അല്ലേ? കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് പഠിപ്പിച്ചോ അതാണ് അവർ ക്വസ്റ്റൻ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ബേസിക്കലി അവർ ക്വസ്റ്റൻ ആയിട്ട് ഇട്ടത് ഞാൻ പഠിപ്പിച്ചു. ഓക്കെ, പക്ഷേ കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, സോ ബേസിക്കലി 2 is the answer. Got it? Is that fine? മനസ്സിലായോ എൻ്റെ മക്കൾക്ക്? മനസ്സിലായോ എൻ്റെ മക്കൾക്ക്? അതുകൊണ്ടാണ് മെക്കാനിസവും പഠിപ്പിക്കുന്നത്. നേരെ കയറി പ്രോഡക്റ്റ് ഫോർമേഷൻ മാത്രമല്ല പഠിക്കേണ്ടത്, മെക്കാനിസവും പഠിക്കണം. ഓക്കെ, മെക്കാനിസവും പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷനിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ട്രിക്ക് ആദ്യം മനസ്സിലാക്കുക. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷനിൽ ബേസിക്കലി സംഭവിക്കുന്നത്, നമുക്ക് ഒരു അമൈഡ് ഉണ്ടാവും, അതിനെ ബ്രോമിനും NaOH ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് അമീൻ കിട്ടും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ R ഈ NH2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, ആസ് ഇൻ കമ്പൈൻ ചെയ്യുന്നു. അതാണ് ട്രിക്ക്. ആ R എന്തുമായിക്കോട്ടെ, ഈ നടുക്ക് വരുന്ന ഈ കാർബണും ഓക്സിജനും പുറത്തേക്ക് പോകും. ഓക്കെ, നടുക്ക് വരുന്ന ഈ കാർബണും ഓക്സിജനും പുറത്തേക്ക് പോകും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയേ മക്കളെ. ഇവിടെ ബേസിക്കലി റിയാക്ഷൻ എന്താണ്? അമൈഡിനെ എടുക്കുക, ബ്രോമിനെ എടുക്കുക, 4 മോളിക്യൂൾസ് ഓഫ് NaOH. ഓക്കെ, 4 സ്ഥലത്ത് NaOHൻ്റെ ഉപയോഗം വരുന്നുണ്ട്. OH- 4 സ്ഥലത്ത് വരുന്നുണ്ട്. വിൽ ഗിവ് യു RNH2 പ്ലസ് Na2CO3 പ്ലസ് 2NaBr പ്ലസ് 2H2O. മെക്കാനിസം ഞാൻ കാണിക്കുന്നില്ല, പക്ഷെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത്, ദിസ് ഇൻവോൾവ്സ് formation of N-bromamide. N-bromamide എന്ന് പറഞ്ഞൊരു ഇൻ്റർമീഡിയറ്റ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങാനും അവർ നീറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കരുത്. N-bromamide എന്താണെന്നറിയോ? ഞാനത് ആ ഭാഗം മാത്രം കാണിച്ചു തരാം. ആ ഒരു ഭാഗം മെക്കാനിസത്തിൻ്റെ ഫുൾ മെക്കാനിസം ഞാൻ കാണിക്കുന്നില്ല, ആ ഒരു ഭാഗം മാത്രം ഞാൻ കാണിച്ചു തരാം മക്കളെ. N-bromamide എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമൈഡിനെ ഞാൻ ഒരു ബേസായിട്ട് ട്രീറ്റ് ചെയ്താൽ, NaOH ആയിട്ട് ട്രീറ്റ് ചെയ്താൽ, NaOHലെ OH-, NaOHന് ജീവിതത്തിൽ ഒരു പണിയുള്ളൂ, OH- കൊടുക്കുക. ആ OH- വന്നിട്ട് ഒരു H+ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകും, ഒരു H+ ചൂണ്ടിക്കൊണ്ട് പോകും. ആ H+ ചൂണ്ടിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? RC ഡബിൾ ബോണ്ട് O NH-. ഇത് വന്നിട്ട് ഈ അടുത്തിരിക്കുന്ന ബ്രോമിൻ ഉണ്ടല്ലോ, അതിൻ്റെ വേക്കൻ്റ് ഓർബിറ്റലിലേക്ക് ഒരു അറ്റാക്ക് അങ്ങോട്ട് നടത്തും. എന്നിട്ട് മറ്റേ ബ്രോമിനെ അങ്ങോട്ട് ചവിട്ടിപ്പുറത്താക്കും. അപ്പോൾ എന്ത് കിട്ടും മക്കളെ നമുക്ക്? അപ്പോൾ നമുക്ക് കിട്ടുന്നത് RCONHBr. ഇതാണ് N-bromamide. നൈട്രജനിൽ ഒരു ബ്രോമിൻ അറ്റാച്ച് ആയിട്ടിരിക്കുന്ന അമൈഡ്, അതാണ് N-bromamide. അതൊരു ഇൻ്റർമീഡിയറ്റ് ആണ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ, അതായത് ബേസിക്കലി ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ആണിത്. പിന്നെ അങ്ങോട്ട് റിയാക്ഷൻ മൊത്തം ഉണ്ട്, മെക്കാനിസം മൊത്തം ഉണ്ട്, പക്ഷേ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ഇത് മാത്രം ഒന്ന് മനസ്സിൽ വെക്കാൻ പറ്റുമോ മക്കളെ? മനസ്സിൽ വെക്കാൻ പറ്റുമല്ലോ സാറേ? ഓക്കെ, ഗോട്ട് ഇറ്റ്. പിന്നെ ഇനി അഥവാ അവർ ചോദിക്കുകയാണെങ്കിൽ, ദിസ് മെക്കാനിസം ഓൾസോ ഇൻവോൾവ്സ് മൈഗ്രേഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആ ഭാഗം ഞാനിവിടെ കാണിക്കുന്നില്ല, പക്ഷെ അഥവാ അവർ ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ മക്കൾ അഥവാ അവർ ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ് ഇൻവോൾവ്സ് മൈഗ്രേഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ആൻഡ് ഓൾസോ ഇറ്റ് ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് ഐസോസയനേറ്റ്. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം മൊത്തം മെക്കാനിസം കാണിക്കുന്നില്ല. ഓക്കെ, കുറച്ച് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അഥവാ അവർ തിയോററ്റിക്കൽ ചോദ്യം ചോദിച്ചാൽ, N-bromamide ഫോം ചെയ്യുന്നുണ്ട്, മൈഗ്രേഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് ഉണ്ട്, ഫോർമേഷൻ ഓഫ് ഐസോസയനേറ്റ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഉണ്ട്. ഐസോസയനേറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ സയനൈഡ് അല്ല, ഐസോസയനേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഈ കാര്യത്തിൽ ഐസോസയനേറ്റ് എന്താണെന്ന് ഇനി നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഐസോസയനേറ്റ് എന്ന് പറയുമ്പോൾ RN ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O. ഓക്കെ, ഐസോസയനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും മനസ്സിൽ വെക്കുക. അഥവാ അവർ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് മാർക്ക് പോകാൻ പാടില്ല. സോ ദാറ്റ്സ് വൈ. ലെറ്റ്സ് ഗോ ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവ്സ് പ്രൊപ്പനാമൈൻ ബൈ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവ്സ് പ്രൊപ്പനാമൈൻ ബൈ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ? പ്രൊപ്പനാമൈൻ എന്ന് പറയുമ്പോൾ CH3CH2 NH2. ഓക്കെ, അപ്പോൾ ഇത് ഫോം ചെയ്യണമെങ്കിൽ ഇതിനേലും വലിയൊരു അമൈഡിനെ എടുക്കണം, അല്ലേ? ഇതിൻ്റെ തൊട്ട് മേളിലുള്ള അമൈഡിനെ എടുക്കണം. CH3 CH2 CONH2. ഇവനെ എടുത്താലല്ലേ ഈ ഭാഗവും ചേർന്ന് നമുക്ക് പ്രൊപ്പനാമൈൻ കിട്ടുള്ളൂ,
അപ്പോൾ ബേസിക്കലി ആൻസർ എന്താണ്? ബ്യൂട്ടനാമൈഡ് ഇസ് ദി ആൻസർ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രോഡക്ട്സ് എ ആൻഡ് ബി ഓഫ് ദ ഗിവൺ റിയാക്ഷൻ ആർ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടാൽ എല്ലാവരും ഒന്ന് പേടിച്ചു പോകും. ദൈവമേ, ഇതെന്താണ് സംഭവം? ഇങ്ങനെ ഒരു റിയാക്ഷൻ സാറ് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. പക്ഷേ ഇത് നിങ്ങൾ കണ്ടോ? ഇത് നിങ്ങൾ കണ്ടോ? ഇതെന്താണ് ബേസിക്കലി? ഇത് ബേസിക്കലി നമ്മൾ ഗബ്രിയൽ താലിമൈഡ് പഠിച്ചപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇൻ്റർമീഡിയറ്റ് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത്. എൻ ആൽക്കൈൽ താലിമൈഡ് എന്ന് പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് നിങ്ങൾ കണ്ടോ? ആ ആൽക്കൈൽ ഗ്രൂപ്പ് ഇസ് അറ്റാച്ച്ഡ് ടു ദാറ്റ് ന്യൂക്ലിയോഫൈൽ ഓവർ ദർ. ഓക്കെ, എന്നിട്ട് അതിനെ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് താലിക് ആസിഡിൻ്റെ സോഡിയം സോൾട്ടോ താലിക് ആസിഡും RNH2 കിട്ടുന്നത്. സോ ബേസിക്കലി അവർ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ തന്ന ഈ ചോദ്യം ഇവിടെ നിന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. ആദ്യം മുതൽക്കേ ചോദിച്ചാൽ ആർക്കും കിട്ടും. അതുകൊണ്ട് അവർ ഇവിടെ നിന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്താണ് നോക്കേണ്ടത്? ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കുക. ആൽക്കൈൽ ഗ്രൂപ്പ് ബേസിക്കലി വരുന്നത് ഇതാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് അമീൻ ഫോം ചെയ്യും. അതിൻ്റെ കറസ്പോണ്ടിങ് അമീൻ എന്താണ്? അതിൻ്റെ കറസ്പോണ്ടിങ് അമീൻ വരുന്നത് ഇതാണ് അല്ലേ? ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ അമീൻ പാർട്ട്. എന്നിട്ട് ബാക്കി എന്താണ്? സോഡിയം സോൾട്ട് ഓഫ് താലിക് ആസിഡ്. അത് ബേസിക്കലി ദിസ് വൺ. ഗോട്ട് ഇറ്റ്? 3 ആണ് ആൻസർ വരുന്നത്. ഇതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുള്ള. ഓക്കെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു കാർബൺ കിടക്കുന്നുണ്ട് കേട്ടോ. അത് മറക്കരുത്. അപ്പോൾ സെക്കൻഡും തേർഡും നമ്മൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഈ കാർബൺ വേണം. ഓക്കെ, ആ കാർബൺ ഉണ്ട് അവിടെ. ഓക്കെ, 3 വിൽ ബി ദി ആൻസർ. 4 ഓപ്ഷൻ ഉണ്ടാവേണ്ടതാണ് എനിക്ക് തോന്നുന്നു. പ്രിൻറ്റിങ് എററാണ്. ബട്ട് എനിവേ, നെക്സ്റ്റ് എന്താണ് മക്കളെ? നെക്സ്റ്റ് എന്ന് പറയുന്നത് റിഡക്റ്റീവ് അമിനേഷൻ. നെക്സ്റ്റ് പ്രിപ്പറേഷൻ മെത്തേഡാണ് റിഡക്റ്റീവ് അമിനേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഇങ്ങനെയും പ്രിപ്പയർ ചെയ്യാം അമീൻസിനെ. ഈ റിയാക്ഷൻ എന്താണ് സാറേ? ഈ റിയാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ബുക്സിൽ നിങ്ങൾ കാണില്ല. പക്ഷേ ഇൻഡയറക്ട്ലി ഈ റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാം. ഇൻഡയറക്ട്ലി എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം മക്കളെ. ഒരു ആൽഡിഹൈഡ് ഓർ കീറ്റോണിനെ അമോണിയ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം H2 ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുക, ഓക്സിജൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാണ്. അറിയാത്തവർ ദയവീത് എണീറ്റ് നിൽക്കുക. എണീറ്റ് നിന്നിട്ട് ഒന്ന് കൈ കുടഞ്ഞ് മറക്കാൻ പാടില്ല ഇതൊന്നും. ഓക്കെ, സോ എല്ലാവരും നോക്കുക. നമുക്ക് കിട്ടാൻ പോകുന്നത് ഇമൈനാണ്. ഇതിനെയാണ് ഇമൈൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് വാട്ട് യു കോൾ ആസ് ഇമൈൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ദിസ് ഈസ് ഇമൈൻ. ഈ ഇമൈനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ, യു വിൽ ഗെറ്റ് HNH2. സിമ്പിൾ. സോ ബേസിക്കലി ഒന്നുമില്ല, ഇമൈൻ ഫോം ചെയ്യുക. ഇമൈനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് പ്രൈമറി അമീൻ ആക്കാൻ പറ്റും. H2N9 യൂസ് ചെയ്താൽ. ആ ഇമൈൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിലും നിന്ന്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് when treated with ammonia will give you imine on reduction gives you primary amine. So basically ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിച്ചതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പഠിപ്പിച്ചത്. ഗോട്ട് ഇറ്റ്? ഇൻഡയറക്ട്ലി ഈ റിയാക്ഷൻ ഡയറക്ട്ലി നിങ്ങൾക്ക് ചിലപ്പോൾ ബുക്സിൽ കാണാൻ പറ്റില്ല. ഇൻഡയറക്ട്ലി ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സാർ ഇരുന്നോട്ടെ. ഇരിക്കാൻ പറ്റില്ല. നിന്നവർ നിന്നുകൊണ്ട് തന്നെ ഇരിക്കുക. മറന്നവർ പണിഷ്മെൻ്റാണ് മക്കളെ. 3 മണിക്കൂർ നിൽക്കേണ്ടി വരും. ഇരുന്നോടാ കൂട്ടാ, ഞാൻ വെറുതെ പറഞ്ഞാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് മക്കളെ? നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്തനാമൈൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ റിഡക്ഷൻ ഓഫ്. Ethanamine can be prepared by the reduction of. Ethanamine എന്ന് പറഞ്ഞാൽ എന്താണ്? CH3, CH2, NH2. ഓക്കെ, ദിസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ റിഡക്ഷൻ ഓഫ്. നൈട്രൈലാണ്. എല്ലാ ഓപ്ഷനിലും നൈട്രൈലാണ്. ഏത് നൈട്രൈൽ റെഡ്യൂസ് ചെയ്താലാണ് CH3, CH2, NH2 കിട്ടാൻ പോകുന്നത്? ഈത്തേൻ നൈട്രൈൽ റെഡ്യൂസ് ചെയ്താൽ അല്ലേ? ഇത് റെഡ്യൂസ് ചെയ്താലല്ലേ? നമുക്ക് ഓർമ്മയില്ല മക്കളെ, ആർക്കും ഓർമ്മയുണ്ട് സാർ? എനിക്കൊന്നും ഓർമ്മയില്ല അല്ലേ? എന്തൊക്കെയാണ് സാറ് പറയുന്നത്? ഇത് ഓർമ്മയില്ലേ? RCN റെഡ്യൂസ് ചെയ്താൽ RCH2NH2 കിട്ടും. RCN റെഡ്യൂസ് ചെയ്താൽ RCH2NH2 കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അല്ലേ എൻ്റെ കുട്ടന്മാരെ ഇവിടെ വന്നിരിക്കുന്നത്? അതല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? യെസ് ഓ നോ? CH3C ട്രിപ്പിൾ ബോണ്ട് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ ബേസിക്കലി ആൻസർ വരാൻ പോകുന്നത് 1 ആണ്. 1 വിൽ ബി ദി ആൻസർ. ഓക്കെ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ്.
ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ്. എൻ്റെ പൊന്നു മക്കളെ, അമോണിയയും അതിൻ്റെ ചേട്ടാനിയന്മാരും, അമോണിയയും പ്രൈമറി അമീനും സെക്കൻഡറി അമീനൊക്കെ ബേസസ് ആണ്. കാര്യം എന്താ, അവർക്ക് ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഈ ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ജനറൽ ഓർഡർ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഗേഷ്യസ് ഫേസിൽ ചോദിക്കുകയാണെങ്കിൽ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ടേർഷ്യറി അമീൻ ഈസ് മോർ ബേസിക് ദാൻ സെക്കൻഡറി അമീൻ, വിച്ച് ഇസ് മോർ ബേസിക് ദാൻ പ്രൈമറി അമീൻ, വിച്ച് ഇസ് മോർ ബേസിക് ദാൻ അമോണിയ. ഗേഷ്യസ് ഫേസിൽ ചോദിക്കാം. കാര്യം എന്താണ്, നിങ്ങൾക്കറിയാം ടേർഷ്യറി അമീൻ എന്ന് പറയുമ്പോൾ അതിന് 3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, പ്ലസ് ഐ ഗ്രൂപ്പ്സ് 3 എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോൺ പെയർ പുറത്തേക്ക് വരാൻ ഭയങ്കര എളുപ്പമായിരിക്കും അല്ല. 3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ലോൺ പെയർ ഈസിലി പുറത്തേക്ക് വരും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻക്രീസസ് ബേസിക് സ്ട്രെങ്ത്. പക്ഷേ ഇത് തന്നെ അവർ അക്വസ് ഫേസിൽ ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര പാടാണ്. ആക്ച്വലി ഭയങ്കര പാടാണ്. എന്തുകൊണ്ടാണെന്നറിയോ, അക്വസ് ഫേസിൽ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഈ അക്വസ് ഫേസിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇപ്പോൾ പ്രൈമറി അമീൻ എടുത്തു. ഈ പ്രൈമറി അമീൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്താണ്, RNH3+. ഈ അക്വസ് ഫേസിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഈ വെള്ളം എന്ന് പറയുന്ന ആൾ പോളാർ സബ്സ്റ്റൻസ് ആണ് അല്ലേ. ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജും പാർഷ്യൽ പോസിറ്റീവ് ചാർജും. സോ ബേസിക്കലി അവിടെ ഇങ്ങനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ മോളിക്യൂൾസിന് ബേസിക്കലി ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ പോസിറ്റീവ് ചാർജിനെ ഏതൊരു അയോണിനെയും കിട്ടിയാലും വെള്ളത്തിന് അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. കാര്യം ചുറ്റും വന്ന് അതിനെ സ്റ്റെബിലൈസ് ചെയ്യും അല്ലേ. ആ നെഗറ്റീവ് എൻഡ്, വെള്ളത്തിൻ്റെ ആ നെഗറ്റീവ് എൻഡ് വന്നിട്ട് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യും. പക്ഷേ ഇത് തന്നെ ഒരു ടേർഷ്യറി അമീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഒരു ടേർഷ്യറി അമീൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്താണ്, R3NH+ ആണ്. ഈ വെള്ളത്തിൻ്റെ മോളിക്യൂൾസിന് അധികം ചുറ്റി വരാൻ പറ്റില്ല. കാര്യം എന്താണ്, ഇവിടെ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ സോൾവേഷൻ വിൽ ബി ലെസ്സർ ഇൻ ടേർഷ്യറി അമീൻസ്. അതായത് ഈ കാറ്റയോൺ വിൽ ബി ലെസ് സ്റ്റെബിലൈസ്ഡ്. കോൺജുഗേറ്റ് ആസിഡ് ഇസ് ലെസ് സ്റ്റെബിലൈസ്ഡ് ഫോർ ടേർഷ്യറി അമീൻസ് ഇൻ വാട്ടർ. ഇൻ പ്രൈമറി അമീൻസ് ഇറ്റ് ഇസ് മോർ സ്റ്റെബിലൈസ്ഡ്. കാര്യം എന്താണ്, പ്രൈമറി അമീൻസിനകത്ത് ഒറ്റ R ഗ്രൂപ്പേ ഉള്ളൂ, കുറേ വെള്ളത്തിന് വന്ന് സറൗണ്ട് ചെയ്യാം. അപ്പോൾ സോൾവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇഫ് യു ആർ ഓൺലി കൺസിഡറിങ് സോൾവേഷൻ, ബേസിക് സ്ട്രെങ്ത് വരാൻ പോകുന്നത് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷ്യറി ആണ്. പക്ഷേ ഇഫ് യു ആർ ഓൺലി കൺസിഡറിങ് പ്ലസ് ഐ ഇഫക്റ്റ്, ബേസിക് സ്ട്രെങ്ത് വരാൻ പോകുന്നത് ടേർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. പക്ഷേ ആക്ച്വലി പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ രണ്ടും കൺസിഡർ ചെയ്യണം. നമ്മൾ അങ്ങനെ ഒരെണ്ണം മാത്രം കൺസിഡർ ചെയ്യല്ല, രണ്ടും കൺസിഡർ ചെയ്യണം. അപ്പോൾ രണ്ടും കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു പ്രെഡിക്റ്റ് ബേസിക് സ്ട്രെങ്ത്. ബേസിക് സ്ട്രെങ്ത് പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൾട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിലബസിലാകെ 2 എണ്ണമേ ഉള്ളൂ. ഒന്ന് മീഥൈൽ അമീൻസിൻ്റെ ഓർഡർ. മീഥൈൽ അമീൻസിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ സെക്കൻഡറി അമീൻസ് ആദ്യം വരും, പിന്നെ പ്രൈമറി അമീൻ വരും, പിന്നെ ടേർഷ്യറി അമീൻ വരും, പിന്നെ അമോണിയ വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അനിലീൻ വരും. അനിലീൻ ലാസ്റ്റിലാണ് വരണേ. കാര്യം എന്താ, അനിലീൻ എന്ന് പറഞ്ഞ ചങ്ങാതി ഉണ്ടല്ലോ, എപ്പോഴും ലാസ്റ്റിലാണ് വരിക. അതിൻ്റെ ലോൺ പെയർ ഇസ് ഇൻവോൾവ് ഇൻ റെസണൻസ്. അനിലീൻ്റെ ലോൺ പെയർ ഇസ് ഇൻവോൾവ് ഇൻ റെസണൻസ്. അതങ്ങനെ പെട്ടെന്ന് പിടിച്ചാൽ കിട്ടുമൊന്നുമില്ല, അതെപ്പോഴും ലാസ്റ്റിലാണ് വരിക. ഓക്കെ, ഇനിയിപ്പോൾ ഈത്തൈൽ അമീൻസിൻ്റെയും കൂടി ഓർഡർ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഈത്തൈൽ അമീൻസിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ CH3CH2 twice NH. സെക്കൻഡറി അമീൻ ആദ്യം വരും, അത് കഴിഞ്ഞിട്ട് ടേർഷ്യറിയാണ് വരുന്നത്. നോക്കൂ, അത് കഴിഞ്ഞിട്ട് ടേർഷ്യറിയാണ് വരുന്നത്. മീഥൈൽ അമീൻസിൽ സെക്കൻഡ് വരുന്നത് പ്രൈമറിയാണ്. നോക്കൂ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടേർഷ്യറി. അത് കഴിഞ്ഞിട്ട് അമോണിയ. ഈത്തൈൽ അമീൻസിൽ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷ്യറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ അമോണിയ. അപ്പോൾ ഈ 2 ഓർഡർ മാത്രം പഠിച്ചു വെച്ചാൽ മതി. കാര്യം എന്താണെന്ന് അറിയോ, ബാക്കിയുള്ള ഓർഡേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാര്യം ഈ 2 ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നത്, സോൾവേഷനും പ്ലസ് ഐ ഇഫക്റ്റും. പ്ലസ് ഐ ഇഫക്റ്റ് വെച്ച് നോക്കുമ്പോൾ എല്ലായിടത്തും ടേർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ദിസ് ആണ്. പക്ഷേ സോൾവേഷൻ നോക്കുമ്പോൾ വ്യത്യാസം വരും. ഓക്കെ, പക്ഷേ ഗേഷ്യസ് സ്റ്റേറ്റിൽ നിങ്ങൾ ഓർത്ത് വെച്ചോ മക്കളെ, ഇതായിരിക്കും ഓർഡർ. ഓൾവേസ് ദിസ് വിൽ ബി ദി ഓർഡർ. കാര്യം എന്താ, ഗേഷ്യസ് സ്റ്റേറ്റിൽ സോൾവേഷൻ ഇഫക്റ്റ് നോക്കില്ല. ഗേഷ്യസ് സ്റ്റേറ്റിൽ വെള്ളം കൊണ്ടുള്ള കഥകളില്ല. ഓക്കെ, ദിസ് ഈസ് വാലിഡ് ഓൾവേസ്. എല്ലായിടത്തും ഇത് വാലിഡ് ആണ്. ടേർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ അമോണിയ എന്നുള്ളത്. പക്ഷേ അക്വസ് സ്റ്റേറ്റിൽ
രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ചേടാ മാർക്ക് ചെയ്തിട്ടിരുന്നു. എനിവേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്? എല്ലാവരും നോക്കുക. ഇത് ബേസിക്കലി അക്വസ് സ്റ്റേറ്റിലാണ് കേട്ടോ അവർ മെൻഷൻ ചെയ്യണമായിരുന്നു. സാധാരണ ഒരു ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്യും. ഇനി അഥവാ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റ് ആണ് നോർമലി എടുക്കുക. അല്ലെങ്കിൽ അവർ മെൻഷൻ ചെയ്യും ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് അക്വസ് സ്റ്റേറ്റ് ആണ്. അക്വസ് സ്റ്റേറ്റ് ആണെങ്കിൽ എല്ലാവരും നോക്കുക, ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. അനിലീൻ ലാസ്റ്റ് വരുന്നു. ഓക്കെ, അനിലീൻ ലാസ്റ്റ് C6H5NH2. അമോണിയ വരുന്നു. അത് കഴിഞ്ഞ് C6H5CH2NH2. C6H5CH2NH2 എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് C2H5NH2 വരുന്നു. C2H5NH2 എന്ന് പറയുമ്പോൾ ഇത് അത് കറക്റ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ അതെന്തുണ്ട്, ഇതൊരു പ്രൈമറി അമീൻ, ഇതൊരു പ്രൈമറി അമീൻ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടുത്തെ ഈ പ്രൈമറി അമീന് കുറച്ചും കൂടെ വലിയ ഗ്രൂപ്പാണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സോൾവേഷൻ കുറച്ച് കുറയും. കുറച്ചും കൂടെ കുറയും ഇവിടെ ആ സോൾവേഷൻ ഇഫക്റ്റ്. അതുമാത്രവുമല്ല ഇവിടുത്തെ ഈ sp2 ഹൈബ്രിഡൈസ് കാർബണിൻ്റെ -I ഇഫക്റ്റും ഉണ്ട്, -I ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോൺ പെയർ. ഇത് അനിലീൻ അല്ല കേട്ടോ, ഇത് അനിലീൻ ഏറ്റവും അവസാനമാണ് പോയി കിടക്കുന്നത്. കാര്യം അതിൻ്റെ റെസണൻസ് ഉള്ളതുകൊണ്ട്. ഇത് NH2CH2 ഫീനാൽ ഗ്രൂപ്പാണ്. അപ്പോൾ C2H5NH2 ഇത് കഴിഞ്ഞിട്ട് C2H5NH2, അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ഏറ്റവും ഫസ്റ്റ് വരും. ഞാൻ പറഞ്ഞില്ല സെക്കൻഡറി ഏറ്റവും ആദ്യം പറഞ്ഞത് അക്വസ് ഫേസിൽ. അത് മീത്തൈൽ അമീൻസ് ആയിക്കോട്ടെ ഈത്തൈൽ അമീൻസ് ആയിക്കോട്ടെ. അപ്പോൾ അത് കറക്റ്റാണ്, ദിസ് ഇസ് കറക്റ്റ്. സെക്കൻഡ് വൺ നോക്കാം, അനിലീൻ ലാസ്റ്റ്. അത് കഴിഞ്ഞ് പ്രൈമറി അമീൻ, ടേർഷറി അമീൻ, സെക്കൻഡറി അമീൻ. ഇത് ഈത്തൈൽ അമീൻസ് ആണ്. നോക്കൂ, ഈത്തൈൽ അമീൻസിൻ്റെ ഓർഡർ നിങ്ങൾക്കറിയാം, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അപ്പോൾ ഇത് കറക്റ്റാ മക്കളെ. നോക്കൂ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അത് കഴിഞ്ഞിട്ട് അനിലീൻ എന്തായാലും അവസാനം പറഞ്ഞത്. അപ്പോൾ അതും കറക്റ്റാ. നെക്സ്റ്റ് C6H5NH2 അനിലീൻ ലാസ്റ്റ്. ഇത് നെക്സ്റ്റ് വരുന്നു ടേർഷറി, പ്രൈമറി, സെക്കൻഡറി. ഇത് മീത്തൈൽ അമീൻസ് ആണ്. നോക്കൂ, മീത്തൈൽ അമീൻസിൻ്റെ ഓർഡർ കറക്റ്റാ. മീത്തൈൽ അമീൻസിൻ്റെ ഓർഡർ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടേർഷറി, പിന്നെ ബാക്കിയുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ഓൾ ഓഫ് ദം ആർ കറക്റ്റ്. എന്താ അടിപൊളിയായിട്ട് ആൻസർ കിട്ടി നോക്കൂ, വിത്ത് എക്സ്പ്ലനേഷൻസ്. ഈ ബേസിക് ഫണ്ടമെൻറ്റൽസും കൂടി അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഈ സോൾവേഷൻ എഫക്റ്റ് ഒക്കെ അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലതാണ് മക്കളെ. ആ സോൾവേഷൻ നിങ്ങൾക്കറിയാം, സോൾവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അയോണിനെ സറൗണ്ട് ചെയ്യുന്നതാണ്, സൊല്യൂട്ടിനെ സറൗണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സോൾവേഷൻ ഇഫക്റ്റും ഇൻഡക്റ്റീവ് ഇഫക്റ്റും രണ്ടും കൂടി ചേർന്നതാണ് ബേസിക് സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, പ്ലീസ് മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, നെക്സ്റ്റ് റിയാക്ഷൻസ് ഓഫ് അമീൻ. ഇവിടെ നമ്മൾ റിയാക്ഷൻസ് ഓഫ് അമീൻ ആണ് പഠിക്കാൻ പോകുന്നത്. റിയാക്ഷൻസ് ഓഫ് അമീൻ. ആദ്യത്തെ എന്താണ്? ആൽക്കൈലേഷൻ ഞാൻ എടുക്കുന്നില്ല. കാര്യം എന്താ? ആൽക്കൈലേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എന്താണ് ബേസിക്കലി ആൽക്കൈലേഷൻ? ആൽക്കൈലേഷൻ ഇസ് ബേസിക്കലി, ഇപ്പം ഞാനൊരു അമീൻ എടുക്കുകയാണ്. ഓക്കെ, അമീൻ എടുത്തിട്ട് അതിനെ R-X വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? RNHR- അല്ലേ? ആൽക്കൈലേഷൻ ബേസിക്കലി എന്താണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ലോൺ പെയർ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, എക്സിനെ ചവിട്ടി പുറത്താക്കുന്നു, ഡണ്ടനാടൻ. ഓക്കെ, ബട്ട് ഇറ്റ് കണ്ടിന്യൂസ്. നിങ്ങൾക്കറിയാം ആ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അസൈലേഷൻ. എല്ലാവരും ഒന്ന് നോക്കിയേ മക്കളെ, ഈ അമീനെ പിടിച്ചിട്ട് ഒരു കബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ് ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, കബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡ് ആണ്, അല്ലെങ്കിൽ ആൻഹൈഡ്രൈഡ് ആണ്, OCOR ആണ്, അല്ലെങ്കിൽ Z can also be OR, അതായത് എസ്റ്ററും ആവാം. ഓക്കെ, OR ആണെങ്കിൽ എസ്റ്റർ, OCOR ആണെങ്കിൽ ആൻഹൈഡ്രൈഡ്, CL ആണെങ്കിൽ ആസിഡ് ക്ലോറൈഡ്. അമൈഡ് എന്താ ചെയ്യാന്നറിയോ? അമൈഡ് നേരെ വന്നിട്ട് ഈ വാതിൽക്കെല്ലാം അങ്ങോട്ട് മുട്ടും. കാര്യം എന്താ? ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, ഈ പൈ ബോണ്ട് മേളിലേക്ക് പോകും. അപ്പോൾ എന്ത് കിട്ടും? നമുക്കൊരു ടെട്രാഹെഡ്രൽ ഇൻ്റർമീഡിയറ്റ് കിട്ടും. R-COMZNHR. ഓക്കെ, ഞാൻ ഡീപ്രോട്ടോണേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയണത്. ഇത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡീപ്രോട്ടോണേഷൻ നടക്കും കേട്ടോ. ഓക്കെ, ഒരു H+ ചവിട്ടി പുറത്താക്കും. അപ്പോൾ ഈ രണ്ട് ഹൈഡ്രജനിൽ നിന്ന് ഒരു ഹൈഡ്രജനാവും. അത് കഴിഞ്ഞിട്ട് ഈ നെഗറ്റീവ് ചാർജ് താഴ്ത്തോട്ട് വരും. തട്ടി മേളിലേക്ക് പോയ ആൾ താഴ്ത്തോട്ട് വരും. അപ്പോൾ എന്ത് പറ്റും? ഈ Z പുറത്തേക്ക് പോകും. എന്താണോ ആ Z, ഇപ്പോൾ ആസിഡ് ക്ലോറൈഡ് ആണെങ്കിൽ CL പുറത്തേക്ക് പോകും, ആൻഹൈഡ്രൈഡ് ആണെങ്കിൽ OCOR പുറത്തേക്ക് പോകും, എസ്റ്റർ ആണെങ്കിൽ OR പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? R-C ഡബിൾ ബോണ്ട് O
NHR. ബേസിക്കലി നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് കിട്ടും അല്ലേ. RCONH2 പകരം RCONHR. ബേസിക്കലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് കിട്ടും അവിടെ. ഇനിയിപ്പോൾ ഈ ഹൈഡ്രജന് പകരം വേറൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ആവാട്ടോ. ഇപ്പോൾ സെക്കൻഡറി അമീനാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ വേറെ ആൽക്കൈൽ ഗ്രൂപ്പ് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ മെക്കാനിസം മനസ്സിലായല്ലോ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ പുറത്തേക്ക് വരുന്നത് HCl ആണ്. എന്തിന്? ആസിഡ് ക്ലോറൈഡ് ആണെങ്കിൽ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. എല്ലാവരും നോക്കുക. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. C2H5NH2 എത്തനാമൈൻ CH3COCl ആയിട്ട് ആസിഡ് ക്ലോറൈഡായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇത് വന്ന് ഇവിടെ തട്ടുന്നു, പൈ ബോണ്ട് മേളിലേക്ക് പോകുന്നു. ഓക്കെ, ടെട്രാഹൈഡ്രൽ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. ഇത് കണ്ടോ, O- ഇവിടെ വന്നത് കണ്ടോ. എന്നിട്ട് ആ O- വീണ്ടും തിരിച്ചു പോകുന്നു, Cl-നെ ചവിട്ടിപ്പുറത്താക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഒരു അമൈഡ് കിട്ടി. ഈ ലിങ്കേജ് കണ്ടോ മക്കളെ, CH3CONH2H5. ഈ ഭാഗം അമീനിൽ നിന്ന് വന്ന ഭാഗം, ഈ ഭാഗം ആസിഡ് ക്ലോറൈഡിൽ നിന്ന് വന്ന ഭാഗം. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ പുറത്തു പോയത് എന്താണ്? ഇവിടെ പുറത്തു പോയത് ഹൈഡ്രജനും Cl-ഉം. HCl പുറത്തേക്ക് പോയത്. HCl പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ബേസ് യൂസ് ചെയ്യുന്നത്. കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ ബേസ് ലൈക്ക് പിരിഡീൻ ഇസ് യൂസ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ. കാര്യം എന്താ? ഈ പിരിഡീൻ പോയിട്ട് ഈ HCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ എന്താ പറ്റുമെന്നറിയോ? ഈ HCl ബാക്ക്വേർഡ് റിയാക്ഷനെ സപ്പോർട്ട് ചെയ്യും. ഈ HCl ഉണ്ടെങ്കിൽ ഈ ബാക്ക്വേർഡ് റിയാക്ഷനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പിരിഡീൻ പോയിട്ട് HCl-നെ അടങ്ങിയിരുത്തും. പിരിഡീൻ ഒരു ബേസാണല്ലോ. പിരിഡീൻ പോയിട്ട് പറയും, എൻ്റെ പൊന്നു മോനെ പ്രശ്നം ഉണ്ടാക്കരുത്, ഓക്കെ, ഞാൻ നിൻ്റെ ഒപ്പം റിയാക്ട് ചെയ്തിട്ട് കാര്യമൊക്കെ സോൾവ് ചെയ്ത് തരാം. Got it, my dear students? Fine. അപ്പോൾ അതുകൊണ്ട് ബേസ് എന്തിനാണ് ഈ റിയാക്ഷൻ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് വൈ. നെക്സ്റ്റ് റിയാക്ഷൻ നോക്കൂ. C2H5NH. ഓക്കെ, സെയിം തിങ് തന്നെ മക്കളെ, സെയിം തിങ് തന്നെ. ഇത് വന്നിട്ട് ഇവിടെ തട്ടുന്നു, പൈ ബോണ്ട് മേളിലേക്ക് പോകുന്നു, പൈ ബോണ്ട് താഴത്തേക്ക് വരുന്നു, Cl പുറത്തേക്ക് ചാടുന്നു. ബേസിക്കലി ഈ Hഉം ഈ Cl-ഉം പുറത്തേക്ക് പോകുന്നു. ബാക്കി എന്താണ് വരുന്നത്? ഈ ഭാഗം അമീനിൽ നിന്ന് വന്ന ഭാഗം, ബാക്കി ഭാഗം അമൈഡിൽ നിന്ന് വന്ന ഭാഗം. HCl പുറത്തേക്ക് പോകുന്നു. ഇവിടെയും പിരിഡീൻ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് അൺഹൈഡ്രൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ നോക്കുക. ഇപ്പോൾ എത്തനാമൈൻ അല്ല, ഇവിടെ ബേസിക്കലി അനിലീനാണ്. ബെൻസനാമൈൻ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ Z. അൺഹൈഡ്രൈഡിൻ്റെ Z ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ Z കണ്ടില്ലേ, OCOR. ആ ബേസിക്കലി ഭാഗം ഇതാണ്. അപ്പോൾ ഇത് തട്ടുന്നു, ഈ ഭാഗം പുറത്തേക്ക് പോകുന്നു വിത്ത് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുന്നത്? ബൈ പ്രോഡക്റ്റ് ആയിട്ട് CH3COO ഹൈഡ്രജൻ, കബോക്സിലിക് ആസിഡ് ആണ് കിട്ടുന്നത്. ഗോട്ട് ഇറ്റ്? ബാക്കി എന്താണ്? ഈ ഭാഗം അനിലീൻ്റെ ഈ ഭാഗമാണ് ഇത്. ഗോട്ട് ഇറ്റ്? ഫൈൻ. പിന്നെ അൺഹൈഡ്രൈഡിൻ്റെ ഈ ഭാഗമാണ് ഇത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഫോമാറ്റ് മനസ്സിൽ വെച്ചാൽ മതി. RNH2 തട്ടി Z-നെ പുറത്ത് കളയുന്നു, പിന്നെ ഹൈഡ്രജൻ അതിൻ്റെ ഒപ്പം പോകുന്നു. ഗോട്ട് ഇറ്റ്, മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. നെക്സ്റ്റ് എന്താണ്? കാർബിലമീൻ റിയാക്ഷൻ is only shown by primary amines. പ്രൈമറി അമീൻസിൻ്റെ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന റിയാക്ഷനാണ് കാർബിലമീൻ. എന്താണ് ബേസിക്കലി നടക്കുന്നത്? പ്രൈമറി അമീൻ എടുക്കുക, CHCl3 എടുക്കുക, KOH എടുക്കുക. ഈ ഐറ്റങ്ങളെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്, റീമർ-ടീമൻ റിയാക്ഷനിൽ കണ്ടിട്ടുണ്ട്. വെനെവർ യു യൂസ് ക്ലോറോഫോം ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഡൈക്ലോറോ കാർബീൻ. ഓക്കെ, ഡൈക്ലോറോ കാർബീൻ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്, ഒരു ഇലക്ട്രോഫൈലാണ്. ഡൈക്ലോറോ കാർബീൻ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് റീമർ-ടീമൻ റിയാക്ഷനിലും ഇത് തന്നെയാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് ബേസിക്കലി RNH2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഐസോസൈനൈഡ് കിട്ടും. കംപ്ലീറ്റ് റിയാക്ഷൻ ഞാൻ കാണിക്കുന്നില്ല, പക്ഷേ ഐസോസൈനൈഡ് കിട്ടും, വിച്ച് ഹാസ് ഇറ്റ്സ് എ ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, അൺസഹിക്കബിൾ സ്മെല്ലാണ് അതിന്, സഹിക്കാൻ പറ്റൂല. ഓക്കെ, പ്ലസ് പൊട്ടാസ്യം ക്ലോറൈഡ് പ്ലസ് H2O. അപ്പോൾ ദിസ് ഇസ് ഓൺലി ഷോൺ ബൈ പ്രൈമറി അമീൻസ്. ഇത് പ്രൈമറി അമീൻസ് മാത്രം കാണിക്കുന്ന ഒരു റിയാക്ഷനാണ് കാർബിലമീൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി എക്സ്ട്രാ പോയിന്റ് എന്താണ്? ഇവിടെ ഡൈക്ലോറോ കാർബീൻ ഉണ്ട് സാറേ. ഡൈക്ലോറോ കാർബീൻ നിങ്ങൾ മറക്കുമോ? ഇല്ല, ദാറ്റ് ഇസ് എ ഇൻ്റർമീഡിയറ്റ് ദാറ്റ് ഇസ് യൂസ്ഡ്. ഓക്കെ, എല്ലാവരും നോക്കുക മക്കളെ. വിച്ച് കോമ്പൗണ്ട് ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറോഫോം ആൻഡ് എത്തനോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഫോം ഐസോസൈനൈഡ്? ആരാണ് ഇതിൽ ഐസോസൈനൈഡ് ഫോം ചെയ്യുക? ഇതിലാരാണ് ഐസോസൈനൈഡ് ഫോം ചെയ്യുക? ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രൈമറി അമീൻസ് ആണ് ഐസോസൈനൈഡ് റിയാക്ഷൻ നടത്തുന്നത്. പ്രൈമറി അമീൻസ് ആരാ? പ്രൈമറി അമീൻസ് നോക്കുക. ഇവനല്ലേ പ്രൈമറി അമീൻ, ഫസ്റ്റ് വൺ അല്ലേ? ഇത് സെക്കൻഡറി ആണ്, ഇത് ടേർഷറി ആണ്,
ഇതും സെക്കൻഡറി ആണ് മക്കളെ. സോ ദിസ് വിൽ ബി ദി ആൻസർ, 1 will be the answer, as simple as that. Okay, cool. Next, reaction with nitrous acid. നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? HNO2 ആണ്. പക്ഷേ ഈ നൈട്രസ് ആസിഡ് ഇസ് വെരി അൺസ്റ്റേബിൾ. ഈ ഐറ്റം ഒരു വെരി അൺസ്റ്റേബിൾ ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും NaNO2 പ്ലസ് HCl ആണ് യൂസ് ചെയ്യുക. കാര്യം NaNO2 പ്ലസ് HCl നിങ്ങളൊരു ചെമ്പിൽ കൊണ്ടിട്ടാൽ, ഒരു കണ്ടെയ്നറിൽ കൊണ്ടിട്ടാൽ അത് റിയാക്ട് ചെയ്ത് HNO2 ഫോം ചെയ്യും. HNO2 സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. HNO2 ഭയങ്കര അൺസ്റ്റേബിളാണ്. അതുകൊണ്ടാണ് NaNO2 പ്ലസ് HCl യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൈമറി അമീനിനെ HNO2 ആയിട്ട് ട്രീറ്റ് ചെയ്താൽ, HNO2 എന്ന് പറയുമ്പോൾ NaNO2 ആൻഡ് HCl. അപ്പോൾ കൺഫ്യൂസ് ആവരുത് കേട്ടോ. NaNO2 പ്ലസ് HCl യൂസ് ചെയ്യണത് എന്തുകൊണ്ടാണ്? HNO2 അൺസ്റ്റേബിൾ ആയതുകൊണ്ട്. HNO2 ഉണ്ടാക്കി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല. എടാ മോനെ ഒരു HNO2 പോയി എടുത്തുകൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ HNO2 പറ്റില്ല. അതിന് പകരം NaNO2 HCl എടുത്ത് ഒഴിക്കുക. അത് HNO2 ഫോം ചെയ്ത് ഉടനെ തന്നെ അമീനായിട്ട് റിയാക്ട് ചെയ്യും. നമുക്ക് കിട്ടാൻ പോകുന്നത് ഡയസോണിയമാണ്. ഡയസോണിയത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് ഓർത്തിരിക്കണം. ദിസ് ഇസ് ഡയസോണിയം ക്ലോറൈഡ്. ഈ ഡയസോണിയം ക്ലോറൈഡ്, ആൽക്കൈൽ ഡയസോണിയം ക്ലോറൈഡ്, ഇതിനെയാണ് ആൽക്കൈൽ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ബെൻസീൻ അല്ല അറ്റാച്ച്ഡ്, ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഈ ആൽക്കൈൽ ഡയസോണിയം ക്ലോറൈഡ് ഈസ് അൺസ്റ്റേബിൾ അറ്റ് all temperatures. Alkyl diazonium chloride is unstable at all temperature. ഏത് ടെമ്പറേച്ചർ എടുത്താലും ഇറ്റ്സ് അൺസ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ദിസ് ആൽക്കൈൽ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് വാട്ടർ. എവിടെയുള്ള വാട്ടർ? കണ്ടെയ്നറിലുള്ള വാട്ടർ. അത് വന്നിട്ട് ഈ ആറിനെ അറ്റാക്ക് ചെയ്തിട്ട് നൈട്രജനെ പുറത്തേക്ക് ചവിട്ടും. കാര്യം എന്താണ്? ഇത് ഭയങ്കര അൺസ്റ്റേബിളാണ് കുട്ടികളെ. ഈസിലി H2O അറ്റാക്ക് ചെയ്ത് അവിടെ ആൽക്കഹോൾ ഫോം ചെയ്യും. ഓക്കെ, എന്നിട്ട് N2 ഗ്യാസ് പുറത്തേക്ക് വരും. കാര്യം എന്താണ്? ഈ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ H2O വന്നിട്ട് സിമ്പിളായിട്ട് വന്ന് തട്ടിപ്പുറത്താക്കും. കഴിഞ്ഞു. ഗോട്ട് ഇറ്റ്. നേരെ മറിച്ച് അരോമാറ്റിക് ഡയസോണിയം ക്ലോറൈഡ്, ഇപ്പോൾ അനിലീൻ എടുക്കുകയാണ്. അനിലീനെ ഞാൻ NaNO2 HCl വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 0 to 5 degree Celsius വയ്ക്കും. 273 to 278 Kelvin. അവിടെ വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ആ ടെമ്പറേച്ചർ റേഞ്ചിൽ ഇവൻ സ്റ്റേബിളാണ്. അതിനപ്പുറത്തേക്ക് ഒന്നങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അവൻ അൺസ്റ്റേബിൾ ആവും. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ അത് സ്റ്റേബിളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളത്തിന് വന്ന് അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. ഇവിടെ ബേസിക്കലി എല്ലാവരും ഒന്ന് നോക്കണം. ഇവിടെ ഈ വെള്ളത്തിൻ്റെ അറ്റാക്ക് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അറ്റാക്ക് അല്ല. നമ്മൾക്ക് ഒരു കൺട്രോളും ഇല്ല. നമുക്കിപ്പോൾ ഈ N2Cl മാറ്റിയിട്ട് ഈ OHനെ മാറ്റി വേറെ എന്തെങ്കിലും ഗ്രൂപ്പ് കൊണ്ടുവരണമെന്ന് വിചാരിക്കുക. N2Cl മാറ്റി ഇപ്പോൾ ക്ലോറിൻ കൊണ്ടുവരണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബ്രോമിൻ കൊണ്ടുവരണമെന്ന് വിചാരിക്കുക. നമുക്ക് പറ്റില്ല. കാര്യം നമ്മുടെ കൺട്രോളിലല്ല റിയാക്ഷൻ. എപ്പോൾ ആൽക്കൈൽ ഡയസോണിയം ക്ലോറൈഡ് ആണെങ്കിൽ നമ്മുടെ കയ്യിലല്ല റിയാക്ഷൻ നിൽക്കുക. അത് H2 ആ വെള്ളത്തിൽ ആ കണ്ടെയ്നറിലുള്ള H2O ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്യും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ കേസിൽ അങ്ങനെയല്ല മക്കളെ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം ദിസ് ഗായ് ഇസ് സ്റ്റേബിൾ അറ്റ് 0 to 5 degree Celsius. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ അവനെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള റിയാക്ഷൻ അതിൽ നടത്താം. നടത്താം. അതെന്താണെന്നുള്ളത് നമ്മൾ കാണും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നമുക്കിപ്പോൾ തൽക്കാലം നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. റിയാക്ഷൻ വിത്ത് അരൈൽ സൾഫോണിൽ ക്ലോറൈഡ്. ഇതിനെയാണ് നിങ്ങൾ ഹിൻസ്ബർഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും നോക്കുക മക്കളെ. ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് എടുത്തിട്ട് അതിനെ ഒരു പ്രൈമറി അമീനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കുക, ഈ Hഉം ഈ Clഉം പുറത്തേക്ക് പോകും. HCl ആയിട്ട് ഈ നൈട്രജനെ ഈ സൾഫറായിട്ട് അറ്റാച്ച് ചെയ്യുക. നമുക്ക് കിട്ടാൻ പോകുന്നത് N-ethyl ബെൻസീൻ സൾഫോണമൈഡാണ്. അതായത് Nലേക്ക് ഒരു ഈത്തൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെൻസീൻ സൾഫോണമൈഡ്. ഓക്കെ, കാര്യം ഇത് അമൈഡ് കൂട്ടില്ലേ? CONH2 ആണ് അമൈഡ്. S ഡബിൾ ബോണ്ടോ N സൾഫോണമൈഡ്. അമൈഡ് കൂട്ടില്ലേ? S ഡബിൾ ബോണ്ടോ N, അതുകൊണ്ട് സൾഫോണമൈഡ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് പ്രൈമറി അമീൻ യൂസ് ചെയ്തത് കൊണ്ട് ഇവിടെ സ്റ്റിൽ ഒരു ഹൈഡ്രജൻ ബാക്കിയുണ്ട്. ഈ ഹൈഡ്രജൻ ബാക്കിയുണ്ട്. ദാറ്റ് ഹൈഡ്രജൻ ഇസ് എക്സ്ട്രീംലി അസിഡിക്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഹൈഡ്രജൻ എന്തുകൊണ്ടാണെന്നറിയോ അസിഡിക് ആവുന്നത്? ഇപ്പോൾ ആ ഹൈഡ്രജൻ റിമൂവ് ചെയ്തെന്ന് വിചാരിക്കാം, നമുക്കിവിടെ നെഗറ്റീവ് ചാർജ് കിട്ടും. H+ ആയിട്ട് അതിനെ എടുത്തുകൊണ്ട് പോയി. ഈ നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് ബൈ റെസൊണൻസ്.
conjugate base is stabilized by resonance, so that means that hydrogen is acidic. അതുകൊണ്ട് തന്നെ this can react with the base. It is soluble in an alkali. അപ്പോൾ primary amine benzene sulfonyl chloride ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ you will get a compound which is soluble in alkali. കാര്യം എന്താ, നമുക്കൊരു അസിഡിക് ഹൈഡ്രജൻ ഉണ്ട്. ഇത് വളരെ സിമ്പിൾ മെക്കാനിസമാണ്. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ നൈട്രജൻ ഇവിടെ വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, പൈ ബോണ്ട് മേളിലേക്ക് പോവും, പൈ ബോണ്ട് താഴത്തേക്ക് വരും, Cl പുറത്തേക്ക് പോവും. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട, പക്ഷേ ട്രിക്ക് മാത്രം ഓർത്തിരുന്നാൽ മതി. ട്രിക്ക് എന്താണ് മക്കളെ? ട്രിക്ക് എന്താണ്? ഈ Hഉം Clഉം പുറത്തേക്ക് പോവും, ബാക്കിയുള്ള ഈ ഒരു ഹൈഡ്രജൻ അസിഡിക് ആണ്, അതുകൊണ്ട് അത് സോല്യബിൾ ഇൻ ആൽക്കലിയാണ്. ഓക്കെ, ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ദ ബേസ്. നേരെ മറിച്ച് സെക്കൻഡറി അമീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ, എല്ലാവരും നോക്കിയേ, സെക്കൻഡറി അമീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ഹൈഡ്രജനേ ഉള്ളൂ, അത് HCl ആയിട്ട് പുറത്തേക്ക് പോകും. ബാക്കിയുള്ള കോമ്പൗണ്ട് N, ഡൈ ഈത്തൈൽ ബെൻസീൻ സൾഫണമൈഡ്. ഇവിടെ ഈത്തൈൽ യൂസ് ചെയ്യണോണ്ടാണ് കേട്ടോ ഈത്തൈൽ വന്നത്. അവിടെ എന്തും ആവാം, ഈത്തൈലാവാം, എന്തും ആവാം, എന്ത് ആൽക്കൈൽ ഗ്രൂപ്പും ആവാം. പക്ഷേ സെക്കൻഡറി അമീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൈഡ്രജൻ കിട്ടുന്നില്ല. ഇവിടെ ഈ പ്രോഡക്റ്റിൽ ഒരു ഹൈഡ്രജൻ ഇല്ല, അസിഡിക് ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇൻസോല്യബിൾ ഇൻ ആൽക്കലി. കാര്യം എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ അസിഡിക് ഹൈഡ്രജൻ. പ്രൈമറി അമീനിൽ അവിടെ ഒരു അസിഡിക് ഹൈഡ്രജൻ ഉണ്ട്. സെക്കൻഡറി അമീനിൽ ആകെയുള്ളൊരു ഹൈഡ്രജൻ ഓൾറെഡി Cl ആയിട്ട് റിയാക്ട് ചെയ്ത് പുറത്തേക്ക് പോയി. അപ്പോൾ സെക്കൻഡറി അമീനിൽ പ്രോഡക്റ്റ് കിട്ടും, ബട്ട് ദാറ്റ് പ്രോഡക്റ്റ് ഇസ് നോട്ട് സോല്യബിൾ ഇൻ ആൽക്കലി. പ്രോഡക്റ്റ് കിട്ടും, ബട്ട് ദാറ്റ് പ്രോഡക്റ്റ് ഇസ് നോട്ട് സോല്യബിൾ ഇൻ ആൽക്കലി. ടേർഷറി അമീൻ്റെ കേസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ടേർഷറി അമീൻ എടുക്കുകയാണെങ്കിൽ അതിന് ഹൈഡ്രജനേ ഇല്ല. ഹൈഡ്രജനേ ഇല്ലെങ്കിൽ പിന്നെ എന്ത് റിയാക്ട് ചെയ്യും മക്കളെ? Cl ചവിട്ടി പുറത്താക്കി Cl ആയിട്ട് ഓടിപ്പോകണ്ടേ, Cl ആയിട്ട് ഒളിച്ചോടണ്ടേ ഹൈഡ്രജന്? അതിന് ഹൈഡ്രജനേ ഇല്ല. അപ്പോൾ ടേർഷറി അമീൻസ് ഡു നോട്ട് റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ്. പ്രോഡക്റ്റ് പോലും കിട്ടില്ല. ഫർഗെറ്റ് അബൌട്ട് ഡിസോൾവിങ് ഇൻ ആൽക്കലി. അത് പറഞ്ഞേക്കൂ, പ്രോഡക്റ്റ് തന്നെ ഉണ്ടാവില്ല. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ഗോട്ട് ഇറ്റ്? അപ്പോൾ ഹിൻസ്ബർഗ് ടെസ്റ്റ് is used to distinguish between primary, secondary and tertiary. Primary amines ആണെങ്കിൽ പ്രോഡക്റ്റ് കിട്ടും which is soluble in alkali. Secondary amines ആണെങ്കിൽ പ്രോഡക്റ്റ് കിട്ടും which is not soluble in alkali. Tertiary amines ആണെങ്കിൽ ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് പോലും ചെയ്യില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. സംടൈംസ് ഈ ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡിന് പകരം പാരാടോളുവീൻ സൾഫോണിൽ ക്ലോറൈഡും യൂസ് ചെയ്യും കേട്ടോ. ഇനി അത് നിങ്ങൾ കണ്ടാൽ പേടിക്കൊന്നും ചെയ്യരുത്. പാരാടോളുവീൻ സൾഫോണിൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ആ പാരാ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അതും യൂസ് ചെയ്യും ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ആക്ച്വലി ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് ആണ്, പക്ഷേ പാരാടോളുവീൻ ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡും യൂസ് ചെയ്യും. ഇനി അത് വന്നാൽ ഇതേ രീതിയിൽ തന്നെ, സെയിം രീതിയിൽ തന്നെ ഫോം ചെയ്യും. ഓക്കെ, പ്രോഡക്ട്സ്. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ അമീൻ വിച്ച് വിൽ നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ്സ് റിയേജൻറ്റ് ഇസ് the amine which will not react with Hinsberg's reagent. ഹിൻസ്ബർഗ്സ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാത്ത അമീൻ ആരാണ് ഇതിനകത്ത്? ഹിൻസ്ബർഗ്സ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാത്ത അമീൻ ആരാണ്? നോക്കിയിട്ട് പറയൂ മക്കളെ, ആരാണ് റിയാക്ട് ചെയ്യാത്തത്? പ്രൈമറി അമീൻസ് റിയാക്ട് ചെയ്യും, സെക്കൻഡറി അമീൻസും റിയാക്ട് ചെയ്യും. ടേർഷറി അമീൻസ് ആണ് റിയാക്ട് ചെയ്യാത്തത്. ഫോർത്ത് വൺ ആണ് റിയാക്ട് ചെയ്യാത്തത്. ഓക്കെ, പക്ഷേ ഇങ്ങനെ ചോദിക്കുകയാണ്, which product will be soluble, whose product will be soluble in an alkali? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിലോ. ഇൻ ഹിൻസ്ബർഗ്സ് ടെസ്റ്റ് whose product is soluble in alkali എന്നാണ് ടെസ്റ്റ് എങ്കിൽ പ്രൈമറി അമീൻ ആയിരിക്കും ആൻസർ. പക്ഷേ ഇവിടെ ടേർഷറി അമീനാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തിൻ്റെ? നമ്മുടെ അനിലീൻ അച്ചായൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്കറിയാം അനിലീനിലെ ഈ NH2 ഇസ് എ വെരി പവർഫുൾ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഭയങ്കര പവർഫുൾ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. കാര്യം എന്താണെന്നറിയോ? ഈ ലോൺ പെയർ ഓൺ നൈട്രജൻ. ഫീനോളിൻ്റെയും കൂട്ടല്ല, ഫീനോളിനും പവർ ഉണ്ട്. കാര്യം ഫീനോളിൽ ലോൺ പെയർ ഓക്സിജൻ്റെ പുറത്താണ്. ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ലോൺ പെയറിനെ കുറച്ചെങ്കിലും പിടിച്ചു നിർത്തും. ഇവിടെ അങ്ങനെ അത്രയ്ക്ക് പിടിച്ചു നിർത്തില്ല. കാര്യം നൈട്രജൻ ഇലക്ട്രോനെഗറ്റീവ് ആണെങ്കിലും ഓക്സിജൻ അത്രയില്ല. അപ്പോൾ ദിസ് ലോൺ പെയർ ഇസ് ഈവൻ മോർ അവൈലബിൾ. ഫീനോളിൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈവൻ മോർ അവൈലബിൾ ഫോർ ഡൊണേഷൻ. പക്ഷെ അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് ആദ്യം റിയാക്ഷൻസ് നോക്കാം. ആദ്യം ബ്രോമിനേഷൻ റിയാക്ഷൻ. വെൻ അനിലീൻ ഇസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ, ഓർത്തോ പാരാ ഡെറിവേറ്റീവ് കിട്ടും.
ഓക്കെ, ഓർത്തോ പാര ഡെറിവേറ്റീവ് കിട്ടും. ഓക്കെ, ട്രൈബ്രോമോ ഡെറിവേറ്റീവ് കിട്ടും. പക്ഷേ ഇതേ സാധനം തന്നെ നമുക്ക് മോണോബ്രോമോ കിട്ടണമെങ്കിൽ, എല്ലാവരും നോക്കുക, നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ ഓർത്തോ പാര കിട്ടാൻ കാരണം എന്താണ്? ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് NH2. ആ റെസണൻസ് കാരണം ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ ഓർത്തോ പാര ആൻഡ് ഓർത്തോ പൊസിഷൻ ഇസ് മോർ. റെസണൻസ് കാരണം ആ 3 പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ബ്രോമിൻ ഇലക്ട്രോഫൈൽ വരുമ്പോൾ, ഇപ്പോൾ Br+ വരുമ്പോൾ Br+ വിൽ ഗോ ആൻഡ് അറ്റാക്ക് ദിസ് പൊസിഷൻ ആൻഡ് ദിസ് പൊസിഷൻ. പക്ഷേ സംഹൗ ഇഫ് യു ക്യാൻ ഡൈവേർട്ട് ദാറ്റ് ലോൺ പെയർ, ആ ലോൺ പെയറിനെ കുറച്ചെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ, ഇപ്പോൾ സപ്പോസ് എനിക്ക് ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം, ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? ഇങ്ങോട്ടും പോകാം ലോൺ പെയറിന്, ഇങ്ങോട്ടും വരാം. അപ്പോൾ ഈ ബെൻസീനിലേക്ക് പോകുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. താഴത്തോട്ട് ബെൻസീൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. കാര്യം എന്താണ്? ഇങ്ങോട്ടും കുറച്ച് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ഇലക്ട്രോഫൈൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ ഡെറിവേറ്റീവ്, ഒരു മോണോബ്രോമോ ഡെറിവേറ്റീവ് കിട്ടുള്ളൂ, 3 സ്ഥലത്തും കിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവരും നോക്കുക, അനിലീൻ വെൻ ഇറ്റ് ഇസ് ട്രീറ്റഡ് വിത്ത് അസറ്റിക് അൻഹൈഡ്രൈഡ്. അസറ്റിക് അൻഹൈഡ്രൈഡ് എന്താ? CH3 CO O CO CH3 അല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അനിലീനും അൻഹൈഡ്രൈഡും അമൈഡ് ഫോം ചെയ്യും അല്ലേ? ബേസിക്കലി ഈ ഭാഗവും ഈ ഹൈഡ്രജൻ വിൽ ഗോ അവേ വിത്ത് ദിസ് പോർഷൻ അല്ലേ? CH3COH ആയിട്ട് പോകും. ബാക്കി നിങ്ങൾക്ക് ഈ അമൈഡ് ലിങ്കേജ് കിട്ടും അല്ലേ മക്കളെ? ഈ അമൈഡ് ലിങ്കേജ് കിട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് ബ്രോമിൻ ആൻഡ് അസറ്റിക് ആസിഡ് ഇടുകയാണെങ്കിൽ നമുക്ക് മേജർ പ്രോഡക്റ്റായിട്ട് ബ്രോമോ പ്രോഡക്റ്റേ കിട്ടുള്ളൂ. കാര്യം എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ദിസ് ലോൺ പെയർ ക്യാൻ കം ഡൗൺ ആൻഡ് ഗോ ടു ദിസ് സൈഡ്. അപ്പോൾ ബെൻസീൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി അവിടെ കുറയും. സോ ബേസിക്കലി മേജർ പ്രോഡക്റ്റ് വിൽ ബി ദിസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ മേജർ പാര എന്തുകൊണ്ടാണ്? കാര്യം ഓർത്തോയിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്നിട്ട് ഇതിനെ തിരിച്ച് അനിലീൻ ആക്കാൻ പറ്റും. അതിന് വെറുതെ അസിഡിക്കോ ബേസിക് ഹൈഡ്രോളിസിസോ ചെയ്താൽ മതി. കാര്യം നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഒരു അമൈഡ് ആയിക്കോട്ടെ, ആസിഡ് ക്ലോറൈഡ് ആയിക്കോട്ടെ, എസ്റ്റർ ആയിക്കോട്ടെ, കാർബോക്സിലിക് ആസിഡിൻ്റെ ഏത് ഡെറിവേറ്റിനെയും നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് കാർബോക്സിലിക് ആസിഡും ആക്കാം, അതിൻ്റെ കറസ്പോണ്ടിങ് ആ മെറ്റീരിയലും ആക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമൈഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് ഈ ഭാഗം കാർബോക്സിലിക് ആസിഡായി മാറും, ഈ ഭാഗം അനിലീനായിട്ട് മാറും. എങ്ങനെ? ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ. Hydrolysis of any derivative of carboxylic acid will give you carboxylic and the corresponding other material. For example, ഇപ്പോൾ hydrolysis of acid chloride ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് carboxylic acid തന്നെ കിട്ടും, പ്ലസ് HCl കിട്ടും. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? carboxylic acid കിട്ടും, പ്ലസ് ഈ ഭാഗം ആൽക്കഹോൾ ആവും, മറ്റേ ഭാഗം ആൽക്കഹോൾ ആവും. അതേപോലെ തന്നെ ഹൈഡ്രോളിസിസ് ഓഫ് അമൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗം കാർബോക്സിലിക് ആസിഡ് ആവും, RCOOH ആവും, ഈ ഭാഗം NH3 ആയിട്ട് പോവും. ഓക്കെ, NH3 ആയിട്ട് പോവും, പ്ലസ് NH3. അതേപോലെ ഇത് ബേസിക്കലി ഈ ഭാഗം വിൽ ബി കൺവേർട്ടഡ് ടു NH. ഓൾറെഡി NH ഉണ്ട് ഇവിടെ, ഒരു H കൂടി ആഡ് ചെയ്യും, NH2 ആവും. ഓക്കെ, യെസ് ഓ നോ? ദിസ് ഇസ് ബേസിക്കലി എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അമീൻ കിട്ടും. ഇവിടെ അമോണിയ എന്തുകൊണ്ടാണ് കിട്ടിയത്? ഇവിടെ NH2 ആയതുകൊണ്ട്. ഇവിടെ NH ആയതുകൊണ്ട് NH2 കിട്ടും. ഇവിടെ NH2 ആയതുകൊണ്ട് NH3 കിട്ടും. അണ്ടർസ്റ്റുഡ്? പ്യോർ അമൈഡാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. പ്യോർ അമൈഡാണ് നിങ്ങൾ ഹൈഡ്രോളൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഹൈഡ്രോളൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് കാർബോക്സിലിക് ആസിഡും NH3 കിട്ടുക. പക്ഷേ ഇവിടെ വേറൊരു ആൽക്കൈൽ ഗ്രൂപ്പോ വേറെ എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഇവിടെ R' ഉണ്ടെങ്കിൽ നമുക്ക് ഈ അമോണിയയ്ക്ക് പകരം കിട്ടാൻ പോകുന്നത് R'NH2 ആണ് ഹൈഡ്രോളൈസ് ചെയ്താൽ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഗോട്ട് ഇറ്റ്? സോ ഈ റിയാക്ഷൻ മറക്കരുത് മക്കളെ, ഫോർ മോണോബ്രോമിനേഷന് വേണ്ടിയുള്ള ഈ റിയാക്ഷൻ മറക്കരുത്. നെക്സ്റ്റ്, നൈട്രേഷൻ. എല്ലാവരും നോക്കുക, അനിലീനെ ഞാൻ HNO3 H2SO4 ആയി ട്രീറ്റ് ചെയ്യുമ്പോൾ HNO3 H2SO4 എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് യൂസ് ഫോർ പ്രൊഡ്യൂസിങ് NO2+ എന്ന ഇലക്ട്രോഫൈൽ ക്രിയേറ്റ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. സാധാരണ നോക്കുമ്പോൾ NH2 അത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. നിങ്ങൾ പറയുന്നത് പാര ഓർത്തോ പ്രോഡക്റ്റാണ്. പക്ഷേ നിങ്ങൾ പെർസെൻറ്റേജ് നോക്കുമ്പോൾ 51% പാരയും 47% മെറ്റയും 2% ഓർത്തോവുമാണ്. എന്തുകൊണ്ടാണ്? വളരെ സിമ്പിൾ. ഇതൊരു അസിഡിക് മീഡിയം ആയതുകൊണ്ട്
ഇതൊരു അസിഡിക് മീഡിയം ആയതുകൊണ്ട് ഈ HNO3യും H2SO4ൽ നിന്ന് വരുന്ന H+ ഈ അനിലീനെ പ്രോട്ടോണേറ്റ് ചെയ്ത് NH3+ ആക്കും. NH3+ ആയതുകൊണ്ട് അതിൻ്റെ ലോൺ പെയർ ഓൾറെഡി യൂസ്ഡ് ആണ്. കാര്യം എന്താ, ഈ ലോൺ പെയർ ഇസ് യൂസ് ടു ടേക്ക് ദാറ്റ് H+. ലോൺ പെയർ ഓൾറെഡി യൂസ്ഡ് ആയി. അപ്പോൾ ആ +M ഇഫക്റ്റ് ഇനി ഇല്ല. ഇനി ആകെ ഉള്ളത് ഇതിൻ്റെ -I ഇഫക്റ്റാണ്. -I ഇഫക്റ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്. -I ഇഫക്റ്റ് ഏറ്റവും പ്രോമിനൻ്റ് ഓർത്തോയിലാണ്, അത് കഴിഞ്ഞിട്ട് മെറ്റയിലാണ്, അത് കഴിഞ്ഞിട്ട് പാരയിലാണ്. കാര്യം -I ഇഫക്റ്റ് ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസ്. അപ്പോൾ ഓർത്തോയിലോ ഏറ്റവും പ്രോമിനൻ്റ്, അവിടെയായിരിക്കും ഇലക്ട്രോൺ ഡെൻസിറ്റി ഏറ്റവും കുറയാൻ പോകുന്നത്. അപ്പോൾ NO2+ അതായിരിക്കും ഏറ്റവും ലീസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ മെറ്റ, പിന്നെ പാര. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഇതിനെയാണ് നമ്മൾ അനിലീനിയം അയോൺ എന്ന് വിളിക്കുന്നത്. അനിലീനിയം അയോൺ. ഓക്കേടാ മക്കളെ, ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, സൾഫോണേഷൻ. സൾഫോണേഷനിൽ ബേസിക്കലി എന്താ യൂസ് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? സൾഫോണേഷനിൽ ബേസിക്കലി എന്താ യൂസ് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. പക്ഷേ ഈ കോൺസെൻട്രേറ്റഡ് H2SO4 നമ്മൾ അനിലീനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അനിലീൻ ഒരു ബേസാണ്. അത് ആ H+ എടുത്ത് യു വിൽ ഗെറ്റ് അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ് അല്ലേ? ഇതിലത്തെ H+ എടുക്കും, എന്നിട്ട് NH3+ ആവും, ഇത് NH3+, എന്നിട്ട് ബാക്കിയുള്ള HSO4- അതിൽ ജോയിൻ ചെയ്യും, അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ് ഫോം ചെയ്യും. പക്ഷേ അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ മക്കളെ എല്ലാവരും നോക്കുക, ഇവിടെ നിന്ന് ബേസിക്കലി ഒരു H2O പുറത്തേക്ക് പോകും. ഇവിടുന്ന് H2O പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ NH2ഉം ഇവിടെ SO3Hുമായിട്ട് അത് മാറും. ഓക്കെ, ബേസിക്കലി ഇതിൽ നിന്നൊരു H2O എടുത്ത് കളയുക, അപ്പോൾ ഇവിടെ NH2 വരും, SO3H താഴത്തോട്ടും വരും. അത് തന്നെ സ്വിറ്റർ അയോൺ എക്സിസ്റ്റൻസ് ഉണ്ട്. സ്വിറ്റർ അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി SO3H ഒരു അസിഡിക് ഗ്രൂപ്പാണ്, NH2 ഒരു ബേസിക് ഗ്രൂപ്പാണ്. ഇൻട്രാമോളിക്കുലാർ പ്രോട്ടോൺ ട്രാൻസ്ഫർ, വിത്തിൻ ദ മോളിക്യൂൾ ഒരു പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കും. SO3H പറയും നാം അവനെ പിടിച്ചോ എന്നും പറഞ്ഞ് H+നെ മേളിലേക്ക് എറിഞ്ഞു കൊടുക്കും. NH2 ആ ചേട്ടാ ഞാൻ പിടിച്ചു എന്നും പറഞ്ഞ് ആ H+നെ എടുക്കും. സോ ബേസിക്കലി NH3+ഉം SO3-ഉം ഇറ്റ്സ് എ സ്വിറ്റർ അയോൺ. ഓക്കെ, പോസിറ്റീവ് എൻഡും നെഗറ്റീവ് എൻഡും സെയിം മോളിക്യൂൾ ഉണ്ട്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ മക്കളെ? നെക്സ്റ്റ്, അനിലീൻ does not undergo Friedel-Crafts alkylation or acylation. മക്കളെ, Friedel-Crafts alkylation അല്ലെങ്കിൽ acylation വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കാർബോ കാറ്റോൺ ഫോർമേഷൻ അല്ലെങ്കിൽ അസൈൽ അയോൺ ഫോർമേഷനാണ് അല്ലേ? അതിന് AlCl3 വേണം. AlCl3 RCl ആയിട്ട് റിയാക്ട് ചെയ്ത് R+ ഫോം ചെയ്യുന്നു, ഇവിടെയും RCO+ ഫോം ചെയ്യുന്നു. എന്നിട്ട് ഇതാണ് പോയിട്ട് ബെൻസീൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ ഇലക്ട്രോഫൈൽസ് ആണ് ബെൻസീൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ അനിലീൻ്റെ കേസിൽ എല്ലാവരും നോക്കുക, അനിലീൻ്റെ കേസിൽ എന്താ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അനിലീൻ ഞാൻ ഓൾറെഡി പറഞ്ഞു ഭയങ്കര ബേസിക്കാണ് ചെക്കൻ. ഈ ചെക്കൻ പോയിട്ട് AlCl3, സാധാരണ ക്ലോറിനാണ് ഈ AlCl3നെ അറ്റാക്ക് ചെയ്യുക, പക്ഷേ ഇവിടെ അനിലീൻ്റെ ഈ ലോൺ പെയർ പോയിട്ട് ALനെ അലൂമിനിയത്തിനെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? NH2+ AlCl3- എന്ന് പറഞ്ഞൊരു സോൾട്ട് ഫോം ചെയ്യും. അപ്പോൾ ആ ലോൺ പെയർ ഓൾറെഡി യൂസ്ഡായി, AlCl3 യൂസ്ഡായി. അപ്പോൾ ഈ കാർബോ കാറ്റോൺ ഫോർമേഷൻ അല്ലെങ്കിൽ അയോൺ ഫോർമേഷനും പാടായിരിക്കും, ഇലക്ട്രോഫൈൽ ഫോർമേഷനും പാടായിരിക്കും. മാത്രവുമല്ല ഇതിപ്പോൾ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ട് മാറി. NH2യുടെ ഈ ലോൺ പെയർ ഉള്ളതുകൊണ്ട് അതൊരു ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിരുന്നു, ഇലക്ട്രോഫൈൽസ് വന്ന് അറ്റാക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്ലസ് ആ ലോൺ പെയർ ഓൾറെഡി യൂസ്ഡ് ആയിപ്പോയി, ഇറ്റ്സ് ഓൾറെഡി യൂസ്ഡ്. അപ്പോൾ അതൊരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ഈസി ആവില്ല. ദാറ്റ് ഈസ് വൈ Friedel-Crafts വിൽ നോട്ട് ഹാപ്പൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് മക്കളെ. ഓക്കെ, ഓർത്തിരിക്കുക. ഞാനൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? Benzene sulfonyl chloride C6H5SO2Cl is known as Hinsberg's reagent. Okay, അത് കറക്റ്റാണ്. C2H5 Thrizene does not give Hinsberg's reagent test. അതും കറക്റ്റാണ്, അത് tertiary-ആണ്. Nowadays benzene sulfonyl chloride is replaced by para-toluene sulfonyl chloride. ഞാൻ ലാസ്റ്റ് ഒരു പോയിന്റ് തന്നില്ലേ സാർ? ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, toluene sulfonyl chloride യൂസ് ചെയ്യാമെന്ന്. സോ ഓൾ ഓഫ് ദം ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഡസ് നോട്ട് ഒക്കർ?
ഇതിലേത് റിയാക്ഷനാണ് നടക്കാത്തത്? ഓക്കെ, ഫസ്റ്റ് റിയാക്ഷൻ നോക്കൂ. ആനിലീൻ HNO3 പാരാ പ്രോഡക്റ്റ് മെറ്റാ ഓർത്തോ, ഇത് നടക്കുമല്ലോ. ആനിലീൻ CH3CH2Cl ഫ്രീഡൽ ക്രാഫ്റ്റ് നടക്കുമോ? ഇല്ല സാറേ, ഫ്രീഡൽ ക്രാഫ്റ്റ് നടക്കൂല സാറേ. സാറിപ്പോൾ പഠിപ്പിച്ചല്ലേ ഉള്ളൂ സാറേ, പിന്നെ എങ്ങനെ തെറ്റിക്കാനാണ് സാറേ? ഇത് നടക്കും അല്ലേ? ആനിലീനും അസറ്റിക് അൻഹൈഡ്രൈഡും ബേസിക്കലി അസൈൽ ഗ്രൂപ്പ് ഫോർമേഷൻ നടക്കും. ഇത് നടക്കും അല്ലേ? സൾഫ്യൂരിക് ആസിഡ് ആനിലീനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആസിഡ് ബേസ് റിയാക്ഷൻ നടക്കും. അത് ഫർദർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു SO3H ഗ്രൂപ്പ് താഴത്തോട്ട് വരും. പക്ഷേ ഇതിൽ നടക്കാത്തത് സെക്കൻഡാണ്. ഓക്കെ, മേജർ പ്രോഡക്റ്റ് ഇൻ ദ ഗിവൺ റിയാക്ഷൻ ഇസ്, റിയാക്ഷൻ്റെ മേജർ പ്രോഡക്റ്റ് എന്താണ്? ആനിലീൻ ബ്രോമിൻ വാട്ടർ ട്രൈബ്രോമോ ഡെറിവേറ്റീവ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ലാസ്റ്റ് ഭാഗം, ഇത് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, എന്നാലേ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുള്ളൂ കേട്ടോ. ലാസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ഡൈഅസോണിയം സോൾട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡൈഅസോണിയം ബെൻസീൻ ഡൈഅസോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ആശാൻ, ഈ ബെൻസീൻ ഡൈഅസോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഈ ആശാൻ ഇസ് സ്റ്റേബിൾ അറ്റ് 0 to 5 degrees Celsius. 0 to 5 degrees Celsius ഇത് സ്റ്റേബിളാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ നമുക്ക് ബേസിക്കലി ഈ ഗ്രൂപ്പിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആൽക്കൈലാണ്, ഇവിടെ ബെൻസീനോ ഒരു ആൽക്കൈലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും കിട്ടുന്നില്ല, ഉള്ള വെള്ളം വെച്ചിട്ട് റീപ്ലേസ് ആകും. അതുകൊണ്ട് ആൽക്കഹോൾ ഫോം ചെയ്യുന്നത്. പക്ഷേ 0 to 5 degrees Celsius നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ റിയാക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ArN2 + X-. AR എന്താണ്? AR എന്ന് പറഞ്ഞാൽ ബെൻസീൻ ഗ്രൂപ്പാണ് കേട്ടോ, അത് മറക്കരുത്. ഓക്കെ, വെൻ ഇറ്റ് ഇസ് ട്രീറ്റഡ് വിത്ത് Cu2Cl2HCl ക്ലോറോ ബെൻസീൻ കിട്ടും, നൈട്രജൻ ബൈ പ്രോഡക്റ്റ് ആയിരിക്കും. Cu2Br2HBr ബ്രോമോ ബെൻസീൻ കിട്ടും, നൈട്രജൻ ബൈ പ്രോഡക്റ്റ് ആയിരിക്കും. എല്ലായിടത്തും നൈട്രജൻ ബൈ പ്രോഡക്റ്റ് ആണ്. കാര്യം എന്താ? ഈ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് പോകും. ഓക്കെ, CuCN and KCN നൈട്രൈൽ ഗ്രൂപ്പ്, സയനൈഡ് ഗ്രൂപ്പ് ഓക്കെ വരും ബെൻസീനിൽ. ഗോട്ട് ഇറ്റ്. ഈ റിയാക്ഷനെയാണ് സാൻമെയർ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി അതല്ല നമ്മൾ CuHCl ആണ് യൂസ് ചെയ്യണമെങ്കിൽ, Cu2Cl2HCl അല്ല, CuHCl അല്ലെങ്കിൽ CuBr ആണ് യൂസ് ചെയ്യണമെങ്കിൽ, അപ്പോഴും ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനും കിട്ടും, നൈട്രജൻ കിട്ടും ബൈ പ്രോഡക്റ്റ് ആയിട്ട്. CuX, CuClഉം CuBrഉം കിട്ടും ബേസിക്കലി. പക്ഷേ റിയേജൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഗാറ്റർമാൻ റിയാക്ഷൻ ആണിത്. ഓക്കെ, ദിസ് ഇസ് ഗാറ്റർമാൻ റിയാക്ഷൻ. ഓക്കെ, ഈ രണ്ടെണ്ണമാണ് ഗാറ്റർമാൻ റിയാക്ഷൻ. പിന്നെ അയഡിൻ വെച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ പൊട്ടാസ്യം അയഡൈഡ് യൂസ് ചെയ്താൽ മതി, അയഡോ ബെൻസീൻ കിട്ടും. ഓക്കെ, പ്ലസ് KCl + N2. കണ്ട, N2 എല്ലായിടത്തും ബൈ പ്രോഡക്റ്റാണ്. കാര്യം എന്താ? ഈ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ആയിപ്പോവും. നെക്സ്റ്റ്, ഫ്ലൂറിൻ വെച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിൽ HbF4 യൂസ് ചെയ്യാം, ഹൈഡ്രജൻ ബോറോ ഫ്ലൂറൈഡ് യൂസ് ചെയ്യാം മക്കളെ. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക? ആദ്യം നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ HbF4 എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് H+ and BF4-. അപ്പോൾ ഈ BF4- ആദ്യം പോയിട്ട് Cl- റീപ്ലേസ് ചെയ്യും. അത് ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് BF3 പുറത്തേക്ക് പോയി നാലാമത്തെ ഫ്ലൂറിൻ അറ്റാച്ച് ആവും. BF3 പുറത്തേക്ക് പോകും, BF4- നിന്ന് BF3 പുറത്തേക്ക് പോയി നാലാമത്തെ ഫ്ലൂറിൻ അറ്റാച്ച് ആവും. ഫ്ലൂറോ ബെൻസീൻ കിട്ടും പ്ലസ് BF3 + N2. ഇനി അതല്ല, നമുക്ക് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് ബെൻസീൻ കിട്ടണമെങ്കിൽ, അതായത് ഇതിനെ ഹൈഡ്രജൻ വെച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഒന്നില്ലെങ്കിൽ H3PO2 വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എത്തനോൾ വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. ഈ രണ്ട് കേസിലും ഇവനെ ഹൈഡ്രജൻ ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. അതല്ല, ഫീനോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വാട്ടർ വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. വലിയൊരു കൺഫ്യൂഷനാണ് എപ്പോഴും പിള്ളേർക്ക്. ഏതൊക്കെ ടൈമിലാണ് ഹൈഡ്രജൻ വരുന്നത് മനസ്സിലാക്കി വയ്ക്കുക. H3PO2 അല്ലെങ്കിൽ എത്തനോൾ. ഏതൊക്കെ ടൈമിലാണ് OH വരുന്നത്? H2O യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കണം, വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, എത്തനോളിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ എത്തനോൾ ഗെറ്റ്സ് ഓക്സിഡൈസ് ടു എത്തനാൽ ഓവർ ദർ. അതായത് ഇതിനെ റെഡ്യൂസ് ചെയ്ത് ബെൻസീൻ ആക്കുന്നു, എന്നിട്ട് സ്വയം ഓക്സിഡൈസായി എത്തനാലാകുന്നു. അതാണ് നടക്കുന്നത്. H3PO2ൻ്റെ കേസിൽ ഇതിനെ റെഡ്യൂസ് ചെയ്ത് ബെൻസീൻ ആക്കുന്നു, സ്വയം ഓക്സിഡൈസായി H3PO3 ആവുന്നു. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, H3PO2 ഇസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. P ബ്ലോക്ക് എലമെൻസിൽ പഠിച്ചിട്ടുണ്ട്. H3PO2 ഇസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് H3PO2 ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്ത് ബെൻസീൻ കിട്ടുന്നു, സ്വയം ഓക്സിഡൈസ് ആയി പോകുന്നു H3PO3 ആയിട്ട്. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ കണക്റ്റഡ് ആണ്. വേണമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പഠിക്കാം അല്ലേ. നെക്സ്റ്റ്, നൈട്രോ ഗ്രൂപ്പ് കൊണ്ടുവരണമെങ്കിൽ
ആദ്യം HbF4 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക, N2BF4 മൈനസ് വരും, എന്നിട്ട് NaNO2 കോപ്പർ ആൻഡ് ഹീറ്റ് വെച്ചിട്ട് റീറ്റീപ്പിക്കുക, നൈട്രോബെൻസീൻ കിട്ടും, ആൻഡ് N2 ആൻഡ് NaBF4 വരും. ഓക്കെ, ഇതും മനസ്സിൽ വയ്ക്കുക, ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് ഫൈനലി കപ്ലിംഗ് റിയാക്ഷൻ. കപ്ലിംഗ് റിയാക്ഷൻ നിങ്ങൾക്കറിയാം ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഈ ആശാൻ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഈ ആശാൻ is actually an electrophile. ഇപ്പോൾ ഇമാജിൻ ദിസ് പൈ ബോണ്ട് ഗോയിങ് ടു ദിസ് നൈട്രജൻ, അപ്പോൾ എന്ത് പറ്റും മക്കളെ, നമുക്ക് N ഡബിൾ ബോണ്ട് N പ്ലസ് എന്ന് കിട്ടും. ദിസ് ഈസ് എൻ ഇലക്ട്രോഫൈൽ. അപ്പോൾ ഈ ഇലക്ട്രോഫൈൽ ഫീനോളായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാരാ പൊസിഷനിൽ പോയി അറ്റാക്ക് ചെയ്യും, അനിലീനായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പാരാ പൊസിഷനിൽ അറ്റാക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ നോക്കൂ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് പ്ലസ് ഫീനോൾ, ഈ പാരാ പൊസിഷനിൽ അറ്റാക്ക് നടക്കും. പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ വിച്ച് ഇസ് എൻ ഓറഞ്ച് ഡൈ. യൂഷ്വലി നിങ്ങൾ മനസ്സിലാക്കണം, ഈ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷനുള്ള ഐറ്റങ്ങളുണ്ടല്ലോ, ഇതിനാണ് എക്സ്റ്റെൻഡഡ് പൈ ബോണ്ട്, സിംഗിൾ ബോണ്ട്, 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 പൈ ബോണ്ട്. യൂഷ്വലി ഇസ് എ ഡൈ. അതായത് എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉള്ളവർക്ക് ബേസിക്കലി വിസിബിൾ സ്പെക്ട്രത്തിൽ നിന്ന് കളേഴ്സ് അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഓറഞ്ച് കളർ വരുന്നത്. ഇനിയിപ്പോൾ അനിലീനായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ പാരാ അമൈനോ അസോബെൻസീൻ, യെല്ലോ ഡൈ കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഓർത്തോ പൊസിഷനിൽ അറ്റാക്ക് ചെയ്തൂടെ, സ്റ്റെറിക് എൻട്രൻസ് കൂടും. കാര്യം എന്താ, ഇതൊന്ന് വലിയ ഇലക്ട്രോഫൈലാണ് മക്കളെ, അതുകൊണ്ടാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് എടുക്കാം. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ, ദ മേജർ പ്രോഡക്റ്റ് P is. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ, ദ മേജർ പ്രോഡക്റ്റ് P is. ഇതേതാണ്? ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷനിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, ഒരു അമൈഡ് ഉണ്ട്, അതിൻ്റെ ഈ 6 NH2 ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ 6 എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് NH2 ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. സോ ബേസിക്കലി വരുന്നത് 2 ആണ് ആൻസർ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഗോട്ട് ഇറ്റ്. അത്രേ ഓർത്താൽ മതി, ആ ട്രിക്ക് മനസ്സിലാക്കുക. ആ ആൽക്കൈൽ പാർട്ടിനെ എടുക്കുക, NH2 ആയിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കുക, ആ CO പാർട്ടിനെ പുറത്തേക്ക് ഇടുക, ഈ CO പാർട്ടിനെ പുറത്തേക്ക് അഴിച്ചു വിടുക. ഓക്കെ, നെക്സ്റ്റ്, കൺസിഡർ ദ ഗിവൺ സെറ്റ് ഓഫ് റിയാക്ഷൻസ്, മേജർ പ്രോഡക്റ്റ് B is. മേജർ പ്രോഡക്റ്റ് B is. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമൈഡിൽ നിന്ന് അമൈഡിനെ LiLH4 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, LiLH4 റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അമൈഡിനെ അത് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും മക്കളെ, എയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് CH3, ഈ C ഡബിൾ ബോണ്ടോ റെഡ്യൂസ് ആയി പോവും, CH2 ആവും, ബേസിക്കലി എത്തനാമൈൻ കിട്ടും. അതിനെ നമ്മൾ NaNO2 HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആൽക്കൈൽ ഡയസോണിയം ക്ലോറൈഡ് കിട്ടും, CH3 CH2 N2Cl കിട്ടും, വിച്ച് യു നോ ഇസ് അൺസ്റ്റേബിൾ. ഇത് അൺസ്റ്റേബിൾ ആണ്, ഉടനടി വെള്ളമായിട്ട് റിയാക്ട് ചെയ്യും. നിങ്ങളൊന്നും ചെയ്യണ്ട, ആക്ച്വലി നിങ്ങളൊന്നും ചെയ്യണ്ട, അത് സ്വയം അത് വെള്ളമായിട്ട് റിയാക്ട് ചെയ്ത് എത്തനോൾ കിട്ടും. 2 will be the answer. Next, aniline and N-methyl aniline can be chemically distinguished by. Aniline and N-methyl aniline can be chemically distinguished by which among the following? ഏത് വെച്ചിട്ട് പറ്റും മക്കളെ? Can be distinguished by, aniline എന്ന് പറഞ്ഞാൽ പ്രൈമറി അമീൻ ആണ്, N-methyl aniline, N-methyl aniline എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ആണ് അല്ലേ, ദിസ് ഇസ് സെക്കൻഡറി. അപ്പോൾ ബേസിക്കലി കാർബിലമീൻ റിയാക്ഷൻ പോരെ. കാര്യം കാർബിലമീൻ റിയാക്ഷൻ പ്രൈമറി അമീൻസിന് പറ്റും, സെക്കൻഡറി അമീൻസിനോ ടെർഷ്യറി അമീൻസിനോ പറ്റില്ല. ഈസി പീസി. നെക്സ്റ്റ്, പ്രോഡക്റ്റ് C ഓഫ് ദ ഗിവൺ റിയാക്ഷൻ സീക്വൻസസ്. ഈ റിയാക്ഷൻ സീക്വൻസിൻ്റെ അവസാനത്തെ പ്രോഡക്റ്റ് എന്താണ്? ഈ റിയാക്ഷൻ സീക്വൻസിൻ്റെ അവസാനത്തെ പ്രോഡക്റ്റ് എന്താണ്? എല്ലാവരും നോക്കുക, NaNO2 HCl. NaNO2 HCl എന്ന് പറയുമ്പോൾ മക്കളെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാണ് കേട്ടോ, കെമിസ്ട്രിയിൽ നിങ്ങൾ വലിയ സയൻറ്റിസ്റ്റ് കളിക്കാൻ നിൽക്കരുത് എക്സാമിനേഷൻ ഹാളിൽ. ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കാം, ഇങ്ങനെ ഒരു മെക്കാനിസം നടക്കാം, അതൊക്കെ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യമേ ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു. സ്റ്റിക്ക് ടു ദ പ്രിൻസിപ്പിൾ, സ്റ്റിക്ക് ടു വാട്ട് ഈസ് ബീങ് ടോട്ട്. എന്താണ് നിങ്ങൾക്ക് പഠിപ്പിച്ചത്, എന്ത് മെക്കാനിസമാണ് പഠിപ്പിച്ചത്, അതിലേക്ക് ഉറച്ച് നിൽക്കുക. ഓക്കെ, എക്സാമിനേഷൻ ഹാളിൽ കഥകളി കളിക്കാൻ നിൽക്കരുത്. ഓക്കെ, N2+Cl- കിട്ടും. അത് H3PO2 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ, H3PO2 എന്ന് പറയുമ്പോൾ എന്താണ്, ബെൻസീനാക്കി കളയും അതിനെ അല്ലേ, ആ ഭാഗത്തിനെ ബെൻസീനാക്കി കളയും. വേറെ ഒന്നിനെയും തൊടില്ല. വേറെ ഏതെങ്കിലും റിയാക്ഷൻ ഞാൻ പഠിപ്പിച്ചു തന്നുണ്ടോ? ഇല്ല, ബെൻസീനാക്കി കളയും. എന്നിട്ട് അതിനെ KMNO4 ആയി ട്രീറ്റ് ചെയ്യുമ്പോൾ
നിങ്ങൾക്കറിയാം മക്കളെ, ഏതൊരു ആൽക്കൈൽ ഗ്രൂപ്പും ആയിക്കോട്ടെ, ഏതൊരു ആൽക്കൈൽ ഗ്രൂപ്പിനെയും COH ആക്കാനുള്ള കെൽപ്പ് KMnO4-നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മക്കളെ. ഇവിടെ COH ആവും. Br ഒന്നും നടക്കില്ല. ഓക്കെ, ദിസ് ഈസ് വാട്ട് ദി ആൻസർ ഇസ്. 3 വിൽ ബി ദി ആൻസർ. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, in aqueous phase the most basic compound among the following is. aqueous phase ലെ ഏറ്റവും ബേസിക് ഏതാണ്? aqueous phase ൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് രണ്ടെണ്ണേ പഠിക്കാനുള്ളൂ, മീഥൈലമീൻസും ഈഥൈലമീൻസും. രണ്ടിലും സെക്കൻഡറി അമീൻസ് ആണ് സ്ട്രോങ്ങർ. അപ്പോൾ ഇതിലേതാ സെക്കൻഡറി അമീൻ വരുന്നത്? ഇതാണ്. N-methyl methanamine അല്ലേ? N-methyl methanamine അല്ലേ മക്കളെ? N-methyl methanamine എന്ന് പറയുമ്പോൾ this is the structure. 2 will be the strongest. Next, identify C in the following reaction. ഈ റിയാക്ഷനിൽ C എന്താണ്? അവസാനത്തെ പ്രോഡക്റ്റ് C എന്താണെന്ന് നോക്കുക. എന്താണെന്ന് കണ്ടുപിടിക്കുക മക്കളെ. നോക്കുക, CH3 CH2 CN. ബേസിക്കലി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിക്കും. CH3 CH2 CN ഉണ്ടാവും. ഇതാണ് A. ഈ നൈട്രൈലിനെ പാർഷ്യൽ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നൈട്രൈലിനെ ഫുൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡ് കിട്ടും. പാർഷ്യൽ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ അമൈഡാണ് കിട്ടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. പാർഷ്യൽ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ അമൈഡ് കിട്ടും. ഇതിനെ ഒന്നും കൂടി ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ, സോ ഇതാണ് A, ഇതാണ് B. ഇതിനെ ഒന്നും കൂടെ ഹൈഡ്രോളൈസ് ചെയ്താണ് കാർബോക്സിലിക് ആസിഡ് കിട്ടുക. അപ്പോൾ പാർഷ്യൽ ഹൈഡ്രോളിസിന് ഇവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. സോ അമൈഡ് കിട്ടും. എന്നിട്ട് ദാറ്റ് ഇസ് ട്രീറ്റഡ് ഫോർ ഹോഫ്മാൻ ബ്രോമമൈഡ്. അപ്പോൾ എന്താ കിട്ടുന്നത്? CH3 CH2 NH2 കിട്ടും. സോ എത്തനാമൈൻ കിട്ടും അല്ലേ? A will be the answer. Next, identify C in the following reaction. അടുത്ത C വന്നിട്ടുണ്ട്. C6H5N2Cl CuCl. എയുടെ സ്ട്രക്ചർ എന്താ മക്കളെ? C6H5CN അല്ലേ? നൈട്രൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിരിക്കും. അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നു. ഇവിടെ കണ്ട ഫുൾ ഹൈഡ്രോളിസിസ് ആണ്, പാർഷ്യലിനെ വാക്ക് എഴുതിയിട്ടില്ല. അപ്പോൾ നൈട്രൈലിൻ്റെ ഫുൾ ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി കിട്ടാൻ പോകുന്നത് ബെൻസോയിക് ആസിഡാണ്, C6H5COH. ഈ നൈട്രൈൽ ഗ്രൂപ്പ് ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യും കാർബോക്സിലിക് ആസിഡായിട്ട്. അതിനെ NH3 ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, RCOHും NH3യും ആദ്യം ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അമോണിയം അസറ്റേറ്റ് ആണ്, അല്ലെങ്കിൽ അമോണിയം കാർബോക്സിലേറ്റ് ആണ് അല്ലേ? NH4+ കിട്ടും. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി അമൈഡ് കിട്ടുന്നു. അമൈഡാണ് കിട്ടുന്നത് അല്ലേ? വെള്ളം പുറത്തേക്ക് പോയിട്ട് അമൈഡ് കിട്ടുന്നു. സോ ബേസിക്കലി സിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? C6H5. ആദ്യം കിട്ടാൻ പോകുന്നത് C6H5COO NH4+ ആണ്. ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ H2O പുറത്തേക്ക് പോയിട്ട് CONH2 ബെൻസനാമൈഡ് കിട്ടും അല്ലേ? ബെൻസനാമൈഡ് കിട്ടും. 4 will be the answer. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് പഠിച്ചതാണ് കോമ്പിനേഷൻ. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ C in the following reaction. C6H5NO2 FeH. This is aniline. ഇനി B എന്താണ് വരിക? This is treated with NaNO2 and HCl. So basically N2Cl വരും. B ഇതാണ്. അത് വാട്ടറും ഹീറ്റും വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം this is B, this is A. C വരാൻ പോകുന്നത് ഫീനോളാണ്. This will be C. കാര്യം എന്താ? When benzene diazonium chloride is treated with water, you will get phenol. Got it? Okay. അപ്പോൾ മക്കളെ അമീൻസിൻ്റെ കൊടി അവിടെ ഇറങ്ങി. നമുക്ക് ഞാൻ ആരുടെ കൊടി കയറ്റണം മക്കളെ? നെക്സ്റ്റ് ആരുടെ കൊടിയാണ് കയറ്റേണ്ടത്? അമീൻസിൻ്റെ കൊടി ഇറങ്ങി, നമുക്ക് കൈനറ്റിക്സിൻ്റെ കൊടി കയറ്റാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സെക്കൻഡ് ചാപ്റ്റർ, കെമിക്കൽ കൈനറ്റിക്സ്.
ഓക്കെ, കൈനറ്റിക്സ് തുടങ്ങിയാലോ? സോളിഡ് സ്റ്റേറ്റ് മതിയോ? സോളിഡ് സ്റ്റേറ്റ് അവസാനം എടുക്കാം കൂട്ടാ, ഇമ്പോർട്ടൻസ് വെച്ചിട്ട് പോവാം. ഓക്കെ, കൈനറ്റിക്സ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് അല്ലേ മോനെ? ഓക്കെ, അപ്പോൾ നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിലേക്ക് കിടന്ന് മറിയാം. ഓക്കെ, എല്ലാവരും നോക്കാം. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആട്ടോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. നമ്മൾ റിയാക്ഷൻ എടുക്കുകയാണ്. എ പ്ലസ് ബി ഗിവിങ് യു സി പ്ലസ് ഡി എന്ന റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആരും പേടിക്കേണ്ട, ഒന്നിരുന്നതാണ്. ഓക്കെ, എല്ലാവരും നോക്കുക. ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്ന കാര്യം വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ലൈക്ക് ദിസ്: മൈനസ് ഡി എ ബൈ എ ഡി ടി, അതായത് എയുടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബി ബൈ ബി ഡി ടി, വിച്ച് ഇസ് ഈക്വൽ ടു ഡി സി ബൈ സി ഡി ടി, വിച്ച് ഇസ് ഈക്വൽ ടു ഡി ഡി ബൈ ഡി ഡി ടി. അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റിയാക്റ്റൻസിൻ്റെ കേസ് വരുമ്പോൾ എപ്പോഴും മൈനസ് ആഡ് ചെയ്യണം. കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ ഡി എ ബൈ ഡി ടി എന്ന ടേം മാത്രം കാണുകയാണെങ്കിൽ ദാറ്റ്സ് ഓൾവേസ് നെഗറ്റീവ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റിയാക്റ്റൻസ് ഈസ് നെഗറ്റീവ്. കാര്യം എന്നാൽ കുറഞ്ഞാണ് വരുന്നത്. പക്ഷേ കെമിസ്ട്രിയിൽ നമ്മളെപ്പോഴും റേറ്റിനെ പോസിറ്റീവായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. അതുകൊണ്ടാണ് റിയാക്റ്റൻസിൻ്റെ ഈ നെഗറ്റീവിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഇവിടെ നെഗറ്റീവ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, റിയാക്റ്റൻസിൻ്റെ കേസിൽ എപ്പോഴും നെഗറ്റീവ് ആഡ് ചെയ്യണം, പ്രോഡക്ട്സിൻ്റെ കേസിൽ നെഗറ്റീവ് ആഡ് ചെയ്യേണ്ട. എല്ലാവരെയും ഡിവൈഡഡ് ബൈ ദ റെസ്പെക്റ്റീവ് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ്റ്. ഇനി അവർ ഇങ്ങനൊരു കാര്യം ചോദിക്കുകയാണ്: വാട്ട് ഈസ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ജസ്റ്റ് മൈനസ് ഡി എ ബൈ ഡി ടി. അവിടെ നിങ്ങൾ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ്റ് വെച്ച് ഡിവൈഡ് ചെയ്യല്ലേ കേട്ടോ. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ മൈനസ് ഡി എ ബൈ ഡി ടി. പക്ഷേ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് മൈനസ് ഡി എ ബൈ എ ഡി ടി വരുന്നത്. അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി നോക്കുകയാണെങ്കിൽ മൈനസ് ഡി ബി ബൈ ഡി ഡി ടി എന്ന് വരും. അവിടെയും സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ്റ് വെച്ച് ഡിവൈഡ് ചെയ്യല്ലേ കേട്ടോ. അതേപോലെ തന്നെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി നോക്കുകയാണെങ്കിൽ ഡി സി ബൈ ഡി ടി എന്ന് വരും. അതേപോലെ തന്നെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ഡി എന്ന് പറയുകയാണെങ്കിൽ ഡി ഡി ബൈ ഡി ഡി ടി എന്ന് പറയും. അപ്പോൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസസും അപ്പിയറൻസസിനെയും സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യരുത്. ക്വസ്റ്റനിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ മാത്രം സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. നേരെ മറിച്ച് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസസോ അപ്പിയറൻസസോ ഓഫ് എ റിയാക്ടൻ്റ് ഓഫ് പ്രോഡക്റ്റ് ചോദിക്കുകയാണെങ്കിൽ you don't have to divide it by the stoichiometric coefficient. മനസ്സിലായോ മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഒരു മിനിറ്റ്, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു മിനിറ്റ് മക്കളെ. ചേടാ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. സോറിടാ മക്കളെ, ഞാനിത് കണ്ടില്ല കേട്ടോ. സോറി മക്കളെ. എനിവേ നമുക്കത് ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും അൾട്ടിമേറ്റ്ലി പ്രാക്ടീസാണ്. ഞാനത് അറിയാതെ ചെയ്തപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചാണ്. സോറി കേട്ടോ. നൈട്രജൻ ടെട്രോക്സൈഡ് N2O4 decomposes as N2O4 gas and 2NO2. Okay. If the pressure of N2O4 falls from 0.5 atm to 0.32 atm in 30 minutes, the rate of appearance of NO2 is. ബേസിക്കലി അവർ ചോദിച്ചേക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് NO2 എന്താണ്? DNO2 ബൈ DT. ഞാൻ പറഞ്ഞു സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്കറിയാം DN2O4 മൈനസ് DN2O4 ബൈ DT is equal to DNO2 by 2DT. ഇത് നമുക്ക് ആ റേറ്റ് ഇക്വേഷനിൽ നിന്ന് അറിയാമല്ലോ.
സോ 2 അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു മൈനസ് dN2O4 by dt will be your answer, will be dNO2 by dt. അപ്പോൾ ബേസിക്കലി അത് മാത്രം നോക്കിയാൽ പോരെ മക്കളെ. dN2O4 by dt എത്രയാണ് നോക്കൂ, 0.5 to 0.32. അപ്പോൾ ചേഞ്ച് എത്രയാണ് വരുന്നത്? ഇവിടെ ATM ആണ്, പ്രഷറാണ് എടുക്കുന്നത്, കോൺസെൻട്രേഷൻ അല്ല. അപ്പോൾ പ്രഷർ എടുത്താലും കോൺസെൻട്രേഷൻ എടുത്താലും റേറ്റ് വിത്ത് റെസ്പെക്ട് ടു പ്രഷർ ഓർ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ എല്ലായിടത്തും ഇത് വാലിഡ് ആണ് കേട്ടോ. സോ ചേഞ്ച് ഇൻ പ്രഷർ എത്രയാണ് വരുന്നത്? 0.32. എല്ലാവരും നോക്കുക, 0.32 minus 0.5, that is equal to minus 0.18. Okay, this is change in pressure. Time എത്രയാണ് വരുന്നത്? 30. അപ്പോൾ minus 0.18 divided by 30. Okay, sorry, എല്ലാവരും നോക്കുക, മൈനസ് ഓഫ് minus 0.18 divided by 30 ഇതായിരിക്കും minus dN2O4 by dt. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് അല്ല, ഇവിടെ ആവറേജ് റേറ്റ് എടുത്താൽ മതി. കാര്യം എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ബേസിക്കലി സ്ലോപ്പാണ്, ഇവിടെ ബേസിക്കലി ആവറേജ് റേറ്റ്, അതായത് ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഫൈനൽ വാല്യൂ എത്രയാണ്? 0.32. ഇനീഷ്യൽ വാല്യൂ എത്രയാണ്? 0.5. 0.32 minus 0.5 divided by 30. മൈനസ് ഇടണം കേട്ടോ, ബിക്കോസ് റിയാക്ടൻസ് ആർ കൺസിഡേർഡ്. അപ്പോൾ ബേസിക്കലി ദിസ് വിൽ ബി ഈക്വൽ ടു 0.18 divided by 30. This is dN2O4 by dt. ഇതിനെ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യണം, ഇതിനെ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യണം. സോ ബേസിക്കലി ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.18 ഡിവൈഡഡ് ബൈ 30. അത്രേ ഉള്ളൂ. അതായത് 0.18 ഡിവൈഡഡ് ബൈ 15. 0.18 ഡിവൈഡഡ് ബൈ 15 എന്ന് വരും. ദാറ്റ് ഇസ് C വിൽ ബി ദി ആൻസർ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഒരു മിനിറ്റ് മക്കളെ, ചിലയിടത്ത് ഞാൻ ഇത് മാറ്റാൻ മറന്നു എന്ന് തോന്നുന്നു. എനിവേ ഡോണ്ട് വറി, പ്രാക്ടീസാണ് നമ്മുടെ, പ്രാക്ടീസ് മുഖ്യം ബിഗിലെ, അതാണ് നമ്മുടെ ഫോക്കസ്. അത് ഓക്കെ. ഫോർ എ റിയാക്ഷൻ ഹാഫ് എ ഗിവിങ് യു, for a reaction half A giving you 2B, rate of disappearance of A is related to the rate of appearance of B by the expression. എങ്ങനെയാണ് അവർ കണക്റ്റഡ്? വളരെ സിമ്പിളാണ് മക്കളെ. നിങ്ങൾക്കറിയാം മൈനസ് DA ബൈ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഓഫ് A എത്രയാണ്? ഹാഫ്. അപ്പോൾ ഹാഫ് DT എന്ന് ഇടണം, ഹാഫ് എന്ന് തന്നെ വെക്കണം. വാട്ട് എവർ ഇസ് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ്റ് അത് താഴത്തേക്ക് കൊണ്ടുവരണം. വിൽ ബി ഈക്വൽ ടു DB ബൈ 2dt. കാര്യം എന്താണ്? ബിയുടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ്റ് 2 ആണ്. അപ്പോൾ ഈ 2 മേളിലേക്ക് പോകും മക്കളെ, എന്നിട്ട് ഈ 2 അങ്ങോട്ട് എടുക്കുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 4 ടൈംസ്, അല്ലെങ്കിൽ ബേസിക്കലി ഇതിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. DA/dt എക്സ്പ്രഷനാണ് എല്ലായിടത്തും പറഞ്ഞത്. സോ മൈനസ് DA/dt അങ്ങനെ തന്നെ എടുത്തുക, മൈനസ് DA/dt അങ്ങനെ തന്നെ എടുത്തുക, ഹാഫിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4 ടൈംസ് dB/dt. ഓക്കെ, ഗോട്ട് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നോക്കാം, ഈ 2നെ ഇങ്ങോട്ട് എടുക്കുക. ആ 2നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ A ഗിവിങ് 4B എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു A കൺസ്യൂം ആകുമ്പോൾ 4B പ്രൊഡ്യൂസ് ആവുന്നു. ഒരു A കൺസ്യൂം ആകുമ്പോൾ 4B പ്രൊഡ്യൂസ് ആവുന്നു. അതായത് ബിയുടെ റേറ്റ് എനേലും 4 ഇരട്ടിയാണ്. അതായത് അല്ലെങ്കിൽ എയുടെ റേറ്റ് ബിനേലും 1/4 ആണ്. അങ്ങനെ നോക്കാം. ഓക്കെ, ദാറ്റ് സിമ്പിൾ. നെക്സ്റ്റ്, ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ആസ് ഫോളോസ്. ദ റിയാക്ഷൻ ഇസ്, ഇതിലേതാണ് റിയാക്ഷൻ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതിലേതാണ് റിയാക്ഷൻ? വിച്ച് അമോങ് ദ ഫോളോയിങ് ഇസ് എ റിയാക്ഷൻ? പ്ലസ് ഹാഫ് dC/dt. അപ്പോൾ പ്ലസ് ഉണ്ട് ഇവിടെ, അപ്പോൾ അത് പ്രോഡക്റ്റ് സൈഡിലാണ് വരുന്നത്. സി പ്രോഡക്റ്റ് സൈഡിലാണ് വരുന്നത്. അതിൻ്റെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എത്രയായിരിക്കും? അതിൻ്റെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ്റ് വരുന്നത് 2 ആയിരിക്കും. കാര്യം 2 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 2C. പിന്നെ A പ്രോഡക്റ്റ് സൈഡിലാണ് വരുന്നത്. കാര്യം എന്താ? പ്ലസ് DA/4dt എന്നാണ്. പ്ലസ് സൈഡിൽ നിന്ന് വരുമ്പോൾ പ്രോഡക്റ്റ് സൈഡിലാണ് വരുന്നത്. സോ ബേസിക്കലി അതിൻ്റെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ്റ് 4 ആയിരിക്കും. കാര്യം 4 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 2C + 4A. ഇനി ഡി റിയാക്ടൻ സൈഡിലാണ്. കാര്യം എന്താ? നെഗറ്റീവ് ഉണ്ട്. 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം 3 വെച്ചിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ 3 ആണ്
സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്. 3D പ്ലസ് ബിയും റിയാക്ടൻറ്റ് സൈഡിലാണ് അല്ലേ. സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് 1 ആണ്. സോ 3D പ്ലസ് ബി ഗിവിങ് യു 4A പ്ലസ് 2C. ഏതാണ് ആൻസർ വരുന്നത്? ബി ആണ് ആൻസർ വരുന്നത്. അടിപൊളി അല്ലേ. നെക്സ്റ്റ് എന്താണ് മക്കളെ? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റേറ്റ് ലോ ആൻഡ് ഓർഡർ ഓഫ് റിയാക്ഷൻ. റേറ്റ് ലോ ആൻഡ് ഓർഡർ ഓഫ് റിയാക്ഷൻ. മക്കളെ ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുക്കുകയാണ്. എ പ്ലസ് ബി ഗിവിങ് യു CC പ്ലസ് DD എന്നൊരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ലോ എന്തായിരിക്കും? റേറ്റ് ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കണക്റ്റിംഗ് റേറ്റ് വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇതിൻ്റെ റേറ്റ് ലോ എന്ന് പറയുന്നത് റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ദ ഹോൾ റേസ് ടു X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B ദ ഹോൾ റേസ് ടു Y. X എന്ന് പറയുന്നത് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു A, Y എന്ന് പറയുന്നത് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു B. X A ആണോ? ആവണമെന്നില്ല. Y B ആണോ? ആവണമെന്നില്ല. ഒരിക്കലുമില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, X ആൻഡ് Y ആർ ഡിറ്റർമൈൻഡ് എക്സ്പെരിമെൻ്റലി. ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ എക്സിനെയും വൈനെയും കണ്ടെത്താൻ പറ്റില്ല മക്കളെ. പക്ഷെ ഒരു പോയിന്റ് ഞാനിവിടാം. ഫോർ elementary reactions X is equal to A and Y is equal to B. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ എലമെൻ്ററി ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് 2A പ്ലസ് ബി ഗിവിങ് യു C എന്ന് തന്നിട്ടുണ്ടെങ്കിൽ റേറ്റിലോ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. എലമെൻ്ററി ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഇത് എക്സും വൈയും ആയിട്ട് തന്നെ ഇടണം. നമുക്ക് എന്താണ് ഓർഡർ എന്ന് പറയാൻ പറ്റില്ല വിത്തൗട്ട് എക്സ്പെരിമെൻറ്റ്സ് ഓർ വിത്തൗട്ട് ഗിവിങ് ഇൻ ദ റിയാക്ഷൻ, വിത്തൗട്ട് ഗിവിങ് ഇൻ ദ ക്വസ്റ്റ്യൻ. എലമെൻ്ററി ആണ് തന്നിട്ടുണ്ടെങ്കിൽ അത് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. പിന്നെ ഒരു കാര്യം, എക്സ് ആൻഡ് വൈ ക്യാൻ ബി പോസിറ്റീവ്, ഫ്രാക്ഷണൽ, 0, നെഗറ്റീവ്, എന്ത് വേണമെങ്കിലും ആവാം എക്സിനും വൈനും. ഓക്കെ, ഇൻഡിവിജ്വലി ക്യാൻ ബി എനിത്തിങ്. ഈ പോയിൻറ്റ്സ് മനസ്സിൽ വയ്ക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ടേം നിങ്ങൾക്ക് എപ്പോഴും കൂടെ വരാറുണ്ട്, മോളിക്കുലാരിറ്റി. എന്താണ് മക്കളെ മോളിക്കുലാരിറ്റി? Molecularity of a reaction is a number of reactant species that collide simultaneously to bring about a chemical reaction. അതായത് ഇപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുകയാണ്, ഇതൊരു എലമെൻ്ററി റിയാക്ഷൻ ആണെന്ന് ചോദിക്കുക. മക്കളെ എലമെൻ്ററി റിയാക്ഷൻ എന്താണെന്ന് അറിയാലോ, കുറേ സ്ഥലത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കണം സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ കേട്ടോ, ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ ഇതൊരു എലമെൻ്ററി റിയാക്ഷൻ ആണെങ്കിൽ ഇതിൽ 2 Aയും 1 Bയും കൂടി കൊളൈഡ് ചെയ്യുന്നു ഈ റിയാക്ഷൻ നടക്കാനായിട്ട്. അപ്പോൾ മൊത്തത്തിൽ 3 റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഉണ്ട്. അതാണ് മോളിക്കുലാരിറ്റി. എല്ലാവരും നോക്കുക മക്കളെ, എല്ലാവരും നോക്കുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ elementary reaction. എലമെൻ്ററി റിയാക്ഷന് മാത്രമാണ് മോളിക്കുലാരിറ്റി ഡിഫൈൻഡ്. അതായത് ഫോർ എക്സാമ്പിൾ എൻ്റെ ഇപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ട്, 2A പ്ലസ് ബി ഗിവിങ് യു C പ്ലസ് D. ഇതൊരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് ആദ്യം ഒരു A ഒരു B ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് P എന്ന് പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ മറ്റേ A P ആയിട്ട് റിയാക്ട് ചെയ്ത് C പ്ലസ് D. ഈ 2 സ്റ്റെപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളോട് എലമെൻ്ററി ഓഫ് ദിസ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പാടാ. കാര്യം ഈ സ്റ്റെപ്പിന് എലമെൻ്ററി അല്ല മോളിക്കുലാരിറ്റി. ഈ സ്റ്റെപ്പിന് മോളിക്കുലാരിറ്റി 2 ആണ്, ഈ സ്റ്റെപ്പിന് മോളിക്കുലാരിറ്റി 2 ആണ് എന്ന് വെച്ചിട്ട് വാട്ട് ഈസ് ദ മോളിക്കുലാരിറ്റി ഓഫ് ദ എൻറ്റയർ റിയാക്ഷൻ ഇസ് നോട്ട് ഡിഫൈൻഡ്. മോളിക്കുലാരിറ്റി ഈസ് ഡിഫൈൻഡ് ഫോർ ഈച്ച് സ്റ്റെപ്പ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസ്. ഇതിൽ ഓരോ സ്റ്റെപ്പും സിംഗിൾ സ്റ്റെപ്പാണ് എന്ന് വെച്ചിട്ട് മോളിക്കുലാരിറ്റി ഓഫ് ദ കോംപ്ലക്സ് റിയാക്ഷൻ ഡിഫൈൻഡ് അല്ല. ഫോർ എക്സാമ്പിൾ വേറൊരു റിയാക്ഷനിൽ
മോളിക്കുലാരിറ്റി ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ് 2 ആണ്, മോളിക്കുലാരിറ്റി ഓഫ് സെക്കൻഡ് സ്റ്റെപ്പ് 1 ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് 2 സെക്കൻഡ് സ്റ്റെപ്പ് 1. അപ്പോൾ മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ എന്താണ്? ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ എലമെൻ്ററി റിയാക്ഷൻസ്. ഗോട്ട് ഇറ്റ്? പിന്നെ നെക്സ്റ്റ് പോയിന്റ്, ഫോർ എലമെൻ്ററി റിയാക്ഷൻസ് molecularity is equal to order is equal to sum of stoichiometric coefficients. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മക്കളെ, ഞാനിപ്പോൾ ഇങ്ങനൊരു എലമെൻ്ററി റിയാക്ഷൻ എടുക്കുകയാണ്, 2a + b ഗിവിങ് യു c + d. ഇത് എലമെൻ്ററി ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇറ്റ്സ് എലമെൻ്ററി, ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? ടോട്ടൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ, ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിൽ ബി 2 + 1. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മക്കളെ, ഫോർ എലമെൻ്ററി റിയാക്ഷൻ എക്സ് എ ആയിരിക്കും, വൈ ബി ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഓർഡർ വിൽ ബി എക്സ് + y അല്ലേ? അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു 2 + 1 3. അത് തന്നെയായിരിക്കും മോളിക്കുലാരിറ്റിയും 3 ആയിരിക്കും. അപ്പോൾ എലമെൻ്ററി റിയാക്ഷൻ ആണെങ്കിൽ ഓർഡർ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാനും ഭയങ്കര എളുപ്പമാണ്, സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് ആഡ് ചെയ്താൽ മതി. എലമെൻ്ററി റിയാക്ഷൻസ് ആണെങ്കിൽ മാത്രം. ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഡോണ്ട് അസ്യൂം എനിത്തിങ്. ഓക്കെ, എല്ലാവരും നോക്കുക മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. റിയാക്ഷൻ വാസ് ഫൗണ്ട് to be second order with respect to the concentration of carbon monoxide. If the concentration of carbon monoxide is doubled with everything else kept the same, the rate of reaction will be. എല്ലാവരും നോക്കുക, concentration of carbon with respect to concentration of carbon monoxide rate is it is second order. അതായത് എല്ലാവരും നോക്കുക, rate is directly proportional to concentration of carbon monoxide the whole power 2. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ റേറ്റ് ലോ ഇങ്ങനെ എഴുതാം, റേറ്റ് ലോ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ മൊണോക്സൈഡ് ദ ഹോൾ സ്ക്വയർ. ബാക്കി എന്തും ആയിക്കോട്ടെ, ബാക്കി മറ്റേ സൈഡിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ എഴുതാം, കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് എഴുതാം, റേസ് ടു എക്സ് എന്ന് എഴുതാം, അതെന്തും ആയിക്കോട്ടെ. പുതിയ റേറ്റ്, ദ ന്യൂ റേറ്റ് R1 ഇസ് ഈക്വൽ ടു കെ, റേറ്റ് കോൺസ്റ്റൻറ്റ് മാറുന്നില്ല. കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ മൊണോക്സൈഡ് ഞാൻ ഡബിൾ ചെയ്യാണ്. ഇത് ഡബിൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത് ഡബിൾ ചെയ്യുമ്പോൾ ദിസ് ബിക്കംസ്, ഇത് എക്സ് ആണെങ്കിൽ അത് 2x ആയി, അപ്പോൾ 2x ദ ഹോൾ സ്ക്വയർ. സോ ഇറ്റ് ബിക്കംസ് 4 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ മൊണോക്സൈഡ്. മറ്റേ പാർട്ട് വിൽ ബി എക്സാക്ട്ലി ദ സെയിം. സോ ഇറ്റ് ഈസ് 4 ഇൻറ്റു the earlier rate. It becomes 4 times, as simple as that. Increase by a factor of 4, as simple as that. വളരെ simple question ആണ്. Next question നോക്കാം. For a chemical reaction X giving, ഈ reaction നോക്കൂ, ഈ question നോക്കൂ. In a reaction A plus B giving you product, rate is doubled when the concentration of B is doubled. Okay, and rate increases by a factor of 8 when the concentration of both the reactants A and B are doubled. Rate law for the reaction is. എല്ലാവരും നോക്കുക മക്കളെ, നമ്മളിപ്പോൾ റേറ്റിനെ കോൺസെൻട്രേഷൻ ഓഫ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ദ ഹോൾ റേസ് ടു എക്സ് എന്നിട്ടു കോൺസെൻട്രേഷൻ ഓഫ് ബി, തൽക്കാലം ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കുറച്ചും കൂടി ഈസി ആയിട്ട് റൈറ്റ് ചെയ്യാനാണ്. എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ എന്നിട്ടു. ഓക്കെ, when the concentration of B is doubled, റേറ്റ് ഇസ് ഡബിൾഡ്. അതായത് R1 എടുക്കുകയാണെങ്കിൽ എ റേസ് ടു എക്സ് ഇൻറ്റു 2 റേസ് ടു വൈ ഇൻറ്റു ബി റേസ് ടു വൈ എന്ന് കിട്ടും. കാര്യം ബീനെ ഞാൻ ഡബിൾ ചെയ്തപ്പോൾ 2b ആയി, അപ്പോൾ 2b ദ ഹോൾ റേസ് ടു വൈ എന്ന് കിട്ടും, 2b ദ ഹോൾ റേസ് ടു വൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് R1 ഇസ് നത്തിങ് ബട്ട് 2 times R. അപ്പോൾ 2R ഡിവൈഡഡ് ബൈ R ചെയ്യുക, 2R ഡിവൈഡഡ് ബൈ R എത്ര? 2. അതേപോലെ തന്നെ RHS ഡിവൈഡ് ചെയ്യുക, RHS ഡിവൈഡ് ചെയ്യുക. ബി റേസ് ടു വൈ ക്യാൻസൽ ആയി പോകും, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. 2 റേസ് ടു വൈ ഇസ് ഈക്വൽ ടു 2, ദാറ്റ് മീൻസ് വൈ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ബിയുടെ ഓർഡർ കിട്ടി, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി കിട്ടി. അതേപോലെ തന്നെ നെക്സ്റ്റ് കണ്ടീഷൻ നോക്കുക, റേറ്റ് ഇസ് ഇൻക്രീസ് ബൈ എ ഫാക്ടർ ഓഫ് 8 വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് ദ റിയാക്ടൻസ് എ ആൻഡ് ബി ആർ ഡബിൾഡ്. അതായത് ആദ്യത്തെ റേറ്റ് R ഇസ് ഈക്വൽ ടു കെ എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. റേറ്റ് ഇസ് ഇൻക്രീസ് ബൈ എ ഫാക്ടർ ഓഫ് 8, അതായത് 8 times R ആവും. എപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോൾ, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് 2 റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു എക്സ് എന്ന് കിട്ടും.
അതേപോലെ ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് 2^y × b^y എന്ന് കിട്ടും. y എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക. 8r/r 8. k/k ക്യാൻസൽ ആയി പോകും. a⁻x ക്യാൻസൽ ആയി പോകും. b⁻y ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇപ്പോൾ 8 = 2^x × 2^y. y എന്താണ് 1. അപ്പോൾ 2^x = 4 എന്ന് കിട്ടും. y 1 ആണ്. അപ്പോൾ x = 2 എന്ന് കിട്ടും. ഇത്രയൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ഓൾറെഡി ലോജിക് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ. സോ ബേസിക്കലി order with respect to a is 2, order with respect to b is 1, rate is equal to ka² × b. ka² × b. ഓക്കെ മക്കളെ, ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കുക, കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് ഡബിൾഡ്, റേറ്റ് ഡബിൾസ്. സോ ദാറ്റ് മീൻസ് ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ലീനിയർ ഡിപ്പെൻഡൻസിയാണ് അല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്ക്വയറില്ല, ക്യൂബിലോ ഒന്നുമില്ല, ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ. അപ്പോൾ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് 1. ഓക്കെ, അങ്ങനെ തന്നെ കിട്ടി. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് മക്കളെ? നെക്സ്റ്റ് വരുന്നത് ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഈ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്? ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ AT കണ്ടുപിടിക്കാൻ, AT അല്ലെങ്കിൽ A, പല ബുക്കിലും പല രീതിയിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. AT അല്ലെങ്കിൽ A കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ്റ് അറ്റ് എനി ഗിവൺ ടൈം ഫോർ 0 ഓർഡർ ഫസ്റ്റ് ഓർഡർ. ഇതാണ് നീറ്റ് സിലബസിലുള്ളത്. ഓക്കെ, ഒരു ടൈം തന്നു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ളത്. 0 ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ, ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ k = a0 - a/t. അല്ലെങ്കിൽ നമുക്ക് എഴുതാം a = a0 - kt, which resembles y = c + mx. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താണ് കിട്ടുക? ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ y ആക്സിസിലും ടൈം t ആക്സിസിലും ഇടുകയാണെങ്കിൽ ഐ വുഡ് ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. സ്ലോപ്പ് എന്താണ്? -k ആണ് വരിക. അതേപോലെ തന്നെ ഞാൻ 0 ഓർഡർ റിയാക്ഷന് റേറ്റിനെ y ആക്സിസിലും ടൈമോ ഓർ കോൺസെൻട്രേഷനോ എന്ത് വേണമെങ്കിലും എക്സ് ആക്സിസിൽ കൊടുക്കുകയാണെന്ന് ചോദിക്കുക. ടൈമോ കോൺസെൻട്രേഷനോ എന്തെങ്കിലും എക്സ് ആക്സിൽ കൊടുക്കുകയാണെങ്കിൽ റേറ്റ് ഇസ് കോൺസ്റ്റൻറ്റ്. കാര്യം എന്താണ്? 0 ഓർഡർ റിയാക്ഷനിൽ റേറ്റ് ഇസ് ഈക്വൽ ടു ka⁻0. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ കോൺസെൻട്രേഷൻ. അല്ലേ മക്കളെ? ഗോട്ട് ഇറ്റ്. ഇനി ഹാഫ് ലൈഫ് എന്താണ്? ഹാഫ് ലൈഫ് ഇസ് a0/2k. അതായത് ഹാഫ് ലൈഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. എത്ര ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എടുത്തോ അത്രയും ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫ് എന്താണെന്ന് അറിയാലോ? ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ഹാഫ് ഓഫ് ദ റിയാക്ടൻറ്റ്. ഹാഫ് ലൈഫ് വിത്ത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഹാഫ് ലൈഫും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഈ ഗ്രാഫ്സ് ഓർത്തിരിക്കണം. ഇതേപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിൻ്റെ എന്താണ്? k = 2.303/t log of a0/at. ഓക്കെ, a0 എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, at എന്ന് പറയുമ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം log of a അല്ലെങ്കിൽ log of at is equal to log of a0 minus kt/2.303. അല്ല, ഇങ്ങനെയും എഴുതാം. ദിസ് ഇസ് ഈക്വിവലൻറ്റ് ടു y is equal to c + mx. അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എന്ത് കിട്ടും മക്കളെ? എന്തിൻ്റെ ഗ്രാഫ്? log of എയുടെയും ടിയുടെയും ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് എ നെഗറ്റീവ് സ്ലോപ്പ്. ഇൻ്റർസെപ്റ്റ് വരാൻ പോകുന്നത് log of a0 ആണ്. സ്ലോപ്പ് വരാൻ പോകുന്നത് -k/2.303 ആണ്. ഗോട്ട് ഇറ്റ്. അതേപോലെ തന്നെ ഞാനിപ്പോൾ എ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. കോൺസെൻട്രേഷൻ AT വിത്ത് ടൈം ചെയ്യുകയാണെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഡിക്രീസ് ആയിരിക്കും. കാര്യം AT is equal to a0 e⁻ -kt.
ഇതാണ് ആക്ച്വൽ ഇക്വേഷൻ. ഇതിൽ നിന്നാണ് ബാക്കിയുള്ള ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്ത് വരുന്നത്. എക്സ്പോണൻഷ്യലി ഡിക്രീസിങ്. T12 is a constant for first order reactions. ഹാഫ് ലൈഫ് കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങൾ 100 എടുത്താലും അതിൻ്റെ പകുതി ആവാനായിട്ട് ഒരു ടൈം ആയിരിക്കും. 1000 എടുത്താലും സെയിം ആയിരിക്കും. 10000 എടുത്താലും സെയിം ആയിരിക്കും. ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ടൈം റിക്വയർഡ് ഫോർ 75% completion is 2 times T12. Time required for 87.5% completion is 3 times T12. ഓക്കെ മക്കളെ, അതായത് 50% ആവാനായിട്ട് T12, 75% ആവാനായിട്ട് 2 T12, 87.5% ആവാനായിട്ടല്ല, കംപ്ലീറ്റ് ആവാനായിട്ട് കേട്ടോ, കംപ്ലീറ്റ് ആവാനായിട്ട് 3 times T12. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എല്ലാവരും നോക്കുക. A first order reaction has a specific reaction rate of 10 power minus 2 second raised to minus 1. How much time will it take for 20 grams of the reactant to reduce to 5 grams? 25 ആവണമെങ്കിൽ എത്ര ടൈം എടുക്കും? സ്പെസിഫിക് റേറ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? സ്പെസിഫിക് റേറ്റ് എന്ന് ഉദ്ദേശിച്ചത് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് കേട്ടോ. ഞാൻ വേറൊരു ക്ലൂ പറഞ്ഞുതരാം. യൂണിറ്റ് ഓഫ്, രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് കേട്ടോ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ്. യൂണിറ്റ് ഓഫ് കെ ഈസ് ഓൾവേസ് ഈക്വൽ ടു മോൾ റേസ് ടു 1 minus n, ലിറ്റർ റേസ് ടു n minus 1 സെക്കൻഡ് റേസ് ടു minus 1. ഇതാണ് ക്ലൂ എന്ന് വെച്ചാൽ ഇപ്പോൾ n 0 ആണെങ്കിൽ, അതായത് 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ യൂണിറ്റ് എന്തായിരിക്കും? മോൾ റേസ് ടു 1, ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1. n 1 ആണെങ്കിലോ മോൾ റേസ് ടു 1 minus 1 വരും, ദാറ്റ് ഈസ് ലിറ്റർ റേസ് ടു 1 minus 1 വരും, സെക്കൻഡ് റേസ് ടു -1 വരും. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ n = 2 ആണെങ്കിലോ മോൾ റേസ് ടു 1 minus 2, മോൾ റേസ് ടു -1, ലിറ്റർ റേസ് ടു 2 minus 1, 2 minus 1 വരും അല്ലേ, ലിറ്റർ റേസ് ടു 1, സെക്കൻഡ് റേസ് ടു -1, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിൻ്റാണ്, T12 of any order reaction is inversely proportional to initial concentration the whole raised to 1 minus n. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എല്ലാവരും നോക്കുക, n minus 1 വരും കേട്ടോ. 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ 1/A0 raised to 0 minus 1, that is 1/A0 raised to -1, അല്ലെങ്കിൽ T12 is directly proportional to A0, നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ 1/A0 1 minus 1 വരും, അതായത് 1/A0 raised to 0, അതായത് 1, അതായത് T12 is constant. ഇനി സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ 1/A0 raised to 2 minus 1, that is 1/A0. it is inversely proportional to initial concentration. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതും നിങ്ങൾ ഓർത്തിരുന്നാൽ കാര്യം എളുപ്പമാണ്. ഓക്കെ, ഈ രണ്ട് പോയിൻറ്റും കൂടി മനസ്സിൽ വെക്കണം. എന്നിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സ്പെസിഫിക് റേറ്റ് 10 minus 2 സെക്കൻഡ് റേസ് ടു -1. ഓക്കെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട്, യൂണിറ്റ് കണ്ടാലും ഫസ്റ്റ് ഓർഡർ ആണെന്ന് മനസ്സിലാക്കാം. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഫോർ 20 grams ഓഫ് ദ റിയാക്ടൻ ടു റെഡ്യൂസ് ടു 5 grams? എല്ലാവരും നോക്കുക, 20 to 10 പോവാനായിട്ട് ഒരു ഹാഫ് ലൈഫ് വേണം, 10 to 5 പോവാനായിട്ട് അടുത്ത ഹാഫ് ലൈഫ് വേണം. കാര്യം കോൺസ്റ്റൻ്റ് ആണ്. സോ ബേസിക്കലി ദിസ് ഇസ് 2 times ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫ് എന്താണ് മക്കളെ? 2 × 0.693/k, ദാറ്റ് ഈസ് 10 power minus 2. അതെത്രയാണ് വരിക മക്കളെ? അതെത്രയാണ്? 138.6. സിമ്പിൾ. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് എല്ലാവരും നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക മക്കളെ, പാളം തെറ്റരുത് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, വെറുതെ വായിട്ടിലക്കിയല്ല, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്, വിത്ത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ട്രിക്സ്, ടെക്നീക്സ് ആൻഡ് പോയിൻറ്റ്സ്.
ഓക്കെ, ദയവ് ഇത് കേൾക്കുക, പാളം തെറ്റാതെ കേൾക്കുക. ഇപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക, കൈനറ്റിക്സിനെ കുറിച്ച് മാത്രം ആലോചിക്കുക. ഓക്കെ, ഏറ്റവും നല്ല കോളേജിൽ പഠിച്ചിറങ്ങേണ്ട മക്കളെ. ഓക്കെ, എന്ത് ചെയ്താലും ലോകത്ത് എന്ത് ചെയ്താലും നല്ല കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങാൻ നോക്കുക ഓൾവേസ്. ഓക്കെ, ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഫോർ യുവർ സെൽഫ്, എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റാണ്. നിങ്ങൾ നല്ല സ്ഥലത്ത് നിന്ന് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ്, 87.5% of the substance disintegrated in 45 minutes. What is its half life? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മക്കളെ, ടൈം റിക്വയർഡ് ഫോർ 87.5% കംപ്ലീഷൻ ഇസ് നത്തിങ് ബട്ട് 3 times ഹാഫ് ലൈഫ്. അപ്പോൾ ആ 3 times ഹാഫ് ലൈഫാണ് 45 ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഹാഫ് ലൈഫ് എത്രയാണ്? 45 ഡിവൈഡഡ് ബൈ 3, 15. മനസ്സിലായോ? ഗോട്ട് ഇറ്റ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ആ പോയിൻ്റ് അറിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ടൈം എടുത്ത് തന്നെ ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ്, the given graph is a representation of kinetics of a reaction. The given graph is a representation of kinetics of a reaction. y-യും x-ഉം എന്താന്ന് തന്നിട്ടുള്ള എല്ലാ ഓപ്ഷനിലും ഡിഫറെൻറ്റ് y ആൻഡ് ഡിഫറെൻറ്റ് x ആണ്. ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓപ്ഷൻ എ നോക്കാം. സീറോയുടെ റിയാക്ഷനിലാണെങ്കിൽ y കോൺസെൻട്രേഷനിലും കോൺസെൻട്രേഷനാണ് y ആക്സിസിലും x ടൈമിന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സീറോ ഓർഡർ ആയിക്കോട്ടെ ഫസ്റ്റ് ഓർഡർ ആയിക്കോട്ടെ, കോൺസെൻട്രേഷൻ എപ്പോഴും കുറയില്ല മക്കളെ. കോൺസെൻട്രേഷൻ വിത്ത് ടൈം കുറയും, അതൊരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ അത് തന്നെ തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കാം. സീറോ ഓർഡർ റിയാക്ഷൻ, y ഈസ് ഈക്വൽ ടു റേറ്റ്, x ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ. അല്ലേ? കറക്റ്റ് അല്ലേ? സീറോ ഓർഡർ റിയാക്ഷനിൽ റേറ്റ് ഇസ് കോൺസ്റ്റൻറ്റ് വിത്ത് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ മാറിയാലും റേറ്റ് മാറുന്നില്ല, ബിക്കോസ് കെ എ റേസ് ടു 0 ആണ്. അപ്പോൾ അത് കറക്റ്റാണ്. സെക്കൻഡ് നോക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ y ഈസ് ഈക്വൽ ടു ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഹാഫ് എന്ന് കൊടുത്താൽ ടി ഹാഫാണ് അവിടെ വരേണ്ടത്. ആൻഡ് എക്സ് ഇസ് കോൺസെൻട്രേഷൻ. അതെ, ടി ഹാഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇസ് കോൺസ്റ്റൻറ്റ്. സോ ബി വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ സിയും ഡിയും നിങ്ങൾക്ക് നോക്കാം, ഇറ്റ് വിൽ ബി റോങ്. ദ സീറോ ഓർഡർ റിയാക്ഷൻ y ഈക്വൽ ടു റേറ്റ്, എക്സ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ, അത് കറക്റ്റാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ y ഈക്വൽ ടു റേറ്റ്, എക്സ് ഇസ് ഈക്വൽ ടു ടി ഹാഫ്. അതെങ്ങനെ കറക്റ്റ് ആവുന്നത്? എക്സ് ടി ഹാഫ് ആണെങ്കിൽ ടി ഹാഫ് മാറിക്കൊണ്ടിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. സീറോ ഓർഡർ റിയാക്ഷൻ y ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ, എക്സ് ഇസ് ഈക്വൽ ടു ടൈം. അത് തെറ്റാണ്. കോൺസെൻട്രേഷനും ടൈമും എപ്പോഴും കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ? ബി ആണ് കേട്ടോ ആൻസർ വരാൻ പോകുന്നത്. ബി വുഡ് ബി ദി ആൻസർ. ഓക്കെ കുട്ടന്മാരെ, നെക്സ്റ്റ് എല്ലാവരും നോക്കുക. The rate constant of a reaction is 175 liter square mole raised to minus 2 second raised to minus 1. What is the order of the reaction? ഒന്നും തന്നിട്ടില്ല. ജസ്റ്റ് റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്. ജസ്റ്റ് റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് മക്കളെ, എങ്ങനെയാണ് കുട്ടികളെ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക? എല്ലാവരും നോക്കുക മക്കളെ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ റേസ് ടു 1 മൈനസ് n, ലിറ്റർ റേസ് ടു n മൈനസ് 1, സെക്കൻഡ് റേസ് ടു മൈനസ് 1. അപ്പോൾ ഇവിടെ 1 മൈനസ് n എന്താണ്? -2 ആണ്. 1 മൈനസ് n -2 ആണ് അല്ലേ? അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ n ഇസ് ഈക്വൽ ടു 3 കഴിഞ്ഞു. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. n ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. സോ തേർഡ് ഓർഡർ റിയാക്ഷൻ അടിപൊളിയായിട്ട് കിട്ടി. കണ്ടാ அந்த ட்ரிக்கை பார்த்தியா? அந்த ட்ரிக்கை ஞாபகத்தில் வச்சுக்கோ, அப்படின்னா எல்லாமே ஓகே ஆகிடும். புரியுதா? മനസ്സിലായോ മക്കളെ? സോ 3 ആണ് ആൻസർ. ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഞാനൊരു ഹോംവർക്കായിട്ട് തരികയാണ്. ഇത് ബേസിക്കലി നിങ്ങൾക്ക് റേറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങളെപ്പോഴും CBSE എക്സാം തൊട്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. റേറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണോ ഒരു റിയാക്ഷന്? ഒരിക്കലും അല്ലടാ ഭാഗ്യ. സീറോയുടെ റിയാക്ഷന് വേണ്ടി മാത്രമാണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ബാക്കി എല്ലാ റിയാക്ഷനും റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ അല്ലേ? സീറോയുടെ റിയാക്ഷന് വേണ്ടി മാത്രമാണ് റേറ്റ് കോൺസെൻട്രേഷനായിട്ട് ഡിപ്പെൻഡ് അല്ലാത്തത്. ഇത് മക്കളെ ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കേടാ മക്കളെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡേറ്റ തന്നിട്ട് അതിൽ നിന്ന് റേറ്റ് കണ്ടുപിടിക്കാനുള്ളത്.
നിങ്ങളുടെ NCERTയിൽ അതേപടി ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം എടുത്തിട്ടു എന്നുള്ളൂ. ഇത്ര വലിയ ഹൈഫൈ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. നെക്സ്റ്റ് എല്ലാവരും നോക്കുക. റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഓൾ ഫാക്ടേഴ്സ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടിയാൽ റേറ്റ് കൂടും. എല്ലാവരും മനസ്സിലാക്കണം മക്കളെ. യൂഷ്വലി an increase of 10 degrees Celsius implies rate doubles. എല്ലാ 10 ഡിഗ്രി സെൽഷ്യസിലും റേറ്റ് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു എംപിരിക്കൽ റിലേഷനാണ്, പ്രോപ്പറായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള. ഓക്കെ, റേറ്റ് ഓൾമോസ്റ്റ് ഡബിൾസ് എന്ന് ഞാൻ വേണമെങ്കിൽ ഇടാം. റേറ്റ് ഓൾമോസ്റ്റ് ഡബിൾസ് എന്ന് ഞാൻ വേണമെങ്കിൽ ഇടാം. ഓൾമോസ്റ്റ് ഡബിൾസ് എന്ന് ഇടാം. ഓക്കെ, കറക്റ്റ് റിലേഷൻ അല്ല. കറക്റ്റ് റിലേഷൻ അരിഹീനിയസ് ഇക്വേഷനാണ്, അത് നമ്മൾ വരും. റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ. ഒബ്വിയസ്ലി റേറ്റ് ലോയിൽ നമ്മൾ കണ്ടില്ലേ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഒബ്വിയസ്ലി ഏതൊക്കെ ടൈപ്പ് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗേഷ്യസ് റിയാക്റ്റൻസ് ആണെങ്കിൽ റിയാക്ഷൻ കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും. ലിക്വിഡ്സും സോളിഡ്സും ആണെങ്കിൽ അവർ അനങ്ങാൻ മടിയന്മാരാ, റിയാക്ഷൻ പെട്ടെന്ന് നടക്കില്ല. കാറ്റലിസ്റ്റ് ഇൻക്രീസ് സ്പീഡ് ഓഫ് റിയാക്ഷൻ. സർഫസ് ഏരിയ നിങ്ങൾക്കറിയാം. സർഫസ് ഏരിയ കൂടുമ്പോൾ യൂഷ്വലി സർഫസ് ഏരിയ ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് ആൻ അഡ്സോർപ്ഷൻ ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ സർഫസ് ഏരിയ കൂടുന്നതോറും റിയാക്ഷൻ കൂടുതൽ നടക്കും. അല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അഡ്സോർപ്ഷൻ കറ്റാലിസിസിൽ. ഇപ്പോൾ സർഫസ് ഏരിയ ഇസ് മോർ, റിയാക്ഷൻ ഇസ് മോർ. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് അരിഹീനിയസ് ഇക്വേഷൻ. അരിഹീനിയസ് ഇക്വേഷൻ എന്താണ് പറയുന്നത് മക്കളെ? റേറ്റ് കോൺസ്റ്റൻറ്റിനെയും ടെമ്പറേച്ചറിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് അരിഹീനിയസ് ഇക്വേഷൻ, വിച്ച് സേസ് ദാറ്റ് K is equal to A e raised to minus EA by RT. ഇതിൽ A എന്താണ്? അരിഹീനിയസ് ഫാക്ടർ. EA എന്താണ്? ആക്ടിവേഷൻ എനർജി. R is gas constant, T is temperature. ഈ ആക്ടിവേഷൻ എനർജിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ദ ഗ്രാഫ്. മക്കളെ, ഒരു റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എനർജി പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ എനർജി Y ആക്സിസിലും X ആക്സിസിലും റിയാക്ഷൻ കോർഡിനേറ്റും ഇനീഷ്യൽ ആവറേജ് എനർജി ഓഫ് റിയാക്റ്റൻസ് ഇതാണെന്ന് വിചാരിക്കുക. റിയാക്റ്റൻസ് രണ്ടും കൊളൈഡ് ചെയ്തു. ഇപ്പോൾ A + B കൊളൈഡ് ചെയ്ത് അത് ബേസിക്കലി ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലെത്തി. ഈ എക്സ്ട്രാ എനർജി റിക്വയർഡ് ആണ് ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. എന്നിട്ടത് തിരിച്ച് വന്ന് ഇവിടേക്ക് വരുന്നു. ഗോട്ട് ഇറ്റ്? അപ്പോൾ എനിക്ക് വേറൊരു ആക്ടിവേഷൻ എനർജിയും എഴുതാം. സപ്പോസ് ഇവിടെ പ്രോഡക്റ്റ് C and D ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എൻറ്റയർ എനർജി എന്താണ് മക്കളെ? ദാറ്റ് ഈസ് ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് C + D ന്ന് A + Bയിലേക്ക് പോകാനായിട്ട് ഇത്രയും വേണം. A + B ന്ന് C + Dയിലേക്ക് എത്താനായിട്ട് ഇത്രയും എക്സ്ട്രാ മതി. സോ എക്സ്ട്രാ എനർജിയാണ് ആക്ടിവേഷൻ എനർജി. ഗോട്ട് ഇറ്റ്? അത് മാത്രവുമല്ല, ദ എൻറ്റയർ എനർജി, ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ എൻറ്റയർ എനർജിയാണ് ത്രെഷോൾഡ് എനർജി. അതറിയാലോ, ത്രെഷോൾഡ് എനർജി. ഓക്കെ, ഫൈൻ. പിന്നെ നോക്കുകയാണെങ്കിൽ എന്താണ് മക്കളെ? ഇത് എനർജി ഓഫ് പ്രോഡക്ട്സ് ആണ്, ഇത് എനർജി ഓഫ് റിയാക്റ്റൻസ് ആണ് മക്കളെ, അല്ലേ? ആൻഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് എനർജി ഓഫ് റിയാക്റ്റൻസ് മൈനസ് എനർജി ഓഫ് പ്രോഡക്ട്സ്. ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ എനർജി ഓഫ് റിയാക്റ്റൻസ് മൈനസ് എനർജി ഓഫ് പ്രോഡക്ട്സ്, അതാണ് ഡെൽറ്റ എച്ച്. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ഡെൽറ്റ എച്ച് is equal to EP minus ER, which can also be written as എന്താണ് മക്കളെ? which can also be written as പറയാൻ പറ്റുമോ? which can also be written as E of B minus E of EAF minus EAB. ഫോർവേഡ് റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി മൈനസ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി. ഈ റിയാക്ഷനിൽ ദിസ് ഇസ് എക്സോതേർമിക് ഇൻ നേച്ചർ. നിങ്ങൾ നോക്കൂ, പ്രോഡക്റ്റിൻ്റെ എനർജി ഇസ് ലെസ്സർ ദാൻ റിയാക്റ്റൻ്റെ എനർജി. അതുകൊണ്ട് തന്നെ ഈ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. കാര്യം എന്താ? ഫോർവേഡ് റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി ഇസ് ലെസ്സർ ദാൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി. ഇനി ഇത് തന്നെ എൻഡോതേർമിക്, ഇത് ബേസിക്കലി എക്സോതേർമിക് റിയാക്ഷൻ്റെയാണ്. ദിസ് എൻറ്റയർ തിങ് ഇസ് ഫോർ എക്സോതേർമിക്. ഇത് എക്സോതേർമിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻഡോതേർമിക്കിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും മക്കളെ?
എൻഡോതേർമിക്കിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? എൻഡോതേർമിക്കിൻ്റെ ഗ്രാഫ് സിമിലർ ഗ്രാഫ് തന്നെ, ഓൾമോസ്റ്റ് സിമിലർ തന്നെ മക്കളെ. എല്ലാവരും നോക്കുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മേളിലേക്ക് പോയി, പൊന്തി ഇവിടെ അവസാനിച്ചു. അതായത് എനർജി ഓഫ് പ്രോഡക്ട്സ് ഈസ് ഗ്രേറ്റർ ദാൻ എനർജി ഓഫ് റിയാക്ടൻസ്. ഓക്കെ, ഇവിടെയും ആക്ടിവേഷൻ എനർജീസ് ഉണ്ട്. ഇത് ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ EAF. ഇത് ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ EAB. ഓക്കെ, ബേസിക്കലി ഡെൽറ്റ എച്ച് എന്താണ് വരുന്നത്? ഡെൽറ്റ എച്ച് ഈ ഗ്യാപ്പാണ്. ഡെൽറ്റ എച്ച് ഇസ് സ്റ്റിൽ EP minus ER, which is still EAF minus EAB. ഇവിടെ ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. നോക്കൂ, ഇത്രയും ഉണ്ട് ഫോർവേഡ് റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി, ഇത്രയേ ഉള്ളൂ ബാക്ക്വേർഡ് റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി. സോ ദ ഡിഫറൻസ് ഇസ് പോസിറ്റീവ്, എൻതാൽപ്പി ഈസ് പോസിറ്റീവ്. ഓക്കെ, മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? അപ്പോൾ എല്ലാവരും നോക്കുക, അർഹീനിയസ് ഇക്വേഷനിൽ AE⁻EA/RT. ഓക്കെ, എ എന്ന് പറയുമ്പോൾ അർഹീനിയസ് ഫാക്ടർ, EA ഇസ് ആക്ടിവേഷൻ എനർജി. ഇത് തന്നെ ലോഗറിതം ടേംസ് എടുക്കുകയാണെങ്കിൽ log K is equal to log A minus EA/2.303 RT, which can be compared to Y is equal to C plus MX. ഇവിടെ സ്ലോപ്പ് വരുന്നത് എന്താണ്? M is minus EA/2.303 R ആണ് കേട്ടോ. മൈനസ് EA/2.303 R ആണ് സ്ലോപ്പ് വരുന്നത്. ഓക്കെ മക്കളെ, ഇനി അത് തന്നെ നാച്ചുറൽ ലോഗറിതത്തിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ ലോഗറിതം ഓഫ് K is equal to നാച്ചുറൽ ലോഗറിതം ഓഫ് A മൈനസ് EA/RT എന്ന് വരും. അതിൻ്റെ സ്ലോപ്പ് വരാൻ പോകുന്നത് മൈനസ് EA/R ഉണ്ടാവുള്ളൂ. സി, ഇവിടെ log K വേഴ്സസ് 1/T പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ X എന്ന് പറയുമ്പോൾ 1/T ആണ്, Y എന്ന് പറയുമ്പോൾ log ഓഫ് K ആണ്. log K വേഴ്സസ് 1/T പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് EA/2.303 R ആണ് സ്ലോപ്പ്. നേരെ മറിച്ച് ലോൺ ഓഫ് K, നാച്ചുറൽ ലോഗറിതം ഓഫ് Kയും 1/Tയും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് EA/R ആണ് സ്ലോപ്പ്. ഓക്കെ, അതേപോലെ തന്നെ log ഓഫ് K2/K1 is equal to EA/2.303 R into 1/T1 minus 1/T2. അതായത് രണ്ട് ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ അവരുടെ, ഫോർ എക്സാമ്പിൾ, അവർക്ക് ചോദിക്കാം K2 വാല്യൂ ചോദിക്കാം. K1 തന്നിട്ടുണ്ടാവും, T1 തന്നിട്ടുണ്ടാവും, T2 തന്നിട്ടുണ്ടാവും. T1 എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, ഇനീഷ്യൽ ടെമ്പറേച്ചർ. T2 ഫൈനൽ ടെമ്പറേച്ചർ. K1 is ഇനീഷ്യൽ റേറ്റ് കോൺസ്റ്റൻറ്റ്. അണ്ടർസ്റ്റാൻഡ്, റേറ്റ് കോൺസ്റ്റൻറ്റ് ജസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ മാത്രമാണ് ഡിപ്പെൻഡൻറ്റ്. ടെമ്പറേച്ചറിൽ മാത്രമാണ് ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? അപ്പോൾ എല്ലാവരും നോക്കുക മക്കളെ. ഇത് ഓൾറെഡി അറിയാലോ. ഫോർ എ റിയാക്ഷൻ a 10 degree rise in temperature results in a nearly double the rate constant. Okay, 10 degree, ഓരോ 10 ഡിഗ്രിക്കും ഓൾമോസ്റ്റ് 2 times വരും. ഓക്കെ, ഫൈൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്, അവിടുന്ന് ഞാൻ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആക്കുമ്പോൾ എൻ്റെ റേറ്റ് 6-ൽ നിന്ന് 2R പോകും. 40-ൽ നിന്ന് 50 ആക്കുമ്പോൾ 2R-ൽ നിന്ന് 4R പോകും, വീണ്ടും ഡബിൾ ആവും. പിന്നെ അത് 8R പോകും, 16R പോകും. ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുമ്പോൾ ഓൾമോസ്റ്റ് ബൈ 2. അതിനോടനുബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് ട്രൈ ടു ഡു ദിസ് ക്വസ്റ്റ്യൻ. എല്ലാവരും നോക്കുക. കൺസിഡർ ദ ഫോളോയിങ് ഗ്രാഫ്. ദ എബവ് ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദ ചേഞ്ച് ഇൻ എനർജി ഫോർ ദ റിയാക്ഷൻ A+B ഗിവിങ് യു C+D. ഹിയർ P ഇസ്, പറയാൻ പറ്റുമോ മക്കളെ? പറയാൻ പറ്റുമോ? NS മാം ഇല്ലടാ മക്കളെ, NS മാം ലീവാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെയായിരിക്കും സോളിഡ് സ്റ്റേറ്റ് എടുക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ എടാ കൂട്ടന്മാരെ, എല്ലാവരും നോക്കുക. ദ എബവ് ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദ ചേഞ്ച് ഇൻ എനർജി ഫോർ ദ റിയാക്ഷൻ A+B ഗിവിങ് യു C+D. ഹിയർ P ഇസ്, P ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ ഹൈറ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത്. P എന്താണ് മക്കളെ? ഇവിടെ P എന്തായിരിക്കും? P എന്ന് പറയുന്നത് C+Dയിൽ നിന്ന് A+Bയിലേക്ക് പോകാനായിട്ടുള്ള ആക്ടിവേഷൻ എനർജി. C+Dയിൽ നിന്ന് A+Bയിലേക്ക് പോകാനുള്ള ആക്ടിവേഷൻ എനർജി അല്ലേ? ആക്ടിവേഷൻ എനർജി ഫോർ ദ റിയാക്ഷൻ C+D ഗിവിങ് യു A+B. A+Bയിൽ നിന്ന് C+Dയിലേക്ക് എത്താനായിട്ട് ആക്ടിവേഷൻ എനർജി ഇത്രയേ ഉള്ളൂ.
ഇതാണ് ആക്ടിവേഷൻ എനർജി. നമുക്ക് വേണ്ടത് ഈ എൻറ്റയർ ഹൈറ്റാണ്, അതാണ് സി, അതാണ് പി അല്ലേ. എനർജി ചേഞ്ച് അല്ല, എനർജി ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡെൽറ്റ എച്ച് ആണ്, ഡെൽറ്റ എച്ച് അല്ല, ആക്ടിവേഷൻ എനർജിയാണ് ഇ പി അല്ലേ. ഗോട്ട് ഇറ്റ്. അപ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം, ആക്ടിവേഷൻ എനർജിയും എനർജി ചേഞ്ചും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എനർജി ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡെൽറ്റ എച്ച്, ആക്ടിവേഷൻ എനർജി ഇ എ ആണ് മക്കളെ. ഓക്കെ ഓക്കെ കൂൾ. ഓക്കെ, next, for an exothermic chemical process occurring in 2 steps, as A plus B giving you X slow step ആണ്, X giving you AB fast step ആണ്. അപ്പോൾ ബേസിക്കലി 2 സ്റ്റെപ്പുള്ള റിയാക്ഷൻ്റെ 2 സ്റ്റെപ്പുമാണ് കാണിച്ചിരിക്കുന്നത്. A plus B giving you X സ്ലോ സ്റ്റെപ്പ്, X giving you AB ഫാസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ ഏത് ഗ്രാഫാണ് കറക്റ്റ്ലി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്? എക്സോതേർമിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സോതേർമിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ എനർജി ഓഫ് പ്രോഡക്ട്സ് will be obviously lesser than initial energy of reactants. ഓക്കെ, അപ്പോൾ എന്തായാലും 3 അല്ല ആൻസർ. കാര്യം 3ൽ എ ബി എന്ന പ്രോഡക്ട്സിൻ്റെ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ എ പ്ലസ് ബി, റിയാക്ടൻസിൻ്റെ എനർജിയിലും ഗ്രേറ്റർ ആണ്. അപ്പോൾ അതല്ല, തെറ്റാണ് എന്തായാലും. ഒന്നിലേക്ക് 1 അല്ലെങ്കിൽ 2. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്തും, പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും, അവിടെ നിന്ന് വീണ്ടും ഉയർന്നിട്ടാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ഡിപ്പ് ഇടയ്ക്ക് വരും. ഇപ്പോൾ 2 ഇൻ്റർമീഡിയറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 ഇൻ്റർമീഡിയറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ദേ ഇങ്ങനെ 2 ഡിപ്പ് വരും പ്രോഡക്റ്റ് എത്തുന്നതിന് മുമ്പ്. പ്രോഡക്റ്റ് ഇതാണ്, റിയാക്റ്റൻ്റ് ഇതാണ്, ഇൻ്റർമീഡിയറ്റ്സ് ഇതാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഫസ്റ്റ് സ്റ്റെപ്പ് സ്ലോ സ്റ്റെപ്പാണ്, അതായത് അതിൻ്റെ ആക്ടിവേഷൻ എനർജി ഹൈ ആയിരിക്കും. ആക്ടിവേഷൻ എനർജി ഹൈ ആണെങ്കിൽ ആ സ്റ്റെപ്പ് സ്ലോ ആണെന്നല്ല അതിൻ്റെ അർത്ഥം. കാര്യം എന്താണ്, അത്രയും എനർജി ബാരിയർ ക്രോസ് ചെയ്താലേ പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഏറ്റവും ബെസ്റ്റ് റെപ്രസെൻറ്റേഷൻ 2 ആണ് മക്കളെ. എല്ലാവരും നോക്കൂ, എ പ്ലസ് ബി എന്ന് വലിയൊരു ചാട്ടം ചാടി ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തു, പിന്നെ ചെറിയൊരു ചാട്ടം ചാടി ഇങ്ങോട്ട് വന്നു. കാര്യം രണ്ടാമത്തെ ചാട്ടം ചെറുതാണ്, കാര്യം രണ്ടാമത്തെ സ്റ്റെപ്പ് ഫാസ്റ്റാണ്, പെട്ടെന്ന് നടക്കും. ആദ്യത്തെ ചാട്ടം, ഒരു കാർ ഒരു വലിയ കുന്ന് കയറാനായിട്ട് സമയമെടുക്കും, പക്ഷേ ചെറിയ കുന്ന് കയറാനായിട്ട് കുറച്ച് സമയം എടുക്കുള്ളൂ. അതേപോലെ തന്നെ ആക്ടിവേഷൻ എനർജി ഓഫ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഹ്യൂജ്, അതുകൊണ്ടാണ് അത് സ്ലോ സ്റ്റെപ്പ് ആയത്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ഫാസ്റ്റ്. ഗോട്ട് ഇറ്റ്. അപ്പോൾ 2 ആണ് ആൻസർ. നെക്സ്റ്റ്, കൊളീഷൻ തിയറി. കൊളീഷൻ തിയറിയാണ് ലാസ്റ്റ് ടോപ്പിക്ക് മക്കളെ, കൈനറ്റിക്സിലെ കൊളീഷൻ തിയറി. കൊളീഷൻ തിയറി എന്താണ് പറയുന്നത്? വളരെ സിമ്പിൾ കോൺസെപ്റ്റ്സ് ആണ്, അരീനിയസ് കോൺസെപ്റ്റായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്റ്റൻസ് തമ്മിൽ കൂട്ടിയിടിക്കണം, ഓക്കെ. ഇതിൽ കുറച്ച് ടേംസ് മാത്രം, ഈ കൊളീഷൻ തിയറി എന്ന് പറഞ്ഞാൽ വളരെ തിയററ്റിക്കലായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റിയതാണ്, ന്യൂമറിക്കൽസ് വരില്ല നീറ്റിന്. എല്ലാവരും നോക്കുക, 100%. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ്, ആദ്യത്തെ ടേം കൊളീഷൻ ഫ്രീക്വൻസി, ഒരു ടേം ഉണ്ട് കൊളീഷൻ ഫ്രീക്വൻസി. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ റിയാക്ഷൻ മിക്സ്ചർ. അതായത് നമ്മളൊരു കണ്ടെയ്നർ എടുക്കുകയാണ് എന്ന് വിചാരിക്കുക, അതിൽ കോടാനുകോടി പാർട്ടിക്കിൾസ് ഉണ്ട്, ഇവരൊക്കെ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ റിയാക്റ്റൻ്റ് എ ഉണ്ട്, റിയാക്റ്റൻ്റ് ബി ഉണ്ട്, ഇവരൊക്കെ തമ്മിൽ കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ ദാറ്റ് കണ്ടെയ്നർ പെർ യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് സെക്കൻഡ്, അതാണ് കൊളീഷൻ ഫ്രീക്വൻസി. ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒരു സെക്കൻഡിൽ എത്ര കൊളീഷൻസ് ഉണ്ട്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം 10 പവർ 8 കൊളീഷൻസ്, കൊളീഷൻ ഫ്രീക്വൻസി 10 പവർ 8 ആണെന്ന് വിചാരിക്കുക. കൊളീഷൻ ഫ്രീക്വൻസിയുടെ റെപ്രസെൻറ്റേഷൻ Z ആണ് കേട്ടോ, ZAB is 10 പവർ 8, അതായത് 10 പവർ 8 കൊളീഷൻസ് പെർ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, അതാണ് കൊളീഷൻ ഫ്രീക്വൻസി. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൊളൈഡ് ആകുന്നതെല്ലാം പ്രോഡക്റ്റായി മാറുമോ? ഇപ്പോൾ ഈ ഒരു കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ 2 റിയാക്ടൻ്റ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റായി മാറും? ഇല്ല. പ്രോഡക്റ്റായിട്ട് മാറാനായിട്ട് 2 ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. ഒന്ന്, ഇഫക്റ്റീവ് കൊളീഷൻ ആവാനായിട്ട്, എല്ലാവരും നോക്കുക, ഇഫക്റ്റീവ് കൊളീഷൻ ആവാനായിട്ട് കൊളീഷൻസ് ഷുഡ് കൊളൈഡ് വിത്ത് സഫീഷ്യൻറ്റ് കൈനറ്റിക് എനർജി, ഓക്കെ. അതായത് ആ ത്രഷോൾഡ് എനർജിയുടെ മേളിൽ പോകണം. ആക്ടിവേഷൻ എനർജി എങ്കിലും മിനിമം വേണം ആ കൊളീഷനിൽ, എന്നാലേ ആ ത്രഷോൾഡ് എനർജിയുടെ മേളിലേക്ക് പോവുള്ളൂ. ഒന്നിലെ ത്രഷോൾഡ് എനർജി എത്തണം, അല്ലെങ്കിൽ എൻ്റെ മേളിലേക്ക് എത്തണം. ആൻഡ് വിത്ത് പ്രോപ്പർ ഓറിയൻറ്റേഷനും കറക്റ്റ് ആയിരിക്കണം,
എനർജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രെഷോൾഡും ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ SN2 എടുക്കാം. SN2 മെക്കാനിസത്തിൽ ന്യൂക്ലിയോഫൈൽ ബാക്കിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്താലേ റിയാക്ഷൻ നടക്കുള്ളൂ. ദാറ്റ് ഇസ് പ്രോപ്പർ ഓറിയൻറ്റേഷൻ. അപ്പോൾ ഓറിയൻറ്റേഷനും കറക്റ്റ് ആയിരിക്കണം, അവരൊന്ന് ഇടിക്കുന്ന എനർജിയും കറക്റ്റ് ആയിരിക്കണം. ഈ 2 ബാരിയേഴ്സ് ഉണ്ട്. ഈ 2 ബാരിയേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് e⁻⁻⁴ അതാണ് ത്രെഷോൾഡ് എനർജീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫാക്ടർ. അതായത് the fraction of collisions or fraction of molecules whose energy is greater than the activation energy. Fraction of collisions whose energy is greater than the activation energy. അതാണ് e⁻⁻⁴. അതായത് 10⁸ ഇപ്പോൾ e⁻⁻⁴ 1/3 ആണെന്ന് വിചാരിക്കുക. അതായത് 10⁸ into 1/3 will be the number of collisions whose energy is greater than the threshold energy. Whose collision energy is greater than the activation energy. അങ്ങനെ പറയാം. അതായത് 1/3 of this 10⁸ has crossed the energy barrier. 1/3 of this 10⁸ has crossed the energy barrier. പിന്നെ P എന്ന് പറയുന്നത് takes into account orientation barrier. P എന്ന് പറയുന്നത് takes into account orientation. അതായത് ഈ 1/3 into 10⁸ into P എന്ന് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതായത് ഇത് എനർജി ബാരിയർ മാത്രം ക്രോസ് ചെയ്തതാണ് 10⁸ into 1/3. എനർജി ബാരിയറും ഓറിയൻറ്റേഷൻ ബാരിയറും ക്രോസ് ചെയ്യണം. അതുകൊണ്ടാണ് മൾട്ടിപ്ലൈയിങ് ബൈ അൻ അതർ ഫാക്ടർ P. P വിൽ ബി അൻ അതർ ഫാക്ടർ, ഒരു അതർ ഫ്രാക്ഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1/4 ആണെന്ന് വിചാരിക്കുക. അതായത് 10⁸ കൊളീഷൻസ് ഉണ്ടെങ്കിൽ അതിൽ 1/3 കൊളീഷൻസ് എനർജി ക്രോസ് ചെയ്തു, അതിൻ്റെയും 1/4 ആണ് ഓറിയൻറ്റേഷൻ ക്രോസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി മക്കളെ, അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ബേസിക്കലി ടോട്ടൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കിട്ടും. ഓക്കെ, ഇത്രയും കണ്ടാൽ മതി മക്കളെ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓർ സ്റ്റെറിക് ഫാക്ടർ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ഫാക്ടർ കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ 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 മക്കളെ, എല്ലാവരും നോക്കുക. നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് സോളിഡ് സ്റ്റേറ്റിലേക്ക് കിടക്കാം. 2-3 ക്വസ്റ്റ്യനും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് സോളിഡ് സ്റ്റേറ്റിലേക്ക് കിടക്കാം. The rate constant for a first order reaction is 4.6 into 10⁻³ second raised to -1. The time required to reduce 2 grams of the reactant to 0.2 grams. 2 gram 0.2 ആക്കണമെങ്കിൽ എത്ര ടൈം വേണം? എങ്ങനെ ചെയ്യാം മക്കളെ? നിങ്ങൾക്കറിയാം ടൈം is equal to 2.303 by K into log of A0 by 80. 2.303 K എത്രയാണ് മക്കളെ? 4.606 into 10⁻³ into log of A0 എത്രയാണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? 2. 80 എത്രയാണ്? 0.2. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു ഇതെത്രയാണ് വരിക മക്കളെ? 500 വരും അല്ലേ? 2/0.2 10 ആണ്. അപ്പോൾ log of 10 is equal to 1. ഇത് കട്ട് ചെയ്ത് 2 എന്ന് വരും. അപ്പോൾ 10⁻³ എന്ന് വരും. 500 will be the answer. C will be the answer. അല്ലേ? ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An increase in the concentration of the reactants of a reaction leads to change in. ഇത് നല്ലൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ട് പറയും. An increase in the concentration of the reactants of a reaction leads to change in which among the following? കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ആക്ടിവേഷൻ എനർജി കൂടുമോ? ഇല്ല. ആക്ടിവേഷൻ എനർജി ഡിപ്പെൻസ് ഓൺ ദ റിയാക്ഷൻ. അതിൽ കോൺസെൻട്രേഷൻ കൂട്ടിയെന്ന് വെച്ചാൽ ആക്ടിവേഷൻ എനർജി ഒന്നും കൂടാൻ പോകുന്നില്ല. മോളിക്കുലാരിറ്റി കൂടുമോ? മോളിക്കുലാരിറ്റി is depend on how many molecules are colliding in a single step. 2A plus B giving you C എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉണ്ടെങ്കിൽ ആ 2ഉം 1ഉമാണ് മോളിക്കുലാരിറ്റി. 2Aയും 1Bയും കൂടി കൊളൈഡ് ചെയ്യുന്നു. അതിപ്പോൾ കോൺസെൻട്രേഷൻ കൂട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒരു റിയാക്ഷൻ നടക്കാനായിട്ട് എപ്പോഴും 2Aയും 1Bയും ആണ് കൊളൈഡ് ചെയ്യേണ്ടത്. കോൺസെൻട്രേഷൻ കൂട്ടിയാൽ റേറ്റ് കൂടും, പക്ഷെ മോളിക്കുലാരിറ്റി കൂടുമൊന്നുമില്ല. അപ്പോഴും 2Aയും 1Bയും തന്നെയാണ് കൊളൈഡ് ചെയ്ത് C ഫോം ചെയ്യേണ്ടത്. ത്രെഷോൾഡ് എനർജി കൂടുമോ? ത്രെഷോൾഡ് എനർജി എങ്ങനെയാണ് മക്കളെ കൂടുന്നത്? ത്രെഷോൾഡ് എനർജി ഒക്കെ ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ്. അതാ എനർജി ഗ്രാഫിലുള്ളതാണ് അല്ലേ? അതൊക്കെ ഫിക്സഡ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ കോൺസെൻട്രേഷൻ. കൊളീഷൻ ഫ്രീക്വൻസി കൂടും.
കാരണം കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കൊളീഷൻസ് പെർ യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് ടൈമാണ്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഹൗ മെനി റിയാക്ടൻ മോളിക്യൂൾസ് ആർ ദർ. എത്ര റിയാക്ടൻ മോളിക്യൂൾസ് ഉണ്ടോ അത്രയും കൊളീഷൻ ഫ്രീക്വൻസി കൂടും. സോ ഡി വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ്, the slope of Arrhenius plot ln K versus 1/T of first order reaction is minus 5 into 10 power 3. The value of EA for the reaction. Activation energy കണ്ടുപിടിക്കണം. R value തന്നിട്ടുണ്ട്. ln K versus 1/T. ഇതിൻ്റെ സ്ലോപ്പ് എന്താ? ഇതിൻ്റെ സ്ലോപ്പ് മൈനസ് EA/R ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ലോഗ് കെ ആണെങ്കിൽ മൈനസ് EA/2.303 ആണ്. ലോൺ കെ ആണെങ്കിൽ മൈനസ് EA/R ആണ്. അത് മറക്കരുത്. അപ്പോൾ മൈനസ് EA/Rൻ്റെ വാല്യൂ ആണ് മക്കളെ, മൈനസ് EA/Rൻ്റെ വാല്യൂ ആണ് മക്കളെ ഇവിടെ തന്നിരിക്കുന്നത്. എന്ത്? മൈനസ് 5 into 10 power 3 എന്ന്. അപ്പോൾ EAയുടെ വാല്യൂ എന്താണ്? മൈനസ് മൈനസ് ക്യാൻസലായി പോയി. 5 into 10 power 3 multiplied by 8.314. 5 into 8 40 ആണ്. അപ്പോൾ 41 point, എനിക്ക് തോന്നുന്നു ദിസ് വിൽ ബി ദി ആൻസർ. ബി വിൽ ബി ദി ആൻസർ. ഗോട്ട് ഇറ്റ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നെക്സ്റ്റ്, ദി അഡീഷൻ ഓഫ് എ കാറ്റലിസ്റ്റ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഓൾട്ടേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ്? Addition of catalyst during a chemical reaction alters which of the following quantities? ഇതിൽ ആരെയാണ് ഓൾട്ടർ ചെയ്യുക? ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ, ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ബേസിക്കലി സംഭവിക്കുന്നത് എനർജി ഓഫ് റിയാക്ടൻസ് മാറുന്നില്ല, എനർജി ഓഫ് പ്രോഡക്ട്സ് മാറുന്നില്ല, പക്ഷേ പോകുന്ന ദൂരം കുറയും. ആക്ടിവേഷൻ എനർജി മാറും. ആക്ടിവേഷൻ എനർജിയാണ് മാറുന്നത്. എൻതാൽപ്പി ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. എൻട്രോപ്പി ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. ഇൻറ്റേർണൽ എനർജി ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. കെമിസ്ട്രിയിലുള്ള രണ്ട് വലിയ ഘടകങ്ങളാണ് തെർമോഡൈനാമിക്സും കൈനറ്റിക്സും. തെർമോഡൈനാമിക്സ് ടെൽസ് യു വെദർ എ റിയാക്ഷൻ ഇസ് ഹാപ്പനിങ്. കൈനറ്റിക് ടെൽസ് യു ഹൗ ഫാസ്റ്റ് ദ റിയാക്ഷൻ ഇസ് ഹാപ്പനിങ്. അപ്പോൾ തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് ഒന്നും കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ മാറില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, എൻതാൽപ്പി, എൻട്രോപ്പി, ഇൻറ്റേർണൽ എനർജി ഒന്നും ഇവൻ ആഡ് ചെയ്താൽ മാറില്ല കാറ്റലിസ്റ്റിന്. കൈനറ്റിക് ഫാക്ടേഴ്സായ ആക്ടിവേഷൻ എനർജി മാറും. ഗോട്ട് ഇറ്റ്? ബി വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ് ഇസ് ഫ്രം 10 degrees Celsius to 100 degrees Celsius, the rate of the reaction will be. The rate of the reaction will be. മക്കളെ, 10-ൽ നിന്ന് 20-ലേക്ക് പോകാൻ, 20-ൽ നിന്ന് 30-ലേക്ക് പോകാൻ, 30-ൽ നിന്ന് 40-ലേക്ക് പോകാൻ, 40-ൽ നിന്ന് 50, 50-ൽ നിന്ന് 60, 60-ൽ നിന്ന് 70, 70-ൽ നിന്ന് 80, 80-ൽ നിന്ന് 90, 90-ൽ നിന്ന് 100. 10-ൽ നിന്ന് 20-ലേക്ക് പോകാനായിട്ട് റിയാക്ഷൻ ബിക്കംസ് 2 times R അല്ലേ? പിന്നെയും ഡബിൾ ആവും, 4 times ആവും. ഇവിടെ വീണ്ടും 8 times ആവും. ഇവിടെ 16 ആവും. ഇവിടെ 32 ആവും. ഇവിടെ 64 times ആവും. ഇവിടെ 128 times ആവും. ഇവിടെ 256 times ആവും. ഇവിടെ 512 times ആവും. ബേസിക്കലി 2�9 ആയിരിക്കും വന്നത്. കാര്യം ഫോർ എവറി 10 degrees Celsius ഇറ്റ് ഡബിൾസ്. ഫോർ എവറി 10 degrees Celsius ഇറ്റ് ഡബിൾസ്. അപ്പോൾ എത്ര 10 degree ഇൻക്രീസ് ഉണ്ടെന്ന് നോക്കണം. 1 2 3 4 5 6 7 8 9 9 times 10 degrees Celsius വെച്ച് കൂടിയാണ് വരുന്നത്. അങ്ങനെയാണ് 10-ൽ നിന്ന് 100-ലേക്ക് പോകുന്നത് അല്ലേ? സോ ബേസിക്കലി 512 times will be the answer. Got it? എല്ലാവരും നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, കൈനറ്റിക്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. For a reaction A giving you B, enthalpy of reaction is minus 4.2 kilojoules per mole. Enthalpy minus 4.2 ആണ്, അതായത് നെഗറ്റീവ് ആണ്, എക്സോതെർമിക് ആണ്. And enthalpy of activation energy is 9.6. The correct potential energy profile for the reaction shown is. Correct potential energy profile for the reaction shown is. എല്ലാവരും നോക്കുക മക്കളെ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നെഗറ്റീവ് ആണ്, എക്സോതെർമിക് ആണ്. അതായത് എനർജി ഓഫ് പ്രോഡക്റ്റ് ഷുഡ് ബി ലെസർ ദാൻ എനർജി ഓഫ് റിയാക്റ്റൻസ്. അപ്പോൾ ഇതല്ല,
കാര്യം ഇവിടെ എനർജി ഓഫ് പ്രോഡക്ട്സ് ഇസ് ഗ്രേറ്റർ ദാൻ എനർജി ഓഫ് റിയാക്ടൻസ്. ഇതല്ല, കാര്യം അത് രണ്ടും ഈക്വലാണ്. ഇവിടെയും എനർജി ഓഫ് പ്രോഡക്ട്സ് ഇസ് ഗ്രേറ്റർ ദാൻ എനർജി ഓഫ് റിയാക്ടൻസ്. ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, എനർജി ഓഫ് പ്രോഡക്ട്സ് ഇസ് ലെസ്സർ ദാൻ എനർജി ഓഫ് റിയാക്ടൻസ്. ഇത് മാത്രം നോക്കിയാൽ മതി, സിമ്പിൾ മാത്രം നോക്കിയാൽ മതി. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് നെഗറ്റീവ്, സോ റിയാക്ടൻ്റ് എനർജി വിൽ ബി ലെസ്സർ ദാൻ പ്രോഡക്റ്റ് എനർജി. Got it? B will be the best answer for it. Is that clear, my dear students? മനസ്സിലായോ എൻ്റെ കുട്ടികൾക്ക്? അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ചേ. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററും അടിപൊളിയായി കഴിഞ്ഞു. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററും അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരു തീയിട്ടേടാ മക്കളെ, എനിക്കൊരു സപ്പോർട്ട് തന്നേടാ മക്കളെ, ഒരു തീയിട്ടേടാ, ചാറ്റ് ബോക്സിൽ ഒരു തീയിട്ടേ മക്കളെ. ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇനി ഒരു 1 hour കൂടി കഴിഞ്ഞാൽ മുടിച്ചാച്ച്. ഓക്കെ, തുടങ്ങിയാലോ? സോളിഡ് സ്റ്റേറ്റ് തുടങ്ങിയാലോ? സോളിഡ് സ്റ്റേറ്റ് മക്കളെ ഒരു കാര്യം അറിയാലോ, ഇന്ന് നമ്മുടെ 10 day ചാലഞ്ചിൻ്റെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാലഞ്ചിൻ്റെ അവസാനത്തെ ചാപ്റ്ററിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി കാണിക്കണം. നാളെ തൊട്ട് മാരത്തോൺ തുടങ്ങുകയാണ്. നാളെ ഫിസിക്സ് മാരത്തോൺ ഉണ്ട്, അത് കഴിഞ്ഞ് മറ്റന്നാൾ കെമിസ്ട്രി മാരത്തോൺ ഉണ്ട്. ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ പ്രോപ്പറായിട്ട് മൊത്തത്തിലൊന്ന് കുളിപ്പിച്ചെടുത്തിട്ടേ ഞങ്ങൾ നീറ്റിലേക്ക് വിടുള്ളൂ. ഇപ്പോൾ ഈ 10 day ചാലഞ്ചിൽ എന്താണ് ബേസിക്കലി ചെയ്തുകൊണ്ടിരുന്നത്? റിവിഷൻ ഓഫ് ഓൾ ടോപ്പിക്സ്, പിന്നെ അതിനോടനുബന്ധിച്ച ക്വസ്റ്റ്യൻസ്. മാരത്തോണിൽ ബേസിക്കലി മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് ഉള്ളി ടക്ക് എന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യും ഇഷ്ടംപോലെ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി ഡബിൾ സ്ട്രോങ് ആവും. ഓക്കെ, മനസ്സിലായോ മക്കൾക്ക്? നമുക്ക് ഇനി സോളിഡ് സ്റ്റേറ്റിലേക്ക് കിടക്കാം. സോളിഡ് സ്റ്റേറ്റ് ഈ ചാപ്റ്റർ ഒരു ടാബുലാർ ചാപ്റ്ററാണ് അല്ലേ. കുറേ ടേബിൾസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്, പക്ഷെ വളരെ ഈസിയാണ്. ഓക്കെ, എല്ലാവരും നോക്കുക. പേടിക്കണം എന്തിനാടാ കുട്ടാ, എന്തായാലും ഇത്ര എത്തി. ഇനിയിപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇനി എഴുതാനേ ഉള്ളൂ. യു ക്യാൻ ഓൺലി പെർഫോം അപ് ടു യുവർ പ്രിപ്പറേഷൻ. എത്ര പ്രിപ്പയർ ചെയ്തു അത്രയും പെർഫോം ചെയ്യാൻ പറ്റും. ഇനി തകർത്ത് എഴുതാൻ നോക്കുക, അത്രേ ഉള്ളൂടാ. ഓക്കെ, ബാക്കിയെല്ലാം മേളിലുള്ള ആൾ നോക്കിക്കോളൂ. എൻ്റെ മേളിലുള്ള ആളല്ല, അതിൻ്റെ മേളിലുള്ള ആൾ. ഓക്കെ, സോ ബേസിക്കലി എല്ലാവരും നോക്കാം. സോളിഡ്സിനെ രണ്ടായിട്ട് തിരിക്കാം, ക്രിസ്റ്റലൈൻ, അമോർഫസ്. ഓക്കെ, ക്രിസ്റ്റലൈൻ അമോർഫസ് എന്താണെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കാം. നിങ്ങളുടെ NCERT-യിലുള്ള ടേബിളാണ് ഇത്. നിങ്ങളെന്നോട് ചോദിക്കുകയാണ് സാർ ഇത് ബൈ ഹാർട്ട് പഠിക്കണോ? വേണം, ബൈ ഹാർട്ടല്ല, അറിഞ്ഞിരിക്കണം. ഷേപ്പ് ഫോർ എ ക്രിസ്റ്റലൈൻ സോളിഡ്, ദേ ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. കാര്യം എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ട്. പാർട്ടിക്കിൾസ് പ്രോപ്പറായിട്ട് ഡെഫിനിറ്റ് അറേഞ്ച്മെൻറ്റിലാണ് വരുന്നത് അല്ലേ, ഓർഡർലി അറേഞ്ച്മെൻറ്റ്, എ ബി ഫിക്സഡ് പൊസിഷനാണ്. അമോർഫസിന് ഇറഗുലർ ഷേപ്പാണ്. കാര്യം എന്താണ്? അമോർഫസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഭയങ്കര റാൻഡമാണ് അല്ലേ, ഭയങ്കര റാൻഡമാണ്, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മെൽട്ടിംഗ് പോയിൻറ്റ് ക്രിസ്റ്റലൈന് ഷാർപ്പാണ്, അമോർഫസിന് ഒരു വൈഡ് റേഞ്ച് ഓഫ്, നിങ്ങളിപ്പോൾ പ്ലാസ്റ്റിക് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ അറിയാം, അതിനൊന്നും കറക്റ്റായിട്ടൊരു ഷാർപ്പ് മെൽട്ടിംഗ് പോയിൻ്റ് ഇല്ല. ഇറ്റ് ഹാസ് എ വൈഡ് റേഞ്ച് ഓഫ് മെൽട്ടിംഗ് പോയിൻറ്റ്. പക്ഷേ ക്രിസ്റ്റലൈനൊക്കെ പക്ക ഒരു പ്രോപ്പർ മെൽട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ക്ലീവേജ് പ്രോപ്പർട്ടി, വെൻ കട്ട് വിത്ത് എ ഷാർപ്പ് എഡ്ജ് ടൂൾ ദേ സ്പ്ലിറ്റ് ഇൻ ടു 2 equal halves. ഓക്കെ, വിത്ത് എ ന്യൂലി ജനറേറ്റഡ് സർഫസ് വിത്ത് എ പ്ലെയിൻ ആൻഡ് സ്മൂത്ത് അല്ല. ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്യുന്ന ഭാഗം അങ്ങനെ പ്ലെയിൻ ആൻഡ് സ്മൂത്ത് ആയിരിക്കും. നേരെ മറിച്ച് നിങ്ങളൊരു ചോക്ക് പീസ് ഒടിക്കുമ്പോൾ ആ ചോക്ക് പീസ് അമോർഫസ് ആണ്, അതിൻ്റെ 2 എൻഡും പ്രോപ്പർ ആയിരിക്കില്ല, അതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വരും അല്ലേ. ഫൈൻ. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ദേ ഹാവ് എ ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. അമോർഫസിന് അങ്ങനെയല്ല. അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ ഫോർ ക്രിസ്റ്റലൈൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനിപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്തു. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ മക്കളെ, പെട്ടെന്ന് പറഞ്ഞുതരാം. ഐസോട്രോപ്പിൻ്റെ അർത്ഥം എന്താണ്? ചില പ്രോപ്പർട്ടീസ് ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഡയറക്ഷൻ. അതായത് ഇപ്പോൾ ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്
ത്രൂ വിച്ച് ദ ലൈറ്റ് ഇസ് പാസിങ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഡയറക്ഷനിൽ കൂടെ മെഷർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് പാസിങ് ഓൺലി ത്രൂ ബി, അല്ലെങ്കിൽ ബിയുടെ ഇടയ്ക്കൂടെയാണ് പോകുന്നത്. ഞാൻ ഇങ്ങനെയാണ് മെഷർ ചെയ്യണമെങ്കിൽ എ ബി അങ്ങനെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് മെഷർ ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് മെഷർ ചെയ്യണമെങ്കിൽ എ ആണ് പാസ് ചെയ്യുന്നത്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ ത്രൂ വിച്ച് ഇറ്റ് ഇസ് മെഷേർഡ്. അപ്പോൾ അതുകൊണ്ടാണ് ക്രിസ്റ്റലൈൻ അൺഐസോട്രോപ്പിക് ആവുന്നത്, ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ. പക്ഷേ അമോർഫസിൽ ഐസോട്രോപ്പിക് ആണ്. അമോർഫസിൽ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഡയറക്ഷൻ. നെക്സ്റ്റ്, നേച്ചർ ആൻഡ് ഓർഡർ. ക്രിസ്റ്റലൈൻ ട്രൂ സോളിഡ്സ് ആണ്, ലോങ് റേഞ്ച് ഓർഡർ ആണ്. അമോർഫസ് ഐസോട്രോപ്പിക് സൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾ ലിക്വിഡ്സ് ആണ്, ഓൺലി ഷോർട്ട് റേഞ്ച് ഓർഡർ. ലോങ് റേഞ്ചിൻ്റെ അർത്ഥം എന്താണ്? അതായത് പ്രോപ്പർ ലോങ് റേഞ്ച് അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, പാർട്ടിക്കിൾസിൻ്റെ. അമോർഫസിൻ്റെ ഷോർട്ട് റേഞ്ചേ ഉള്ളൂ, അത് കഴിഞ്ഞ് അപ്പം തന്നെ തെറ്റിപ്പോവും, അത് കഴിഞ്ഞ് വേറെ തോന്നിയ അറേഞ്ച്മെൻറ്റ് വരും. കുറച്ച് ഓർഡർലിനെസ് ഉണ്ടാവും, അത് കഴിഞ്ഞ് റാൻഡം ആയിരിക്കും. ഓക്കെ, ആ ടേബിൾ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഓൾറെഡി പഠിച്ചൊക്കെ കഴിഞ്ഞു. മോളിക്കുലാർ സോളിഡ്സ് ഉണ്ട്, അയണിക് ഉണ്ട്, മെറ്റാലിക് ഉണ്ട്, കോവേലൻ്റ് ഉണ്ട്. എന്താണ് മോളിക്കുലാർ സോളിഡ്സ്, അയണിക്, മെറ്റാലിക് ആൻഡ് കോവേലൻ്റ്? എന്താണ് ഇവന്മാർ? പെട്ടെന്ന് നോക്കാം. മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ when molecules get attached by intermolecular forces. എല്ലാവരും നോക്കുക, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് വരുന്നത് മോളിക്യൂൾസ് ആണ്. അട്രാക്റ്റീവ് ഫോഴ്സസ് ഒന്നില്ലെങ്കിൽ ഡിസ്പേർഷൻ ഓർ ലണ്ടൻ ഫോഴ്സസ് അല്ലേ, ഫോർ എക്സാമ്പിൾ ഫോർ നോൺ പോളാർ സബ്സ്റ്റൻസസ് ലൈക്ക് ആർഗൺ ആൻഡ് CCl4, അല്ലെങ്കിൽ ഡൈപോൾ ഇൻട്രാക്ഷൻസ്, ഫോർ എക്സാമ്പിൾ ഫോർ പോളാർ സബ്സ്റ്റൻസസ് ലൈക്ക് HCl ആൻഡ് SO2. ഒരു HCl മറ്റേ HCl എങ്ങനെ ബോണ്ട് ചെയ്യുന്നത്? ഡൈപോൾ ഇൻട്രാക്ഷൻ. ദാറ്റ് ഈസ് മോളിക്കുലാർ സോളിഡ്. ഹൈഡ്രജൻ ബോണ്ടിങ് സോളിഡ്സ്, ഫോർ എക്സാമ്പിൾ H2O ഐസ്. ഒരു H2O മറ്റേ H2O ആർ ബോണ്ടഡ് ബൈ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, ദാറ്റ്സ് മോളിക്യൂൾ. വൺ മോളിക്യൂൾ ഓഫ് H2O another molecule of H2O അല്ലേ. ഫിസിക്കൽ നേച്ചർ സോഫ്റ്റ് ആണ്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടിങ് മാത്രം ഹാർഡാണ്. കാര്യം ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് സ്ട്രോങ്ങർ. എല്ലാം ഇൻസുലേറ്റേഴ്സ് ആണ്. മെൽറ്റിംഗ് പോയിൻറ്റ് വെരി ലോ ആൻഡ് ലോ. ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ്ങസ്റ്റ് ആയതുകൊണ്ട് മെൽറ്റിംഗ് പോയിൻ്റ് അതിൽ ലോ ആണ്. ബാക്കി എല്ലാത്തിൻ്റെയും വെരി ലോ, ആസ് ഇൻ നോൺ പോളാറിൻ്റെ വെരി ലോ ആണ്. കാര്യം ഡിസ്പേർഷൻ ഫോഴ്സാണ് ഏറ്റവും ലോവസ്റ്റ്, വീക്കസ്റ്റ്. അതുകൊണ്ട് ഏറ്റവും ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻറ്റ് നോൺ പോളാർ സോളിഡ്സിൻ്റെയാണ്. നെക്സ്റ്റ്, അയണിക് സോളിഡ്സ്. അയണിക് സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്താണ്? അയോൺസ് ആണ്. ബോണ്ടിങ് ഓർ അട്രാക്റ്റീവ് ഫോഴ്സ് അയണിക് ബോണ്ടാണ്. കൂളംബിങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്, ഭയങ്കര പവർഫുള്ളാണ്. ഫോർ എക്സാമ്പിൾ NaCl, MgO, ZnS ഏത് അയണിക് കോമ്പൗണ്ട് എടുത്താലും ഹാർഡ് ബട്ട് ബ്രിട്ടിൽ. ഹാർഡാണ് പക്ഷേ പൊടിഞ്ഞു പോകും. NaCl എടുത്താൽ നമുക്ക് പൊടിക്കാൻ പറ്റും, പക്ഷേ ഹാർഡാണ്, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഇൻസുലേറ്റേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ്സ് ബട്ട് കണ്ടക്ടേഴ്സ് ഇൻ മോൾട്ടൺ ഓൺ അക്വസ് സ്റ്റേറ്റ്. നിങ്ങൾക്കറിയാം NaCl ഡ്രൈ എടുത്താൽ ഇൻസുലേറ്ററാണ്, പക്ഷേ വെള്ളത്തിലിട്ടാൽ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്താൽ കണ്ടക്ട് ചെയ്യും. മെൽറ്റിംഗ് പോയിൻറ്റ് ഹൈ ആണ്. മെറ്റാലിക് സോളിഡ്സ് എടുക്കുകയാണ്. മെറ്റാലിക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ മെറ്റൽ ഉണ്ടാക്കുന്ന മെറ്റൽസ്, ഫോർ എക്സാമ്പിൾ സോഡിയം മെറ്റൽ, Fe, കോപ്പർ, സിൽവർ, ഇതൊക്കെ മെറ്റാലിക് സോളിഡ്സ് ആണ്. ബേസിക്കലി ദേ ആർ ബോണ്ടഡ് ബൈ മെറ്റാലിക് ബോണ്ടിങ്. മെറ്റാലിക് ബോണ്ടിങ് എന്താണെന്നറിയാമല്ലോ മക്കളെ? മെറ്റാലിക് ബോണ്ടിങ് ഇസ് ബേസിക്കലി ഇറ്റ് ഹാസ് എ sea of ഇലക്ട്രോൺസ്. അതിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റാലിക് സെൻറ്റേഴ്സ് ഇമേഴ്സ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഡിയം സോളിഡ് എടുക്കുകയാണെങ്കിൽ ഈ മെറ്റാലിക് ബോണ്ടിങ് എന്താണെന്നറിയോ? മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഈ സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോൺ, ഇതിൻ്റെ ഒരു ഇലക്ട്രോൺ, ഇവന്മാരെല്ലാവരും ഇങ്ങനെ ഓടിക്കളിക്കുകയായിരിക്കും ഇടയിൽ കൂടെ. അങ്ങനെ ഓടിക്കളിക്കണമെന്ന് തന്നെ ഇവന്മാരെല്ലാവരും ടൈറ്റ്ലി ഹെൽഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കുറേ കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ട് ഒരു ഫെവിക്കോളിൽ മുക്കുകയാണ്, ഇടയ്ക്ക് കുറച്ച് ഫെവിക്കോൾ ഒഴിച്ചു. അപ്പോൾ ഈ ഫെവിക്കോൾ ബേസിക്കലി എല്ലാത്തിനും പിടിച്ചു നിർത്തും. അതേപോലെ തന്നെയാണ് ഈ ഇലക്ട്രോൺസ് ആർ ഡീലോക്കലൈസ്. അവർ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, അവരിങ്ങനെ ഓടിക്കളിക്കണോണ്ട് തന്നെ എല്ലാ സോഡിയം സെൻറ്റേഴ്സിനെയും ഇങ്ങനെ പിടിച്ചു വയ്ക്കും. അതാണ് മെറ്റാലിക് ബോണ്ടിങ്. ഏതൊരു മെറ്റൽ എടുത്താലും അത് മെറ്റാലിക് ബോണ്ടിങ്ങിൽ വരും. ദേ ആർ ഹാർഡ് ബട്ട് മാലിയബിൾ ആൻഡ് ഡക്ടൈൽ. Conductors in solid state as well as in molten state, their melting point is high. Last covalent or network solids. അതായത് കോവേലൻറ്റ് ബോണ്ട് വെച്ചിട്ട് ഉണ്ടാവുന്ന സോളിഡ്സ്. അപ്പോൾ നിങ്ങൾ പറയും സർ H2O കോവേലൻ്റ് അല്ലേ? മക്കളെ H2O കോവേലൻ്റ് ആണ്, പക്ഷേ ഒരു H2O വേറെ H2Oയിൽ എങ്ങനെയാണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്? അതൊരു ഇൻറ്റർമോളിക്കുലാർ ഫോഴ്സാണ്. അതുകൊണ്ടാണ് മോളിക്കുലാർ സോളിഡ്സും കോവേലൻറ്റ് സോളിഡ്സും ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത്. മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് മോളിക്യൂൾസ്
അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഡിസ്പേർഷൻ അല്ലെങ്കിൽ ലണ്ടൻ അല്ലെങ്കിൽ ഡൈപോൾ ആയിരിക്കും. കോവേലന്റ് സോളിഡ് എന്ന് പറയുമ്പോൾ രണ്ട് യൂണിറ്റ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ കോവേലന്റ് ബോണ്ട് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഡയമണ്ട് എടുക്കാം. ഡയമണ്ടിൽ എല്ലാ കാർബണും ആർ അറ്റാച്ച്ഡ് ടു അനദർ കാർബൺ ബൈ കോവേലന്റ് ബോണ്ട്സ്. അവിടെ കോവേലന്റ് ബോണ്ട്സ് ഇസ് ദ വൺ ദാറ്റ് ഇസ് കണക്ടിങ് എവറിത്തിങ് ആൻഡ് മേക്കിംഗ് ഇറ്റ് എ സോളിഡ്. SiO2 എടുക്കാം. SiO2 എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇതിങ്ങനെ കണക്റ്റഡ് ബൈ കോവേലന്റ് ബോണ്ട്സ് ആണ്. ഗോട്ട് ഇറ്റ്? ഡയമണ്ട്, ഗ്രഫൈറ്റ്, അലൂമിനിയം നൈട്രൈഡ് ഇവരൊക്കെ കോവേലന്റ് സോളിഡ്സ് ആണ്. ബേസിക്കലി ദ കണക്ടിങ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ കണക്റ്റഡ് ബൈ കോവേലന്റ് ബോണ്ട്. മോളിക്കുലാർ സോളിഡ്സിൽ ആ മോളിക്യൂൾ കോവേലന്റ് ആയിരിക്കും, പക്ഷെ വൺ മോളിക്യൂൾ ഇസ് അട്രാക്റ്റഡ് ടു അനദർ ബൈ ഇന്റർമോളിക്കുലർ ഫോഴ്സ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്, പക്ഷെ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് മോളിക്കുലർ സോളിഡ്സ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ ദീസ്. അപ്പോൾ കാർബൺ എടുക്കുകയാണെങ്കിൽ കാർബൺ, ഡയമണ്ട് എടുക്കുകയാണെങ്കിൽ കാർബൺ അട്രാക്റ്റഡ് ബൈ കോവേലന്റ് ബോണ്ട്സ്. അതാണ് ഡിഫറൻസ്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് an amorphous solid? Which of the following is an amorphous solid? Amorphous solid ആരാണ്? അയൺ ആണോ? അല്ല, ക്രിസ്റ്റലൈൻ ആണ്. ഓക്കെ, കാര്യം എല്ലാവരും നോക്കുക. ക്രിസ്റ്റലൈനിലാണ് മോളിക്കുലാർ, അയണിക്, മെറ്റാലിക് കോവേലൻറ്റിലൊക്കെ വരുന്നത്. ഇതൊക്കെ ക്രിസ്റ്റലൈൻ ആണ്. അപ്പോൾ ഇതിൽ മെറ്റല്, ഡയമണ്ട്, ഗ്രഫൈറ്റ് ഇവരൊക്കെ ക്രിസ്റ്റലൈൻ ആണ്, പക്ഷേ ഗ്ലാസ് അമോർഫസ് ആണ്. ഓക്കെ, സോ ഗ്ലാസ് വിൽ ബി ദി ആൻസർ. Which of the following statements about amorphous solid is incorrect? ഏതാണ് incorrect? They melt over a range of temperature. Correct ആണ്. They don't have a proper melting point. They are anisotropic. No, they are isotropic. അവരുടെ physical properties do not depend on direction. Crystalline solids physical property depends on direction. Amorphous solids physical properties do not depend on direction. Okay, P is the answer. Next, ഈ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ക്യാൻ യു ട്രൈ ദിസ് ക്വസ്റ്റ്യൻ ഓവർ ഹിയർ? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. എന്തായിരിക്കും ആൻസർ വരാൻ പോകുന്നത്? അയണിക് സോളിഡ് NaCl അയണിക് സോളിഡ് ആണ്. NaCl അയണിക് സോളിഡ് ആണ്. മെറ്റാലിക് സോളിഡ് Fe. കോവലന്റ് സോളിഡ് ഗ്രഫൈറ്റ്, അതും കറക്റ്റാണ്. ഇത് ഓൾറെഡി മാച്ച്ഡ് ആണല്ലോ. A1 B2 C3 D4. 2 will be the answer. Okay. നെക്സ്റ്റ് മക്കളെ, നെക്സ്റ്റ് നമുക്ക് കിടക്കാം യൂണിറ്റ് സെൽസിലേക്ക്. മക്കളെ, ഈ യൂണിറ്റ് സെൽസ് ക്യാൻ ബി ഡിവൈഡഡ് on the basis of position of particles, വെച്ചിട്ട് യൂണിറ്റ് സെൽസിനെ ഡിവൈഡ് ചെയ്യാം. പിന്നെ ഷേപ്പ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. യൂണിറ്റ് സെൽസിൻ്റെ പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾസും ഷേപ്പും വെച്ചിട്ട്. പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് യൂണിറ്റ് സെൽസിനെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്താണെന്ന് അറിയാലോ മക്കളെ? ഓൺലി ഇൻ കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, അതിൽ തന്നെ ബോഡി സെൻറ്റർ ഉണ്ട്, ഫേസ് സെൻറ്റർ ഉണ്ട്, എൻ സെൻറ്റർ ഉണ്ട്. നിങ്ങൾക്കറിയാം ബോഡി സെൻറ്റർ എന്താണ്, ഫേസ് സെൻറ്റർ എന്താണ്, എൻ സെൻറ്റർ എന്താണ്. ഞാൻ ഇപ്പോൾ വരച്ച് കാണിക്കുന്നില്ല. ബോഡി സെൻറ്റർ എന്ന് പറയുമ്പോൾ കോർണേഴ്സ് ആൻഡ് ബോഡി സെൻറ്റർ, ഇവിടെയാണ് പാർട്ടിക്കിൾസ് ഉള്ളത്. ഫേസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ കോർണേഴ്സ് പ്ലസ് സെൻറ്റർ ഓഫ് ഓൾ ഫേസസ്. എൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ കോർണേഴ്സ് ആൻഡ് സെൻറ്റർ ഓഫ് ടു ഓപ്പോസിറ്റ് ഫേസസ്. ഫോർ എക്സാമ്പിൾ എൻ സെൻറ്റർ മാത്രം ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. എൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ കോർണേഴ്സിലുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഏതെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് ഫേസിൻ്റെ സെൻറ്ററിലും ഉണ്ടാവും.
ഇതാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾസ് വെച്ചിട്ടുള്ള ഡിവിഷൻ. ഇനി ഷേപ്പ് വെച്ചിട്ട് യൂണിറ്റ് സെൽസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 7: ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, ട്രൈഗണൽ. ഒരു മിനിറ്റ്, റോംബോഹെഡ്രൽ ഓർ ട്രൈഗണൽ ആണ് കേട്ടോ. 1 second my dear students. മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ഓക്കെ, 7 എണ്ണം ഉണ്ട്. ഷേപ്പിനോടനുസരിച്ച് 7 വെറൈറ്റീസ്, അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് അനുസരിച്ച് 4 വെറൈറ്റീസ്. അപ്പോൾ ടോട്ടൽ എത്ര വെറൈറ്റീസാണ്? നിങ്ങൾ പറയും സർ 7 into 4 ആയിക്കൂടെ? കാര്യം ഓരോ ഷേപ്പിനും ആ 4 അറേഞ്ച്മെൻറ്റും പോസിബിൾ ആണോ? അല്ല. മിക്ക സ്റ്റുഡൻസും ഒരു കാര്യം മനസ്സിലാക്കണം, ആക്ച്വലി നമുക്ക് 7 ഷേപ്സും 4 അറേഞ്ച്മെൻറ്റ്സും പോസിബിൾ ആണ്. ടെക്നിക്കലി മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ ഒരു ഷേപ്പിന് 4 അറേഞ്ച്മെൻറ്റ്സും പോസിബിൾ ആണെന്ന് നിങ്ങൾ പറയും. അപ്പോൾ 7 into 4 28 പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ എല്ലാം നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നേച്ചറിൽ ആകെ എക്സിസ്റ്റ് ചെയ്യുന്നത് ക്യൂബിക്കിനാണെങ്കിൽ ഈ 3 എണ്ണം, ടെട്രാഗണലിന് 2 എണ്ണം, ഓർത്തോറോംബിക്ക് 4 എണ്ണം, ഹെക്സഗണലിന് 1, റോംബോഹെഡ്രൽ 1, മോണോക്ലിനിക് 2, ട്രൈക്ലിനിക് 1. സോ മൊത്തത്തിൽ 14 എണ്ണം, 14 യൂണിറ്റ് സെൽസ് ആണ് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ കോൾഡ് ആസ് ബ്രവൈസ് ലറ്റൈസസ്. അത് നിങ്ങൾക്കറിയാമല്ലോ, ബ്രവൈസ് ലറ്റൈസസ്. ഓക്കെ, 28 നമ്മൾ വിചാരിക്കും 7 into 4, ഓരോ ഷേപ്പിനും 4 അറേഞ്ച്മെൻറ്റ്, 7 into 4. പക്ഷെ അല്ല, ഓരോ ഷേപ്പിനും 4 എണ്ണം പോസിബിൾ അല്ല, എക്സിസ്റ്റ് ചെയ്യില്ല നേച്ചറിൽ. ഓക്കെ, പിന്നെ ഓരോ ഷേപ്പിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. യു നോ എഡ്ജ് ലെങ്ത് ക്യാരക്ടറിസ്റ്റിക്സും ആംഗിൾസ് ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ മനസ്സിൽ വെക്കണം. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ആൻഡ് എക്സാമ്പിൾസ് ഓൾസോ. ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും, ഈ ടേബിളിൽ നിന്ന്. ഓക്കെ, മാർക്ക് മൈ വേർഡ്സ്. നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് കിടക്കാം മക്കളെ. സിമ്പിൾ ക്യൂബിക്കിൽ മൊത്തത്തിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 1. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് 1/8 into 8. കാര്യം എന്താ? നിങ്ങൾക്കറിയാം കോർണർ പാർട്ടിക്കിൾസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1/8 ആണ്. ഫേസ് സെൻറ്റർ പാർട്ടിക്കിൾസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് സെൻറ്റർ പാർട്ടിക്കിൾസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് മക്കളെ? ഫേസ് സെൻറ്റർ പാർട്ടിക്കിൾസിൻ്റെ കോൺട്രിബ്യൂഷൻ 1/2 ആണ് കേട്ടോ ഒരു യൂണിറ്റ് സെല്ലിലേക്കുള്ള. ഇത് ഓർത്തിരിക്കണം. ബോഡി സെൻറ്റർ പാർട്ടിക്കിൾസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ബോഡി സെൻറ്റർ പാർട്ടിക്കിൾസിൻ്റെ കോൺട്രിബ്യൂഷൻ 1 ആണ്. കാര്യം ഒരു ബോഡി സെൻറ്റർ പാർട്ടിക്കിൾ എപ്പോഴും ആ യൂണിറ്റ് സെല്ലിൻ്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നത്, കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഷെയറിങ് എനി അതർ യൂണിറ്റ് സെൽ. അപ്പോൾ 1 ആണ്. പിന്നെ അഥവാ അവർ ചോദിക്കുകയാണെങ്കിൽ എഡ്ജ് പാർട്ടിക്കിളിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 1/4 ആണ്. കാര്യം എന്താണ്? ഒരു എഡ്ജ് എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഒരു എഡ്ജ് എടുക്കുകയാണ്, ഈ ഒരു എഡ്ജ് എടുക്കുകയാണെങ്കിൽ ദിസ് എഡ്ജ് ഇസ് ഷെയർഡ് ബൈ 4 other യൂണിറ്റ് സെൽസ്. ഈ ഒരു എഡ്ജ് 4 other യൂണിറ്റ് സെല്ലിനെ ഷെയർ ചെയ്യുന്നു അല്ലേ? ഈ ഒരു എഡ്ജ് 4 യൂണിറ്റ് സെല്ലിനെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ഇസ് 1/4. ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്യൂബിക്കിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1/8 into 8. R is A/2. That is radius of a particle is edge length by 2. Packing efficiency is 52.4. BCC ആണെങ്കിൽ 2. എന്തുകൊണ്ടാണ്? 1/8 into 8 plus 1. കോർണർ പാർട്ടിക്കിൾസും ബോഡി സെൻറ്റർ പാർട്ടിക്കിളും ഉണ്ട്. R is equal to √3a/4. റേഡിയസ് ഇസ് √3a/4. പാക്കിംഗ് എഫിഷ്യൻസി 68%. FCC ആണെങ്കിൽ 4. എന്തുകൊണ്ടാണ്? 1/8 into 8 plus 1/2 into 6. കാര്യം 6 ഫേസ് സെൻറ്റർ പാർട്ടിക്കിൾസും ഉണ്ട്, 8 കോർണർ പാർട്ടിക്കിൾസും 6 ഫേസ് സെൻറ്റർ പാർട്ടിക്കിൾസ്. ഫേസ് സെൻറ്റർ പാർട്ടിക്കിൾസ് കോൺട്രിബ്യൂഷൻ 1/2 ആണ്. R is equal to a/2√2 അല്ലേ? എന്തുകൊണ്ടാണ് a/2√2 വരുന്നത്? എല്ലാവരും നോക്കുക, അറിയാലോ. ഇത് ഒരു കോർണർ പാർട്ടിക്കിൾ, ഇത് ഒരു കോർണർ പാർട്ടിക്കിൾ, അതൊരു ഫേസ് സെൻറ്റർ പാർട്ടിക്കിൾ, ഇതൊരു കോർണർ പാർട്ടിക്കിൾ. സോ മൊത്തത്തിൽ റേഡിയസ് നോക്കുമ്പോൾ 4 റേഡിയസ് വരുന്നില്ല. ഇതൊരു റേഡിയസ്, ഇതൊരു റേഡിയസ്, ഇതൊരു റേഡിയസ്, ഇതൊരു റേഡിയസ്. ദിസ് എൻറ്റയർ ലെങ്ത് ഇസ് √2a. √2a is equal to 4r. അങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, സിമ്പിൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി കുറച്ച് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കളക്ട് ചെയ്തിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സിമ്പിളായിട്ട്. BCC സ്ട്രക്ചേഴ്സ് സ്ഥിരമായിട്ട് വരുന്നത് ലിത്യം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ബേരിയം.
ആൻഡ് ബി സി സിയിൽ കോർഡിനേഷൻ വരുന്ന 8. കോർഡിനേഷൻ നമ്പർ എന്താ? ഒരു പാർട്ടിക്കിൾ 8 പാർട്ടിക്കിളിനെ തൊടുന്നുണ്ട് ബി സി സിയിൽ. ഇപ്പം നിങ്ങൾ ആ സെൻറ്റർ പാർട്ടിക്കിൾ എടുക്കുകയാണ്. ആ സെൻറ്റർ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അത് 8 പാർട്ടിക്കിൾസിനെ തൊടുന്നില്ലേ? 8 കോർണർ പാർട്ടിക്കിൾസിനെ തൊടുന്നുണ്ട്. കോർഡിനേഷൻ നമ്പർ 8 ആണ്. എഫ് സി സി ഓർ സി സി പി, നിക്കൽ, കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. കോർഡിനേഷൻ നമ്പർ 12 ആണ്. കോർഡിനേഷൻ നമ്പർ 12 ആണ്. കോർഡിനേഷൻ നമ്പർ 12 ആണ്. എങ്ങനെ കോർഡിനേഷൻ നമ്പർ 12 ആയത്? എഫ് സി സിയിലെ കോർഡിനേഷൻ നമ്പർ എങ്ങനെയാണ് 12 ആയത്? എല്ലാവരും ഒന്ന് നോക്കുക. ഞാനിപ്പോൾ ഒരു ഫേസിൻ്റെ പാർട്ടിക്കിൾ എടുത്തു. ദാറ്റ് ഈസ് ടച്ചിങ് ദിസ് കോർണർ പാർട്ടിക്കിൾ, ദിസ് കോർണർ പാർട്ടിക്കിൾ, ദിസ് കോർണർ പാർട്ടിക്കിൾ, ദിസ് കോർണർ പാർട്ടിക്കിൾ. അതേപോലെ തന്നെ ദാറ്റ് ഈസ് ഓൾസോ ടച്ചിങ് ഇവിടുത്തെ ഫേസിൻ്റെ പാർട്ടിക്കിൾ, ഇവിടുത്തെ ഫേസിൻ്റെ പാർട്ടിക്കിൾ, ഇവിടുത്തെ ഫേസിൻ്റെ പാർട്ടിക്കിൾ ആൻഡ് ദിസ് ഫേസിൻ്റെ പാർട്ടിക്കിൾ. അപ്പോൾ 4 കോർണർ പാർട്ടിക്കിൾസ്, അടിയിലുള്ള 4 ഫേസിൻ്റെ പാർട്ടിക്കിൾ. ഈ ഒരു ഫേസിൻ്റെ പാർട്ടിക്കിളിനെ മാത്രം ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ മേളത്തെ യൂണിറ്റ് സെല്ല് നോക്കൂ. ഈ മേളത്തെ യൂണിറ്റ് സെല്ല് ഈ ഫേസിൻ്റെ പാർട്ടിക്കിളിനെയും ഇതിനെയും ഈ 4 എണ്ണത്തിനെയും ടച്ച് ചെയ്യുന്നു. സോ മൊത്തത്തിൽ 12 ആണ് അതിൻ്റെ വരുന്നത്. എച്ച് സി പി, സിങ്ക്, മോളിബ്ഡനം, കാഡ്മിയം, വനേഡിയം, ബെറീലിയം, മെഗ്നീഷ്യം. അഗെയിൻ കോർഡിനേഷൻ നമ്പർ വരുന്നത് 12 ആണ്. ഓക്കെ, മനസ്സിൽ വയ്ക്കുക. കോർഡിനേഷൻ നമ്പർ ഇസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ദേ ആർ ടച്ചിങ്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The contribution of particle at the edge center of a particular unit cell is. The contribution of particle at the edge center of a unit cell is. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു എഡ്ജ് സെൻറ്റർ, ഒരു എഡ്ജ് എടുക്കുകയാണെങ്കിൽ മക്കളെ, ഇറ്റ് ഇസ് ഷെയർഡ് ബൈ ഹൗ മെനി യൂണിറ്റ് സെൽസ്? ഒരു എഡ്ജ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു യൂണിറ്റ് സെല്ല് തൊട്ടടുത്തിരിക്കണ വേറെ യൂണിറ്റ് സെല്ല്, മേളിലിരിക്കണ 2 യൂണിറ്റ് സെല്ല്, ഇപ്പുറത്തേക്കൊരു യൂണിറ്റ് സെല്ലുണ്ട്, ഇപ്പുറത്തേക്കൊരു യൂണിറ്റ് സെല്ലുണ്ട് അല്ലേ? അപ്പോൾ മൊത്തത്തിൽ 4 ക്യൂബിനെയാണ് അത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി 2 വിൽ ബി ദി ആൻസർ. 1/4 വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ്, ടോട്ടൽ നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇൻ എ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ്. ഫേസ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റാങ്കാണ് ചോദിച്ചിരിക്കുന്നത്. റാങ്ക് ഇസ് ബേസിക്കലി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് എ യൂണിറ്റ് സെൽ. ബേസിക്കലി 4 വിൽ ബി ദി ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ഇതൊക്കെ. ഓക്കെ, നത്തിങ് വെരി കോംപ്ലിക്കേറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. A substance AXBY crystallizes in a face-centered cubic lattice in which atoms A occupy each corner of the cube and atoms B occupy the centers of each face of the cube. Identify the correct composition of the substance AXBY. മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, what is number of A atoms in one unit cell? In one unit cell, number of A atoms എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, A is occupying each corner of the cube. അതായത് കോർണേഴ്സ് ഓഫ് ദ ക്യൂബിൽ മൊത്തം A ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ദ യൂണിറ്റ് സെൽ എത്രയാണ്? ഒരു കോർണറിൻ്റെ 1/8 ആണ്. ടോട്ടലി 8 കോർണേഴ്സ് ഉണ്ട്. മൊത്തത്തിൽ ഒരു A, ഇഫക്റ്റീവ്ലി ദർ വിൽ ബി 1 A ഇൻ ദ യൂണിറ്റ് സെൽ. ഇഫക്റ്റീവ്ലി ഒരു A യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്പർ ഓഫ് B ആറ്റംസോ, number of B atoms in the unit cell എത്രയായിരിക്കും? Number of B atoms, B occupies the centers of each face of the cube. അതായത് ഒരു സെൻറ്ററിൻ്റെ ഫേസ് സെൻറ്റർ കോൺട്രിബ്യൂഷൻ 1/2 ഇൻറ്റു 6 വരും, 3. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ല് ഇഫക്റ്റീവ്ലി ഒരു എയും 3 ബിയും ഉണ്ടാവും. സോ AB3 വിൽ ബി ദി ആൻസർ. ഓക്കെ, ഗോട്ട് ഇറ്റ്. Next, the vacant space in BCC unit cell is. The vacant space in BCC unit cell is. BCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി എത്ര മക്കളെ? 68%. അല്ലേ? പാക്കിംഗ് എഫിഷ്യൻസി 68%. അതായത് വേക്കൻസി എത്രയായിരിക്കും? പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ദ പെർസെൻറ്റേജ് ഓഫ് വോളിയം ഓക്യുപ്പൈഡ്. അപ്പോൾ വേക്കൻറ്റ് സ്പേസസ് വിൽ ബി 100 മൈനസ് ദാറ്റ് പെർസെൻറ്റേജ്. 100 മൈനസ് 68, ദാറ്റ് ഇസ് 32%. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇതൊക്കെ വരുന്നാലും നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. കാര്യം എക്സാം ഹോളിൽ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത 3ാം ലോക മഹായുദ്ധം എന്ന് ആ ചിന്തകൾ വരെയും വരും. ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ മനസ്സിൽ കയറി വരും, ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ അല്ലേ. ഞാനും എക്സാം എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ എല്ലാവരും നോക്കുക. ഇഫ് an atom crystallizes in BCC lattice with R is equal to 4 angstrom,
then the edge length will be edge length എത്രയായിരിക്കും മക്കളെ? BCC ലാറ്റിസ് ആണ്. നിങ്ങൾക്കറിയാം A is equal to 4r/√3 എന്നറിയാം. ഈ ഫോർമുല ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ പോരെ. R എത്രയാണ് മക്കളെ? 4 തന്നെയാണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 16/√3 എന്ന് വരും അല്ലേ. R is 4 ആങ്സ്ട്രോം, 16/√3 ആങ്സ്ട്രോം. എത്ര വരും അത്? 16/2 വരുന്നത് 8 ആണ്. അപ്പോൾ 16/√3 എന്ന് പറഞ്ഞാൽ 1.7 ആണ്. 1.7 എന്ന് പറയുമ്പോൾ 16/2-നേലും ഗ്രേറ്റർ ആയിരിക്കും 16/√3. സോ 9.23 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡെൻസിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഡെൻസിറ്റിയുടെ ഫോർമുല എല്ലാവർക്കും അറിയാമല്ലോ മക്കളെ. ഞാൻ തന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. സെഡ് വിസ് റാങ്ക്. സെഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ അല്ല കേട്ടോ, റാങ്ക് ആണ് കേട്ടോ. ഇൻറ്റു മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ ഇൻറ്റു A³. So an element with atomic mass 100 has a BCC structure and edge length 400. The density of the element is Z എത്രയാണ്? 100. സോറി, Z എത്ര? 2. BCCയുടെ റാങ്ക് 2 ഇൻറ്റു 100. അറ്റോമിക് മാസ് 100. അവോഗാഡ്രോ നമ്പർ ഇൻറ്റു A³. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. 10 പവർ പിക്കോമീറ്റർ എന്ന് പറയുമ്പോൾ 10 പവർ -12 ആണ് കേട്ടോ വരിക. മീറ്റർ ക്യൂബ്. ഇത് ബൈ മീറ്റർ ക്യൂബ് ആയിരിക്കും വരുന്നത്. ഇത് ബൈ മീറ്റർ ക്യൂബ് ആയിരിക്കും. അതിപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബിൽ വേണമെങ്കിൽ, ബൈ സെൻറ്റിമീറ്റർ ക്യൂബിൽ വേണമെങ്കിൽ 10 പവർ -10 ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഹോൾ ക്യൂബ് ചെയ്യുക. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും മക്കളെ വരുന്നത്? ഇതിൻ്റെ ആൻസർ ഞാൻ ചെയ്തിട്ടില്ല. തിങ്ക് വിൽ ബി 5.19. ഓക്കെ, ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. നെക്സ്റ്റ് വരുന്നത് ചില ഇമ്പോർട്ടൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സാണ്. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ NaCl ടൈപ്പ് സ്ട്രക്ചർ. എല്ലാവരും ഈ ടേബിൾ, ഈ പാർട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. Cl- occupy corners and face centers. അതായത് FCC ലാറ്റസിൽ Cl- is occupying the corners and face centers. അപ്പോൾ മൊത്തത്തിൽ എത്ര Cl- ഉണ്ടാവും? Cl- എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും അല്ലേ, ഒരു യൂണിറ്റ് സെല്ല്. കാര്യം അത് കോർണേഴ്സും ഫേസ് സെൻറ്റേഴ്സ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. Na+ occupy octahedral voids in FCC crystal. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് octahedral voids is equal to rank. നമ്പർ ഓഫ് tetrahedral voids is equal to 2 times rank. അപ്പോൾ Na+ occupy octahedral voids എന്ന് പറയുമ്പോൾ Na+, how many Na+ is there in one unit cell? 4. കാര്യം 4 റാങ്ക്. അപ്പോൾ 4 Na+ഉം 4 Cl- ഒരു യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവും. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൽ this will be the effective formula, Na4Cl4. യൂണിറ്റ് ഫോർമുല എടുക്കുമ്പോൾ അതെടുത്ത് കളയാം, NaCl കോമൺ ഫാക്ടർ എടുത്ത് കളയാം. പക്ഷേ അവർ ചോദിക്കുകയാണ് how many Na+, how many cations are there in one unit cell for NaCl? 4. How many anions are there in one unit cell for NaCl? 4. പിന്നെ അവർക്ക് ചോദിക്കാം what is coordination number of Na+? 6. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ അതെങ്ങനെ കോർഡിനേഷൻ നമ്പർ 6 ആയത്? ഞാൻ അത് മാത്രം ഒന്ന് കാണിച്ചു തരാം, ബാക്കി ഒന്നിൻ്റെ ഞാൻ കാണിക്കുന്നില്ല. ബാക്കി എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് അതേപോലെ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ Na+ എടുക്കുകയാണ്, NaCl എടുക്കുകയാണ്. നിങ്ങൾക്കറിയാം കോർണറിലൊക്കെ Cl- ഉണ്ട്. Na+ എവിടെയാണ്? octahedral voidsലാണ്. octahedral voidsൻ്റെ പൊസിഷൻ അറിയാലോ മക്കളെ. octahedral voids, where are they found? octahedral voids എവിടെയാണ് മക്കളെ? octahedral voids are found at edge centers and body center. ബോഡി സെൻറ്ററിലും എഡ്ജ് സെൻറ്ററിലുമാണ് octahedral voids. അതായത് ഇവിടെ ഒരു octahedral void ഉണ്ട്, ഇവിടെ ഒരു octahedral void ഉണ്ട്. അപ്പോൾ ഈ Cl- എടുക്കുകയാണെങ്കിൽ
ഈ Cl- എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ Na+ ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടാവും, ഇവിടുത്തെ Na+ ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടല്ലോ ഈ എഡ്ജ് സെൻറ്ററിലും, അപ്പോൾ അതുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ മേളത്തെ യൂണിറ്റ് സെൽ എടുക്കാം. അടുത്ത യൂണിറ്റ് സെല്ല് മേളത്തെ യൂണിറ്റ് സെല്ല് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഈ പോയിൻ്റായിട്ട് ഇതെല്ലാവരും നോക്കുക, ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എത്രയായി? 1 2 3 4 ആയി. ഇനി മുന്നോട്ട് ഇവിടെ ഒരു യൂണിറ്റ് സെല്ല് ഉണ്ടല്ലോ, മുമ്പിലോട്ടൊരു യൂണിറ്റ് സെല്ല് വരുമല്ലോ മക്കളെ. മുമ്പിലോട്ടൊരു യൂണിറ്റ് സെല്ല് വരയ്ക്കുകയാണെങ്കിൽ അതായത് ഈ യൂണിറ്റ് സെല്ലിൻ്റെ തൊട്ട് മുമ്പിലേക്ക് ഇതിനോട് ഇവിടെ ഇങ്ങനൊരു ഇവിടേക്കും ഒരു തൊട്ട് മുമ്പിലത്തെ യൂണിറ്റ് സെല്ലിൽ ഇവിടെയും ഒരു Na+ ഉണ്ടാവും. അതേപോലെ തന്നെ തൊട്ട് സൈഡിലത്തെ യൂണിറ്റ് സെല്ലിൽ ഇവിടെയും ഒരു യൂണിറ്റ് സെല്ല് ഉണ്ടാവുമല്ലോ, അവിടുത്തെ എഡ്ജ് സെൻറ്ററിലും ഉണ്ടാവും. അപ്പോൾ ഒരു Cl- എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടച്ചിങ് 6 Na+. ഒരു Cl- is touching 6 Na+. അതുകൊണ്ടാണ് കോർഡിനേഷൻ നമ്പർ ഓഫ് Cl- 6. അതായത് ഒരു Cl- is touching 6 Na+. കോർഡിനേഷൻ നമ്പർ ഓഫ് Na+ എടുക്കുകയാണെങ്കിൽ അതും 6. കാര്യം എന്താ? ഒരു Na+ എടുക്കുകയെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ Na+ എടുക്കുകയെന്ന് വിചാരിക്കുക. ഈ Na+ വിൽ ബി ടച്ചിങ് 6 Cl-. ഇവിടെ ഒരു Cl- ടച്ച് ചെയ്തിട്ടുണ്ട്, തൊട്ട് മേളിലൊരു Cl- ടച്ച് ചെയ്തിട്ടുണ്ട്, ഈ സൈഡിലൊരു Cl- ഉണ്ടാവും, ഈ സൈഡിലൊരു Cl- ഉണ്ടാവും, ഫ്രണ്ടിലുണ്ടാവും, ബാക്കിലുണ്ടാവും. Got it? മനസ്സിലായോ മക്കളെ? മനസ്സിലായോ മക്കളെ? ഓക്കെ. സോ ഒരു Na+ 6 Cl-നെയും ഒരു Na+ 6 Cl-നെയും ഒരു Cl- 6 Na+നെയും തൊടുന്നു. ഒരു Cl- 6 Na+നെയും തൊടുന്നു. ഓക്കെ, ഗോട്ട് ഇറ്റ്? മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? അതുകൊണ്ടാണ് കോർഡിനേഷൻ നമ്പർ 6 and 6 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എല്ലാവരും നോക്കുക, റേഡിയസ് ഓഫ് Na+ പ്ലസ് റേഡിയസ് ഓഫ് Cl- is a/2. റേഡിയസ് ഓഫ് Na+ പ്ലസ് റേഡിയസ് ഓഫ് Cl- is Na2. എന്തുകൊണ്ടാണ്? ഇതെല്ലാവരും നോക്കുക, ഇത് Cl- സൈസ്, ഇത് Na+ൻ്റെ സൈസ്. ഓക്കെ, എഡ്ജ് സെൻറ്ററിലുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് എല്ലാവരും നോക്കുക, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഈ ഡിസ്റ്റൻസ് എന്താണ്? a/2. ഗോട്ട് ഇറ്റ്? അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം സിങ്ക് സൾഫൈഡ് ടൈപ്പ് സ്ട്രക്ചർ. S2- ions occupy main positions and Zn2+ ions present in alternate tetrahedral voids in FCC crystal. എല്ലാവരും നോക്കുക, S2- FCC ലാറ്റിസിൽ കോർണേഴ്സിലും ഫേസ് സെൻറ്റേഴ്സിലും. അപ്പോൾ S2- എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. Zn2+ ആൾട്ടർനേറ്റ് ടെട്രാഹെഡ്രൽ വോയിഡ്സിൽ 8 ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടെങ്കിൽ അതിൽ 4 എണ്ണത്തിൽ Zn2+ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് Zn2+ 4. ഓക്കെ, 4 Zn2+ഉം 4 S2-. കോർഡിനേഷൻ നമ്പർ ഓഫ് Zn2+ is 4. വൈ? കാര്യം Zn2+ ഉള്ളത് ടെട്രാഹെഡ്രൽ വോയിഡ്സിലാണ്. ഒരു ടെട്രാഹെഡ്രൽ വോയിഡ് ഇസ് കവേർഡ് ബൈ 4 S2-. അല്ലേ? ഒരു ടെട്രാഹെഡ്രൽ വോയിഡ് എങ്ങനെ ഉണ്ടാവുന്നത് നിങ്ങൾക്കറിയാലോ. ടെട്രാഹെഡ്രൽ വോയിഡ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 4 പാർട്ടിക്കിൾസ്. അതിൻ്റെ നടുക്കാണ് Zn2+. അപ്പോൾ ഒരു Zn2+ ഇരിക്കുന്നത് 4 S2-നെ കവർ ചെയ്തിട്ടാണ്. അപ്പോൾ 4 S2-നെ ഒരു Zn2+ തൊടുന്നു. അതേപോലെ ഒരു S2- 4 Zn2+നെയും തൊടുന്നുണ്ട്. ഓക്കെ, റേഡിയസ് ഓഫ് Zn2+ പ്ലസ് റേഡിയസ് ഓഫ് S2- is √3 a/4. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വിക്ക്ലി ഞാൻ പറഞ്ഞുതരാം മക്കളെ, ഈ ടെട്രാഹിഡ്രൽ വോയിഡിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് √3 a/4 ഫ്രം ദ കോർണർ. അതായത് ഏതാണ്ട് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കുക, എല്ലാവരും ഒന്ന് നോക്കണേ. ഒരു S2- ഇവിടെ ഉണ്ട്. ഓക്കെ, ഒരു S2- ഇവിടെ ഉണ്ട്, ഒരു S2- ഇവിടെ ഉണ്ട്, ഒരു S2- ഇവിടെ ഉണ്ട്. ഈ 4 എണ്ണത്തിൻ്റെ നടുക്കാണ് ഒരു Zn2+ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു Zn2+ 4 S2- തടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. പിന്നെ അതുമാത്രവുമല്ല, ഡിസ്റ്റൻസ് ഓഫ്
radius of Zn 2 plus and S2 minus, the distance between them is root 3a by 4. കാര്യം ഈ ഡിസ്റ്റൻസ് വരുന്നത് root 3a by 4 ആണ്. കാര്യം ഒരു ടെട്രാഹിഡ്രൽ വോയിഡിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ഡയഗണലിൻ്റെ റൂട്ട് 3a by 4 പൊസിഷൻസിലാണ്. ഒരു ബോഡി ഡയഗണലിൽ root 3a by 4 position from one corner, root 3a by 4 position from the other corner. ഇവിടെ ഒരു ടെട്രാഹെഡ്രൽ വോയിഡും ഇവിടെ ഒരു ടെട്രാഹെഡ്രൽ വോയിഡും. Got it. അപ്പോൾ അത് അങ്ങനെ. നെക്സ്റ്റ് ഫ്ലൂറൈഡ് സ്ട്രക്ചർ. Ca2 plus ions occupy main positions and F minus ions occupy tetrahedral voids in FCC crystal. F minus Ca2 plus occupy main position. അതായത് എത്ര Ca2 plus ഉണ്ട്? 4. FCC latticeൽ മെയിൻ പൊസിഷൻസ്. F minus ടോട്ടൽ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് 8 എണ്ണം ഉണ്ട്. അപ്പോൾ 4 Ca2 പ്ലസും 8 F മൈനസും ഉണ്ട്. ഓക്കെ. ഡിസ്റ്റൻസ് ആസ് ഇൻ ടോട്ടൽ സം ഓഫ് റേഡിയസസ് അഗെയിൻ root 3a by 4. കാര്യം എന്താണ്? എഫ് മൈനസ് ഇരിക്കുന്ന ടെട്രാഹെഡ്രൽ വോയിഡിലാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ടെട്രാഹെഡ്രൽ വോയിഡിലാണ് ഇരിക്കണമെങ്കിൽ ആ ഡിസ്റ്റൻസ് എത്രയാണ്? root 3a by 4 ഫ്രം ദ കോർണർ. ഓക്കെ. നെക്സ്റ്റ് ആൻറ്റി ഫ്ലൂറൈഡ് സ്ട്രക്ചർ. ആൻറ്റി ഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ Na2O, Li2O എക്സെട്ര. അവിടെ ഡബിൾ ദ നമ്പർ ഓഫ് കാറ്റയോൺസ് ഉണ്ട്. അപ്പോൾ തന്നെ ആലോചിച്ചാൽ മതി. ആനയോൺസ് ഓക്യുപ്പൈ O2 മൈനസ് ഓക്യുപ്പൈ FCC ലാറ്റസ്. അപ്പോൾ O2 മൈനസ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. കാറ്റയോൺസ് എത്ര എണ്ണം ഉണ്ട്? ഇപ്പോൾ Li പ്ലസ് ആണെങ്കിൽ കാറ്റയോൺസ് 8 എണ്ണം ഉണ്ടാവും. അപ്പോൾ 4 കാറ്റയോൺസ് 8 കാറ്റയോൺസ് 4 ആനയോൺസ്. ഓക്കെ. ഡിസ്റ്റൻസ് അഗെയിൻ root 3a by 4 ആയിരിക്കും. കാര്യം എന്താ? ടെട്രാഹെഡ്രൽ വോയിഡ്സിലാണ് അവർ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. root 3a by 4 വിൽ ബി ദ ടോട്ടൽ സം ഓഫ് റേഡിയസ്. CSCl ടൈപ്സിൽ Cl മൈനസ് അയോൺസ് ഓക്യുപ്പൈ സിമ്പിൾ ക്യൂബിക്. അതായത് ഇത് 4 Cl മൈനസ് അയോൺസ് ആണ്. നടുക്ക് ഒരു CS പ്ലസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എത്ര CS പ്ലസ് ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലിൽ? ഒരെണ്ണം. എത്ര Cl മൈനസ് ഉണ്ട്? ഒരെണ്ണം. അതെങ്ങനെയാണ്? കാര്യം 1/8 × 8. 8 കോർണറിലും Cl മൈനസ് ഉണ്ട്. ഓരോ Cl മൈനസിൻ്റെ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. 1/8 × 8. സം വിൽ ബി root 3a by 4. RCS plus RCl minus RCS plus RCl minus will be root 3a by 4. എല്ലാവരും നോക്കുക. ഇങ്ങനെ ഒരു യൂണിറ്റ് സെൽ എടുത്തിട്ട് ഞാൻ സെൻട്രലിലൊരു പാർട്ടിക്കിൾ കൊടുത്തു. ഓക്കെ. സെൻട്രലിൽ ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ കൊടുത്തു. അതേപോലെ തന്നെ സെൻട്രലിൽ ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ കൊടുത്തു. അതേപോലെ തന്നെ കോർണറിൽ എല്ലാവരും നോക്കുക, കോർണറിൽ വേറൊരു പാർട്ടിക്കിൾ കൊടുത്തു. ഇവർ ആക്ച്വലി തമ്മിൽ മുട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ദിസ് എൻറ്റയർ ഡിസ്റ്റൻസ്? ഇവർ ആക്ച്വലി തമ്മിൽ മുട്ടുണ്ട്. സോ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഈ റേഡിയസ് പ്ലസ് ഈ റേഡിയസ് അല്ലേ? R cation plus R anion is equal to 2 times is equal to root 3a by 2 അല്ലേ വരിക? root 3a by 2 അല്ലേ വരിക മക്കളെ? ഇതിൻ്റെ ഡിസ്റ്റൻസ് പ്ലസ് ഇതിൻ്റെ ഡിസ്റ്റൻസ് is equal to from this point to this point. This entire length is root 3a by 4. അതിൻ്റെ പകുതിയല്ലേ വരിക മക്കളെ? അല്ലേ? ആണോ മക്കളെ? ഈ ഡിസ്റ്റൻസ് ഇതിൻ്റെ റേഡിയസ് പ്ലസ് ഇതിൻ്റെ റേഡിയസ് ഇസ് root 3a by 2 അല്ലേ? ആണോ? root 3a by 2 അല്ലേ വരിക? root 3a by 4 അല്ല കേട്ടോ, root 3a by 2 ആണ് വരിക. ഓക്കെ, അതൊന്ന് മനസ്സിൽ വയ്ക്കുക. root 3a by 4 അല്ല, root 3a by 2 ആണ് വരിക അവിടെ. മനസ്സിലായോ മക്കളെ? മനസ്സിലാകുന്നുണ്ടോ? അതോ ഇങ്ങനെ ഏതാണ്ട് എന്തോ കേട്ടോണ്ടിരിക്കുകയാണോ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരു ഫയർ അടിച്ച് ഒരു തംസപ്പ് അടിച്ച് മക്കളെ ചാറ്റ് ബോക്സിൽ. എൻ്റെ മക്കളൊരു തംസപ്പ് അടിച്ച് ഒരു ഫയർ അടിച്ച് ചാറ്റ് ബോക്സിൽ. ഓക്കെ, കഴിഞ്ഞൂടാ വിസ്മയ, കഴിയാറായി. ഡോണ്ട് വറി, ഇനി അധികമൊന്നുമില്ല, 15 മിനിറ്റും കൂടിയേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം.
The number of tetrahedral voids present in 0.5 mole of HCP crystal structure are. Number of tetrahedral voids present in 0.5 moles of HCP crystal structure. മക്കളെ HCP എന്ന് പറയുമ്പോൾ റാങ്ക് എത്രയാണ്? HCPയുടെ റാങ്ക് വരുന്നത് 6 ആണ് കേട്ടോ. HCPയുടെ റാങ്ക് വരുന്നത് 6 ആണ്. അപ്പോൾ അതിൻ്റെ ടെട്രാഹെഡ്രൽ വോയിഡ്സ് എത്രയാണ്? 2 × 6, 2 times that, 12 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൽ 12 എണ്ണം ഉണ്ട്. അപ്പോൾ 0.5 ടോട്ടൽ നമ്പർ എത്രയാണ് വരിക? ടോട്ടൽ വരാൻ പോകുന്നത് 0.5 മോൾസ് ഉണ്ട്. 0.5 മോൾസ് എന്ന് പറയുമ്പോൾ 0.5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ, ഇത്രയും യൂണിറ്റ് സെൽസ് ഉണ്ട്. 12 ആണ് ഒരു യൂണിറ്റ് സെല്ലിൽ. 12 ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഒരു യൂണിറ്റ് സെല്ലിൽ. നമുക്ക് എത്ര യൂണിറ്റ് സെൽസ് ഉണ്ട്? 0.5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അപ്പോൾ 12 ഇൻറ്റു 0.5 ഇൻറ്റു NA, ദാറ്റ് ഇസ് 6 ഇൻറ്റു NA. എത്ര വരാൻ പോകുന്നത്? 3 ആണ് ആൻസർ. ഓക്കെ. Next, in a CsCl unit cell, the arrangement of CS plus ions is. Arrangement of CS plus ions വരാൻ പോകുന്നത് BCC ആണ്. അപ്പോൾ നിങ്ങൾ പറയും സർ അല്ല സർ, CL മൈനസിന് അറേഞ്ച്മെൻ്റ് അല്ലേ BCC, CS പ്ലസ് അതിൻ്റെ നടുക്കല്ലേ സാർ ഇരിക്കുക? നേരത്തെ സാറ് തന്നെയല്ലേ പറഞ്ഞ CL മൈനസ് എല്ലാ കോർണേഴ്സിലും CS പ്ലസ് നടുക്കുവാണെന്ന്. മക്കളെ ദേ ഇവിടെ ഒരു CL മൈനസ് ഉണ്ട്, 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 ഇവിടെ ഒരു CL മൈനസ് ഉണ്ട്. അതിൻ്റെ ഒത്ത നടുക്ക് ഒരു CS പ്ലസും ഉണ്ട് ബോഡി സെൻറ്ററിൽ. അപ്പോൾ നിങ്ങൾ പറയും സാർ CL മൈനസ് ആണ് കോർണേഴ്സിൽ, CS പ്ലസ് ബോഡി സെൻറ്ററിൽ. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇത് തന്നെ നമ്മൾ ലോജിക്ക് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ, ഇപ്പോൾ അടുത്തിരിക്കണ ക്യൂബ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ ആ ക്യൂബ്സിൻ്റെ നടുക്കും ഈ CS പ്ലസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു CL മൈനസ് എടുക്കുകയാണെങ്കിൽ അതിനെ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ക്യൂബ് ഫോം ചെയ്യാൻ പറ്റും, വിത്ത് കോർണേഴ്സ് ബീയിങ് ഈ CS പ്ലസ് കോർണേഴ്സ് ആക്കി വെച്ചിട്ട് ഒരു ക്യൂബ് ഫോം ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ഒരു CL മൈനസിനെ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ക്യൂബ് ഫോം ചെയ്യാൻ പറ്റും, CS പ്ലസ് കോർണേഴ്സിലുള്ള ഒരു ക്യൂബ് ഫോം ചെയ്യാൻ പറ്റും. അതാണ് ബോഡി സെൻറ്ററിൻ്റെ ഗുണം. ബോഡി സെൻറ്ററിൽ ഇരിക്കുന്ന ഈ ആറ്റം ഉണ്ടല്ലോ, ഒരു യൂണിറ്റ് സെല്ലിലെ ബോഡി സെൻറ്ററിൽ ഒരു ആറ്റം ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ കാണുന്ന ക്യൂബ്. നേരെ മറിച്ച് എനിക്ക് വേറൊരു ക്യൂബ് ഫോം ചെയ്യാൻ പറ്റും. ഒരു കോർണറിലുള്ള ഒരു ആറ്റത്തിനെ പിടിച്ച് ഞാൻ സെൻറ്ററിൽ വെക്കുകയാണ്. അതൊരു സെൻറ്ററാക്കി വെച്ചാൽ എനിക്ക് ബോഡി സെൻറ്റേഴ്സിലുള്ള 8 പാർട്ടിക്കിൾസ് വേറൊരു ക്യൂബ് ഫോം ചെയ്യും, വിത്ത് ദാറ്റ് ബീയിങ് ദ കോർണേഴ്സ്. അതായത് ഇത് കോർണേഴ്സായിട്ട്, ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം കോർണേഴ്സായിട്ട്, ഇതും 4 കോർണേഴ്സ് ആവും. ഓക്കെ. പിന്നെ മുമ്പിലേക്ക് 4 കോർണേഴ്സും കൂടി വരും, ഇവിടെയും കൂടി വരും. അതിൻ്റെ ഒത്ത നടുക്ക് ഈ ഒരു CL മൈനസ് ഉണ്ടാകും. സോ ബേസിക്കലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, CsCl നമ്മൾ പറയുമെങ്കിലും CL മൈനസ് കോർണേഴ്സിലും CS പ്ലസ് സെൻറ്ററിലും ആണെങ്കിലും ദാറ്റ് ഡിപ്പെൻസ് ഓൺ ഹൗ യു സീയിങ് ഇറ്റ്. വേറെ രീതി കാണാം, CL മൈനസ് സെൻറ്ററിലും CS പ്ലസ് കോർണേഴ്സിലും, അങ്ങനെയും കാണാം നമുക്ക്. ഓക്കെ. BCC ആണ് ആൻസർ. നെക്സ്റ്റ് വരാൻ പോകുന്നത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, വൺ ഓഫ് ദ ടഫസ്റ്റ് സോളിഡ് സ്റ്റേറ്റിൽ വരാൻ പറ്റിയില്ല. ദ പെർസെൻറ്റേജ് ഓഫ് അയൺ പ്രസൻറ്റ് ആസ് Fe3+ ഇൻ Fe 0.93O 1.0 ബൈ മാസ് ആണ് കേട്ടോ. പെർസെൻറ്റേജ് ബൈ മാസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് ബൈ മാസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് ബൈ മാസ്. Fe 0.93O 10 Feയുടെ മാസ് എത്രയാണ്? പെർസെൻറ്റേജ് മാസ്. നിങ്ങൾക്കറിയാം ഈ Fe 0.93 വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ this oxide of iron contains Fe2+ ions and Fe3+ ions. ഇപ്പോൾ Fe2+ ions മാത്രമായിരുന്നെങ്കിൽ ഫോർമുല FeO എന്നായേനെ.
Fe3+ മാത്രമായിരുന്നെങ്കിൽ ഫോമുല Fe2O3 എന്നായാണ്. പക്ഷേ ഈ ഒരു വൃത്തികെട്ട ഫോമുല കിട്ടുന്നത് ഈ രണ്ടും കുറച്ചുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് Fe2+X ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ Fe3+ എത്ര എണ്ണം ഉണ്ടാവും? 0.93 - X. കാര്യം മൊത്തത്തിൽ ഒരു ഓക്സിജന് 0.93 അയൺ ഉണ്ട്. ഒരു ഓക്സിജന് 1 മോൾ ഓക്സിജൻ എടുത്താൽ അതിൽ 0.93 മോൾസ് ഓഫ് അയൺ ഉണ്ട്. അതിൽ X Fe2+ ആണെങ്കിൽ ബാക്കിയുള്ള 0.93 - X എത്രയായിരിക്കും? ബാക്കിയുള്ള 0.93 - X എത്രയായിരിക്കും? Fe3+ ആയിരിക്കും. ഇനി നിങ്ങൾക്കറിയാം ദ ടോട്ടൽ ചാർജ് ഓഫ് ദിസ് കോമ്പൗണ്ട് ഇസ് 0. അതായത് സം ഓഫ് കാറ്റയോണിക് ചാർജസ് പ്ലസ് സം ഓഫ് ആനയോണിക് ചാർജ് ഷുഡ് ബി 0. സം ഓഫ് കാറ്റയോണിക് ചാർജ് പ്ലസ് സം ഓഫ് ആനയോണിക് ചാർജ് ഷുഡ് ബി 0. സോ എല്ലാവരും നോക്കുക, 2 × X, that will be the total charge of Fe2+, plus 0.93 - X into 3, that will be the total charge of Fe3+. ഇതാണ് ടോട്ടൽ കാറ്റയോണിക് ചാർജ്. ദിസ് വിൽ ബി ടോട്ടൽ കാറ്റയോണിക് ചാർജ്. Fe2+ എന്ന് പറഞ്ഞ ചാർജും Fe3+ എന്ന് പറഞ്ഞ ചാർജും. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു 2 × 1. ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആനയോണിക് ചാർജ്. ഓക്സൈഡിൻ്റെ ചാർജ് എത്രയാണ്? -2 ആണ്. മൈനസ് സിമ്പിൾ ഇവിടെ എടുക്കണ്ട, നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആക്കിയാൽ മതി. ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് കാറ്റയോണിക് ചാർജ് ഷുഡ് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആനയോണിക് ചാർജ്. അല്ല, അതുകൊണ്ടല്ലേ രണ്ടും ക്യാൻസൽ ഔട്ടായി 0 വരുന്നത് ടോട്ടൽ ചാർജ്. സോ ഇത് ചെയ്യുമ്പോൾ മക്കളെ, ഇത് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കുക, എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുക? ഇത് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുക മക്കളെ? ഇത് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുക? എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും മക്കളെ? ഇത് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടുക എന്നൊന്ന് പറഞ്ഞു തരുമോ? ഇത് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടുക എന്നൊന്ന് പറഞ്ഞു തരുമോ മക്കളെ? ഒന്ന് പറഞ്ഞു തരുമോ മക്കളെ? എൻ്റെ പൊന്നു മക്കളല്ലേ. ഇത് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുക? എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുക? എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുക? .79 ആണോ? 0.79 ആണോ കിട്ടുക? 0.79 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0.7 ആണെങ്കിൽ ദിസ് ഈസ് 0.79 ആൻഡ് ദിസ് വൺ വിൽ ബി 0.14 അല്ലേ? Fe2+ ഉള്ളത് 0.79ഉം Fe3+ ഉള്ളത് 0.14. അതായത് ഈ 0.93ൽ 0.14ഉം Fe3+ ആണ്, 0.79 Fe2+ ആണ്. ഇനി മാസ് നോക്കുക, ഇനി എല്ലാവരും നോക്കുക. വാട്ട് ഈസ് ദ ടോട്ടൽ മാസ്? ടോട്ടൽ മാസ് എത്ര വരിക? 0.14 × 56. കാര്യം എന്താ? അയണിൻ്റെ മാസ് 56 ആണ്. പ്ലസ് 0.79 × 56. Fe2+നും Fe3+നും സെയിം മാസാണ്. പ്ലസ് 16 × 1. ഇതാണ് ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട് അല്ലേ? Fe2+ 0.14 ഉണ്ട്, അല്ല Fe3+ 0.14 ഉണ്ട്, 0.14 × 56. Fe2+ 0.7 ഉണ്ട്, 0.79 ഉണ്ട്, 0.79 × 56. ഓക്സിജൻ 16 ഉണ്ട്. ടോട്ടൽ മാസ് എത്രയാണ് വരുന്നത് മക്കളെ? 14, 16. ദിസ് വിൽ ബി ഈക്വൽ ടു 60.8 × 5. 68 അടുത്ത് വരും അല്ലേ? ഐ തിങ്ക് സോ. സോ ദിസ് ഇസ് ടോട്ടൽ മാസ്. So now what is percentage of Fe3+? Percentage of Fe3+ will be mass of Fe3+, that is 0.14 × 56 divided by total mass into 100. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയണിക് കോമ്പൗണ്ടിൽ എപ്പോഴും ടോട്ടൽ ചാർജ് 0 ആയതുകൊണ്ട് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ. ടോട്ടൽ കാറ്റയോണിക് ചാർജ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ആനയോണിക് ചാർജ്. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാം, ഡിഫെക്ട്സിലേക്ക് പോവാം. ഇത് ഈ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി ചെയ്യാം മക്കളെ. സ്ട്രക്ചർ ഓഫ് എ മിക്സഡ് ഓക്സൈഡ് ഇസ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. CCP ആണ് സ്ട്രക്ചർ. ദ ക്യൂബിക് യൂണിറ്റ് സെൽ ഓഫ് എ മിക്സഡ് ഓക്സൈഡ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഓക്സൈഡ് അയോൺസ്. ഓക്കെ, അതായത് CCP പൊസിഷൻസ് ഒക്കെ കോർണറും ഫേസ് സെൻറ്റേഴ്സ് ഒക്കെ ഓക്സൈഡാണ് എടുക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഓക്സൈഡ് എത്രയാണ് വരുന്നത്?
നമ്പർ ഓഫ് O2 മൈനസ് വരാൻ പോകുന്നത് എത്രയാണ്? 3 ആയിരിക്കും, 4 ആയിരിക്കും അല്ലേ? കാര്യം CCPയുടെ പ്രോപ്പർ പൊസിഷൻസ് ഒക്കെ O2 ആണ് എടുക്കുന്നത്, O2 മൈനസ് ആണ് എടുക്കുന്നത്. 1/4 ഓഫ് ദ ടെട്രൈഡൽ വോയിഡ്സ് ആർ ഓക്യുപ്പൈഡ് ബൈ ഡൈവാലൻറ്റ് മെറ്റൽ A. അതായത് നമ്പർ ഓഫ് A2 പ്ലസ് എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് A2 പ്ലസ് വരുന്നത് 1/4 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ടെട്രൈഡൽ വോയിഡ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ടെട്രൈഡൽ വോയിഡ്സ് 8 ആണ്, അതിൻ്റെ 1/4 2 ഇവിടെ വരും. അത് കഴിഞ്ഞ് നമ്പർ ഓഫ് ഓക്ടൈഡൽ വോയിഡ്സ് ആർ ഓക്യുപ്പൈഡ് ബൈ മോണോവാലൻ കാറ്റയോൺ B പ്ലസ്. ഓക്ടൈഡൽ വോയിഡ്സ് എല്ലാം. അപ്പോൾ എത്ര ഓക്ടൈഡൽ വോയിഡ്സ് ഉണ്ട്? 4 ഓക്ടൈഡൽ വോയിഡ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് B പ്ലസ് എത്രയാണ്? 4. അപ്പോൾ എല്ലാവരും നോക്കുക, A 2 B 4 O 4 കോമൺ ഫാക്ടർ എടുത്ത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്ത് വെളിയിൽ കളയുക. അപ്പോൾ AB2O2 എന്ന് കിട്ടും. ഇതാണ് ഫോർമുല. ഇത് ഒരു യൂണിറ്റ് സെല്ലിൽ ഇത്രയുണ്ട്. പക്ഷേ ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ ഓൾവേസ് റിമൂവ് ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഒരു യൂണിറ്റ് സെല്ലിൽ 2 Aയും 4 Bയും 4 ഓക്സിജനും ഉണ്ട്. ഒരു യൂണിറ്റ് സെല്ലിൽ 2 Aയും 4 Bയും 4 ഓക്സിജനും ഉണ്ട്. പക്ഷേ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ ആ കോമൺ ഫാക്ടർ എടുത്ത് കളയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു യൂണിറ്റ് സെൽ ഓഫ് NaCl 4 NAയും 4 Clഉം ഉണ്ട്. പക്ഷേ ഫോർമുല Na4Cl4 എന്നല്ല, ആ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്ത് കളയുക, NaCl ആണ്. അങ്ങനെയാണ് ഫോർമുല കണ്ടുപിടിക്കേണ്ടത്. ഒരു യൂണിറ്റ് സെല്ലിൽ 4 Na പ്ലസും 4 Cl മൈനസും. പക്ഷേ ഫോർമുല വരുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്ത് കളയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റായിട്ട് നമുക്കുള്ളതാണ് ഡിഫെക്ട്സ് ഇൻ സോളിഡ്സ്. ഡിഫെക്ട്സ് ഇൻ സോളിഡ്സ് ഏതൊക്കെയാണ് മക്കളെ? ഇംപ്യൂരിറ്റി ഡിഫെക്ട്, സ്റ്റോക്കിയോമെട്രിക് ഡിഫെക്ട്, നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫെക്ട്. സ്റ്റോക്കിയോമെട്രിക് ഡിഫെക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ തിയറി മനസ്സിലാക്കണം. ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് സ്റ്റോക്കിയോമെട്രി. നോൺ സ്റ്റോക്കിയോമെട്രി ഡിഫെക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് അഫക്ട്സ് സ്റ്റോക്കിയോമെട്രി. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സ്റ്റോക്കിയോമെട്രിക് ഡിഫെക്ട്സ് സ്കോട്ട് കീ ഉണ്ട്, ഫ്രങ്കൽ ഉണ്ട്, വേക്കൻസി ഉണ്ട്, ഇൻറ്റർസ്റ്റീഷ്യൽ ഉണ്ട്. സ്കോട്ട് കീ, ഫ്രങ്കൽ, വേക്കൻസി, ഇൻറ്റർസ്റ്റീഷ്യൽ. നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫെക്ട്സ് എന്ന് പറയുമ്പോൾ മെറ്റൽ എക്സസ് ഡിഫെക്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്റ്റ്. നമുക്ക് ആദ്യം എല്ലാം എന്താണെന്ന് കാണാം. ഇംപ്യൂരിറ്റി ഡിഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു അയണിക് കോമ്പൗണ്ടിൽ ഇംപ്യൂരിറ്റീസ് കൊണ്ടുവന്നിട്ടു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NaCl ക്രിസ്റ്റലിൽ ഞാൻ കുറച്ച് SrCl2 കൊണ്ട് വിതറിയിട്ടു. അപ്പോൾ Na പ്ലസ് ഇരിക്കേണ്ട സ്ഥാനത്ത്, ഫോർ എക്സാമ്പിൾ ഇവിടെ Na പ്ലസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ 2 സ്ഥലത്തും Na പ്ലസ് ആയിരുന്നു. 2 Na പ്ലസിനെ പുറത്തേക്ക് ഇട്ടിട്ട് ഒരു Sr2 പ്ലസ് അകത്തേക്ക് ചാടി. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു Sr2 പ്ലസ് അകത്തേക്ക് ചാടിയത്? അയണിക് കോമ്പൗണ്ട്സിൽ എപ്പോഴും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി വേണം. 2 കാറ്റയോൺസ് പുറത്തേക്ക് പോകണമെങ്കിൽ 2 പ്ലസ് ചാർജ് പുറത്തേക്ക് പോകണമെങ്കിൽ 2 പ്ലസ് ചാർജ് അകത്തേക്ക് വരണം. അപ്പോൾ ഒരു Sr2 പ്ലസ് അകത്തേക്ക് വന്നു. അപ്പോൾ മറ്റേ സൈറ്റ് വേക്കൻ്റ് ആയ ഇവിടെ ഒരു ഇംപ്യൂരിറ്റി ഉണ്ട്. ഇതാണ് ഇംപ്യൂരിറ്റി ഡിഫെക്റ്റ്. ഇംപ്യൂരിറ്റീസ് വിതറുമ്പോൾ ചില ആക്ച്വൽ കാറ്റയോൺസ് പോയിട്ട് വേറെ കാറ്റയോൺസ് വരും. അപ്പോൾ കുറച്ച് വേക്കൻസീസ് ക്രിയേറ്റഡ് ആവും. ഓക്കെ, ഇതാണ് ഇംപ്യൂരിറ്റി ഡിഫെക്റ്റ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അയണിക് കോമ്പൗണ്ടിൽ എന്തൊക്കെ ഇംപ്യൂരിറ്റി നടന്നാലും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അയണിക് കോമ്പൗണ്ടിൽ എന്തൊക്കെ ഇംപ്യൂരിറ്റി ഉണ്ടെങ്കിലും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്കോട്ട് കീ ഡിഫെക്റ്റ് ബേസിക്കലി അയണിക് കോമ്പൗണ്ട്സിനാണ് നടക്കുക. ഓക്കെ, ഇവിടെ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? നമുക്കിപ്പോൾ ഇങ്ങനൊരു അയണിക് കോമ്പൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഒരു 2 കാറ്റയോൺസ് പുറത്തേക്ക് ചാടി. ഇപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനർജി കൂടിയിട്ട് 2 കാറ്റയോൺസ് പുറത്തേക്ക് ചാടും. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് 2 ആനയോൺസും ചാടും. ഇപ്പോൾ ഇത് 2 കാറ്റയോൺസ് പുറത്തേക്ക് ചാടി എന്ന് വിചാരിക്കാം. ഓക്കെ, 2 ആനയോൺസും പുറത്തേക്ക് ചാടും. കാര്യം ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം 100 Na പ്ലസ് ഉണ്ടായിരുന്നു ഇനീഷ്യലി, 100 Cl മൈനസ് ഉണ്ടായിരുന്നു. ഈ പുറത്തേക്ക് ചാടിയോണ്ട് എനിക്കിപ്പോൾ 98 Na പ്ലസും 98 Cl മൈനസും ഉള്ളൂ മൊത്തത്തിൽ ആ ക്രിസ്റ്റലിൽ. പക്ഷെ അപ്പോഴും 1:1 റേഷ്യോയിൽ തന്നെയല്ലേ? അപ്പോഴും Na പ്ലസും Cl മൈനസും 1:1 റേഷ്യോ. സ്റ്റോക്കിയോമെട്രി എഫക്റ്റ് ആവുന്നില്ല. NaCl ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സ്റ്റോക്കിയോമെട്രിക് ഡിഫെക്റ്റ് ആവുന്നത്. സ്റ്റോക്കിയോമെട്രി എഫക്റ്റ് ആവുന്നില്ല. ഒരു Na പ്ലസിന് ഒരു Cl മൈനസ്. എത്ര 100 ഇപ്പോൾ 10 Na പ്ലസ് ചാടിയാൽ 10 Cl മൈനസും ചാടും.
മനസ്സിലായോ? This type of defect is shown by ionic substances which are similar in size of ions. Ionic size is similar ആയിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ NaCl, KCl etc. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. നെക്സ്റ്റ് വരുന്നത് ഫ്രാങ്കൽ ഡിഫക്റ്റ്. ഇതും അയണിക് കോമ്പൗണ്ട്സ് കാണിക്കുന്നതാണ്. In this type of defect, the smaller ion, usually the cation, leaves the actual sites and occupies the interstitial site. For example, എൻ്റെ ഇപ്പോൾ കാറ്റയോൺസും ആനയോൺസും ഉണ്ടെന്ന് വിചാരിക്കുക. കാറ്റയോൺസും ആനയോൺസും ഇങ്ങനെ അറേഞ്ച്ഡ് ആണ് എന്ന് വിചാരിക്കുക. കാറ്റയോൺസും ആനയോൺസും ഇങ്ങനെ അറേഞ്ച്ഡ് ആണ് എന്ന് വിചാരിക്കുക. ഇതിൽ അറിയാതെ ഒരു കാറ്റയോൺ വന്ന് ഇടയ്ക്ക് വന്ന് നിന്നു. യൂഷ്വൽ പൊസിഷനിൽ നിന്ന് വിട്ട് എവിടെ നിന്നോ പുറത്തുനിന്ന് ഒരു കാറ്റയോൺ വന്ന് അകത്ത് വന്ന് നിന്നു. ഓക്കെ, അതായത് ഇവിടുത്തെ കാറ്റയോൺ ആണെന്ന് വിചാരിക്കുക. അവൻ നേരെ എന്തെങ്കിലും ഫാക്ടേഴ്സ് കാരണം അകത്ത് കയറി നിന്നു. ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷൻ, അതിൻ്റെ ആക്ച്വൽ പൊസിഷൻ അല്ല, ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷൻ. അതാണ് ഫ്രാങ്കൽ ഡിഫക്റ്റ്. ഡെൻസിറ്റി റിമെയിൻസ് സെയിം ഇൻ ദിസ് ഡിഫക്റ്റ്. കാര്യം എന്താണ്? ആ എൻറ്റയർ ക്രിസ്റ്റലിൻ്റെ എവിടെയോ ഇരുന്ന ഒരാൾ വേറൊരു പൊസിഷനിൽ പോയിരുന്നു. അപ്പോൾ ടോട്ടൽ മാസിന് ചേഞ്ച് വരുന്നില്ല. ആ എൻറ്റയർ ക്രിസ്റ്റൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനുണ്ട്, എൻ്റെ വേറൊരുത്തനുണ്ട്, ഇവിടെ രണ്ടുപേരും നിൽക്കുകയാണ്. ഞങ്ങളുടെ ടോട്ടൽ മാസ് ഇപ്പോൾ 150 വിചാരിക്കുക. ഞാൻ കുറച്ച് മാറി ഇന്നു എന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ ടോട്ടൽ മാസ് മാറാൻ പോകില്ല. അതേപോലെ തന്നെ C+ൻ്റെ പൊസിഷൻ കുറച്ച് മാറി എന്ന് വെച്ചാൽ ടോട്ടൽ മാസ് മാറുന്നില്ല. അപ്പോൾ ഡെൻസിറ്റി മാറുന്നില്ല, കാരണം ടോട്ടൽ വോള്യൂം സെയിം ആണ്. ഡെൻസിറ്റി ഈസ് സെയിം, സോളിഡ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. പക്ഷേ സ്കോട്ട്കി ഡിഫക്റ്റിൽ ഡെൻസിറ്റി കുറയുന്നു. കാരണം സ്കോട്ട്കി ഡിഫക്റ്റിൽ കാറ്റയോൺസും ആനയോൺസും ആ ക്രിസ്റ്റലിൽ നിന്ന് ചാടി വെളിയിലേക്കാണ് പോകുന്നത്. അവന്മാർ പൊസിഷൻ മാറിയിരിക്കുമെന്നല്ല, അവന്മാർ പോവാണ്. നേരത്തെ പറഞ്ഞില്ലേ 100 Na+, 100 Cl- ഉള്ളിടത്ത് 98 മാസ് കുറയാണ് ചെയ്യുന്നത്, ഡെൻസിറ്റി കുറയും. ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയിരുന്നു, ടോട്ടൽ മാസ് അപ്പോഴും സെയിം തന്നെയാണ്. ഓക്കെ, ഫൈൻ. ഇവിടെ എക്സാമ്പിൾസ് വരുന്നത് സിങ്ക് സൾഫൈഡ്, AgCl, AgBr എക്സെട്ര. ഓക്കെ, യൂഷ്വലി നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ, കാറ്റയോൺസും ആനയോൺസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് ഫ്രാങ്കൽ ഡിഫക്റ്റ് വരിക. അതിൽ ആ ചെറിയ ഐറ്റം ഉണ്ടല്ലോ, ചെറിയ അയോൺ, അവനാണ് ഓടിക്കളിക്കുക. അവൻ്റെ സ്ഥലത്തിരിക്കാതെ നൈസായിട്ട് ഓടി എവിടെയെങ്കിലും പോയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വേക്കൻസി ഡിഫക്റ്റ്. വേക്കൻസി ഡിഫക്റ്റ് യൂഷ്വലി ആദ്യമാണ് പഠിപ്പിക്കുക, പക്ഷേ ഒന്നുമില്ല. വേക്കൻസി ഡിഫക്റ്റ് സ്കോട്ട്കി ഡിഫക്റ്റ് പോലെ തന്നെ. ബേസിക്കലി ഇപ്പോൾ എനിക്കിത് ഇങ്ങനെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം, ഇങ്ങനെ കുറേ മെറ്റൽസ്. ഇതിൽ ഒരുത്തനെ കാണാനില്ല, ഡ്യൂ ടു സം റീസൺ ഹീറ്റ് ചെയ്തപ്പോൾ ആ പാർട്ടിക്കിൾ പോയി, അവിടെ ഒരു വേക്കൻസി വന്നേ, അതാണ് വേക്കൻസി ഡിഫക്റ്റ്. പക്ഷേ ഒരു ഡിഫറൻസേ ഉള്ളൂ, ഇത് നോൺ അയണിക് സോളിഡ്സിൻ്റെ കേസിലാണ് വേക്കൻസി ഡിഫക്ട്സ് എന്ന് പറയുക. വേക്കൻസി ഡിഫക്റ്റ് യൂഷ്വലി നോൺ അയണിക് സോളിഡ്സ്. സ്കോട്ട്കി പറയുന്നത് അയണിക് സോളിഡ്സിൻ്റെ കേസിലാണ്, 10 കാറ്റയോൺസ് 10 ആനയോൺസും പോയി. വേക്കൻസി ഡിഫക്ട്സ് നോൺ അയണിക് സോളിഡ്. ഫോർ എക്സാമ്പിൾ ഇവിടെ സോഡിയം ആറ്റംസ് മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. സോഡിയം അയോൺസ് അല്ല കേട്ടോ, സോഡിയം ആറ്റംസ്. അതിലൊരു സോഡിയം ആറ്റമിനെ കാണാനില്ല, വേക്കൻസി ഡിഫക്റ്റ്. മെറ്റൽ സോഡിയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇവിടെയും ഡിക്രീസ് ഇൻ ഡെൻസിറ്റി സംഭവിക്കുന്നു. ബേസിക്കലി ട്രിഗേർഡ് ബൈ ഹീറ്റിംഗ് ആണ് കേട്ടോ. ഹീറ്റിംഗ് വച്ചിട്ടാണ് ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, വേക്കൻസി ഡിഫക്റ്റ്. നെക്സ്റ്റ് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രാങ്കൽ ഡിഫക്റ്റ് പോലെ തന്നെ നോൺ അയണിക് സോളിഡ്സിന്, ഇതും നോൺ അയണിക് സോളിഡ്സിനാണ്. ബേസിക്കലി എൻ്റെ ഇങ്ങനെ കുറേ കോമ്പൗണ്ട്സ് ഉണ്ട്, കുറേ ആറ്റംസ് ഉണ്ട്, പ്രോപ്പർലി അറേഞ്ച് ആയിട്ടുള്ള. അതിൽ ഒരു പാർട്ടിക്കിൾ വന്ന് എവിടെന്നോ പുറത്തുനിന്ന് വന്നിട്ട് അകത്തിരുന്നു. ഇവിടെ ബേസിക്കലി ഇൻക്രീസ് ഇൻ ഡെൻസിറ്റിയാണ് സംഭവിക്കുന്നത്. കാര്യം പുറത്തുനിന്ന് വന്നിട്ട് ഇടയിൽ കയറിയിരുന്നു. ഉള്ളിലുള്ള ആൾ തന്നെയല്ല, പുറത്തുനിന്ന് വന്നിട്ട് ഇടയിൽ കയറിയിരുന്നു. അപ്പോൾ ഡെൻസിറ്റി ഇൻക്രീസ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഇതാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, സ്റ്റോക്കിയോമെട്രി എഫക്റ്റ് ആകുന്നില്ല. ഇപ്പോൾ ഫ്രാങ്കൽ ഡിഫക്റ്റ് എടുത്താലും കാറ്റയോണിൻ്റെ പൊസിഷൻ മാറിയെന്നേ ഉള്ളൂ.
ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 Na+ഉം 100 Cl- ഉണ്ടെന്ന് വിചാരിക്കുക. ഫ്രാങ്കൽ ഡിഫക്റ്റിൽ കാറ്റോണിൻ്റെ പൊസിഷൻ മാറുമ്പോൾ അപ്പോഴും 100 Na+ഉം 100 Cl- തന്നെയാണ്. സ്റ്റോക്കിയോമെട്രി എഫക്റ്റ് ആകുന്നില്ല. നമ്പർ ഓഫ് കാറ്റയോൺസ് ഇസ് ടു നമ്പർ ഓഫ് ആനയോൺസ് ഇസ് സ്റ്റിൽ ദ സെയിം. ഡിഫക്റ്റ് കാരണം അത് മാറ്റം വരുന്നില്ല. പക്ഷെ നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റിൽ ഈ പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കുക, നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സിൽ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് രണ്ടെണ്ണം ഉണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസി, നെക്സ്റ്റ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സസ് ഓഫ് കാറ്റയോൺസ്. ഓക്കെ, ആദ്യം ആനയോണിക് വേക്കൻസിയുടെ നോക്കാം. എല്ലാവരും നോക്കുക, എൻ്റെ ഇപ്പോൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. എൻ്റെ ഇപ്പോൾ Na+ഉം Cl- ഉണ്ടെന്ന് വിചാരിക്കുക. Na+ഉം Cl- ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഞാനൊരു സോഡിയം വേപ്പറിൽ കൊണ്ടുവന്നിട്ട്, അതായത് NaCl ഞാൻ സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്തു. ഈ സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിൽ ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു സോഡിയം ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു സോഡിയം ഒരു ഇലക്ട്രോണെ അങ്ങോട്ട് പുറത്തേക്ക് ചാടിക്കും. അവൻ Na+ ആവും. പുറത്തുനിന്നുള്ള സോഡിയം വേപ്പറിൽ നിന്നുള്ള സോഡിയം. ഓക്കെ, അപ്പം എന്ത് പറ്റും? ഉള്ളിൽ നിന്നൊരു Cl- നേരെ മേപ്പോട്ട് പോകും. അങ്ങനെ മേപ്പോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഒരു വേക്കൻസി സംഭവിക്കും. അങ്ങനെ മേപ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു വേക്കൻസി സംഭവിക്കും. ആ വേക്കൻസിയിൽ ഈ പുറത്ത് പോയ ഇലക്ട്രോൺ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും Cl- എന്തിനാണ് പുറത്തേക്ക് പോയത്? Cl- പുറത്തേക്ക് പോയത് മേളിലുള്ള ആ സോഡിയം വേപ്പറിൽ നിന്നുള്ള സോഡിയമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നല്ലോ. അവിടെ ആ സോഡിയം വേപ്പറിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ഇലക്ട്രോൺ ഉണ്ടല്ലോ, അവൻ വന്നിരിക്കും, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ ബേസിക്കലി നിങ്ങൾ നോക്കുമ്പോൾ ഈ ക്രിസ്റ്റലിൽ എനിക്ക് ആദ്യം 1, 2, 3, 4 Na+ ഉണ്ടായിരുന്നു, 4 Cl- ഉണ്ടായിരുന്നു ആ ക്രിസ്റ്റലിൽ. പക്ഷെ ഒരു Cl- പോയി. സ്റ്റോക്കിയോമെട്രി എഫക്റ്റ് ആയോ? 1:1 റേഷ്യോ ആണോ ഇപ്പോൾ? അല്ല. അതുകൊണ്ടാണ് ഇതിനെ നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ പൊസിഷൻ എന്ന് പറയുന്നത് എഫ് സെൻറ്റർ ആണ്, ഫാർബർ സെൻറ്റർ. ബേസിക്കലി ഇറ്റ് ഇമ്പാർട്ട്സ് കളർ ഓൾസോ. കാര്യം അൺപെയർഡ് ഇലക്ട്രോൺ ആണ് അവിടെ ഇരിക്കുന്നത്. ഇറ്റ് ക്യാൻ അബ്സോർബ് ആൻഡ് എമിറ്റ് റേഡിയേഷൻസ്. ഓക്കെ, ഇതുകൊണ്ടാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസി എന്ന് പറയുന്നത്. ഒരു ആനയോൺ അതിൻ്റെ പൊസിഷൻ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇൻറ്റർസ്റ്റീഷ്യൽ കാറ്റയോൺ. ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മക്കളെ. ഞാനിപ്പോൾ സിങ്ക് ഓക്സൈഡ് എടുക്കുകയാണ്, അതിനെ ഹീറ്റ് ചെയ്യണം. അപ്പോൾ സിങ്ക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് Zn2 + O2 - Zn2 + O2 - Zn2 + O2 - ഇങ്ങനെയാണ്. ഈ സിങ്ക് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ Zn2 + അങ്ങനെ തന്നെ ഉണ്ടാവും. അതിൽ ആ ഓക്സിജൻ ഉണ്ടല്ലോ പുറത്തേക്ക് അങ്ങോട്ട് പോകും. ഒരു ഓക്സിജൻ പുറത്തേക്ക് പോയിട്ട് 2 ഇലക്ട്രോണിനെ അങ്ങോട്ട് വിടും. ഒരു ഓക്സൈഡ് 2 ഇലക്ട്രോണിനെ പുറത്തേക്ക് വിടും. അപ്പോൾ ബേസിക്കലി എന്താ പറ്റുന്നത്? ഈ Zn2+ എന്ന് പറയുന്ന ഈ ഐറ്റം, ഈ Zn2+ കാറ്റയോൺസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഈ Zn2+ കാറ്റയോൺസ്, ഈ ഫോം ചെയ്യുന്ന Zn2+ കാറ്റയോൺസ് നേരെ പോയിട്ട് കുറച്ച് ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷൻസിൽ പോയിട്ടിരിക്കും. എല്ലാവരും നോക്കുക, an extra cation may be present in the interstitial site and an electron is present in another interstitial site so that electrical neutrality is maintained. അതായത് ഈ പുറത്തേക്ക് വന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അവൻ ഏതെങ്കിലും ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൻ്റെ ഇടയിൽ പോയിരിക്കും. ഈ കാറ്റയോണും ഏതെങ്കിലും ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൻ്റെ ഇടയിൽ പോയിരിക്കും. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻഡ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒരു ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു എക്സ്ട്രാ കാറ്റയോൺ ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പോയിരിക്കുന്നുണ്ട്, ഈ ഇലക്ട്രോണും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കളറ് ഫോം ചെയ്യുന്നതാണ്. കാര്യം എപ്പോഴൊക്കെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് അവിടെയൊക്കെ കളർ അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് യെല്ലോയിലേക്ക് മാറും. എന്തുകൊണ്ടാണ്? ഈ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട്. ഗോട്ട് ഇറ്റ്? ഓക്കെ. ലാസ്റ്റ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ Fe.93O, Fe.96O. എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? ഇപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ Fe2+ അയോൺസും O2- അയോൺസും ഉണ്ടെന്ന് വിചാരിക്കുക. Fe2+ അയോൺസും O2- അയോൺസും ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ ഐറ്റങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. എന്തോ കാരണത്താൽ ഫോർ എക്സാമ്പിൾ ഹീറ്റിംഗ് ആണെന്ന് വിചാരിക്കാം,
3 Fe2+ പുറത്തേക്ക് പോയി. 3 Fe2+ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 3 Fe2+ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലെറ്റ് us say Fe3+ അതിനെ റീപ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. Fe2+ പോയിട്ട് Fe3+ റീപ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. Fe3+ തിരിച്ചു വരുമ്പോൾ 2 Fe3+ പോരെ. കാര്യം എന്താ? ചാർജ് ന്യൂട്രലാക്കിയാൽ മതി. അതാണ് ഇമ്പോർട്ടൻറ്റ്. 3 Fe2+ പോകുമ്പോൾ ടോട്ടൽ 6 ചാർജ് പുറത്തേക്ക് പോയി. അതിനെ റീപ്ലേസ് ചെയ്യാൻ 2 Fe3+ അകത്തേക്ക് വന്നു. 6നെ റീപ്ലേസ് ചെയ്ത് 6 വന്നു. അപ്പോൾ ബേസിക്കലി എന്താണ് പറ്റിയത്? അതിൻ്റെ സ്റ്റോക്കിയോമെട്രി എഫക്റ്റഡ് ആയി. നേരത്തെ 1 2 3 4 5 Fe2+ഉം 4 5 O2 മൈനസും ഉണ്ടായിരുന്നു അല്ലേ? 1 2 3 5 അതായത് ബേസിക്കലി സ്റ്റോക്കിയോമെട്രിക് റേഷ്യോയിലായിരുന്നു അല്ലേ? നേരത്തെ സ്റ്റോക്കിയോമെട്രിക് റേഷ്യോയിലായിരുന്നു. FeO ആയിരുന്നു, 1:1 റേഷ്യോയിലായിരുന്നു. ഒരു Feക്ക് ഒരു ഓക്സിജൻ അങ്ങനെയായിരുന്നു. ഇപ്പോൾ എന്താ പറ്റിയത് മക്കളെ? ഇപ്പോൾ എന്താണ് പറ്റിയത് മക്കളെ? ഇപ്പോൾ നോക്കുമ്പോൾ 3 Fe2+ പോയി 2 Fe3+ ആണ് അകത്തോട്ട് വന്നത്. അപ്പോൾ ആ റേഷ്യോ തെറ്റി. അതുകൊണ്ടാണ് ഇത് നോൺ സ്റ്റോക്കിയോമെട്രിക് റേഷ്യോ ആയത്. അതുകൊണ്ടാണ് ഇത് നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് ആയത്. സ്റ്റോക്കിയോമെട്രി എഫക്റ്റഡ് ആയി. ഇവിടെ സ്റ്റോക്കിയോമെട്രി എഫക്റ്റഡ് ആയി. മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ഇതിനെയാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ദർ ഇസ് എ ഡെഫിഷ്യൻസി ഓഫ് മെറ്റൽസ് ഓർ ഡെഫിഷ്യൻസി ഓഫ് കാറ്റോൺസ് ഓവർ ഹിയർ. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഓക്കെ, സോ എല്ലാവരും നോക്കുക മക്കളെ. ഇൻ ക്രിസ്റ്റൽസ് ഓഫ് FeO എല്ലാവരും നോക്കുക. In crystals of FeO, some Fe2+ cations are missing and the loss of positive charge is made up by the presence of required number of Fe3+. ആ ലാസ്റ്റ് എഴുതിക്കണ വരി ഒന്ന് വായിച്ചു നോക്കൂ. മക്കളെ. ഓക്കെ, ഇപ്പോൾ 5 Fe2+, ഇപ്പോൾ ലെറ്റ്സ് സേ 6 Fe2+ പുറത്തേക്ക് പോവുകയാണെങ്കിൽ എത്ര Fe3+ പുറത്തേക്ക് അകത്തോട്ട് വരും? 4 Fe3+ അകത്തോട്ട് വരുള്ളൂ. 6 Fe2+ പുറത്തേക്ക് പോവുകയാണെങ്കിൽ 12 പുറത്തേക്ക് പോകും. 4 അകത്തേക്ക് വരും. 4 Fe3+ അകത്തേക്ക് വരും. ഇത്തരം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ട് ചോദിക്കാം അവർക്ക്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിൽ ലെറ്റ് us say 6 Fe2+ ions went out. How many Fe3+ ions will come in? Got it? സോ അതോടുകൂടി നമുക്കിവിടെ നിർത്താം. വി ആർ ഡൺ വിത്ത് 3 chapters ഇൻ ഡീറ്റെയിൽ, ഇൻ ഡെപ്ത്, വിത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ് മക്കളെ. ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദ 10-day ചാലഞ്ച്. അതോടുകൂടി നമ്മൾ 10-day ചാലഞ്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വളരെ അടിപൊളിയായിട്ട് എല്ലാ സെഷൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും 10-day ചാലഞ്ച്. ഇനി കാണാത്തവർ, പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ കാണാൻ ശ്രമിക്കുക. വളരെ 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 യൂസ്ഫുൾ ആയിരിക്കും. ഞാനിത് ആണയിട്ട് പറയാം. അത്രയും ഡെപ്തിലും പ്രോബ്ലം സോൾവിങ്ങിലൂടെയാണ് നമ്മൾ പോയത്. ഇനി അതല്ലാതെ നാളെ തൊട്ട് മാരത്തോൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതും കൂടി അറ്റൻഡ് ചെയ്യണം. അവിടെ നമ്മൾ കൂടുതൽ പ്രോബ്ലം സോൾവിങ് ആയിരിക്കും. കൂടുതലല്ല, പ്രോബ്ലം സോൾവിങ് ആയിരിക്കും. ടക്കെന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും മക്കളെ. ഓക്കെ, സോ കീപ്പ് അപ്പ് യുവർ ഡ്രീംസ്, സ്റ്റേ മോട്ടിവേറ്റഡ്. ഓക്കെ, ആ ഒരു മോട്ടിവേഷൻ വേണം മക്കളെ. ട്രൈ ടു ഗെറ്റ് ഇൻ ടു ദ ബെസ്റ്റ് കോളേജ്. ട്രൈ യുവർ ബെസ്റ്റ് ഫോർ ദാറ്റ്. ഹാവ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് എക്സാമിനേഷൻ ഹാളിലേക്ക് കയറാൻ നോക്കുക. ഇനിയിപ്പോൾ എന്തായാലും പഠിച്ചാലേ കിട്ടാൻ പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ 2-3 ദിവസത്തെ പ്രിപ്പറേഷൻ കൂടി ഉണ്ട്. അതും കൂടി നമ്മുടെ ഒപ്പം ചെയ്യുക മക്കളെ. നമ്മളെല്ലാവരും കൂടെയുണ്ട്. അവസാനം വരെ ഓടാനായിട്ട് ഞങ്ങളൊക്കെ കൂടെയുണ്ട്. ഓക്കെ, ഈ വെളുപ്പാങ്കാലം വരെ എനിക്കിരുന്ന് പഠിപ്പിക്കാമെങ്കിൽ ഞങ്ങളുടെ ആവേശം നിങ്ങൾക്ക് മനസ്സിലാവും മക്കളെ. അത്രയും അധികം എക്സൈറ്റഡ് ആണ്. അത്രയും അധികം സപ്പോർട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരും മക്കളെ. സോ സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹെൽത്തി. ലവ് യു ഗൈസ്, ലവ് യു മൈ ഡിയർ ചാമ്പ്യൻസ്. I'll see you guys. Till then, bye-bye.